ഹലോ 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 മക്കളെ, ഹലോ 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 ഹലോ. യെസ്, വരട്ടെ 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 വരട്ടെ, എല്ലാവരും വരട്ടെ. ആരൊക്കെയോ നേരത്തെ വന്നിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ട്. യെസ് 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 യെസ്. മക്കളെ, ആദ്യം തന്നെ ഒരുപാട് എനർജി എടുത്ത് തീർക്കുന്നില്ല, നമുക്ക് ഒരുപാട് നേരം ഉണ്ടാകുന്ന ലൈവാണ്, അപ്പോൾ ഒരു എനർജി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹലോ ഹലോ ഹലോ, ഇതെന്താ ആരും ഒന്നും മിണ്ടാതെ മക്കളെ? ഹലോ, ചെക്ക് ചെക്ക്, കേൾക്കുന്നൊക്കെ ഉണ്ടല്ലേ? ഹലോ 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 ഹലോ. ആ യെസ്, എന്താ പേര്? കാളിച്ചെറന്നാണോ? യെസ്, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മക്കൾസ്, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ആ യെസ് ബോങ്, നീ നേരത്തെ വന്ന സാറ് കണ്ടു, നീ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. ശിവായിരുന്നു കളിക്കുന്നു. റെഡി റെഡി റെഡി. അപ്പൊ മക്കളെ, യെസ്, എങ്ങനെ പോകുന്നു നമ്മുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു? ബെസ്റ്റ് ഫോർ ബിസിനസ് ആണോ? ഓക്കെ, അപ്പൊ സെറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും? സെറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ടല്ലേ? റെഡി? ഇനിയിപ്പോ ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾ സെറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്ക് സെറ്റ് ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. റെഡി? ഓക്കെ ആണെങ്കിൽ ഒന്ന് കത്തിച്ചേ. വേഗം വരട്ടെ. ഫുൾ മാർക്ക് കിട്ടുമോ? കിട്ടും. ഫുൾ മാർക്ക് കിട്ടും. വെറുതെ ഈ ലൈവ് കണ്ടിരുന്നാൽ പോരാ, പഠിക്കണം. ഓക്കെ, പഠിക്കണം. യെസ്. അപ്പൊ മക്കളെ, ആദ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യെസ്, ക്രിസ്മസ് എക്സാം നമുക്കിതാ എത്തിക്കഴിഞ്ഞു. ഇതേപോലെ ലാസ്റ്റ് ടൈമിലുള്ള ഒരു ലൈവിലൊക്കെ ഇരുന്ന് പഠിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? പബ്ലിക് എക്സാം ഇതാ എത്താറായിട്ടുണ്ട്. അപ്പൊ പബ്ലിക് എക്സാമിന് വേണ്ടി ഞാനൊരു ഇൻട്രോ ഒക്കെ കൊടുക്കാന്ന് ബുക്ക് സെറ്റ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴേക്കും സാർ എന്നെ കൂട്ടാതെ ഞാനൊരു ഇൻട്രോ ഒക്കെ പറഞ്ഞിങ്ങോട്ട് കത്തിച്ചിട്ട് ഇല്ല വരുന്നല്ലോ. അപ്പൊ ഞാൻ തുടങ്ങിയിട്ട് ആ കാര്യം മിസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. പബ്ലിക് എക്സാം അല്ലേ? അതെ. ഇപ്പൊ നിങ്ങൾ ക്രിസ്മസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പബ്ലിക് എക്സാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം ക്രിസ്മസിന് ഒരു വലിയ പോർഷൻ തന്നെ കവറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോരാ, അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കണം. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് അവർ യൂസ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ബുക്സ് എടുത്ത് പഠിക്കുകയല്ല വേണ്ടത്, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ നോട്ടുകളാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അല്ലാതെ നിങ്ങൾ ആ ഒരു വർഷം നിങ്ങൾ ഇരുന്ന്, ഇപ്പോൾ നിങ്ങൾ ജൂണിൽ മുതലൊക്കെ ഇരുന്ന് പഠിച്ച കംപ്ലീറ്റ് നോട്ട് ഇരുന്ന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്തില്ല. പകരം നിങ്ങൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല സമ്മറൈസ് ചെയ്ത പോയിന്റ്സ് എല്ലാം നോട്ട്സ് വെച്ച് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിസംബർ 26 നമ്മളെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും മക്കളെ. അപ്പോൾ മിസ് പറഞ്ഞ പോലെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടത് ഇനിയുള്ള കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് അറിയാലോ. അപ്പോൾ അത്രത്തോളം ഓഫറും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ഒരു 35 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഉള്ള ബുക്ക് സെറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. വെറും ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ബുക്ക് സെറ്റ് ആണ്. അപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഷോർട്ട് നോട്ട്സ് ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും വർക്ക്ഷീറ്റ് ഒക്കെ അവർക്ക് ക്രാഷ് ബാച്ചിന്റെ കൂടി കിട്ടും. ഓക്കെ, റെഡി? അപ്പൊ അത് കിട്ടില്ല, നമുക്ക് ടൈം വരുന്നുണ്ട് അല്ലേ? ടൈമിന്റെ ഉള്ളിൽ ജോയിൻ ചെയ്യും. 20നുള്ളിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പബ്ലിക് എക്സാം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. +2കാരാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഇംപ്രൂവ്മെന്റ് ഇല്ല. ഇനി തോറ്റാൽ സേ എഴുതാന്നുള്ള ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ വെറുതെ ആ ഒരു ഓപ്ഷൻ കൈ പിടിച്ചിരിക്കാതെ ഇപ്പോഴേ ഇപ്പൊ ക്രിസ്മസ് എക്സാം നന്നായിട്ട് തൂക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാം ഈസി ആയിട്ട് തൂക്കാൻ പറ്റും. കാരണം വലിയൊരു പോർഷൻ ഇവിടെ തീർന്നു. സാറ് മറ്റേ കാന്താരയിൽ ബ്രഹ്മരക്ഷസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? കഷ്ടപ്പെടുന്നു. ആയിരുന്നു കുറച്ച് നേരത്തെ മൈക്കിന്റെ വയറിന്റെ കെട്ടയക്കാൻ വേണ്ടിട്ട് വല്ലാത്തൊരു ടൈപ്പായി. മുടീന്റെ കെട്ടയക്കുന്ന ബ്രഹ്മരക്ഷസ്.
ഓക്കെ 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 മക്കളെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്, ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. ഇന്നിപ്പോ ആർക്കും എന്താണ് സ്കൂൾ അല്ലല്ല ദുരന്തർ ഓ സിനിമ. ഓക്കെ മുഹമ്മദ്, ഓക്കെ 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 സെറ്റ് സെറ്റ് സെറ്റ്. ഓ സിനിമയൊക്കെ നമുക്ക് കാണാം. ഇല്ലാണ്ടായേ. അതെ അതെ ഓക്കെ. യെസ് മക്കളെ, ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. എല്ലാരെയും വിളിച്ചിട്ട് വന്നേ. ഇന്നിപ്പോ സ്കൂളൊന്നും പോകാണ്ടാവില്ലല്ലോ, ശനിയാഴ്ച അല്ലേ. എല്ലാരും വീട്ടിലൊക്കെ വേണ്ടി പോവാണ്. സാധാരണ നമ്മൾ എല്ലാ യൂട്യൂബ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറയും മക്കളെ ഇതൊരു റിവിഷൻ ആണ്, റിവിഷൻ ആണ്, റിവിഷൻ ആണെന്ന്. പക്ഷെ അല്ല, നമുക്കറിയാം നമ്മളെ കാത്തിരിക്കുന്ന ഓഡിയൻസിൽ ഒരു 70% ആൾക്കാര് ഇപ്പോഴും എവിടെയും എത്താണ്ട് ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരായിരിക്കും അല്ലേ. ആ കൂട്ടത്തിൽ പെടുന്നവരായിരിക്കും പലരും ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ട് നമ്മൾ ഇനി പഠിക്കാനാ പോകുന്നത്. ഓരോ ചാപ്റ്റേഴ്സും എടുത്തിട്ട് പഠിക്കാനാണ് പോകുന്നത്. അപ്പൊ അവസാനത്തെ ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ച് 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 പോവാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി മാർക്ക് കിട്ടുമോ, A+ കിട്ടുമോ, ഡബിൾ പാസ് ആവോ എന്നുള്ള സംശയം ഒന്നും വേണ്ട. ആയിരിക്കും, ഷുവർ ആയിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക, പഠിക്കുക നന്നായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. റെഡി. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കുറച്ച് ചോദിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ സെറ്റ് ആക്കും. പക്ഷെ ആദ്യം നമുക്ക് എന്താക്കാം, കുറച്ച് സിമ്പിൾ ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതെ, നമ്മൾ സൈക്കോളജി നമ്മൾ കുറെ ടിപ്സ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറില്ലേ. ചില സമയം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ചിലപ്പോൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് കുഴപ്പമില്ല, നല്ലയാ, ഒന്ന് പഠിച്ചു തുടങ്ങാം അല്ലേ എന്ന് തോന്നും. മനസ്സിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ടഫിലേക്ക് പോകാൻ പ്രശ്നമില്ല. ആദ്യം തന്നെ നിങ്ങൾ ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തൊരു ചാപ്റ്റർ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ കൂട്ടിയാ കൂടില്ല, ഇവിടെ തന്നെ വെച്ചോ, വേണ്ട എന്നുള്ളൊരു തോന്നൽ വരാൻ ചാൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സിമ്പിൾ ആയിട്ട് ഇച്ചിരി സിമ്പിൾ ചാപ്റ്റർ പഠിച്ചിട്ട് നമുക്ക് വലിയ ചാപ്റ്റേഴ്സിലേക്ക് പോവാം. ഓക്കെ ഓക്കെ യെസ് 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 തുടങ്ങാണ് വേഗം തുടങ്ങാണ്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഇങ്ങോട്ട് പോവാം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി സെറ്റ്. ഓക്കെ, പെൻ ഇവിടെ ഉണ്ടോ? പെൻ ഇവിടെ ഉണ്ട്. റെഡി നമുക്ക് പോവാം. ഓക്കെ, PPT ഒന്ന് കണ്ടെത്തട്ടെ. യെസ് ഓക്കെ മക്കളെ, അപ്പം നമുക്ക് PPT ഒന്ന് എടുത്തോട്ടെ. റെഡി. പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്, സിമ്പിൾ ചാപ്റ്റർ ആണ്, അതേപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. യെസ്, നമുക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. റെഡിയാണോ? അമൃത പ്രസന്റ്. ഓക്കെ അമൃത റെഡി, എല്ലാവരും പ്രസന്റ് ആയിട്ടുണ്ട്. മക്കളെ ആദ്യം തന്നെ കുറച്ച് ലൈക്കൊക്കെ ഒന്ന് കത്തിച്ച് തന്നെ, വേഗം. ഇവിടെ ഉള്ള ആളെ കൗണ്ടും യെസ് ലൈക്കിന്റെ കൗണ്ടും ഈക്വൽ ആവുന്നില്ല. ടാലിയാക്കി തരണം. ഇപ്പൊ കിട്ടണം, ടാലിയാക്കണം. യെസ്, വേഗം. മക്കളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ചു വന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ. നമ്മൾ ഇന്ന് ബിസിനസ് സ്റ്റഡീസ് കംപ്ലീറ്റ് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി. ആദ്യം തന്നെ പഠിച്ചു വെച്ചോളാം എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. മാനേജ്മെന്റിനെ കുറിച്ചാണല്ലേ നമ്മൾ ഈ ഒരു വർഷം കംപ്ലീറ്റ് ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നത്. അപ്പോൾ ഈ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്, തത്വങ്ങളാണ്. റെഡി. അപ്പൊ എന്താണ് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്? അത് അങ്ങോട്ട് ഓർത്ത് വെച്ചോളാം, ശ്രദ്ധിച്ചോ. പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ആർ എന്താ? ഇറ്റ്സ് ബേസിക് ഗൈഡ് ലൈൻസ് ഓക്കെ ദാറ്റ് ഹെൽപ് മാനേജേഴ്സ് ടു ഡു ദെയർ ജോബ് എഫക്റ്റീവ്ലി. സിമ്പിൾ ആയിട്ട് അത്രയേ ഉള്ളൂ. നമ്മുടെ മാനേജർ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ മാനേജറെ അയാളുടെ ജോലി ഓക്കെ യെസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിൾ അല്ലെങ്കിൽ എന്താണ് ബേസിക് ഗൈഡ് ലൈൻസിനെ നമുക്ക് എന്ത് പറയാം യെസ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ഓക്കെ, ദേ ഓഫർ അഡ്വൈസ് ടു ഹൗ മേക്ക് ഡിസിഷൻ. കണ്ടല്ലോ, ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കണം, അതേപോലെ ഹാൻഡിൽ റെസ്പോൺസിബിലിറ്റി അല്ലെ, അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ആൻഡ് മാനേജ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ അല്ലെ. ഒരു മാനേജർക്ക് അറിയാം നമ്മുടെ ഫേമിലുള്ള ഒരുപാട് ആളുകളെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യേണ്ടി വരും പല സിറ്റുവേഷനിൽ അല്ലെ. ആ പല സിറ്റുവേഷനിലും എങ്ങനെ മാനേജ് ചെയ്യാം? ദീസ് പ്രിൻസിപ്പിൾ ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് വിത്ത് ഡിഫറെന്റ് നീഡ്സ് ആൻഡ് സിറ്റുവേഷൻ. യെസ്, അപ്പോൾ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പല സിറ്റുവേഷനിൽ അല്ലെ എന്താ നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെ, നമുക്ക് എന്താ ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യെസ് എന്താണ് കാര്യമാണ്.
ഓർത്ത് വെച്ചോളാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ത് എന്ന് നിങ്ങൾ എഴുതേണ്ടി വരും. ഇതിൽ നിന്നും എസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എഴുതിയിട്ടേ ആ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് മക്കൾ പോകാം. അതിപ്പോൾ എന്താണ് ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ ആയാലും എന്ത് തന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ത് തന്നെ ആയാലും ആദ്യം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ത് എന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മക്കൾ കൊടുത്തിരിക്കണം. ഈ മീനിങ് നിങ്ങൾ പഠിച്ചിരിക്കണം. സെറ്റ് റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന്റെ നാച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീച്ചേഴ്സ്. ഇതെന്ത് ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ടത് ഈ കാര്യമാണ്. ഈ ഒരു ഏഴ് കാര്യമാണ് നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന്റെ. നാച്ചർ ചോദിച്ചാലും ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും ഫീച്ചേഴ്സ് ചോദിച്ചാലും ഒക്കെ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു 7 കാര്യമാണ്. ആ 7 എണ്ണം നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഒന്നാമത്തെ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. എവിടെയെല്ലാം ബിസിനസ് ഉണ്ടോ, ലോകത്തെവിടെയെല്ലാം ബിസിനസ് ഉണ്ടോ അവിടെയെല്ലാം ആ ബിസിനസ്സിൽ എന്തുണ്ടാവും? മാനേജ്മെന്റ് ഉണ്ടാവും, അല്ലെ? മാനേജ്മെന്റ് ആവശ്യമുണ്ട്. സോ മാനേജ്മെന്റ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എന്തുണ്ടാവും? മാനേജ്മെന്റിന് വർക്ക് ചെയ്യാനുള്ള ഈ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവും, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. റെഡി? സോ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്തിനുണ്ട്? നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ടു ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടാവും. ആ എല്ലാ ഓർഗനൈസേഷന്റെയും എല്ലാ എന്താണ് ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ടാവും? നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഉണ്ടാവും. ബിസിനസ് ഓർ നോൺ ബിസിനസ്, ബിസിനസ് ഓർ നോൺ ബിസിനസ്, ആൻഡ് ബിഗ് ഓർ സ്മോൾ, പബ്ലിക് ഓർ പ്രൈവറ്റ്, മാനുഫാക്ചറിംഗ് ഓർ സർവീസസ്, ഹൗഎവർ ദേ ആർ അപ്ലൈഡ് ക്യാൻ വേരി ബേസ്ഡ് ഓൺ ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അല്ലെ, ഈ ഓർഗനൈസേഷൻ സൈസും ടൈപ്പിനൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നല്ലാതെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഇല്ലാതെ നമുക്കൊരു കളിയില്ല. ഓക്കെ അല്ലേ? ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ആണ് ഒന്നാമത്തെ പോയിന്റ്. റെഡി? അങ്ങനെയെങ്കിൽ സെക്കൻഡ് എന്താ? ജനറൽ ഗൈഡ് ലൈൻ. മക്കൾ പറയുന്നുണ്ട് അല്ലെ, ജനറൽ ഗൈഡ് ലൈൻ ആണ്. ഇതെന്താണ്? ജനറൽ ഗൈഡ് ലൈൻ ആണ് അല്ലെ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആർ ജനറൽ ഗൈഡ് ലൈൻ ദാറ്റ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബട്ട് ആർ നോട്ട് ഫിക്സ്ഡ് സൊല്യൂഷൻ ഫോർ എവരി പ്രോബ്ലം ആണല്ലോ. ഒരു ജനറൽ ആയിട്ടുള്ള എന്താണ് ഗൈഡ് ലൈനാണ്, പൊതുവേ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതെന്തല്ല, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഓക്കെ, ദ റിയൽ ബിസിനസ് സിറ്റുവേഷൻ ആർ ഓഫൻ കോംപ്ലെക്സ് ബട്ട് ദീസ് പ്രിൻസിപ്പിൾസ് സ്റ്റിൽ പ്രൊവൈഡ് യൂസ്ഫുൾ ഡയറക്ഷൻ. ഓക്കെ, നമുക്കെന്താ പല സിറ്റുവേഷനിൽ ഡെഫിനിഷനോ എന്തിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത്? എന്തിൻ്റെ ഡെഫിനിഷനാണ് ഇതൊന്നും ഡെഫിനിഷൻ അല്ലല്ലോ, ഇതൊക്കെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലേ. എക്സ്പ്ലനേഷൻ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ച് വെക്കുകയല്ല വേണ്ടത്, മനസ്സിലാക്കി വെക്കുകയാണ്. എന്താണ് ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ സാറ് പറഞ്ഞുതരാം. ഓക്കെ, റെഡി? അപ്പം എന്താ ഒരു ജനറൽ എന്താണ് ഗൈഡ് ലൈൻ ആണ്. ഒരു ഫിക്സ്ഡ് സൊല്യൂഷൻ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, പല സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കത് മാറ്റി യൂസ് ചെയ്യേണ്ടി വരും. സോ എന്താ ഒരു ഫിക്സ്ഡ് സൊല്യൂഷനും അല്ല, പല എന്താണ് കോംപ്ലക്സ് സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ വേണ്ട എന്താ ഒരു ബേസിക് ഗൈഡ് ലൈൻ ആണെന്ന് നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ എന്താ? ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അല്ല, ഇത് വെറുതെ അങ്ങോട്ട് എഴുതി ഉണ്ടാക്കി വെച്ച കാര്യമാണോ? അല്ല, കൃത്യമായിട്ട് എന്താ പ്രാക്ടീസ് ചെയ്ത് അല്ലെ നമ്മുടെ പല പരീക്ഷണങ്ങളിലൂടെയും എക്സ്പെരിമെന്റിലൂടെയും ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ് ആര്? നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റ്. അല്ലെ, പരീക്ഷണങ്ങളിലൂടെ, അതുപോലെ തന്നെ എന്താണ് പലരുടെയും നല്ല ജീനിയസ് ആയിട്ടുള്ള നമ്മുടെ ഹെൻറി ഫയോളിൻ്റെ ഒക്കെ കേസ് പറയാൻ പോകുക അല്ലെ, അവരെയൊക്കെ എന്താണ് എക്സ്പീരിയൻസിലൂടെയൊക്കെ വന്നിട്ടുള്ള ഐറ്റമാണ് ഇത് നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. അങ്ങനെയെങ്കിൽ അടുത്തെന്താ? ഫ്ലെക്സിബിൾ. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇതെന്താ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ല, നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് എന്താ മാറ്റി യൂസ് ചെയ്യാം അല്ലെ. ആ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ ഉണ്ടല്ലോ. പല സിറ്റുവേഷനാണ്. ഒരു ഹ്യൂമൻ റിസോഴ്സ്, ഒരു വ്യക്തിയെ നമുക്ക് പല സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്താണ് പല ക്യാരക്ടറുള്ള ആളുകളെ പല സിറ്റുവേഷനിൽ എന്താണ് ഒരു മാനേജർക്ക് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പം ഒരാൾക്ക് യൂസ് ചെയ്ത ടെക്നിക്കോ കാര്യങ്ങളോ അല്ല മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക അല്ലേ, അത് മാറും. സോ അങ്ങനെ മാറ്റാൻ സാധിക്കുന്ന രീതിയിലാണ് എന്തെന്ന് നമ്മുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദേ ആർ നോട്ട് സ്ട്രിക്റ്റ് റൂൾ ബട്ട് ഗൈഡ് ലൈൻസ് ദാറ്റ് മാനേജ് ക്യാൻ മോഡിഫൈ ആസ് നീഡ് ആണല്ലോ. അത് മോഡിഫൈ ചെയ്യാം ആവശ്യങ്ങൾക്കനുസരിച്ച്. സോ ഇറ്റ്സ് ഫ്ലെക്സിബിൾ. ദെൻ എന്താണ്? മെയിൻലി ബിഹേവിയർ. എന്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്? ഹ്യൂമൻ ബിഹേവിയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അല്ലേ. മാനേജേഴ്സ് അധികവും കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡീൽ ചെയ്യേണ്ടത് ആരെയാണ്? ഹ്യൂമൻ റിസോഴ്സസിനെയാണ് അല്ലേ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ മെയിൻലി ഫോക്കസസ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ, ഹൗ പീപ്പിൾ interact with resources. They help in understanding the relationship between the people and material. ഓക്കെ, ഒരു എന്താണ് ബിസിനസ്സിലുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ ബിഹേവിയർ, അവരെങ്ങനെയാണ് ഒരു റിസോഴ്സസ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഡീൽ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുക.
യെസ് ഒരു മാനേജർ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ എന്താണ് ഇത് കൂടുതലായിട്ടും എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? ഒരു ഹ്യൂമൻ റിസോഴ്സസിന്റെ ബിഹേവിയറിനെ ഫോക്കസ് ചെയ്യുന്നു. റെഡി? യെസ് അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അടുത്തത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്താണ്? ഒരു കാര്യകാരണത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ് ഇതിലൂടെ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക അല്ലേ? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് കോസ്, എന്താണ് ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുണ്ടായ കാരണം, ആൻഡ് എഫക്റ്റ് ഷോയിങ് വാട്ട് മൈറ്റ് ഹാപ്പൻ ഇഫ് എ സെർട്ടൈൻ ആക്ഷൻ ഈസ് ടേക്കൺ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ആക്ഷൻ എടുത്താൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? വൈ നോട്ട് ഓൾവേസ് എക്സാക്ട് ദ ഗൈഡ് മാനേജസ് സിമിലർ സിറ്റുവേഷൻ. പക്ഷേ എന്താണ് എക്സാക്റ്റ് അല്ലെങ്കിൽ കൂടി എന്താണ് നമുക്ക് ഈ സെയിം കാര്യം തന്നെ, അല്ലെങ്കിൽ എന്താണ് ഒരു സെയിം കോഴ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്ത അതേ ആക്ഷൻ തന്നെ നമുക്ക് എന്താക്കാം മറ്റൊരു സ്ഥലത്തും യൂസ് ചെയ്യാം. ഓക്കെ, സോ അതാണ് എക്സ്പീരിയൻസിലൂടെയൊക്കെ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സ്പീരിയൻസ് എന്താണ്? എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരു മാനേജർ ഡീൽ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അല്ലേ? അപ്പോൾ സിമിലർ ആയിട്ട് അതേ ഒരു സിറ്റുവേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? യെസ് വീണ്ടും ആ സെയിം എന്താണ് കാര്യം തന്നെ, അല്ലെങ്കിൽ എന്താണ് ഒരു ആക്ഷൻ തന്നെ അയാൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് റെഡി ആവുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെയാണ് നമ്മളെന്താ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മളത് മാറ്റി യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുക, ഒരു പ്രിൻസിപ്പിൾസിലൂടെ നമ്മൾ ഡീൽ ചെയ്യുക. ഓക്കെ റെഡി? യെസ് അങ്ങനെയെങ്കിൽ ലാസ്റ്റ് കണ്ടിൻജന്റ് അല്ലെ? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആർ കണ്ടിൻജന്റ്, മീൻ ദർ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡ് ഓൺ ദ സിറ്റുവേഷൻ, ദേ മസ്റ്റ് ബി അഡാപ്റ്റഡ് ആസ് നീഡഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞതിന്റെ സെയിം തന്നെ അല്ലെ? കണ്ടിൻജന്റ് ആണ്, നമുക്കത് മാറ്റി ആവശ്യങ്ങൾക്കനുസരിച്ച് എന്താണ് അത് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. പല സിറ്റുവേഷനിൽ പലതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ കാര്യമാണ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഫീച്ചേഴ്സ്. 7 ഫീച്ചേഴ്സ് മക്കൾ അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ത്, അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ത് എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുള്ള ആ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഒരു 4 വരിയിലുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ മാത്രമല്ല, അവിടെ എന്തുകൂടെ വേണം? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഫീച്ചേഴ്സും കൂടെ നിങ്ങൾ എഴുതി വെക്കണം. റെഡി? ഓക്കെ യെസ്. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? യെസ് അടുത്ത ഐറ്റം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്, നീഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് എന്തിനാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്? ഓക്കെ, ഡെഫിനിഷൻ ഫുള്ള് പഠിക്കണോ? ഡെഫിനിഷൻ ഫുള്ളൊന്നും പഠിക്കണടാ, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മനസ്സിലാക്കി വെക്കുക എന്താണ് ഒരു ടേമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ടേമുമായിട്ട് എങ്ങനെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ടേമുകളും കണക്റ്റ് ആവുന്നു, അത് മാത്രം നിങ്ങൾ എന്താ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമുക്ക് പഠിക്കണം. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി അല്ലെ? മാനേജേഴ്സിനെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? യൂസ്ഫുൾ ഇൻസൈറ്റ് അല്ലെ? ഒരു വിഷന് ഓരോ സിറ്റുവേഷനും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു വിഷൻ ആരിലുണ്ടാക്കുന്നു? മാനേജേഴ്സിൽ ഉണ്ടാക്കുന്നു. ഓക്കെ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് മാനേജേഴ്സ് അണ്ടർസ്റ്റാൻഡ് റിയൽ വേൾഡ് സിറ്റുവേഷൻ ബെറ്റർ, ഇംപ്രൂവ് ദർ സ്കിൽ ആൻഡ് അവോയ്ഡ് പാസ്റ്റ് മിസ്റ്റേക്ക്, ദേ സേവ് ടൈം ബൈ ക്വിക്ക്ലി സോൾവിംഗ് റിക്കറിംഗ് പ്രോബ്ലം ആൻഡ് ഇൻക്രീസിംഗ് എഫിഷ്യൻസി എന്താക്കുന്നു? കൂട്ടുന്നു. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ടൈം, ദർ സ്കില്ല്, അതുപോലെ തന്നെ എന്താണ് പല സിറ്റുവേഷൻസ് ബെറ്ററായിട്ട് ഡീല് ചെയ്യാൻ, അങ്ങനെ എന്താണ് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് ആർക്ക് നൽകുന്നു? നമ്മുടെ മാനേജേഴ്സിന് നൽകുന്നു. ആര്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് എന്താ? ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. മാനേജേഴ്സ് അല്ലേ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ റിസോഴ്സസ് അല്ലേ, ഹ്യൂമൻ റിസോഴ്സസ് മെയിൻലി ആര് ഡീൽ ചെയ്യേണ്ടതാ? മാനേജേഴ്സ് ആണ്. അതേപോലെ തന്നെ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, നല്ല ഒരു ഭരണം അല്ലേ, അതാര് ചെയ്യേണ്ടതാണ്? മാനേജേഴ്സ് ചെയ്യേണ്ടതാണ്. സോ അതിന് സഹായിക്കുന്നു അല്ലേ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് യൂസ് ലിമിറ്റഡ് റിസോഴ്സസ് എഫക്റ്റീവ്ലി ബൈ എൻഷുറിംഗ് മാക്സിമം റിസൾട്ട് അറ്റ് മിനിമം കോസ്റ്റ്. ദേ റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് അവോയ്ഡിംഗ് ട്രയൽ എറേഴ്സ് ആൻഡ് ഗൈഡ് മാനേജേഴ്സ് ടു മേക്ക് ഫെയർ ഒബ്ജക്റ്റീവ് ഡിസിഷൻ. റിസോഴ്സസ് എല്ലാം നല്ലോണം യൂസ് ചെയ്യാൻ, ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ് ഇത് നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സയൻറ്റിഫിക് ഡിസിഷൻ.
മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സയൻറ്റിഫിക് ഡിസിഷനാണ് അല്ലേ? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് മേക്കിംഗ് സയൻറ്റിഫിക് ലോജിക് ആൻഡ് അൺബയാസ്ഡ് ഡിസിഷൻ അല്ലേ? സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ളത്. വെറുതെ ഒരു ഗസ് ഒന്ന് വിളിച്ചിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ വെറുതെ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, അങ്ങനെയല്ല. നമ്മൾ കൃത്യമായിട്ട് എക്സ്പെരിമെൻറ്റിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. സോ അതുകൊണ്ട് തന്നെ എന്താണ് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതായത് ലോജിക്കലി ഉള്ള ഐറ്റമാണ്. എറേഴ്സ് ഒക്കെ അർത്ഥത്തോളം കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താക്കുക. ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിലൂടെ ഒരു മാനേജർ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ആക്ഷൻസ് എന്ന് പറയുന്നത്. സോ സയൻറ്റിഫിക് ഡിസിഷൻ ആയിരിക്കും. അടുത്തെന്താ? മീറ്റിംഗ് ചേഞ്ചിങ് എൻവിറോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്. എന്താണ്? എൻവിറോൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് അല്ലേ, ചേഞ്ചിങ് എൻവിറോൺമെൻറ്റ് ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. നമ്മൾ നേരത്തെ ഫ്ലെക്സിബിൾ പറഞ്ഞു, സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാന്ന്. അതുപോലെ ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ആർ ഫ്ലെക്സിബിൾ ആൻഡ് ഹെൽപ്പ് മാനേജേഴ്സ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് ബിസിനസ് എൻവിറോൺമെൻറ്റ് അല്ലേ? ബിസിനസിൻ്റെ എൻവിറോൺമെൻറ്റ് സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ച് അതെ എൻവിറോൺമെൻറ്റിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ദെനതാ ഫുൾഫില്ലിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. എന്തും കൂടെ ഉൾപ്പെട്ടതാണ് നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉൾപ്പെട്ടതാണ് അല്ലേ? ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു ബിസിനസ് അവരുടെ എൻവിറോൺമെൻറ്റിനോട് അല്ലെങ്കിൽ അവിടുത്തെ സൊസൈറ്റിയോട് ചെയ്യേണ്ട ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, അതും കൂടെ എവിടെ ഉൾപ്പെടും? ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് ബിസിനസ് ഫുൾഫിൽ ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബൈ പ്രൊമോട്ടിംഗ് ഫെയർനെസ്, കസ്റ്റമർ വാല്യൂ, കെയർ ഫോർ ദ എൻവിറോൺമെൻറ്റ്. ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. അല്ലാതെ വെറുതെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് മാത്രമല്ല. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇതെന്താ ഒന്നുകൂടെ മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും കൂടെ ഓർത്ത് വെച്ചുകൂടാ. ഇതെന്തിലൂടെയാണ്? ഇത് പലതിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയാൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഫോം ദ ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ, ട്രെയിൻഡ് ആൻഡ് റിസർച്ച്. They are taught in course like MBA, BBA and help in developing tools like operation research, just in time and Kaizen. This principle also guide aptitude test and improve management practice over time. നമ്മളെന്താണ് BBA, MBA അതിലൊക്കെ എന്താ നമുക്ക് പഠിക്കാനുള്ള കാര്യം കൂടിയാണ് ഇത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെന്താ പഠിച്ചിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, വെറുതെ നമ്മളെന്താണ് കിട്ടിയിട്ടുള്ള അറിവുകളും കാര്യങ്ങളും അല്ല, അല്ലെങ്കിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കല്ല. നമ്മൾ കൃത്യമായിട്ട് എന്താണ് പഠിക്കുക, നമ്മളൊരു കോഴ്സിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമുക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ നമ്മൾ അതിൽ എന്താണ് പഠിച്ച് സെറ്റാവേണ്ട കാര്യമാണ് ഇത് നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതുപോലുള്ള എഡ്യൂക്കേഷണലി അല്ലെങ്കിൽ ട്രെയിൻഡ് റിസർച്ചിലൊക്കെ അത്രത്തോളം എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്? നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ സെറ്റ്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്, നീഡ്സും അതുപോലെ ഫീച്ചേഴ്സ് ഒരു 7 എണ്ണമാണ് നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ട കാര്യം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്തത് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ കറക്റ്റായിട്ട് എങ്ങോട്ട് കയറുന്നു? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിലേക്ക് കയറുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റും അതിൻ്റെ പ്രിൻസിപ്പിൾസിനെയും കുറിച്ചാണ്. ഓക്കെ അല്ലേ? FW ടൈലർ ആണ് എന്തെന്ന് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ ഫയോൾ ടൈലർ ആണ് എന്തെന്ന് സയൻറ്റിഫിക് മെത്തേഡ് ആദ്യം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ഫേമസ് ബുക്ക് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 90. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അയാളുടെ ഈ ഒരു ബുക്കിലൂടെയാണ് എന്ത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ കുറിച്ച് അയാൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ടൈലർ ഈസ് റിഗാർഡ് ആസ് എ ഫാദർ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ട് ആരാണ് അറിയപ്പെടുന്നത്? നമ്മൾ FW ടൈലറാണ്. ഓക്കെ സെറ്റ്. അപ്പോൾ എന്താണ് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ ടൈമിൽ തന്നെ ഉണ്ട് സയൻറ്റിഫിക് മെത്തേഡുകൾ എന്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക? മാനേജ്മെൻറ്റ് പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് റെഫർ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് ടു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. മാനേജ്മെൻറ്റ് മെത്തേഡ് പ്രിൻസിപ്പിൾ എന്താണ്? സയൻറ്റിഫിക് മെത്തേഡ്, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് ശാസ്ത്രീയമായിട്ടുള്ള പ്രാക്ടീസുകൾ അല്ലെങ്കിൽ മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനത്തെ ആക്ഷൻസ് നമ്മൾ എടുക്കുക. ഇറ്റ് ഇൻവോൾവ് ദ റീപ്ലേസ്മെന്റ് ഓഫ് റൂൾ ഓഫ് തമ്പ് ഓർ ട്രയൽ ഓർ എറർ മെത്തേഡ്. അതായത് റീപ്ലേസ്മെന്റ് തമ്പ് റൂൾ അല്ലേ? റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ പഴയ കാലത്ത് നമ്മൾ പണ്ടേ എന്താണ് ഇങ്ങനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ടത്തെ എന്താണ് കുറേ
പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ പണ്ടേ തൊട്ടേ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഈ ഓൾഡ് ഐറ്റം പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ കാലത്ത് മാറ്റി ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റി പുതിയതായിട്ട് മീൻ എന്താണ് സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രീയപരമായിട്ട് നമ്മൾ മനസ്സിലാകുന്ന ലോജിക്കലി തീരുമാനങ്ങളെ അതിൽ നിന്നും എന്താണ് പഴയ കാര്യങ്ങളിൽ നിന്നും അഡാപ്റ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ മാറ്റി പുതിയത് കൊണ്ടുവരിക. അതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മീൻസ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്, നമുക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക, ആൻഡ് meant to do and seeing that they do it in the best way. അല്ലേ, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അത് കണ്ടുപിടിച്ച് ചെയ്യുക. അത് ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അതെ ചീപ്പസ്റ്റ് വേയിലൂടെ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി മനസ്സിലാക്കുന്നതാണ് ഇത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് ഇയാൾ പറഞ്ഞ ഒരു ഡെഫിനിഷനും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അതിൻ്റെ പ്രിൻസിപ്പിൾസാണ്. ഒരു 4 പ്രിൻസിപ്പിൾസ്, ഇത് അങ്ങോട്ട് കൂടി മാറിപ്പോകാൻ പാടില്ല കേട്ടോ. പ്രിൻസിപ്പിൾ, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു 4 എണ്ണം വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ടെക്നിക്കും ഉണ്ട്. പലർക്കും ടെക്നിക്കും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് ആദ്യം പഠിക്കാം. ഒന്നാമത്തേത് ശ്രദ്ധിച്ചേ, സയൻറ്റിഫിക് മെത്തേഡ് നോട്ട് റൂൾ ഓഫ് തമ്പ്. ശ്രദ്ധിച്ചോ, ടൈലർ അഡ്വക്കേറ്റ് ദാറ്റ് ട്രഡീഷണൽ റൂൾ ഓഫ് തമ്പ് മെത്തേഡ് ഷുഡ് ബി റീപ്ലേസ്ഡ് വിത്ത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ട്രഡീഷണലി പണ്ട് മുതൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളും നമ്മളത് മാറ്റി എന്ത് ചെയ്തു, പുതിയതായി റീപ്ലേസ് ചെയ്തു അല്ലേ. അറ്റ് എവറി സ്റ്റേജ് ഓഫ് വർക്ക് സയൻറ്റിഫിക് മെത്തേഡ് ഷുഡ് ബി അഡോപ്റ്റഡ്. എല്ലാ സ്റ്റെപ്പിലും സയൻറ്റിഫിക് മെത്തേഡാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ലോറിയിൽ സാധനം കയറ്റുക, പണ്ടൊക്കെ അന്നൊക്കെ ശ്രദ്ധിക്കുക, ആ ലോറീൻ്റെ കപ്പാസിറ്റി എത്രയേ അല്ലേ, അതിലെത്രത്തോളം പോവും എന്നൊക്കെ നോക്കിയിട്ട് സാധനങ്ങൾ കുത്തി കയറ്റിയിട്ടൊക്കെയാണ് പോവുക. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? അല്ല, എന്തൊക്കെ നമുക്ക് നോക്കാം, ലോറിയുടെ കപ്പാസിറ്റി നോക്കാം, അല്ലെ നമ്മൾ ടയറിൻ്റെ എയർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പോകാനുള്ള റൂട്ട് നമുക്ക് നോക്കാം. റെഡി, അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. റെഡി, പണ്ടത്തേൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പം നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കുന്നു അല്ലേ. നമുക്ക് പോകാനുള്ള റൂട്ടിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇത്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ടയറിൽ എത്രത്തോളം കാറ്റുണ്ട്, വണ്ടീൻ്റെ കപ്പാസിറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയാം അല്ലേ. പുതുതായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ കാലത്തെ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ. പണ്ട് പക്ഷേ ആ ലോജിക്ക് ഉണ്ടായിരുന്നില്ല. സോ അതാണ് റൂൾ ഓഫ് തമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പഴയതിനെ മാറ്റി പുതിയത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഹാർമണി നോട്ട് ഡിസ്കോർഡ് ഉണ്ട്. എന്താ വേണ്ടത്? കോർഡിനേഷൻ വേണം അല്ലേ. ദിസ് പ്രിൻസിപ്പിൾ എംഫസൈസ് ദാറ്റ് ദർ ഷുഡ് ബി കംപ്ലീറ്റ് ഹാർമണി ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. എന്ത് വേണം? എല്ലാവരും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ. ടു അച്ചീവ് ദിസ് സ്റ്റേറ്റ് ദർ ഷുഡ് ബി റെവല്യൂഷണറി ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ബോത്ത് വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ്. അല്ലെ, ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാലേ എന്തുള്ളൂ, മാനേജേഴ്സിൻ്റെ ആയാലും വർക്കേഴ്സിൻ്റെ ആയാലും ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. മാനേജേഴ്സ് എംപ്ലോയീസിന് വേണം, എംപ്ലോയീസിന് ആർക്ക് വേണം, മാനേജേഴ്സിന് വേണം എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു കോർഡിനേഷൻ, ഒരു ഹാർമണി ഉണ്ടാവണം. അല്ലാതെ പരസ്പരമായിട്ടുള്ള അടി കാര്യങ്ങൾ ഡിസ്കോഡ് അല്ല വേണ്ടത്. ഇതിനടുത്തതാ അതിൻ്റെ കുറച്ചുകൂടെ ഒരു എക്സ്റ്റൻഷൻ ഫോം കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വൽസ് അല്ലേ. ദിസ് പ്രിൻസിപ്പിൾ ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഹാർമണി. ഓക്കെ, നോട്ട് ഡിസ്കോഡ്. ദിസ് ഷുഡ് ബി കംപ്ലീറ്റ് കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റും ലേബറും തമ്മിൽ എന്ത് വേണം? ഒരു കോപ്പറേഷൻ ഉണ്ടാവണം. ഇൻഡിവിജ്വലിസം അല്ലെ, ചില ആളുകളുടെ തീരുമാനങ്ങളെ നടക്കാവൂ, അത്തരത്തിലുള്ള കാര്യങ്ങളല്ല വേണ്ടത്. ഓക്കെ, സെറ്റ്. അങ്ങനെ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി ആണ് അടുത്ത പോയിന്റ്. നമ്മളൊരു മാനേജ്മെന്റിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം എന്തിനേയും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെയും കൂടെ ഉൾപ്പെടുത്തി വേണം. ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് അല്ലേ. അപ്പോൾ അയാളുടെ പേഴ്സണൽ എന്തും കൂടെ ഒരു പ്രോസ്പെരിറ്റി കൂടെ നമ്മൾ എവിടെ നോക്കണം എന്നാണ് പറയുന്നത്, നമ്മുടെ മാനേജ്മെൻറ്റ് നോക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദ എഫിഷ്യൻസി ഡിപ്പെൻഡ് അപ്പോൺ ദ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി അതെ, വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിയും കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എംപ്ലോയീസ് ഷുഡ് ബി സയൻറ്റിഫിക്കലി സെലക്റ്റഡ്. എംപ്ലോയീസിന് സയൻറ്റിഫിക്കലി സെലക്ട് ചെയ്യണം. വർക്ക് ഷുഡ് ബി അസൈൻഡ് ഈച്ച് ടു സ്യൂട്ട് ടു ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ കാപ്പബിലിറ്റി. എംപ്ലോയീസ് ഷുഡ് ബി സെൻഡ് ഫോർ ട്രെയിനിങ് ഫോർ ടൈം ടു ടൈം അപ്ഡേറ്റ് നോളജ് ആണല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മളെന്ത് കൊടുത്തിരിക്കണം? എംപ്ലോയീസിനും ട്രെയിനിങ് ആയാലും അപ്ഡേഷൻസ് ആയാലും അല്ലെ, എല്ലാം നമ്മളെന്താ കൃത്യമായിട്ട് കൊടുക്കണം. അവിടെ ആ ഒരു എംപ്ലോയിയുടെ എന്തും കൂടെ എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റിക്കും കൂടെ നമ്മളെന്താ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. നാലാമത്തത് സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പോൾ ഈ 4 പ്രിൻസിപ്പിൾസ് ആണ്
സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ടൈലർ പറഞ്ഞിട്ടുള്ളത് ഓർത്ത് വെച്ചോളുക. ദ റൂൾ ഓഫ് തമ്പ് ഓർക്കുക. സെക്കൻഡും തേർഡും ഏകദേശം സെയിം ആണ്. ഹാർമണി നോട്ട് ഡിസ്കോർഡും കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ലാസ്റ്റ് എന്താണ്? യെസ്, നമ്മളെ ആളുകളുടെയും കൂടെ എന്താ? പ്രോസ്പെരിറ്റി. ഓർത്ത് വെച്ചാൽ മതി, കിട്ടും കിട്ടും. ഓക്കെ ഓക്കെ, അതെ, HD കോർപ്പറേഷൻ, അതെ അതെ അതെ. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിക്കോളാ നമ്മുടെ ടെക്നിക്ക്. 7 ടെക്നിക്കുകളുടെ 7 ടെക്നിക്ക്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ 7 ടെക്നിക്കുകൾ പഠിച്ചു വെച്ചോളാം. 7 ടെക്നിക്കുകൾ 7 ടെക്നിക്കുകൾ മറക്കാൻ പാടില്ല. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് 4 പ്രിൻസിപ്പിളും 7 ടെക്നിക്കുമാണുള്ളത്. ഓക്കെ, പലരോടും മാറിപ്പോകുന്ന കാര്യമാണ്. പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്ക് ഏതും, ടെക്നിക്ക് ചോദിച്ചാൽ പ്രിൻസിപ്പിൾസ് ഏതും. മാറരുത്. 4 പ്രിൻസിപ്പിൾസും 7 ടെക്നിക്കും ഓർത്ത് വെക്കുക. റെഡി? അപ്പോൾ ഒന്നാമതേതാ? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫോർമാൻമാരെ വെക്കുക. ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വർക്കർ, ടൈലർ സജസ്റ്റ് ദ ടെക്നിക് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. കണ്ടല്ലോ, സൂപ്പർവിഷൻ, കൺട്രോൾ, ഇതിന് വേണ്ടിയിട്ടാണ് എന്തെന്ന് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വന്നിട്ടുള്ളത്. അണ്ടർ ദീസ് സ്കീം, ടാസ്ക് ഓഫ് സൂപ്പർവിഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ. സൂപ്പർവിഷൻ എന്ന് പറയുന്ന ആ ഒരു ടാസ്കിനെ പല 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 ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. അതായത് ടൈലർ ബിലീവ് ദാറ്റ് സിംഗിൾ സൂപ്പർവൈസർ കനോട്ട് ബി കമ്പീറ്റ് ടു സൂപ്പർവൈസ് ഓൾ ഫങ്ഷണൽ മാറ്റേഴ്സ്. ആണല്ലോ, ഒരാളെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുന്നതല്ല എന്തെന്ന് സൂപ്പർവിഷൻ എന്നുള്ളതാണ്. ഓക്കെ, അതിന് എന്ത് ചെയ്യുന്നു? ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലൂടെ. അതാ നോക്കിയത്. അപ്പോൾ പ്ലാനിങ് സെഷനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻചാർജും എല്ലാത്തിലും എന്താണ്? ഇതാ നോക്കിക്കുക, ഒരു 8ഓളം ഇവിടെ പ്ലാനിങ് സെഷനിൽ ഒരു 4 ആൾക്കാർ, പ്രൊഡക്ഷൻ സെഷനിൽ ഒരു 4 ആൾക്കാർ വീതം 8 ഫോർമാൻമാരാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഫോർമാൻമാരും മക്കൾ പഠിച്ചിരിക്കണം. ഇതാ നോക്കി, ഒന്നാമത്തെ റൂട്ട് ക്ലർക്കാണ്. ലേ ഡൗൺ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ, അല്ലെ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ആള് റൂട്ട്. ഓക്കെ, അടുത്തെന്താ? ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്. ഓക്കെ, പ്രിപ്പയർ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് വർക്ക് സച്ച് ആസ് മെഷീൻസ്, ടൂൾസ്, ടെക്നിക്ക്, അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് കൊടുക്കുക. എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ടൈം ആൻഡ് കോസ്റ്റ്. ഓക്കെ, സെൻഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു പേ ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് സീക്വൻസ് റിട്ടേൺ ഓഫ് ദ വർക്ക്. ഒരു വർക്കറുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്രത്തോളം അയാൾ പണിയെടുക്കുന്നു, എത്രയാണ് ഓരോരുത്തർക്കും ഓരോ ദിവസവുമുള്ള പേയ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ. ടൈം ആൻഡ് കോസ്റ്റ്. അടുത്തെന്താ? ഡിസിപ്ലിനേറിയൻ, അല്ലെ, ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ആബ്സെൻറ്റീസം, വർക്കേഴ്സിൻ്റെ ഡിസിപ്ലിനും ആബ്സെൻറ്റീസും നോക്കുന്ന ആൾ ഡിസിപ്ലിനേറിയൻ. യെസ്. അങ്ങനെയെങ്കിലോ ഗ്യാങ് ബോസ് ഉണ്ട്. എന്താണ്? അസംബിൾ ആൻഡ് സെറ്റപ്പ് ടൂൾ ആൻഡ് മെഷീൻസ് ആൻഡ് ടീച്ച് ദ വർക്കേഴ്സ് ടു മേക്ക് ഓൾ ദർ വർക്ക് മോഷൻസ് ഇൻ ദ ബെസ്റ്റ് വേ. എന്താണ്? നമ്മൾ ഇപ്പോൾ ഒരു മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ആൾ, അല്ലേ, കൃത്യമായിട്ട് എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ. അടുത്തെന്താ? റിപ്പയർ ബോസ് ഉണ്ട്. ആരാ റിപ്പയർ ബോസ് എന്ന് പറഞ്ഞാൽ? അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. റിപ്പയർ ചെയ്യുന്ന ആളാണോ മെഷീൻസ് ഒക്കെ? അല്ല. എൻഷുർ ദാറ്റ് ഈച്ച് വർക്കർ കീപ് ഹിസ് ഗുഡ് ഓർഡർ. കണ്ടല്ലോ, വർക്കേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, വർക്കേഴ്സ് എന്താണ്? അവരുടെ ഓർഡറും കാര്യങ്ങളും വർക്കും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ആളാണ്. സ്പീഡ് ബോസ് ഉണ്ട്. എൻഷുർ ദാറ്റ് മെഷീൻസ് ആൻഡ് റൺ അറ്റ് ദെയർ ബെസ്റ്റ് സ്പീഡ്. കണ്ടല്ലോ, മെഷീനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് ആര്? സ്പീഡ് ബോസ്. കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ മെഷീൻസും കാര്യങ്ങളും എന്നെല്ലാം. ലാസ്റ്റ് ഉണ്ട് ഇൻസ്പെക്ടർ, അല്ലെ, ഇൻസ്പെക്ഷൻ നടത്തുന്ന ആൾ. എൻഷുർ ദ വർക്ക് റൈറ്റ് ക്വാളിറ്റി അറ്റ് റൈറ്റ് സ്റ്റാൻഡേർഡ്. ക്വാളിറ്റി സ്റ്റാൻഡേർഡൊക്കെ ചെക്ക് ചെയ്യുന്ന ആൾ. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ വരുന്ന 8 ആളുകൾ. ഇത് മകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇത് ഓരോന്നും ചിലപ്പം ചോദിക്കും. എന്താണ് സ്പീഡ് ബോസ്, എന്താണ്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ എന്താണ്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്താണ് എന്നുള്ള ചോദ്യം വന്നാൽ എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ് ടെക്നിക്ക്. യെസ്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് എന്താ? സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, അല്ലെ, ഒരു സ്റ്റാൻഡർഡൈസേഷൻ കീപ്പ് ചെയ്യുക. സ്റ്റാൻഡർഡൈസേഷൻ റെഫേഴ്സ് ടു സെറ്റിംഗ് എ സ്റ്റാൻഡേർഡ് ഫോർ എവരി ബിസിനസ് ആക്ടിവിറ്റി, അല്ലെ. ഇറ്റ് ക്യാൻ ബി സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് റോ മെറ്റീരിയൽ, മെഷീൻസ്, മെത്തേഡ്, പ്രോസസ്സ്, പ്രൊഡക്റ്റ്, എല്ലാത്തിനും എന്താ? ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എയിം ടു എലിമിനേറ്റ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്റ്റ്. ഇറ്റ് റിസൾട്ട് ഇൻ സേവിങ് ഓഫ് കോസ്റ്റ്, അല്ലെ. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ, വെറുതെ എന്താണ് വേറെയും കുറേ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മളെന്താ മെയിനായിട്ട് ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ, വർക്കിനൊക്കെ മാക്സിമം സിമ്പിളാക്കുക. ഓവർ കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് കുറയ്ക്കാൻ ഒക്കെ നമ്മളെന്താ അത് സഹായിക്കുന്നതായിരിക്കും. സെക്കൻഡ് ടെക്നിക്ക്. ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചോ, മെത്തേഡ് സ്റ്റഡി. എന്തിനെക്കുറിച്ച് പഠിക്കുക? യെസ്, മെത്തേഡ്. നമ്മുടെ ആക്ടിവിറ്റി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്യണം,
അല്ലെ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കോസ്റ്റ് കുറഞ്ഞുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. അപ്പോൾ ആ മെത്തേഡ് ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ എല്ലാ മെത്തേഡിനെ കുറിച്ചും നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കണം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മെത്തേഡ് സ്റ്റഡി ഈസ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് വേ ടു ഡൂയിങ് ദ ജോബ്, എയിം ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, മാക്സിമൈസ് ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് മെത്തേഡ് കണ്ടുപിടിക്കുക. റെഡി? മൂന്നാമത്തത്. ദെൻ നാലാമത്തെ ശ്രദ്ധിച്ചോ, എന്തിനെ കുറിച്ചുള്ള? മോഷൻ, അല്ലെ? ആളുകളുടെ, നമ്മുടെ ഫേമിലുള്ള ആളുകളുടെ മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കുക. ഇറ്റ് ഇൻവോൾവ് സ്റ്റഡി ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ഓപ്പറേഷൻ ഓഫ് വർക്കേഴ്സ്. ഇറ്റ് എയിം അറ്റ് എലിമിനേറ്റിംഗ് അൺനെസസറി ആൻഡ് ഇൻഎഫിഷ്യന്റ് മൂവ്മെന്റ് സോ ആസ് ടു പെർഫോം ദ വർക്കേഴ്സ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ. ആവശ്യമില്ലാതെ ചായ കുടിക്കാനൊക്കെ പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്, ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലോ അതൊക്കെ കുറയ്ക്കുക, അല്ലെ? കൃത്യമായിട്ടുള്ള ഒരു ടൈം പീരീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആ സമയത്ത് മാത്രം അവരെന്താ അവരുടെ ആവശ്യങ്ങൾക്ക് ചെയ്യാനൊക്കെ പോവുക. ഓക്കെ, മോഷൻ, മൂവ്മെന്റിനെ കുറിച്ചുള്ള പഠനം. അടുത്തെന്താ? ടൈം സ്റ്റഡി. ടൈം, അതായത് ഒരു വർക്ക് ചെയ്യാൻ, അല്ലെ? ടൈം സ്റ്റഡി ഈസ് ദ ടെക്നിക് ഓഫ് ഒബ്സർവിംഗ് ആൻഡ് റെക്കോർഡിംഗ് ദ ടൈം റിക്വയർഡ് ടു പെർഫോം ഈച്ച് എലമെന്റ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ. ഉണ്ടല്ലോ, ഒരു വർക്ക് ചെയ്യാൻ വേണ്ട കൃത്യമായിട്ടുള്ള ടൈമും കാര്യങ്ങളും പഠിച്ചു വെക്കുക. ആ ടൈമിൽ തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ടോ, പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അതങ്ങനെ നടത്തണം എന്നുള്ളതാണ്. ഓക്കെ, ടൈം സ്റ്റഡി. ദെൻ അടുത്തെന്താ? ഫാറ്റിക് സ്റ്റഡി. എന്താ? ക്ഷീണത്തെ കുറിച്ച് പഠിക്കുക. ഓക്കെ, അതായത് വർക്കേഴ്സ്, അല്ലെ? അവരെത്ര ടൈം വർക്ക് ചെയ്യുന്നു, ടൈം സ്റ്റഡിയിലൂടെ നമ്മൾ പഠിക്കും, അല്ലെ? അപ്പോൾ അത്ര ടൈം ചെയ്യുന്ന, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എത്ര ടൈം നമ്മൾ എന്ത് കൊടുക്കണം? ഇന്റർവെൽ കൊടുക്കണം. ഫാറ്റിക് സ്റ്റഡി മീൻസ് ടു സിസ്റ്റമാറ്റിക് ഒബ്ജക്റ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ കോസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഫാറ്റിക്. ആണല്ലോ ക്ഷീണത്തെ കുറിച്ചുള്ള പഠനമാണ്. This study is to aim determine the amount of frequency of rest required. ആണല്ലോ, ഒരു എംപ്ലോയിക്ക് ആവശ്യമായുള്ള റെസ്റ്റ് എത്ര വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം. ഫൈസ്, ഗുഡ് ഈവനിങ്. യെസ്, ഓക്കെ. ദെൻ ലാസ്റ്റ് എന്താണ്? ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ്, അല്ലേ? പണിയെടുക്കുന്ന ആൾക്ക് പൈസ അങ്ങോട്ട് കൊടുത്തില്ല. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്ലാൻ ഈസ് എ സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ്, അല്ലെ? വേജസ്, പൈസ കൊടുക്കുന്നതാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്ലാൻ because different wage rates are paid workers based on their efficiency. ആണല്ലോ, എഫിഷ്യൻസിക്ക് അനുസരിച്ച് എന്ത് കൊടുക്കുക? പേയ്മെന്റ് കൊടുക്കുക. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതെ കൂലി പവർ ഹൗസ്. എന്താ? പേയ്മെന്റ് ഓഫ് വേജസ് അണ്ടർ ദീസ് മെത്തേഡ് ഈസ് നോൺ ദ ബേസ് ഓഫ് പെർഫോമൻസ്, അല്ലെ? പെർഫോമൻസ് അല്ലെങ്കിൽ എഫിഷ്യൻസിയുടെ ബേസിൽ എന്ത് കൊടുക്കുക? പൈസ കൊടുക്കുക. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട, കുറയ്ക്കുക. അപ്പോൾ അതിനനുസരിച്ച് എന്താ? ആളുകൾ പണിയെടുക്കും. അപ്പോൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ 7 ടെക്നിക്കുകളാണ് എന്തിൽ വരുന്നത്? നമ്മുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ വരുന്നത്. പഠിച്ചു വെച്ചോളുക. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഫാറ്റിക് സ്റ്റഡി. 4 കിട്ടില്ലോ, സിമ്പിളായിട്ട് കിട്ടില്ലോ. ലാസ്റ്റ് പീസ് റേറ്റ് സിസ്റ്റം. സിമ്പിളാണ്. ഓക്കെ റെഡി? യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത് ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഹെൻറി ഫയോൾ. ഓക്കെ, ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഹെൻറി ഫയോൾ സജസ്റ്റ് 40 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഫോർ ദ റണ്ണിങ് ഓഫ് ബിസിനസ് എഫക്റ്റീവ്ലി. ദർ ആർ ഫോളോസ്. അപ്പോൾ 14 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കണം. സിമ്പിളാണ്. യെസ്, ഷംസാദ്. ഓക്കെ, യെസ്. അപ്പോൾ 14 പ്രിൻസിപ്പിൾസ് ഓർത്ത് വെച്ചോളൂ. സിമ്പിളാണ് ഓരോന്നും. ആദ്യം ഡിവിഷൻ ഓഫ് വർക്ക്. ടേമിൽ തന്നെ കിട്ടും മക്കൾക്ക്, അല്ലേ? വർക്കിന് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡിവിഷൻ, അത്രേ ഉള്ളൂ. അതെ, ശ്രദ്ധിച്ചെന്താ? യെസ്, ആസ് പെർ ദീസ് പ്രിൻസിപ്പിൾ എന്താ? വർക്ക് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ടാസ്ക്, അല്ലെ? ഒരു വർക്ക് സ്മോൾ ആക്കുക. എന്തിനാ? ഡിവിഷൻ ഓഫ് വർക്ക്. പ്രൊമോട്ട് സ്പെഷ്യലൈസേഷൻ ആൻഡ് അവോയ്ഡ് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എഫേർട്ട്. ആണല്ലോ, സ്പെഷ്യലൈസ് ആവാൻ ഒരാൾ. ഫയോൾ ബ്രോ, അതെ റെഡി. എന്താ? അവോയ്ഡ് വേസ്റ്റ്, അല്ലെ? വെറുതെ വേസ്റ്റ് ആവുന്നത്, ടൈമൊക്കെ വേസ്റ്റ് ആവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരാളെ ഒരു വർക്കിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ജോബിന് എന്ത് ചെയ്യുക? ഷോർട്ട് ആക്കുക. ഡിവിഷൻ ഓഫ് വർക്ക് ഓർത്ത് വയ്ക്കുക. ആ ടേം മാത്രം ഓർത്ത് വെച്ചാൽ മതി. സെക്കൻഡ് ശ്രദ്ധിച്ചോ? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അല്ലെ? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെ? നമ്മൾ എന്താണ് ഒരു കാര്യം ചെയ്യിക്കാനുള്ളത് നോക്കിയാൽ അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡർ ഫോർ എ സബോർഡിനേറ്റ്, അല്ലെ? ഒരു ഓർഡർ കൊടുക്കാനുള്ള നമ്മളുടെ എന്താണ് അധികാരം, അതാണ് അതോറിറ്റി. ഓക്കെ, ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ആണ്, അത് ചെയ്ത് കൊടുക്കാനുള്ള നമ്മുടെ എന്താണ്
ചെയ്ത് കൊടുക്കണം എന്നുള്ള നമ്മുടെ ആ ഒരു എന്താ നമ്മൾ ഈ അക്കൗണ്ടിങ് ടേബിളൊക്കെ പറഞ്ഞ ലാബിലിറ്റി അതാണ് എന്തെന്ന് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ് ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ കോ എക്സിസ്റ്റിംഗ് ആണല്ലോ. അത് രണ്ടും എന്താണ് ഒരുമിച്ച് നിലനിൽക്കേണ്ട കാര്യമാണ്. ഒരു അതോറിറ്റി ഉള്ള ആൾക്ക് എന്താ റെസ്പോൺസിബിൾ ആയിരിക്കണം. എന്തിന്? ഒരു കാര്യം അധികാരം ഉണ്ടെങ്കിൽ അത് ചെയ്യിച്ച് വാങ്ങാനുള്ള റെസ്പോൺസിബിലിറ്റി ആൾക്കുണ്ട്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കോ അതേപോലെ എന്താണ് ചില അധികാരങ്ങളുണ്ട്. എന്താണ് ഇത് ചെയ്യേണ്ടതാണ്, ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള അധികാരം. സോ അതെന്താ കോ എക്സിസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കണം എന്നാണ് ആര് പറയുന്നത്? ഫയോള് പറയുന്നത്. ഓർത്ത് വെക്കണേ. അടുത്തെന്താ ഡിസിപ്ലിൻ. എന്തുണ്ടാവണം? ഒരു അച്ചടക്കം ഉണ്ടാവണം എല്ലാ കാര്യത്തിലും. ഓക്കെ, ദ ഡിസിപ്ലിൻ മീൻസ് ഗെറ്റിംഗ് ഒബീഡിയൻസ് ഓഫ് റൂൾ ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അല്ലേ, ഒരു ഓർഗനൈസേഷൻ്റെ റൂളും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യാം. അത് നമ്മളെ നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അതങ്ങോട്ട് ഫോളോ ചെയ്യുക, ഡിസിപ്ലിൻ. അടുത്തതോ യൂണിറ്റി ഓഫ് കമാൻഡാണ്. കമാൻഡിന് അല്ലെ, കമാൻഡിന് ഒരു യൂണിറ്റി ഉണ്ടാണ്. എന്താ? ദീസ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് ദാറ്റ് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. കണ്ടല്ലോ, എംപ്ലോയീസിന് എന്താ ഒരാളിൽ നിന്ന് മാത്രം എന്ത് കൊടുക്കുക? ഓർഡർ കിട്ടുക. അല്ലെ, ഹി ഷുഡ് ബി അക്കൗണ്ടബിൾ ടു വൺ സുപ്പീരിയർ ഓൺലി. അല്ലെ, അവരെന്താ ഒരാളോട് മാത്രം അക്കൗണ്ടബിൾ ആയിരിക്കുക. ഒരുപാട് പേര് വന്നിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അവിടെ നടക്കണമെന്നുണ്ടോ? ഇല്ല. സോ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവണം. അടുത്തത് ഏതാണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. അല്ലേ, എന്താണ്? ദീസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി ഹാവിംഗ് ദ സെയിം ഒബ്ജക്റ്റീവ് ആണല്ലോ. ഒരു ഗ്രൂപ്പിൽ എന്താണ് ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ദർ ഷുഡ് ബി വൺ ഹെഡ്. അവർക്ക് എന്താ ഒരു ഹെഡും ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെ, ഒരു ഗ്രൂപ്പിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ജോബ് എന്താ ഒന്നായിരിക്കണം. അതല്ലെങ്കിൽ എന്താ ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്താൽ റെഡിയാവുമോ? അല്ലെ, ഒരു ഗ്രൂപ്പിൽ എന്താ 4-5 എണ്ണമൊക്കെ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പലതുമായിരിക്കും ചെയ്യുക. അവിടെ എന്താ ഒരു കോർഡിനേഷനും കാര്യങ്ങളും ഉണ്ടാവും. സാർ ഒരു ഗ്രൂപ്പ് ഒരു കാര്യം ചെയ്യാം, അവരെ കോർഡിനേറ്റ് ചെയ്യാനും അവർക്ക് എന്താ ഒരു ഹെഡും ആയിരിക്കണം. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെയായിരിക്കണം. അല്ലെ, ഇന്ന ഡയറക്ഷനിലാണ് ഇന്ന കാര്യമാണ് അത് ചെയ്യേണ്ടത്, അത് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ അവരുടെ ഹെഡായിട്ട് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ടാവണം. അടുത്തെന്താ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. നമ്മൾ പറഞ്ഞു അല്ലെ, എവിടെയും സയന്റിഫിക് മാനേജ്മെന്റിലും നമ്മൾ പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾ ആണ്. അല്ലെ, എന്താ ഒരു ഓർഗനൈസേഷൻ ഇസ് സുപ്പീരിയർ ടു ഇൻഡിവിജ്വൽ. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് വെനെവർ ദർ ഇസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് കോമൺ ഇൻട്രസ്റ്റ്. അല്ലെ, ഒരു വ്യക്തിയുടെ എന്താണ് താല്പര്യങ്ങളെ നോക്കിയിട്ടല്ല നമ്മൾ അവിടെ നോക്കേണ്ട എന്താണ് കോമൺ ഇൻട്രസ്റ്റ് ആണ്. അതിനനുസരിച്ച് വേണം നമ്മൾ എന്താക്കാൻ തീരുമാനങ്ങൾ എടുക്കാൻ. അതിനനുസരിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ഓക്കെ, അടുത്തെന്താ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, റെമ്യൂണറേഷൻ ഓഫ് ഷമാദ് കറക്റ്റ് ആണ്. ഓക്കെ, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ടെക്നിക്കലി പറഞ്ഞ സെയിം കാര്യമാണ്. അല്ലേ, റെമ്യൂണറേഷൻ ഷുഡ് ബി ജസ്റ്റ് ഫോർ ഇക്വിറ്റബിൾ, ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫാക്ടറി ബോത്ത് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി. ഉണ്ടല്ലോ, എംപ്ലോയറുടെയും എംപ്ലോയിനെയും ഒക്കെ One second. ഓക്കെ, അപ്പോൾ റെമ്യൂണറേഷൻ അല്ലേ, അതെന്താ ഇക്വിറ്റബിൾ ആയിരിക്കണം. എല്ലാവർക്കും അവകാശപ്പെട്ടത് അവർക്ക് കൊടുത്തിരിക്കണം. പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുക? റെമ്യൂണറേഷൻ കൊടുത്തിരിക്കുക. സെറ്റ്. അടുത്തെന്താ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. Concentration of decision making authority at the top level is called the centralization, whereas it is dispersed to the lower level is called as decentralization. അല്ല, തീരുമാനങ്ങൾ എടുക്കുന്ന ടോപ്പ് ലെവൽ ആണെങ്കിൽ അതിനെ സെൻട്രലൈസേഷൻ എന്നും, അതിലേക്ക് ആർക്ക് ഇൻവോൾവ് ലോ ലെവലും കൂടി ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ അതിനെ ഡീസെൻട്രലൈസേഷൻ എന്നും നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ ഫയോൾ പറയുന്നത് എന്താണ്? ഇത് എന്താ ഇത് രണ്ടും കൂടെ ആവശ്യമുണ്ട്. അല്ലെ, ചില സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ഏതായിരിക്കും? സെൻട്രലൈസേഷൻ ആയിരിക്കും. പക്ഷേ ചില സിറ്റുവേഷനിലോ ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും വേണ്ടി വരിക. ഓക്കെ, അക്കോർഡിംഗ് ടു ഫയോൾ an organization should be strive to achieve balance between centralization and decentralization. അത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. സിറ്റുവേഷൻ നോക്കിക്കൊണ്ട് അത് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ 9ാമത്തെ എന്താ സ്കേലാർ ചെയിൻ ആണ്. എന്താ സ്കേലാർ ചെയിൻ? അറിയാലോ, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു സ്കേലാർ ചെയിൻ റെഫർ ടു ദ ചെയിൻ ഓഫ് സുപ്പീരിയർ റാങ്കിങ് ഫ്രം ദ ultimate authority to the lowest level in the concern. അല്ലെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയിനാണ്. ഇറ്റ് സ്റ്റേറ്റ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് അല്ലെ ത്രൂ ഔട്ട് ദ കൺസേൺ ആൻഡ് ഇറ്റ് ഇസ് നെസസറി ടു എൻഷുർ ദ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടി, ആ ഒരു കമാൻഡിന് വേണ്ടി
അല്ലെ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന സുപ്പീരിയർ ടു ലോവർ ലെവൽ വരെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയിൻ, അതാണ് ഇതെന്ന് സ്കെലാർ ചെയിൻ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കെലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമുക്കിത് വേണ്ടത് എന്താണ്? ഹൗഎവർ യെസ് ഫയോൾ ഈസ് നോട്ട് ഫേവർ ഫോർ എവരി റിജിഡ് സ്കെലാർ ചെയിൻ ആണല്ലോ. ഫയോൾ എന്തിനാ ഫേവർ ചെയ്യുന്നില്ല? ഈ ഒരു റിജിഡ് യെസ് സ്കെലാർ ചെയിനെ ഫേവർ ചെയ്യുന്നില്ല അല്ലേ. ഹി ഹാഡ് സജസ്റ്റ് ഷോർട്ട് യെസ് സർക്യൂട്ടിംഗ് ദ ചെയിൻ ഓഫ് കമാൻഡ് where yes emergency decision are to be taken. ആണല്ലോ, എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് നമുക്ക് എന്താ തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ട ഷോർട്ട് സർക്യൂട്ട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എവിടെ ആഡ് ചെയ്യണം? യെസ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ആഡ് ചെയ്യണം. അതിനെ നമ്മൾ എന്ത് പറയും? ഗ്യാങ് പ്ലാൻ എന്ന് പറയും. ദിസ് പ്രോസസ് ഈസ് ഷോർട്ട് സർക്യൂട്ടിംഗ് ഈസ് കോൾഡ് ഗ്യാങ് പ്ലാൻ. ഓക്കെ അല്ലേ? ഗ്യാങ് പ്ലാൻ ഓർത്ത് വെച്ചോളൂ. അതായത് ഇങ്ങനെ എന്താണ് അതോറിറ്റി മുകളിലുള്ള ആൾ അതിൻ്റെ അടിയിലുള്ള ആളോട് പറഞ്ഞു, അതിൻ്റെ അടിയിലുള്ള ആളോട് പറഞ്ഞു, അങ്ങനെ പോകുന്നതിന് പകരം എന്താണ് ചില ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന സിറ്റുവേഷനിൽ എന്ത് സെറ്റ് ചെയ്യുക? ഡയറക്റ്റായിട്ട് അല്ലേ താഴെയുള്ള ആളുകൾക്ക് യെസ് അതോറിറ്റിയിലെ ടോപ്പ് ലെവലിലുള്ള ആളുകളോട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സ്കെലാർ ചെയിൻ മക്കൾ പഠിച്ചു വെച്ചോളുക. യെസ്, അങ്ങനെയെങ്കിൽ അടുത്ത് എന്താ? ഓർഡർ. എന്തിനും എന്തുണ്ടായിരിക്കണം? ഒരു ഓർഡർ ഉണ്ടായിരിക്കണം അല്ലേ. ഓർഡർ ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് തിങ്സ് ആൻഡ് പേഴ്സൺസ് ഇൻ ദ പ്രോപ്പർ പ്ലേസ്. ആ ആളുകളെയും അതുപോലെ തന്നെ ഓരോ റിസോഴ്സസിനെയും അതാത് സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കണം. അക്കോർഡിംഗ് ടു ഫയോൾ ദർ ഷുഡ് ബി പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറി വൺ. ദാറ്റ് ഈസ് ദ റൈറ്റ് മാൻ അറ്റ് ദ റൈറ്റ് തിങ് മസ്റ്റ് ബി ദ റൈറ്റ് പ്ലേസ്. ആണല്ലോ, റൈറ്റ് ടൈമിൽ റൈറ്റ് ആള് റൈറ്റ് പ്ലേസിൽ ഉണ്ടായിരിക്കണം. എന്നാലേ ആ ഒരു വർക്കൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ യെസ്. അങ്ങനെയെങ്കിൽ 11 എന്താ? ഇക്വിറ്റി. എല്ലാവരും ഈക്വൽ ആയിരിക്കണം അല്ലേ. പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് ഫെയർ ട്രീറ്റ്മെന്റ് അഷ്യൂർ ടു പീപ്പിൾ സിമിലർ പൊസിഷൻ. ഓക്കെ, എക്സാമ്പിൾ വർക്കേഴ്സ് ഡൂയിങ് ദ സെയിം ജോബ് ഷുഡ് ഹാവ് ദ ഈക്വൽ പേ അല്ലേ. ഒരേ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരേ പേയ്മെന്റ് നൽകുക. എല്ലാവരും എന്താക്കുക? യെസ് ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് സുപ്പീരിയർ ഷുഡ് ബി ഇംപാർഷ്യൽ വൈൽ ഡീലിംഗ് ദ സബോർഡിനേറ്റ്സ്. എന്നുള്ള സുപ്പീരിയർ എന്താണ്? അവരുടെ സബോർഡിനേറ്റ്സിനെ ഇംപാർഷ്യലി ഡീൽ ചെയ്യുന്നു എന്നുള്ള പലതും നമ്മൾ കേൾക്കാനും കാണാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. ഇക്വിറ്റി ഉണ്ടായിരിക്കണം. ദെൻ എന്താ? സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓർ പേഴ്സണൽ. ഓക്കെ യെസ്, എന്താണ്? അക്കോർഡിംഗ് ടു ഫയോൾ വർക്കർ ഷുഡ് ബി മൂവ്ഡ് ഫ്രം വൺ ജോബ് ടു അനദർ ഫ്രീക്വൻ്റ്ലി അല്ലേ. ഒരാൾ ഒരു ജോബിൽ നിന്നും മറ്റൊരു ജോബിലേക്ക് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ. അത് പാടില്ല. ടൈം ഈസ് നെസസറി ഫോർ എംപ്ലോയി ടു അഡാപ്റ്റ് ഹിസ് വർക്ക് ആൻഡ് പെർഫോം. അവർക്ക് എന്താ ഒരു വർക്ക് പഠിക്കാനൊക്കെ ഉള്ള ടൈമും കാര്യങ്ങളും വേണം. അപ്പോൾ എന്താണ്? ഒന്നിൽ നിന്ന് ഒറ്റയിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് പഠിച്ചെടുക്കാനുള്ള ടൈമും കാര്യങ്ങളും വരും അല്ലേ. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുത്തിരിക്കണം. എന്നാലേ അയാൾക്ക് ആ ഒരു ജോബിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര എഫക്റ്റീവായിട്ട് സ്പീഡിലൊക്കെ പിന്നീട് ആ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ പഠിച്ചു വെച്ചോളാം. ഓക്കെ യെസ്. അങ്ങനെയെങ്കിൽ 13 എന്താ? ഇനീഷ്യേറ്റീവ്. ഓക്കെ, ഒരു മുൻകൈ എടുക്കാനുള്ള യെസ് റൈറ്റ് അല്ലെങ്കിൽ അതിനുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ സബോർഡിനേറ്റ് ഷുഡ് ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് ഇനീഷ്യേറ്റീവ് മേക്കിംഗ് ആൻഡ് യെസ് എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻ. സബോർഡിനേറ്റ്സിനെയും കൂടെ എന്തിൽ ഉൾപ്പെടുത്തുക? ഓക്കെ, ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് ശരി. ഓഹോ ഓക്കെ കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റല്ല സെക്കൻഡ് ചാപ്റ്ററാണ്. ഫസ്റ്റ് എടുക്കുന്നു എന്നല്ലോ. ഓക്കെ യെസ്. അപ്പോൾ എന്താ? ഒരു ഇനീഷ്യേഷൻ അല്ലെ, മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ പ്ലാനുകൾ അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള യെസ് എന്താ ഒരു യെസ് എന്താണ് ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആർക്ക് നമ്മൾ കൊടുക്കുക? നമ്മുടെ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ ലോവർ ലെവൽ എംപ്ലോയീസിന് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ അടുത്തെന്താ? 14 എസ്പിരിറ്റ് ഡീകോപ്സ് ആണ്. യൂണിയൻ ഇൻ സ്ട്രെങ്ത് ആണ്. നമ്മൾ പറഞ്ഞു കോപ്പറേഷൻ ആണ് വേണ്ടത് അല്ലേ. ദീസ് പ്രിൻസിപ്പിൾ ഇംപ്ലൈ ദാറ്റ് ദർ ഷുഡ് ബി കോർഡിനേഷൻ ആൻഡ് ടീം വർക്ക് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന് ടീം വർക്കാണ് വേണ്ടത്. മാനേജ്മെന്റ് മസ്റ്റ് ടേക്ക് സ്റ്റെപ്പ് ടു ഡെവലപ്പ് സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ വർക്ക് ഗ്രൂപ്പ്. എല്ലാവർക്കും എന്താണ് യെസ് ഒരേപോലെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ വേണം എന്താക്കാൻ മാനേജ്മെന്റ് അവരെ കൺട്രോൾ ചെയ്യാൻ, അവരെ മുന്നോട്ട് പോകാൻ. സോ എന്താണ് എസ്പിരിറ്റ് ഡീകോപ്സ് അല്ലെങ്കിൽ യൂണിയൻ അതാണ് വേണ്ടത്. യൂണിയൻ സ്ട്രെങ്ത് അല്ലേ. നന്നായിട്ട് വർക്ക് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാ സിംഗിളായിട്ട് വർക്ക് ചെയ്യുന്നതാണോ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണോ? നമുക്കറിയാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണോ അല്ലേ. സോ അത് കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? അപ്പം ഇത്രയുമാണ് ഏത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വിരലിൽ എണ്ണാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മാനേജ്മെന്റ് എന്ത്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, പിന്നെ സയൻറ്റിഫിക് മാനേജ്മെന്റിലേക്ക് വരും. സയൻറ്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്കും പ്രിൻസിപ്പിളും, ലാസ്റ്റ് ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ്.
ഓക്കെ, കൃത്യമായിട്ട് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൃത്തിയുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആണ്. 6-7 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റെഡി? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയെങ്കിൽ യെസ്, അടുത്ത മക്കൾ ചോദിച്ചിട്ടുള്ള യെസ് ദ മെയിൻ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് യെസ് രേണു മിസ് വരുന്നുണ്ടാവും. രേണു മിസ്സിനെ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ചോദിച്ചിട്ടില്ല, നിങ്ങളത് ക്രിസ്മസ് എക്സാമിൻ്റെ മെയിൻ പോർഷൻസ് അല്ലേ, നമ്മൾ ഒരുപാട് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഒക്കെ ഉണ്ട്. യെസ്, അതൊക്കെ ആയിട്ട് രേണു മിസ് ഇതാ ഇപ്പോൾ എത്തുന്നതായിരിക്കും. രേണു മിസ്സിനെ സാർ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ആരും എവിടെയും പോരുത്, സെറ്റായിട്ടിരിക്കുക. ഇനിയാണ് നമ്മുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നത്. ഈ ചാപ്റ്ററൊക്കെ മക്കൾ സെറ്റാക്കി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. റെഡി? സെറ്റ് സെറ്റ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഇതാ മക്കളെ, ലൈക്ക് ഇടാത്ത ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേ. സാർ ലൈഫ് ഇൻഷുറൻസ് ലൈക്കൊക്കെ ചെയ്തിട്ട് യെസ് എല്ലാവരും എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നേ. ഓക്കെ, വരൂ. ആ യെസ്, അപ്പോൾ അതാ രേണു മിസ് വരികയാണ്. യെസ് സാർ റീചാർജ് ചെയ്യും. കേട്ടൂലേ അത്? ശേ, മോശം. പ്ലാനിൻ്റെ വാലിഡിറ്റി ഇവിടെ തീരും. നാളെ വന്നാലേ തീരുള്ളൂ. എന്നിട്ട് ചെയ്താൽ പറയാം. ഓക്കെ 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 ഓക്കെ. രേണു മിസ് വന്നിരിക്കുന്നു. സാർ മൈക്ക് കൈമാറാൻ പോവുകയാണ്. അപ്പോൾ ആരും എവിടെയും പോകണ്ട, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് വന്നോ. ഓക്കെ, മെയിൻ ചാപ്റ്ററിലേക്ക് ഇതാ രേണു മിസ് കാലെടുത്ത് വെക്കുകയാണ്. കടന്നു വരൂ. യെസ്, പാട്ടൊന്നും പാടണ്ട, മൈക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ യെസ്. അപ്പോൾ മിസ് ഏത് ചാപ്റ്ററിലേക്കാണ് പോകേണ്ടത്? ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവും. ഓക്കെ. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആയിട്ട് രണ്ടു മിസ് ഗോദയിലേക്ക് ഇറങ്ങുകയാണ്. കടന്നു വരൂ. ഓക്കെ മക്കളെ, അപ്പോ സെറ്റ് ആയിട്ട് പഠിക്കാം. എല്ലാം നമ്മൾ എടാ ഇത് കട്ടായിട്ട് വെറുതെ റീചാർജ് ചെയ്താൽ പോരെ? അതിന് മുൻപേ നമ്മൾ ഒരു ആവേശം കൂട്ടി റീചാർജ് ഒക്കെ ചെയ്യണ ആവശ്യമുണ്ടോ? സാർ വന്ന് റിച്ച് നിങ്ങൾക്ക് தெரியாது വന്ന് പെരിയ മനുഷ്യൻ. അതെ അല്ലേ? അപ്പൊ സാറിന് എപ്പോ വേണമെങ്കിൽ 2 തവണ വേണേ റീചാർജ് ചെയ്യാം സാറിന്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയുണ്ട്? അല്ല ഇതിപ്പോ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? കഴിഞ്ഞിട്ട് സെറ്റ്. 35 ആൾക്കാർ മിസ് വന്നപ്പോ 35, ഇതുവരെ സാറ് വരുമ്പോ 20-25, മിസ് വന്നപ്പോ 35. എന്ത് ചെയ്യാൻ. ഓക്കെ, എന്തായാലും കണ്ടാ മതി, നിന്നാ മതി, പഠിച്ചാ മതി. ഓക്കെ, അപ്പൊ എന്തിനെ വിളിക്കുക? ഓക്കെ ശരിയാണ്. അതെ, അപ്പൊ നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ തുടങ്ങാം അല്ലേ? കാരണം ക്രിസ്മസ് എക്സാമിന് ഉള്ള നമ്മുടെ ഇതൊരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഫൈനാൻഷ്യൽ ഒരു 2 ചാപ്റ്റർ അടുപ്പിച്ച് നിങ്ങൾ എന്റെ മുഖം തന്നെ കണ്ടു വരും കേട്ടോ. അല്ലേ, എന്നെ തന്നെ കണ്ടോണ്ടിരിക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ അല്ലേ? സാറിന് വന്ന് ഇതെന്താണ്, വാട്ട് ഈസ് ദിസ്? ഓക്കെ, നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് അറിയാലോ അത്. പിന്നെ പഠിക്കാൻ ഇത്തിരി ഡൈജസ്റ്റ് ആവാൻ ഇത്തിരി അങ്ങനെ എന്താ പറയുക, പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച മാതിരിയാണ്, വല്ലാണ്ട് അങ്ങ് ഡൈജസ്റ്റ് ആവില്ല അത്. അപ്പോൾ അതുകൊണ്ടും പിന്നെ നിങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റായിട്ടിരിക്കുന്ന ഒരു ആരംഭശൂരത്തുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും. ലൈവ് തുടങ്ങിയ സമയമല്ലേ, അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നിങ്ങളെ ആരും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പം നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആദ്യം ഇടാം. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അറിയാലോ നിങ്ങൾക്ക് ഒരു 9 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുമെങ്കിൽ പോലും ശ്രദ്ധിച്ച് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, സിമ്പിളാടാ, സിമ്പിളായിട്ടുള്ള ടേംസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതെ, 6 മണിക്കൂർ ക്ലാസ് ഇല്ലേ, 2 ലിറ്റർ വെള്ളമൊക്കെ എന്താ? ഓക്കെ, ക്ലിയർ. അപ്പൊ സെറ്റ്. അപ്പൊ നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് കടക്കാം. ഓക്കെ, നമുക്കറിയാം ബിസിനസ്സിൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ബിസിനസ് ഡെയിലി ഒരു ബിസിനസ് റൺ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം?
പൈസ വേണം അല്ലേ? അത് മാത്രമല്ല, ഇനി ഇങ്ങനെ റൺ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബിസിനസ് ഒന്ന് ബോഡി പിടിപ്പിക്കണം എന്ന് വിചാരിക്കുക അല്ലേ? ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണം, ഒരു പുതിയ പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്യണം, ഒരു പുതിയ ബ്രാഞ്ച് കൂടെ ആഡ് ചെയ്യണം, ഒന്ന് മോഡേണൈസ് ചെയ്യണം, കുറച്ച് എംപ്ലോയീസിന് അധികം വേണം, ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങണം, ഒരു പുതിയ ഓഫീസ് തുടങ്ങണം എന്നൊക്കെയുള്ള പല ആവശ്യങ്ങളും ബിസിനസ് ഇങ്ങനെ റൺ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകും അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് വേണം? ഇതൊക്കെ ഈ ഇത്രയും കാര്യങ്ങൾ നിറവേറണമെങ്കിൽ അവിടെ ബിസിനസ്സിൽ ഫണ്ട് ഇറക്കണം, എന്നാൽ മാത്രമേ ഈ പരിപാടികളൊക്കെ നടക്കുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിന് നമുക്ക് ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഒരു ബിസിനസ്സിൻ്റെ ജീവരക്തം. എന്തുകൊണ്ടാണ് ഓക്സിജൻ ആണെന്ന് പറയാത്ത? വെറുതെ ഒരു സുഖത്തിന് നമ്മളിപ്പോൾ ബ്ലഡ് പിടിച്ചു, ബ്ലഡ് എന്തെങ്കിലും സർക്കുലേറ്റ് ചെയ്ത് കളിക്കുന്ന കാര്യമല്ലേ? ബ്ലഡിനുള്ളിൽ കൂടെ ഓക്സിജനും സർക്കുലേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് അല്ലേ? അത് എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതുകൊണ്ട് നമ്മൾ ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആണെന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പം മണി ഈസ് റിക്വയർഡ് ഫോർ ക്യാരിയിങ് ഔട്ട് ബിസിനസ് ആക്ടിവിറ്റീസ് ഇസ് കോൾഡ് ബിസിനസ് ഫിനാൻസ് അല്ലെ? ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടിനെയൊക്കെ നമ്മൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നു. അവൈലബിലിറ്റി ഓഫ് ആഡിക്വേറ്റ് ഫിനാൻസ് ഇസ് വെരി ക്രൂഷ്യൽ ഫോർ ദ സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ബിസിനസ് അല്ലേ? അപ്പം നമുക്ക് വേണ്ട സമയത്ത് ഫണ്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ സർവൈവലിനും ഗ്രോത്തിനും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. എന്താണ് ബിസിനസ് ഫിനാൻസ് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്നതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ എൻ്റെ മക്കളോട് ഒരു കാര്യം പറയാം. ഈ ചാപ്റ്ററിനെ നിങ്ങൾ 3 ഭാഗങ്ങളായിട്ട് തിരിക്കണം ആദ്യം. ഓക്കെ, ആദ്യത്തെ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബിസിനസ്സിലെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ഏരിയയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഏരിയയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒരു ബിസിനസ്സിലെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, മാനേജ്മെന്റ് വേറെ, പ്ലാനിങ് വേറെ. അതാണ് രണ്ടാമത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏരിയ ഈ ഒരു ചാപ്റ്ററിൽ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ട അവസാനത്തെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിനെ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്നുള്ള സിമ്പിളായിട്ട് ഒരു ഐഡിയ ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടുതരാം. ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ വീടിൻ്റെ കാര്യം എടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം ഇപ്പം അച്ഛനും അമ്മയും അടങ്ങുന്ന നിങ്ങളുടെ കുടുംബത്തിൽ പല പല ആവശ്യങ്ങളുണ്ടാവും അല്ലേ? പല ആവശ്യങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഒരു മാസം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പല ആവശ്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഈ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? ഫണ്ട് വേണം. ഓക്കെ, ഫണ്ട് വേണം അല്ലേ? എന്നിട്ട് ഇങ്ങനെ കിട്ടുന്ന ഫണ്ട് വെച്ചിട്ട് വേണം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ. എന്നിട്ട് ഈ കിട്ടുന്ന ഫണ്ട് വെച്ച് ആവശ്യങ്ങൾ മാത്രം നിറവേറിയാൽ മതിയോ? ഇല്ല. അത് വെച്ചിട്ട് നമ്മൾ ആ കിട്ടിയ ഫണ്ടിൽ എത്ര നമ്മൾ നമ്മുടെ കയ്യിൽ വെക്കണം, ഒരു സേവിങ്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ കരുതാം, അതിൽ എത്ര നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ഒരു ബേസിക്കലി നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നാളെ നിങ്ങൾ ജോലി കിട്ടി നിങ്ങൾക്ക് സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഇതേ ഒരു ഐഡിയ ആണ് ബിസിനസ്സിൻ്റെ അകത്തും വരുന്നത്. അതായത് ബിസിനസ്സിനും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് പല പല ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ആവശ്യങ്ങൾ നമുക്ക് എന്തെന്ന് പറയാം? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ എന്ന് പറയാം അല്ലേ? അപ്പോൾ ബിസിനസ്സിൻ്റെ പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും അല്ലേ? പല ആവശ്യങ്ങൾ വേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാനായിരിക്കാം, ചിലപ്പോൾ നമ്മളൊരു പുതിയ മെഷീനറി വാങ്ങുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പല ആവശ്യങ്ങളും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ എന്ന് പറയാം. രണ്ടാമത് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫൈനാൻസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഇപ്പോൾ ഇത്രയും ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് നമുക്ക് കിട്ടും, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫണ്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കടം വാങ്ങിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിച്ചെടുക്കേണ്ട കാര്യമുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ നമ്മളൊരു മാനേജ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ നമുക്ക് ഫൈനാൻസിങ് റിലേറ്റഡ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കിട്ടുന്ന പൈസ മൊത്തം നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനും അതിനു വേണ്ടി മാത്രം കൊടുത്താൽ മതിയോ? അല്ല, അതിൽ എത്ര നമ്മുടെ കയ്യിൽ വെക്കണം, എത്ര ചിലവാക്കാം എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ബിസിനസ്സിൽ ചിന്തിക്കണം. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ലേറ്റ് ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല.
നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സെറ്റ്. അപ്പോൾ ആദ്യം എന്താണ് ഫൈനാൻഷ്യൽ ഭാഗം? ആദ്യ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ആൻഡ് ദെയർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ബിസിനസ്. അല്ലേ, ഒരു ബിസിനസ്സിലേക്ക് വേണ്ട ഫണ്ടിനെ ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുക, അതായത് സംഭരിക്കുക. ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഏതാണ്? ഇപ്പോൾ പല ആവശ്യങ്ങളായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ പല ആവശ്യങ്ങൾക്ക്, ചില ആവശ്യങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ എടുത്താൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ആവശ്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേറെ സോഴ്സ് കണ്ടെത്തേണ്ടി വരും അല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും. അപ്പം അങ്ങനെ പല മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക, എന്നിട്ട് അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ 2 ഒബ്ജക്റ്റീവാണ്. നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിന് 2 ഒബ്ജക്റ്റീവാണുള്ളത് അല്ലേ. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിന് മെയിനായിട്ട് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. ഓക്കെ, നമ്മൾ ട്രഡീഷണൽ ടെക്നിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബിസിനസ്സിൽ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ ബേസിക് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാക്സിമൈ ചെയ്യുക എന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ കിട്ടുന്ന ഫണ്ട് വെച്ചിട്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാം. രണ്ടാമത്തത്, ഇതൊരു മോഡേൺ ടെക്നിക്കാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടെക്നിക്കാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ആണ്. അതിൽ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ട സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കണ്ടെത്തുക. സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പല എക്സ്പെൻസ് ഉണ്ടാവും അല്ലേ. ടു മീറ്റ് ഇറ്റ്സ് എക്സ്പെൻസ്, ബിസിനസ്സിലെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഷെയർ ഹോൾഡേഴ്സിന് അല്ലേ, ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ തന്നെ മോഡേണൈസേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, ഇതുപോലുള്ള ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് പ്രോഫിറ്റ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നോക്കും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ട്രഡീഷണൽ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇതാണ് ഒരു കേസ്, ഒരു ഒബ്ജക്റ്റീവ്. ഇനി രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനോട് ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടണം. ഓക്കെ, അതാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഡെയിലി വരുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും ഡിവിഡൻഡ് കൊടുക്കാനാണെങ്കിലും ആണ് ഈ ഒരു കാര്യത്തിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ പറയുന്നതെങ്കിൽ, ഈ നമ്മുടെ വെൽത്ത് മാക്സിമൈസേഷനിൽ പറയുന്നത് നമ്മുടെ ഷെയർസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. മസ്റ്റ് എൻഷ്യൂർ വാല്യൂ അഡീഷൻ ടു റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ്, അതായത് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ചെന്ന്, ഷെയർ മാർക്കറ്റിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ കമ്പനിയുടെ ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ 10 രൂപയാണെങ്കിൽ അടുത്ത ഒരു 2 കൊല്ലം 3 കൊല്ലത്തിന് ആ 10 എന്നുള്ളത് 100 ആക്കാൻ വേണ്ടി നോക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ 100 ആക്കാൻ വേണ്ടി പറ്റും? എൻ്റെ ഷെയറിൻ്റെ പ്രൈസ് വെറുതെ അങ്ങ് 100 ആവില്ല. അപ്പം ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ള പുതിയ പ്രൊജക്റ്റുകൾ, ഇപ്പോൾ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ജിയോ എന്ന് പറയുന്ന ഒരു സംഭവം, ജിയോ എന്ന് പറയുന്ന സിം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജിയോ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് റിലയൻസുകാർ, അംബാനി കൊണ്ടുവന്നു. അത് ഭയങ്കര തരംഗമാണ് അല്ലേ. അപ്പോൾ അതുപോലൊരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, അതെന്താണ്? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഈ അംബാനി ഗ്രൂപ്പ് എടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ ജിയോ എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ്. ഓക്കെ, ആ പ്രൊജക്റ്റിലൂടെ അവർക്ക് എന്തായി ഭയങ്കര രീതിയിൽ അവരൊരു ഇപ്പം എന്താ പറയുക, ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഷെയർസ് എന്താവും, അവരുടെ ഷെയർസിന് നല്ല മാർക്കറ്റ് വാല്യൂ വരാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ഒരാളുടെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഫൈനാൻസിങ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനൊക്കെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഈ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത്.
ഓക്കെ, അതാണ് നമ്മൾ വെൽത്ത് മാക്സിമൈസേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ മോഡേൺ ഒബ്ജക്റ്റീവ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്. ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇപ്പം പഠിച്ചു പോകണം, ഇനി ഇത് നീട്ടി വെക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഈ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇതിലും സിമ്പിൾ ആയിട്ട് ഇനി പറഞ്ഞു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആർക്കും. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ നോക്കേണ്ടത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് ആണ്. എന്തുകൊണ്ട് ഒരു ബിസിനസ്സിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വേണം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ഒബ്റ്റെയിനിങ് ഫണ്ട്സ് അറ്റ് മിനിമം കോസ്റ്റ് അല്ലേ. അപ്പം നമുക്കറിയാം പല സോഴ്സസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. ഫണ്ട് ജനറേറ്റ് ഒരു ആവശ്യം വരുമ്പോൾ പല രീതിയിൽ നമുക്ക് ഫണ്ട് ജനറേറ്റ് ചെയ്യാം. പക്ഷേ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഫണ്ട് ജനറേറ്റ് ചെയ്യണമെന്നേ നമ്മൾ വിചാരിക്കുള്ളൂ അല്ലേ. ഇപ്പം നിങ്ങൾ കടം വാങ്ങുകയെന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങൾ ആരുടെങ്കിലും കടം വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഐഫോൺ എടുക്കണമെന്ന് വിചാരിക്കുക, ഏറ്റവും കുറഞ്ഞ EMI അല്ലേ നോക്കൂ. കുറഞ്ഞ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വലിയ പൈസ കിട്ടണം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുക. അതേപോലെ തന്നെയാണ് നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ എന്താ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇറ്റ് എൻഷ്യൂർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. നമ്മളെ ബിസിനസ്സിലേക്ക് കിട്ടുന്ന പൈസേനെ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്തത് ജനറേറ്റിംഗ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്. നമ്മൾ വേണ്ട കാര്യം വേണ്ട രീതിയിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും ബിസിനസ്സിൻ്റെ അകത്ത് അല്ലേ. ആ റിട്ടേൺ കിട്ടുക എന്ന് പറയാൻ നമുക്ക് പുളിങ്കുരു ചക്കക്കുരു അല്ല കിട്ടുക, പൈസയാണ് കിട്ടുക, പ്രോഫിറ്റ് ആണ് കിട്ടുക. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സഹായിക്കും അല്ലേ. അങ്ങനെ കിട്ടുന്ന പൈസ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഷനും മോഡേണൈസേഷനും ചെയ്യാൻ പറ്റും. ഇറ്റ് സെക്യൂർ സ്റ്റേബിൾ ഗ്രോത്ത് ടു എന്റർപ്രൈസ് അല്ലേ. അപ്പം നല്ല രീതിയിൽ നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇത്ര പൈസ ഇത്ര കാര്യങ്ങൾ വേണം, ഇതിനൊക്കെ കറക്റ്റായ രീതിയിൽ നമ്മളിങ്ങനെ വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും. ഒരു ചിന്തയോ ഒരു രീതിയിലുള്ള ആലോചനയോ ഇല്ലാതെ പൈസ ഈ മാസം എനിക്കൊരു 30,000 കിട്ടിയെന്ന് വിചാരിക്കുക. ആ 30,000 ഞാൻ ലാവിഷായിട്ട് അടിച്ച് പൊളിക്കുകയാണ്, ഒരു രീതിയിൽ ഞാൻ നോക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും അല്ലേ. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല നമ്മളുടെ ജീവിതത്തിൽ. അതേപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അല്ലേ. കറക്റ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ സ്റ്റേബിൾ ഗ്രോത്ത് കൊണ്ടുവരും. ഓക്കെ, എൻഷ്യൂർ സേഫ്റ്റി ഓഫ് ഫണ്ട് ത്രൂ ക്രിയേഷൻ ഓഫ് റിസർവ് റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് അല്ലേ. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മുടെ ഫണ്ടിന് സേഫ്റ്റി കിട്ടും. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ റീഇൻവെസ്റ്റ്മെന്റും റിസർവ്സ് ഒക്കെ വെക്കുക. എത്ര റിസർവ് വെക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഡിസിഷൻസിൽ വരുന്നതാ ഡിവിഡൻഡ് ഡിസിഷൻ എന്താ. അപ്പോൾ ആ ഡിവിഡൻഡ് ഡിസിഷനിൽ പറയുന്നുണ്ട് നമ്മൾ എത്ര നമ്മുടെ കയ്യിൽ വെക്കണം, എത്ര നമ്മൾ കൊടുക്കണം എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ റിസർവ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലാതെ പോകും. ക്ലിയർ അല്ലേ? ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ദ സൈസ് ആൻഡ് ദ കോമ്പോസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഓഫ് ബിസിനസ് അല്ലേ. അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ എത്ര ഫിക്സഡ് അസറ്റ് വേണം. ഫിക്സഡ് അസറ്റ് എന്താന്ന് ഇത്രയും കാലം കൊമേഴ്സ് പഠിച്ചിട്ട് 2 വർഷം കൊമേഴ്സ് പഠിച്ചിട്ട് ഫിക്സഡ് അസറ്റിന്റെ എക്സാമ്പിൾസ് പറയാൻ അറിയാത്ത ആരും തന്നെ ഈ ലൈവ് കാണുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇതൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. ഞാൻ ചോദിച്ച വെറുതെ സമയം കളയുന്നില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ കളയാൻ സമയം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ എത്ര ഫിക്സഡ് അസറ്റ് വെക്കണം അല്ലേ. ഫിക്സഡ് അസറ്റ് അത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു വലിയ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് അല്ലേ. ഒരു വലിയ കാലയളവിലേക്ക് ചെയ്യുന്ന വലിയ എമൗണ്ട് വെച്ച് ചെയ്യുന്ന ഡിസിഷനാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? അത് ഫിക്സഡ് അസറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും വരും അല്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ്, ഞാൻ ഒരുപാട് ഫിക്സഡ് അസറ്റ് വെച്ചെന്ന് വിചാരിക്കുക. ഇപ്പോൾ കുറേ ബിൽഡിംഗ് ആവശ്യമില്ലാതെ കുറേ മെഷീനറി വാങ്ങിച്ച് വെച്ച് അതൊക്കെ ഫിക്സഡ് അസറ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ലാണ്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കും ഞാൻ ഫിക്സഡ് അസറ്റിൽ. എന്തെങ്കിലും ലാഭം ഉണ്ടാവുമോ? ഇല്ല. അപ്പം നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എത്ര ഫിക്സഡ് അസറ്റ് വേണം, എൻ്റെ ബിസിനസ് റൺ ചെയ്യാൻ ഇത്ര മതി എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ അല്ലേ. അതേപോലെ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? കറണ്ട് അസറ്റിൻ്റെ ബ്രേക്കപ്പും വരുന്നത് അല്ലേ. അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കുക, അതിൽ ഞാൻ എല്ലാം ഫിക്സഡ് അസറ്റാണ് ചെയ്തത് വിചാരിക്കുക. അപ്പം നമുക്ക് കറണ്ട് അസറ്റ് ഇല്ലേ. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാഷ് ഉണ്ട്, ഇൻവെൻട്രി, സ്റ്റോക്ക്, അങ്ങനത്തെ പല പരിപാടികളില്ലേ.
അപ്പോൾ ഇതൊന്നും ഇല്ലാതെ കുറേ മെഷീനറി മാത്രമാണെങ്കിൽ നമ്മുടെ ബിസിനസ് ബുദ്ധിമുട്ടി പോകും അല്ലേ. അപ്പോൾ അതേപോലെ നമുക്ക് എത്ര കറണ്ട് അസറ്റ് വേണമെന്ന് ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ക്ലിയർ? ഇനി അതുപോലെ തന്നെ ദ എമൗണ്ട് ഓഫ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട് ടു ബി യൂസ്ഡ് അല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് എത്ര ലോങ് ടേം ഫണ്ടുകൾ യൂസ് ചെയ്യണം അല്ലേ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആണ് ലോങ് ടേം ഫണ്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അത് എത്ര വലിയ അളവിലേക്കുള്ള ഫണ്ടുകൾ എടുക്കണം, അതുപോലെ എത്ര കുഞ്ഞ് ആവശ്യങ്ങൾക്ക് വരുന്ന ഫണ്ടുകളായിരിക്കും ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറയുന്നത്. എത്ര അങ്ങനത്തെ ഫണ്ട് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് എവിടെയായിരിക്കും? ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലായിരിക്കും. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ബ്രേക്കപ്പ് ഓഫ് ലോങ് ടേം ഫിനാൻസ് ഇൻറ്റു ഡെപ്റ്റ് ഇക്വിറ്റി. ഇപ്പം നമ്മൾ ലോങ് ടേമിൽ കടം എടുക്കാമെന്ന് വിചാരിക്കുക, ഒരു വലിയ ഞാനൊരു 5 കോടി രൂപ കടം എടുക്കാമെന്ന് വിചാരിക്കുക. ആ 5 കോടി മുഴുവനും ഞാൻ ബോറോഡ് ഫണ്ട് ആക്കണോ, അല്ലെങ്കിൽ 5 കോടിയിൽ ഒരു 3 കോടി ഓൺഡ് ഫണ്ടും അതിൽ ബാക്കിയുള്ള 2 കോടി ഞാൻ ഡെപ്റ്റ് ഫിനാൻസ് വഴി എടുക്കണോ എന്ന് തീരുമാനിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ലോങ് ടേം ഫണ്ടുകൾ പല രീതിയിൽ നമ്മളെ ബിസിനസ്സിൽ ആവശ്യമായിട്ട് വരും. ആ സമയത്തിൽ ആ ലോങ് ടേം ഫണ്ടിൽ എത്ര കടം വാങ്ങണം, എത്ര നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ മൊത്തം കടം വാങ്ങണോ മൊത്തം കയ്യിൽ നിന്ന് എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലാണ്. പിന്നെ ഓൾ ഐറ്റംസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അല്ലേ. ഇപ്പം ഡിപ്രിസിയേഷൻ, എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. ഈ ഡിപ്രിസിയേഷൻ ഒക്കെ വരുന്നത് എന്തിനാണ്? നമ്മളുടെ അസറ്റ് പോലത്തെ കാര്യങ്ങളിലാണ് ഡിപ്രിസിയേഷൻ ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്ന റിഫ്ലക്റ്റ് ആവുന്ന സാധനങ്ങളിൽ വരുന്ന തീരുമാനങ്ങൾ എവിടെയാണ്? എത്ര ഡിപ്രിസിയേഷൻ കൊടുക്കണം എന്നുള്ള തീരുമാനങ്ങളെല്ലാം വരുന്ന ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇമ്പോർട്ടൻസ് മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കും. ക്ലിയർ ആണല്ലോ? ഇത്രയും നേരം പറഞ്ഞത് എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഡൗട്ടും ഇല്ല. ഇമ്പോർട്ടൻസും ഒബ്ജക്റ്റീവ്സും എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ? ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണ്, നിങ്ങൾ ഫയർ ഇമോജി ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ അങ്ങനെ ചൂടപ്പം പോലെ ടീം എന്ന് പറഞ്ഞ പരിപാടി തീരാം. മറ്റേത് ഞാനിങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും. ക്ലിയർ? ഇനി അടുത്തത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫൈനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനാൻസിങ് ഡിസിഷൻസ്. അപ്പോൾ എന്താണ് ഫൈനാൻസിങ് ഡിസിഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എക്സാമിന് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. എസ്സേ ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, വേണമെങ്കിൽ ഈ 3 എണ്ണവും ഒരുമിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഓരോന്ന് വെച്ച് നിങ്ങൾക്ക് എസ്സേ ആയിട്ട് ചോദിക്കാം. ക്ലിയർ? അപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് കൺസിഡർ വിത്ത് ദ സൊല്യൂഷൻ ഓഫ് 3 മേജർ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ദ ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസ് ഓഫ് എ ഫേം അല്ലേ. അപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള 3 പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിലാണ്. അതായത് എന്താണ് ആ 3 ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ്? നമുക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടും, ആ കിട്ടുന്ന ഫണ്ട് നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വന്നു, അതാണ് നമ്മുടെ ആദ്യത്തെ പ്രശ്നം അല്ലേ. അതായത് നമുക്ക് ബിസിനസ്സിന് എപ്പോഴും ആവശ്യങ്ങൾ വരും. ആ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഫണ്ട് എവിടെ നിന്ന് കിട്ടും, ആ കിട്ടിയ ഫണ്ടിൽ എത്ര ചിലവാക്കണം, ഇങ്ങനെ 3 മേജർ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ബിസിനസ് നേരിടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്നതാണ് ഈ 3 പ്രശ്നത്തിന് നമ്മൾ സൊല്യൂഷൻ എടുക്കണം അല്ലേ. അപ്പോൾ ഈ 3 പ്രശ്നത്തിലുള്ള സൊല്യൂഷൻസ് ആണ് നമുക്ക് വരുന്ന ആവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം അല്ലേ. നമുക്ക് പല ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും എടുക്കേണ്ടി വരും. ഓക്കെ, അടുത്ത നടന്ന ആ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഫൈനാൻസിന് നമ്മൾ ഡിസിഷൻ എടുക്കണം. പിന്നെ ഡിവിഡൻഡ് അല്ലേ, നമ്മൾ എത്ര കയ്യിൽ വെക്കണം, എത്ര റീറ്റേൺ ഏർണിങ്സ് വെക്കണം, എത്ര നമ്മൾ ഡിവിഡൻഡ് കൊടുത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 എണ്ണത്തിന് നമുക്ക് സ്കോപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ അല്ലേ? സ്കോപ്പ് ഓഫ് FM കേട്ടോ. അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സ്കോപ്പ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇതാണ് കേട്ടോ. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻസ്, ഇത്രയും കാര്യങ്ങളാണ്. ക്ലിയർ? അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ? അത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇസ് കൺസേൺ വിത്ത് ഹൗ ദ ഫേംസ് വാല്യുബിൾ ഫണ്ട്സ് ആർ ടു ബി ഇൻവെസ്റ്റഡ് ഇൻ വേരിയസ് അസറ്റ് അല്ലേ. അതായത് നമ്മുടെ ബിസിനസ്സിൽ എന്തുണ്ട്, നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് പുതിയൊരു വേറെ തന്നെ ഇത്രയും കാലം ഞാൻ ടെക്സ്റ്റൈൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കും. എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഇനി ഞാൻ കുറച്ച് റെസ്റ്റോറൻറ്റ് ടൈപ്പ് ബിസിനസ്സിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്തേക്ക് എനിക്ക് എന്താണ്, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. ഒരു പുതിയ ബിസിനസ്, പുതിയ ബിൽഡിങ്സ്, പുതിയ മെഷീനറീസ്, പുതിയ എക്യുപ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ.
അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലേ. ബിസിനസ്സിൻ്റെ ഫണ്ടിനെ നമ്മൾ ഏതൊക്കെ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഫാക്ടേഴ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ നോക്കേണ്ടതാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ തന്നെ മക്കളെ 2 രീതിയിലുണ്ട്. ഓക്കെ, 2 രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാം. ഒന്ന് നമുക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരാം. അതായത് ഒരു പുതിയ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നു, ഒരു പുതിയ മെഷീനറി പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് വന്ന് ഒരു പുതിയ ബിസിനസ് തന്നെ ലോഞ്ച് ചെയ്യാണ്. അതൊക്കെ ലോങ് ടേമിലേക്കുള്ളതാണ് അല്ലേ. അങ്ങനെ വരാം. അല്ലാതെ ചെറിയ കാലയളവിലേക്കും ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാം. പെട്ടെന്ന് ഇത്ര ഒരു 3-4 വർഷത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വരാം, ആവശ്യങ്ങൾ വരാം അല്ലേ. അപ്പോൾ ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നും വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്നും. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ് കേട്ടോ. ക്യാപിറ്റൽ ബഡ്ജറ്റ് ലോങ് ടേം ആണ്. ഇതെങ്ങനെയാണ്, ഷോർട്ട് ടേം ആണ്. ഓക്കെ, ഷോർട്ട് ടേം ഡിസിഷൻസും ആണ്. ക്ലിയർ? അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് നമുക്ക് അങ്ങനെ വെറുതെ എടുക്കല്ല ചെയ്യുന്നത്. വെറുതെ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാം എന്ന് നമ്മൾ വെറുതെ തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. പകരം അവിടെ എന്ത് വരണം, നമ്മൾ കുറേ ഫാക്ടേഴ്സ് നോക്കണം അല്ലേ. എൻ്റെ ബിസിനസ്സിന് ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഒരു ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുമോ, മോഡേണൈസ് ചെയ്യാൻ പറ്റുമോ, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു പുതിയൊരു ലാൻഡ് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കും, നിങ്ങളൊരു പുതിയ വീട് ഉണ്ടാക്കാൻ തീരുമാനിക്കാമെന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങളെ കൊണ്ട് ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലാണോ എന്നൊക്കെ ഇപ്പം നിങ്ങളുടെ ഇൻകം എത്രയുണ്ട്, നിങ്ങൾക്ക് എത്ര കടം കിടക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അതിന് വേണ്ടി എപ്പോഴും ഫുൾ ടൈം ആയിട്ട് വീട് പണീൻ്റെ പുറകെ നടക്കാൻ പറ്റിയൊരു അവസ്ഥയിലാണ്. എങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് മെയിനായിട്ട് ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ബിസിനസ്സിൽ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ വരുന്ന ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ നോക്കണം, ആ പ്രൊജക്റ്റിൻ്റെ ക്യാഷ് ഫ്ലോ. പിന്നെ അതുപോലെ ദ റേറ്റ് ഓഫ് റിട്ടേൺ, റിസ്ക് ഇൻവോൾവ്, ദ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ, ഓരോന്ന് നോക്കാൻ വേണ്ടി പോവാണ് അല്ലേ. ഓരോന്ന് നോക്കാം നമുക്ക്. അതായത് ക്യാഷ് ഫ്ലോ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം അസറ്റ് ജനറേറ്റ് ക്യാഷ് ഫ്ലോ ഓവർ എ പീരീഡ് അല്ലേ. അപ്പോൾ നമ്മൾ ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൈം കഴിഞ്ഞിട്ടേ നമുക്ക് അതിന് റിട്ടേൺ കിട്ടുള്ളൂ. ക്യാഷ് ഫ്ലോ ക്യാൻ ബി ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ അല്ലേ. ഒരു ബിസിനസിന്റെ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ അകത്തേക്ക് എത്ര ഫണ്ട് വരുന്നു, അതുപോലെ തന്നെ നമ്മൾ എത്ര ഫണ്ട് പുറത്തേക്കും കൊടുക്കുന്നുണ്ട്, എത്ര പേയ്മെന്റ്സ്, എക്സ്പെൻസും, ഇൻകം എത്ര ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻസ് എത്ര ഉണ്ടെന്ന് അനുസരിച്ചിട്ടാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? These cash flows should be carefully analyzed and evaluated before making a capital budgeting decision. അതായത് നമ്മളുടെ ബിസിനസ്സിന് നിങ്ങൾ എത്ര രൂപയുടെ ഫണ്ട്, എത്ര രൂപയുടെ വീടാണ് ഉണ്ടാക്കുന്നത് നോക്കുക അല്ല. അതേപോലെ നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ, അതായത് നമ്മളൊരു പുതിയ പ്രൊജക്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ എത്ര രൂപ ആവശ്യം വരുന്ന, ഇപ്പം ഒരു 3-4 കോടിയുടെ ആവശ്യം വരികയാണ്, ആ 3-4 കോടിക്ക് പറ്റിയ രീതിയിലുള്ള ക്യാഷ് ഫ്ലോയും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ക്യാഷ് ഫ്ലോ ഓഫ് ദ പ്രൊജക്റ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് അല്ലേ. നമുക്ക് എത്ര റിട്ടേൺ കിട്ടും അല്ലേ. നമ്മളൊരു എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ മുടക്കിയതിൻ്റെ ഇരട്ടി നമുക്ക് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ ബിസിനസ്സിൽ വിചാരിക്കുക. നിങ്ങളൊരു ചെറിയ സിനിമ സീൻ കണ്ടിട്ടുണ്ടായിരുന്നോ? സിദ്ദിഖ് പറയുന്നത് എൻ്റെ നഷ്ടപ്പെട്ടു പോയ 3 കോടിക്ക് വേണ്ടി 5 കോടി കളയാൻ ഞാൻ തയ്യാറാന്ന് പറയുന്നത്. അതൊരു മണ്ടൻ തിയറിയാണല്ലേ. ആ തിയറി വെച്ച് നമുക്ക് ബിസിനസ്സിൽ എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമ്മളൊരു 3 കോടി മുടക്കിയ ബിസിനസ്സിൽ 15 കോടി തിരിച്ച് പിടിക്കണം എന്നുള്ള മൈൻഡിലാണ് നമ്മൾ ആ 3 കോടി ഇറക്കുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ നമുക്ക് എത്ര റിട്ടേൺ ഉണ്ടെന്ന് നോക്കണം അല്ലേ. റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ദ ക്രൈറ്റീരിയൻ ഫോർ ദ സെലക്ടിങ് എ പ്രൊജക്ട്. Calculation should be made based on the expected returns from the each proposals and risk associated with them. Okay, നമുക്കിപ്പോൾ പല ഐഡിയാസ് ഉണ്ടാവും. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ മുന്നിൽ പല രീതിയിൽ ബിസിനസ് വളർത്താനുള്ള ഐഡിയാസ് വരും. ഇപ്പം ചില ഐഡിയയിൽ, ഇപ്പം ഞാനിപ്പോൾ ഞാൻ AI കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്ത് കിട്ടില്ല,
എനിക്കിപ്പോൾ നല്ല റിട്ടേൺ കിട്ടാൻ കാരണം ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഇപ്പോഴത്തെ ആ പ്രൊജക്റ്റും എല്ലാവരും മാർക്കറ്റിലൊക്കെ ഭയങ്കര AI എന്ന് പറഞ്ഞൊരു തരംഗമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് പകരം ഞാനിപ്പോൾ പണ്ടത്തെ ഒരു ഓൾഡ് മോഡലിലുള്ളൊരു ഇതിലേക്ക് പോവാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിട്ടേൺ കിട്ടാൻ കുറവാണ്. കാരണം ആ ഓൾഡ് മോഡൽ ഇപ്പോൾ ആവശ്യമില്ല. ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി അങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വിചാരിച്ച പോലെ റിട്ടേൺ കിട്ടണം എന്നില്ല അല്ലേ. അപ്പം നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേണും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ? അതുപോലെ റിസ്ക് ഇൻവോൾവ്, റിസ്ക് ഉണ്ടാവും അല്ലേ എല്ലാ പ്രൊജക്റ്റിനും. എന്താണ് റിസ്ക്? പ്രത്യേകിച്ച് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസിഷൻസ് ആണെങ്കിൽ ഭയങ്കര റിസ്ക് ഉണ്ടാവും. ഓക്കെ, കാരണം വലിയ എമൗണ്ട് ആണ് ഇറക്കുന്നത്, ഇറിവേഴ്സിബിൾ ആണ്, നമുക്ക് എടുത്ത ഡിസിഷൻ പെട്ടെന്നങ്ങ് മാറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റിസ്ക് എത്രമാത്രം ഉണ്ടെന്ന് നോക്കാം. ദ ഡിഗ്രി ഓഫ് റിസ്ക് ഇൻവോൾവ് ഇൻ ഈച്ച് പ്രൊഡക്റ്റ് ഷുഡ് ബി അസസ്ഡ് ബിഫോർ മേക്കിംഗ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, റിസ്ക് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ ഇൻവോൾവ് ആണ് അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് എത്ര റേറ്റ് കിട്ടും എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാൽക്കുലേഷൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമുക്ക് ഇത്ര കിട്ടുമെന്ന് മനക്കണക്ക് വെച്ച് കൂട്ടല്ല ചെയ്യുക. അതിൻ്റെതായ രീതിയിലുള്ള കുറേ കാൽക്കുലേഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ അതുകൂടെ നോക്കണം. അതായത് ദർ ആർ ഡിഫറെൻറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് അല്ലേ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലുള്ള ടെക്നിക്സ് ഉണ്ട്, പല ഇക്വേഷൻസ്, പ്രോബ്ലംസ്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ആ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം അല്ലേ. ടു ഇവാലുവേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ലൈക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, അതുപോലെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എക്സെട്ര, പല ടെക്നിക്സ് ഉണ്ട്. അങ്ങനത്തെ ടെക്നിക്സ് കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് എവിടെ വരുന്നത്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ വരുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയും ഫാക്ടേഴ്സ് ആണ്, കുഞ്ഞു ഫാക്ടേഴ്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളൂ. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ഡിസിഷനിലേക്ക് പോവാം, ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഫയർ ഇമോജി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കണേ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടോ, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ആണ്. ഓക്കെ, സെറ്റ്. എടാ, ആകെ ഒരാൾക്കാണോ ഇത്രയും നേരം മനസ്സിലായത്? ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഉണ്ട്, പോരട്ടെ. വീണ്ടും ആളെന്നെയാണ് ഇടുന്നത്. എടാ ബാക്കിയുള്ളവരും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള ഒരു ഇത് മനസ്സ് വെച്ചിട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് അറിഞ്ഞാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂ. ഓക്കെ, ക്ലിയർ അല്ല? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആയി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. വെറുതെ ആവാണ്ട് അയ്യോ പാവം എന്ന് കൊടുത്തേക്കാം ഫയർ ഇമോജി എന്ന് പറഞ്ഞാൽ അങ്ങനെ തരരുത്, ജെന്യൂൻ ആയിട്ട് തന്നാൽ മതി. ക്ലിയർ അല്ലേ? സെറ്റ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ഡിസിഷനിലേക്ക് അറിയാം. അടുത്ത മേജർ ഡിസിഷനാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലേ. ഏതൊക്കെ സോഴ്സിലൂടെ നമുക്ക് ഫണ്ട് ജനറേറ്റ് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് ഫണ്ട് എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ സോഴ്സസ് പിടിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും നോക്കണം അല്ലേ. ദിസ് ഈസ് അബൌട്ട് ഡിസൈഡിങ് ദ ബെസ്റ്റ് വേ ടു റേസ് ദ മണി നീഡഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡെയിലി ഓപ്പറേഷൻസ് അല്ലേ. അതായത് ബിസിനസ്സിന് ഡെയിലി ഓപ്പറേഷൻസിന് ഫണ്ട് വേണം, അതുപോലെ ലോങ് ടേമിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനും എക്സ്പാൻഷനും ഒക്കെ വലിയ രീതിയിലുള്ള എമൗണ്ട് ആവശ്യമായി വരും. അപ്പോൾ ആ സമയത്ത് വേണ്ട ഫണ്ടുകളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ആണ് ഫൈനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി അതിനെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇനി നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ചാടി കയറി നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, എത്രത്തോളം മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഏതുമാണ് കടം ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോൾ കടം വാങ്ങിക്കാം, പക്ഷെ കടം വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലാണോ നമ്മുടെ ബിസിനസ് എന്ന് നോക്കണം. അല്ലെ വേണ്ട സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ ബിസിനസ് എന്ന് നോക്കുക. ഇപ്പം നമ്മുടെ അത്യാവശ്യം നല്ല സ്റ്റേബിളാണെങ്കിൽ നമ്മൾ വെറുതെ കടം വാങ്ങണോ, അങ്ങനെ പല മാറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഏത് രീതിയിലാണ് ഫണ്ട് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കണം അല്ലേ. അപ്പോൾ അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നോക്കേണ്ടത് കോസ്റ്റ് ആണ്. പല സോഴ്സസ് ഉണ്ടാവും. പല സോഴ്സ് എന്താ, എനിക്ക് ഡിബഞ്ചേഴ്സ് വഴി എടുക്കാം, കടം വാങ്ങിക്കുകയാണെങ്കിൽ ഡിബഞ്ചേഴ്സ് വഴി എടുക്കാം. അതുപോലെ തന്നെ എനിക്ക് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ട്രഷറീസ് നിന്ന് ബില്ല്, ബോണ്ടുകൾ, അങ്ങനത്തെ പല പരിപാടികൾ ഇറങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ
ഇതിലൊക്കെ ഏതാണ് ഏറ്റവും ചാർജ് കുറവ്, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല റിട്ടേൺ കിട്ടുന്നത് നോക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ സോഴ്സസിന്റെ കോസ്റ്റ് നോക്കണം അല്ലേ. ഒബ്റ്റെയിൻ ദ ഫൈനാൻസ് ഫ്രം ചീപ്പർ സോഴ്സ് അല്ലെ, ഏറ്റവും ചീപ്പായിട്ട് വില കുറഞ്ഞ രീതിയിൽ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കണം. പിന്നെ റിസ്ക് നോക്കണം. ഇപ്പൊ വില കുറഞ്ഞു എന്ന് വെച്ച് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ റിസ്ക് കൂടെ നോക്കണം. നമ്മുടെ ബിസിനസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഫണ്ട് എടുക്കുന്ന സമയത്ത് അവർ ചില നിബന്ധനകൾ കാര്യങ്ങളൊക്കെ വെക്കും. അപ്പൊ അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിൽ ഡിസിഷൻ മേക്കിങ്ങുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ റിസ്ക് ഫാക്ടർ കൂടെ നമ്മൾ നോക്കണം അല്ലേ. റിസ്ക് ഇൻവോൾവ് ഇൻ ഈ സോഴ്സ് ഷുഡ് ബി ഇവാലുവേറ്റഡ്. ഓക്കെ, പിന്നെ ക്യാഷ് ഫ്ലോ പൊസിഷൻ അല്ലേ. ഇപ്പം നമ്മുടെ ബിസിനസ്സിൽ നല്ല ഏർണിങ്സ് ഉണ്ടെന്ന് വിചാരിക്കും, നന്നായിട്ട് പൈസ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കടം മേടിക്കാം. അപ്പം നമുക്ക് ഡെറ്റ് ഫിനാൻസിലേക്ക് പോകാം, ബോറോഡ് ഫണ്ട്സ് വാങ്ങിക്കാം, കാരണം നല്ല ക്യാഷ് ഫ്ലോ ആണെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ ക്യാഷ് ഫ്ലോ ഇല്ല എന്ന് വിചാരിക്കും, ആ സ്ഥിതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, നമ്മൾ ഡെറ്റ് ഫിനാൻസ് ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കൊടുത്ത് തീർക്കണം, ആ ഡെറ്റാണ്, കടമാണ്, അത് തിരിച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പോൾ ആ ലെവലിൽ ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകരുത്. ക്ലിയർ? അപ്പോൾ ക്യാഷ് ഫ്ലോ പൊസിഷൻ എന്ത് ചെയ്യണം, സ്ട്രോങ് ആ ക്യാഷ് ഫ്ലോ പൊസിഷൻ നോർമലി റെക്കമെൻഡഡ് മോർ ഡെറ്റ് ഫിനാൻസ് അല്ലേ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണെങ്കിൽ നമുക്ക് ഡെറ്റ് ഫിനാൻസിലേക്ക് പോവാം. അതുപോലെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയാം അല്ലേ. അതായത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് റേസിംഗ് ഫിനാൻസ് അല്ലേ. അതായത് നമ്മൾ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല രീതിയിൽ നമ്മൾ പറഞ്ഞു, പല രീതിയിലുള്ള സോഴ്സസ് ഉണ്ട്. ഈ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് കുറച്ച് ചാർജ് കാര്യങ്ങളൊക്കെ വരും. ഈ ചാർജസിനൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയാം. ഇപ്പം ഞാൻ ഡെറ്റ് ഫിനാൻസ് എടുക്കുമ്പോൾ എനിക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒരു 50,000, ഇക്വിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഷെയർ ഒക്കെ വെച്ചിട്ടുള്ള എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു 20,000 ഒക്കെ വരുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറഞ്ഞതൊക്കെ നോക്കണം അല്ലേ. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ? അതെ, കോസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യണം, ലോവർ ആയിരിക്കണം. പിന്നെ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, ഒരു ബിസിനസ്സിന് എന്തുണ്ടാവും, ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ടാവും. എന്തൊക്കെയാണ് ഒരു ബിസിനസ്സിന്റെ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കമന്റ്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, എന്തൊക്കെയാണ് ബിസിനസ്സിലെ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്? പറ്റുമോ? കാത്തിരുന്നാൽ അങ്ങ് കാത്തിരിക്കലേ ഉണ്ടാവുള്ളൂ അല്ലേ. സിമ്പിളായിട്ട് പറയാം. അതായത് പ്രീമിയം, എന്ത് പ്രീമിയമാണ് ഉദ്ദേശിച്ചത്? സാലറി, ടാക്സ്. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരു ഈ ഒരു പോയിന്റിന് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഓൾറെഡി കറണ്ട് ബില്ല്, ആ ബില്ല്, ഈ ബില്ല്, വണ്ടീൻ്റെ EMI, വീടിൻ്റെ ഹൗസിംഗ് ലോൺ, അങ്ങനെ ഒരുപാട് ചിലവുകൾ നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് എല്ലാ മാസവും കൊടുക്കേണ്ട കുറേ ചിലവുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊരു പൈസയ്ക്ക് ആവശ്യം വന്ന്, അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് നല്ല ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്, മാസാമാസം നല്ല പൈസ നിങ്ങൾക്ക് ഓൾറെഡി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ വീണ്ടും കടം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കടം വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അല്ലാത്ത രീതിയിൽ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ നോക്കണം. അതേപോലെ തന്നെ ഒരു ബിസിനസ്സിന് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ, ഇപ്പോൾ അതായത് നിങ്ങൾക്കിപ്പോൾ സാലറി, വേജസ്, മെയിൻ്റെനൻസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങളുടെ ബിസിനസ്സിന്. അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഡെറ്റ് ഫിനാൻസിലേക്ക് പോകരുത്. കാരണം നിങ്ങളുടെ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂട്ടും അത്. കാരണം ഡെറ്റ് ഫിനാൻസിങ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനും നമ്മൾ മന്ത്ലി ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ പേ ചെയ്യണ്ടേ. അപ്പോൾ നമ്മളത് നോക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ലൈക്ക് ബിൽഡിംഗ് റെന്റ്, ഇൻഷുറൻസ്, പ്രീമിയം, സാലറീസ് എക്സെട്ര ആർ ഹൈ ഇൻ ബിസിനസ്. ഇറ്റ് മസ്റ്റ് റെഡ്യൂസ് ഡെറ്റ് ഫിനാൻസിങ് അല്ലേ. ഡെറ്റ് ഫിനാൻസിങ്ങിലേക്ക് പോകരുത്. ഇനി അടുത്തത് കൺട്രോൾ ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇക്വിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓൺഡ് ഫണ്ട് ചൂസ് ചെയ്യാണ്. ഇപ്പം നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, നമ്മളെ കൺട്രോൾ, മാനേജ്മെൻറ്റിലുള്ള കൺട്രോൾ ഡൈല്യൂട്ട് ആവും അല്ലേ. നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഓണേഴ്സ്, നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് കൊടുക്കുന്നത്, ബിസിനസ്സിലെ ഒരു പുതിയ ഓണേഴ്സിന് എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഓണർ ആവുന്ന സമയത്ത് അവർ അഭിപ്രായം പറയും, അങ്ങനെ ഇങ്ങനെ എന്നുള്ള പല കാര്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കൺട്രോൾ, ഇപ്പം നിങ്ങളൊരു കടം വാങ്ങിക്കുന്നുണ്ടെന്ന് കരുതി നിങ്ങൾ ബിസിനസ്സിൻ്റെ കൺട്രോൾ കൊടുത്ത് കളയാൻ ആഗ്രഹിക്കുന്നില്ല ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഓൺഡ് ഫണ്ട് ചൂസ് ചെയ്യേണ്ട, പകരം നിങ്ങൾക്ക് ഡെറ്റ് ഫിനാൻസിങ് നോക്കാം. കാരണം ഡെറ്റ് ഫിനാൻസിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, അവിടെ ആ ഒരു കടം തരുവുള്ളൂ, കയറി നമ്മളെ പഠിപ്പിക്കാനൊന്നും വരില്ല അല്ലേ. അപ്പോൾ മോർ ഓൺഡ് ഫണ്ട് ഡൈല്യൂട്ട് ദ മാനേജ്മെന്റ് കൺട്രോൾ ഓവർ ബിസിനസ്. ഡെറ്റ് ഫിനാൻസിങ് ഹാസ് നോ സച്ച് ഡേഞ്ചർ. അപ്പോൾ അത് നിങ്ങളുടേതനുസരിച്ചിരിക്കും. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇപ്പോൾ നല്ല പീരീഡാണെന്ന് ചെയ്യുന്നത്, നല്ലൊരു ബൂം പീരീഡിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ ഷെയർ മാർക്കറ്റ് വഴി ഒക്കെ നിങ്ങൾ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് വാങ്ങിക്കും
ഓക്കെ, ഇനി അതല്ലാതെ മോശം അവസ്ഥയിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ഷെയർ മാർക്കറ്റ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സോഴ്സ് അത്ര നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഓൾറെഡി ആരും അങ്ങനെ ഷെയർസ് വാങ്ങിക്കാൻ നിൽക്കാത്തൊരവസ്ഥയാണ്. അപ്പം നിങ്ങൾ വേറെ വഴി നോക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. ഹെൽത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓൾസോ ഡിറ്റർമൈൻസ് ദ ചോയ്സ് ഓഫ് ഫണ്ട്. ഹെൽത്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഡിപ്രഷനിലാണോ ഭൂമിയിലാണോ ഇരിക്കണത് അല്ലേ. ഡ്യൂറിങ് പീരീഡ് മോർ പീപ്പിൾ വിൽ ഇൻവെസ്റ്റ് ഇൻ ഇക്വിറ്റി ആൻഡ് വൈസ് വേഴ്സ അല്ലേ. നല്ല ടേമിൽ വരുന്ന സമയത്ത് ആൾക്കാർ കൂടുതൽ ഇക്വിറ്റിയും ഷെയർസും വാങ്ങിക്കാൻ നിൽക്കും. ക്യാപിറ്റൽ മാർക്കറ്റ് മോശം അവസ്ഥയിലാണെങ്കിൽ ആൾക്കാർ വാങ്ങിക്കില്ല, വൈസ് വേഴ്സ, നേരെ തിരിച്ചായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഫൈനാൻസിങ് ഡിസിഷനിൽ വരുന്നത് അല്ലേ. ഫൈനാൻസിങ് ഡിസിഷനിൽ നിങ്ങൾ കോസ്റ്റ് നോക്കണം അല്ലേ, ആ സോഴ്സിൻ്റെ കോസ്റ്റ് നോക്കണം, സോഴ്സ് റിസ്ക് നോക്കണം, പിന്നെ നിങ്ങളുടെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ നിങ്ങൾ നോക്കണം, ഫണ്ട് സോഴ്സ് എടുക്കുന്നതിന് മുൻപ്. അതുപോലെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലേ, ചാർജ് എത്ര വരും എന്നുള്ളത് നോക്കണം. അതുപോലെ നിങ്ങളുടെ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഏത് ലെവലിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ എന്നുള്ളത് നോക്കണം. കൂടുതലാണെങ്കിൽ ഡെറ്റ് ഫിനാൻസിലേക്ക് പോവരുത്. ഇനി കൺട്രോൾ നോക്കണം അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിലെ കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്യാൻ ആവശ്യമില്ലെങ്കിൽ, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെറ്റ് ഫിനാൻസിങ് ആണ് നല്ലത് അല്ലേ. സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ക്യാപിറ്റൽ മാർക്കറ്റിൽ ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് ആ സോഴ്സ് ഓഫ് ഫണ്ട് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഫൈനാൻഷ്യൽ ഡിസിഷനിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആദ്യത്തെ രണ്ട് ഡിസിഷൻസും നമ്മൾ ക്ലിയർ ആക്കി പറഞ്ഞു. അത് കച്ചവടം ചെയ്ത് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് അതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഇല്ല. ഇപ്പം തന്നെ കച്ചവടമാക്കിയിട്ടുണ്ട്, ഇനി ആരും അത് പഠിച്ചില്ല എന്ന് പറയരുത്. ഒന്നും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നിട്ട് നിങ്ങളുടെ തലയിൽ കയറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് പ്രശ്നം വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിലും സിമ്പിളായിട്ട് ഇനി ആരും പറയില്ല, കാരണം പറയാൻ അറിയില്ല. അത്രയും സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. ഇനി ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ് നോക്കേണ്ടത്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഡിവിഡൻഡ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് പറയുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ ആ ഡിവിഡൻഡ് ഇപ്പം നമ്മൾ പറഞ്ഞു, ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓൺഡ് ഫണ്ട് ആയിരിക്കുമോ? കംപ്ലീറ്റ് ആയിട്ട് അയാൾ കയ്യിൽ നിന്നിടുന്ന പൈസയാണോ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്? കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ നിന്നിട്ട പൈസ വെച്ചിട്ടാണോ ഞാൻ ബിസിനസ് തുടങ്ങുക? അല്ല, അവിടെ കുറച്ച് കടം വാങ്ങിയ പൈസയും സ്വന്തം പൈസയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബോറോഡ് ഫണ്ടിലേക്ക് വരുമ്പോൾ പല ടൈപ്പ്, ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ പല രീതിയിലുള്ള ഫണ്ടുകൾ വെച്ചിട്ടായിരിക്കും ഞാൻ ജനറേറ്റ് ചെയ്തിട്ട് ബിസിനസ്സിൽ ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. ഇവരൊക്കെ വെറുതെ അല്ല ഞാൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഫണ്ട് തന്ന് സഹായിച്ചത്. ഇവർ തിരിച്ച് റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? എനിക്ക് പൈസ തന്നിട്ടുള്ളത് അല്ലേ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സാലറി കിട്ടി, ആ സാലറി കിട്ടിയിട്ട് നിങ്ങൾക്ക് കുറേ വരവ് ചിലവുണ്ടല്ലേ. ഇപ്പം നിങ്ങൾ EMI എടുത്തു, ഫോൺ വാങ്ങിച്ചു, വെറുതെ ബജാജുകാർ നിങ്ങൾക്ക് EMI തന്നല്ല, നിങ്ങൾ തിരിച്ച് ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട്, EMI അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തന്നല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നമ്മൾ എത്ര നമ്മുടെ ബിസിനസ്സിൽ വെക്കണം, എത്ര നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ നോക്കണം. ഓക്കെ, ക്ലിയർ. അതാണ് ഈ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻ റിലേറ്റ് ഹൗ മച്ച് ഓഫ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ കമ്പനി ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഹൗ മച്ച് ഓഫ് ഇറ്റ് ഷുഡ് ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ് അല്ലേ. എത്ര നമ്മുടെ ബിസിനസ്സിൽ കയ്യിൽ വെക്കണം. കാരണം എല്ലാം നമ്മൾ കൊടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നാളെ നമുക്കെന്ന് പറയുമ്പോൾ ഒരാവശ്യം വരുന്ന സമയത്ത് ബിസിനസ്സിൽ സ്വന്തം പൈസ വേണം അല്ലേ. ക്ലിയർ. അപ്പോൾ അതിന് നമ്മൾ എന്താണ് റീറ്റേൺഡ് ഏർണിങ്സും വെക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ഡിവിഡൻഡ് റിലേറ്റ് ചെയ്ത് ഡിസിഷൻ എടുക്കും. അതായത് ഞാൻ എത്ര കൊടുക്കണം, എത്ര എൻ്റെ കയ്യിൽ വെക്കണം എന്ന് നമുക്ക് വെറുതെ അങ്ങ് തീരുമാനിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഈ മാസം എനിക്ക് ഇത്ര പൈസ കിട്ടിയല്ലേ, അതുകൊണ്ട് ഞാനൊരു 10,000 രൂപ എൻ്റെ വെച്ചിട്ട് ബാക്കി പൈസ അങ്ങ് കൊടുത്തേക്കാം എന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഫാക്ടേഴ്സ് അതിനെന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കുറച്ച് വലിയ ഫാക്ടേഴ്സാണ്, ശ്രദ്ധിച്ചിരിക്കണം. ബാക്കി നിങ്ങളെ ഫൈനാൻസിങ് ഡിസിഷനിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലൊക്കെ കുഞ്ഞ് ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ ഇതിൽ കുറച്ച് അധികം ഉണ്ട്, അത് നോക്കണം അല്ലേ. എമൗണ്ട് ഓഫ് ഏർണിങ്സ്, നിങ്ങൾക്ക് എത്ര ഏർണിങ്സ് വരുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നോക്കണം. ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കഴിഞ്ഞ മാസങ്ങളിൽ പോയ പാസ്റ്റ് മാസങ്ങളിൽ നിന്നല്ലേ മന്തിൽ നിങ്ങൾക്ക് എത്ര കിട്ടി, അതുപോലെ ഇനി എത്ര കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നോക്കണം. ഓക്കെ, എന്നാലേ നമുക്ക്
എന്നാലും നമുക്ക് മനസ്സിലാവും എത്ര വരുന്നുണ്ട്, അതിൽ എത്ര കൊടുക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ട് എമൗണ്ട് ഓഫ് ഏർണിങ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ്, അതായത് ഒരു സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുണ്ടോ. അതായത് ഈ മാസം എനിക്കൊരു 50,000 കിട്ടിയെന്ന് വിചാരിക്കും. ഒരു മാസം എനിക്ക് 50,000 കിട്ടി, ഒരു മാസം എനിക്ക് വെറും 10,000 കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ചില മാസം എനിക്ക് ഒരു 30,000 കിട്ടിയെന്ന് വിചാരിക്കും, ചില മാസം എനിക്കൊരു 5,000 കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കും. ഇങ്ങനെ പൊന്തിയും താന്നും കൂടിയും താന്നും ഒക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുക, കോൺസ്റ്റൻ്റ് ആയിട്ടല്ല, ഒരു സ്റ്റേബിൾ അല്ലാത്ത രീതിയിലാണ് നമുക്ക് ബിസിനസ്സിൽ ഇൻകം വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ മാസം എനിക്ക് 50,000 കിട്ടിയെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, 50,000 കിട്ടിയല്ലോ, അതുകൊണ്ട് ഞാനൊരു 20,000 രൂപ ഡിവിഡൻഡ് കൊടുത്തെന്ന് വിചാരിക്കും. അടുത്ത മാസം എനിക്ക് 10,000 ഉള്ളൂ, എനിക്ക് 20,000 എടുത്ത് കൊടുക്കാൻ പറ്റില്ല ഡിവിഡൻഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് അടുത്ത മാസം എനിക്ക് 30,000 കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ഈ മാസം ഞാനൊരു 5,000 കൊടുക്കാം, എന്നിട്ട് അടുത്ത മാസം എനിക്ക് 30,000 കിട്ടിയതല്ലേ, അതുകൊണ്ട് ഞാൻ എന്താ ഒരു 15 കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു എമൗണ്ട് വെച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പല ടൈപ്പ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, നിങ്ങൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലൊക്കെ പഠിച്ചതാണല്ലേ. അപ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം കൊടുത്താൽ മതി, പ്രോഫിറ്റ് കിട്ടിയാൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ അവരത് ബെയർ ചെയ്തോളും. പക്ഷെ ഇതുപോലുള്ള ആൾക്കാർ അത് ബെയർ ചെയ്യാൻ ഇരിക്കണവരല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കണം. നല്ല സ്റ്റേബിൾ ആയിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കും. അത്യാവശ്യം എല്ലാ മാസവും എനിക്ക് ഒരു മാസം 1 ലക്ഷം, ഒരു മാസം 1.5 ലക്ഷം, ഒരു മാസം 2.20, ഒരു മാസം എനിക്ക് 3 ലക്ഷം, അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് സ്റ്റേബിൾ ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എല്ലാ മാസവും 50,000 വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം സ്റ്റേബിൾ ആണ്. 50,000 എന്ന് പറയുന്നത് എനിക്ക് സ്റ്റേബിൾ ആയിട്ട് കൊടുക്കാം, എങ്ങനെ പോയാലും 50,000 കൊടുക്കാൻ എൻ്റെ കയ്യിൽ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളുടെ സ്റ്റേബിൾ ആയിട്ടൊരു ഏർണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ ഡിവിഡൻഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ് നോക്കണം. അതായത് നമ്മളെ ബിസിനസ്സിൽ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്, ഷെയർ മാർക്കറ്റിലൊക്കെ നമുക്ക് എന്തായിരിക്കും, റെപ്യൂട്ടേഷൻ കിട്ടും. അതായത് അയാൾക്ക് കടം കൊടുത്താൽ അയാൾ കറക്റ്റായിട്ട് തിരിച്ചു തരും, ഇൻട്രസ്റ്റ് ഒക്കെ കറക്റ്റ് തരും എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കൊടുക്കുമല്ലോ. അതേപോലെ തന്നെയാണ് ഹയർ ഡിവിഡൻഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൽ എന്താണ്, റെപ്യൂട്ടേഷൻ കൂടെ കൂടാൻ അത് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ. പിന്നെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ മൊത്തം ചിലവാക്കാനല്ല, നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി നോക്കും അല്ലേ. അപ്പോൾ ബിസിനസ്സിൽ ഇങ്ങനെ സേവ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയാം. അപ്പം നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, ഒരു പുതിയ ബിസിനസ്, ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങി പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ടൈപ്പിലാണ്. ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ബിസിനസ് ആണെങ്കിൽ ഡിവിഡൻഡിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റീറ്റെയിൻഡ്, സ്വന്തമായിട്ട് കരുതി വെക്കാനാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ അതുകൂടെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ നോക്കണം. നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ ഡിവിഡൻഡ് കൊടുക്കാം, കുഴപ്പമില്ല, അത് നമ്മുടെ കയ്യിലാണ് അല്ലേ ഇരിക്കുന്നത്. ഇനി അടുത്ത ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴും എന്തായിരിക്കും, ഹയർ ഡിവിഡൻഡ് ആയിരിക്കും നോക്കുന്നത്. ഇപ്പോൾ ചില ഷെയർ ഹോൾഡേഴ്സ് ഇത്രയെങ്കിലും മന്ത്ലി കിട്ടണം എന്നൊക്കെ വിചാരിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ പ്രിഫറൻസ് കൂടെ നമ്മൾ നോക്കണം. അതുപോലെ ടാക്സേഷൻ പോളിസി ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഡെറ്റിന് നമുക്ക് എന്താ ഉള്ളൂ, ഡെറ്റിന് നമുക്ക് വലിയ ടാക്സ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അത് നമ്മുടെ ബിസിനസ്സിലെ സേവിങ്സ് പോലെയാണ്. അവിടെ നമുക്ക് എന്ത് വരും, നമുക്ക് ടാക്സ് വരും. പക്ഷെ നമുക്ക് ഇതുപോലെ ഡെറ്റ് ഫിനാൻസിങ്ങിനാണ്, ഡെറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ടാക്സ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ ടാക്സേഷൻ പോളിസിയും കൂടെ നോക്കാം. അടുത്തത് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ഷൻസ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്, ഓരോ ആൾക്കാരോ പല കമ്പനികളുണ്ടാവും അല്ലേ. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത് നോക്കണം. അപ്പോൾ ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണോ വരുന്നത്, എങ്ങനെയാണ് നിലവിലെ ഒരു കാര്യം നമ്മളല്ല ഒരു ന്യായവില എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. ഇപ്പോൾ ഒരു പശുവിന് ഒരു 50,000 കിട്ടുന്നൊക്കെ പറയുന്നത് ന്യായവിലല്ലേ. അതേപോലെ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ഷൻ എന്നും കൂടെ നോക്കണം. പിന്നെ ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്. ഇപ്പം നിങ്ങൾക്ക് എന്താണ്, നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ആക്സസ് ഉണ്ടെന്ന് വിചാരിക്കും. അതായത് നല്ല രീതിയിൽ നിങ്ങൾ ഷെയർസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൂടുതൽ റീറ്റെയിൻഡ് ഏർണിങ്സ് വെക്കാതെ നിങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ആക്സസ് ഉണ്ടല്ലോ, അപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് വെക്കുന്നതിന് പകരം നിങ്ങൾ ആ ഡെറ്റ് ഫിനാൻസ് പോലുള്ള ഇപ്പോൾ ഇങ്ങനത്തെ ഷെയർസ് വഴി ഫണ്ട് റേസ് ചെയ്തിട്ട് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാനാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് നല്ല ആക്സസ് ഉണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് നല്ല ആക്സസ് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിലേക്ക് ആക്സസ് ചെയ്യാൻ നമുക്ക് ഒറ്റ വഴിയുള്ളൂ, ഷെയർസിൻ്റെ വിൽക്കൽ വാങ്ങൽ പരിപാടി അല്ലേ. അവിടെ നമ്മൾ ഡിവിഡൻഡ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സ് കൂടുതൽ ബിസിനസ്സിൽ ഇങ്ങനെ സ്വന്തമായിട്ട് സേവ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എത്താൻ പറ്റില്ല. റീറ്റെയിൻഡ് ഏർണിങ്സ്
രീതിയിൽ നമുക്ക് റിട്ടേൺ ഏർണിങ്സ് വഴി നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എത്താൻ പറ്റില്ല. ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് നമുക്ക് എപ്പോഴും എങ്ങനെയാണ് ഷെയർസ് വിൽക്കുക വാങ്ങുക ആ രീതിയിലേ നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൂടെ നോക്കണം. പിന്നെ ലീഗൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും അല്ലേ. അതുപോലെ കമ്പനീസ് ആക്ട്, സെബിയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഒക്കെ നോക്കിയിട്ട് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ ഡിവിഡൻഡ് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അടുത്ത വരുന്ന കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ് ആണ് അല്ലേ. അതുപോലെ ചില രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ചില ഡെറ്റ് ഫിനാൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ അവർ ചിലപ്പോൾ ചില കണ്ടീഷൻസ് ഒക്കെ വെക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഡെറ്റ് ഫിനാൻസിങ് ഉണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ചിലതിന് കൊടുക്കരുത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള കണ്ടീഷൻസ് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ നോക്കണം. അതിനാണ് കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് റിലേറ്റഡ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏർണിങ്സ് എത്രയുണ്ടെന്ന് നിങ്ങൾ നോക്കണം. ആ ഏർണിങ്സിൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് കൂടെ നോക്കണം. അതുപോലെ പിന്നെ നിങ്ങൾക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ സ്റ്റേബിൾ ആണോ എന്നുള്ളത് നോക്കണം അല്ലേ. അതുപോലെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ഒരു ബിസിനസ് ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവിഡൻഡ് കൊടുക്കാതെ സേവിങ്സ് റീറ്റേൺ ഏർണിങ്സ് നോക്കണം. പിന്നെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്, നല്ല ക്യാഷ് ഫ്ലോ ആണോ നോക്കണം. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ നോക്കണം. ടാക്സേഷൻ പോളിസി നോക്കണം. സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ആക്സസ് കാര്യങ്ങൾ നോക്കണം. ലീഗൽ കൺസ്ട്രെയിൻസ് അല്ലേ. അതുപോലെ കമ്പനീസ് ആക്ടിൻ്റെയും സെബിൻ്റെയും ഒക്കെ ലീഗലിയുള്ള കൺസ്ട്രെയിൻസ്. അതുപോലെ ചില ഡെറ്റ് ഫിനാൻസുകൾ എന്താ കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസും ഉണ്ടാവും. അതുകൂടെ നോക്കിയിട്ട് വേണം ഡിവിഡൻഡ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, നമ്മുടെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പാർട്ട് തീർന്നു. ഈ ആദ്യ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു പോയത്. ഒന്ന് ഫയർ ഇമോജി ഇടണം. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ക്ലിയർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സെറ്റ്. അല്ല, എത്ര പേര് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്? ഭയങ്കര ദാരിദ്ര്യമാണല്ലോ നിങ്ങൾക്ക് ഫയർ ഇമോജി ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഒന്ന് ഇട്ടൂടെ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനമല്ല, ആ സാധനം ഞെക്കി പിടിച്ചിങ്ങനെ 2 തവണ ഒന്ന് ഞെക്കി പിടിച്ചാൽ തന്നെ സാധനം ഇങ്ങോട്ട് പോരും. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദാരിദ്ര്യം വിചാരിക്കുന്നത്? കുറച്ചൊക്കെ ഒന്ന് കൊടുക്കടാ, ഒരു കുഴപ്പമില്ല. ഓക്കെ, എനിക്കല്ലേ. എന്തിനാണ് നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് പഠിച്ചോ മനസ്സിലായോ എന്നല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾ ഇനി ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ ഫയർ ഇമോജി ഒന്ന് ഞെക്കി പിടിക്കാൻ വേണ്ടി പറഞ്ഞത്. അത്രയും മടിയോ നിങ്ങൾക്ക്? അതുപോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള മടിയോ? ഓക്കെ, ക്ലിയർ. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവാം. ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് വേറെ, ഫൈനാൻഷ്യൽ പ്ലാനിങ് വേറെ അല്ലേ. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക, അത് ബെസ്റ്റ് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. പക്ഷെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് എസ്റ്റിമേഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ്, യൂട്ടിലൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്. ഓക്കെ, ക്ലിയർ. അതായത് എസ്റ്റിമേഷൻ, അതായത് ഫണ്ടിൻ്റെ എസ്റ്റിമേഷൻ. നമുക്ക് എത്ര വേണം, എത്ര ഫണ്ട് വേണം നമുക്കല്ലേ. പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ തയ്യാറാക്കുന്ന സാധനമാണ് ബഡ്ജറ്റ് അല്ലേ. നമുക്ക് ഈ ഒരു വർഷം, ഈ ഒരു മാസം നമുക്ക് എത്ര ഫണ്ട് വേണ്ടി വരും, ഈ പ്രൊജക്റ്റിന് എത്ര വേണ്ടി വരും എന്നുള്ള എസ്റ്റിമേഷൻ. എന്നിട്ട് അതിന് വേണ്ട പ്രൊക്യൂർമെൻറ്റ്, അതിനെ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഫണ്ടിനെ നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുക. ഇതാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. Ensure that enough funds are available അല്ലേ. Ensure that the enough funds are available at the right time. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അത് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴൊക്കെ ഫണ്ട് ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ അത് കറക്റ്റ് സമയത്ത് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി ഒരു എസ്റ്റിമേഷൻ നടത്തുന്നുണ്ട് അല്ലേ. അതായത് വീട് പണി നടത്തുകയാണ്, അതാണ് നമ്മുടെ പ്ലാൻ എന്ന് വിചാരിക്കും. വീട് പണിയാണ് നമ്മുടെ പ്രൊജക്റ്റ് എന്ന് നിങ്ങൾ സിമ്പിളായിട്ട് വിചാരിക്കും. കമ്പിക്ക് ചിലവുണ്ടാകും, സിമെൻറ്റിന് ചിലവുണ്ടാകും, അതുപോലെ കോൺക്രീറ്റിന് ചിലവ്. ഇതൊക്കെ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴത്തെ മാർക്കറ്റിൽ സിമെൻറ്റിൻ്റെ വില നോക്കി, കോൺക്രീറ്റിൻ്റെ വില നോക്കി, മറ്റേ ആൾക്കാരുടെ കൂലി നോക്കി ഒക്കെ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ ആ ഫണ്ട് ഇറക്കിയിരിക്കണം അല്ലേ. ഇപ്പോൾ നിങ്ങൾ സിമെൻറ്റിൻ്റെ പൈസ വയ്ക്കുകയാണെങ്കിൽ സിമെൻറ്റിൻ്റെ പൈസ കൊടുക്കണം. അതേപോലെ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഫണ്ട് എപ്പോഴൊക്കെ ആവശ്യം വരുന്നോ അത്രയും സമയത്ത് എന്തുണ്ടാവുക, ഫണ്ട് റൈറ്റ് ടൈമിൽ അവൈലബിൾ ആക്കുക എന്നുള്ളത്
ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ കിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നോ സർപ്ലസ് ഫണ്ട്സ്, അല്ലേ, അനാവശ്യമായിട്ട് ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും ബിസിനസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ, പൈസ കൂടിപ്പോയാൽ പ്രശ്നമുണ്ടോ എന്ന് വിചാരിക്കും. പൈസ ഒരു ആവശ്യമില്ലാതെ ഫണ്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് അനാവശ്യമായിട്ട് അതായത് സിമ്പിളായിട്ടുള്ള ചിലവുകളിലേക്ക് നമ്മൾ കടക്കും. അതായത് വെറുതെ ഒന്ന് മോടി പിടിപ്പിക്കുക, ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ചിലവാക്കുക, അതും ബുദ്ധിമുട്ടാണ്. ബിസിനസ്സിൻ്റെ അകത്ത് എപ്പോഴും ഫണ്ട് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കണം. അതായത് കിട്ടിയ പൈസ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത രീതിയിൽ നമുക്ക് ഫണ്ട് കിട്ടണം. ആ ഫണ്ട് നമ്മൾ വീണ്ടും വിചാരിച്ച രീതിയിൽ റീഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയായിരിക്കണം ബിസിനസ്സിൽ പോകേണ്ടത്. അല്ലാതെ അനാവശ്യമായിട്ട് കുറേ ഫണ്ട് അങ്ങ് ജനറേറ്റ് ചെയ്ത് ഇടരുത്. അത് ബിസിനസ് സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണ്, സർപ്ലസ് ആയിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓക്കെ, അമിതമായാൽ അമൃതും വിഷ എന്ന് പറയുന്ന പോലെ സർപ്ലസ് ഫണ്ട് ഉണ്ടാവാതിരിക്കുക. ഏറ്റവും നല്ല ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ് നിങ്ങൾ നടത്തിയെന്നുണ്ടെങ്കിൽ, അല്ലേ, അതിനനുസരിച്ച് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഫണ്ട് നിങ്ങൾക്ക് വെറുതെ എവിടെയും കിടക്കില്ല. കാരണം കറക്റ്റ് പൈസ കറക്റ്റ് വേണ്ട രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ വീട്ടിലുള്ള ഒരു മാനേജ്മെൻ്റ് അല്ലല്ലോ ബിസിനസ്സിൽ ചെയ്യേണ്ട മാനേജ്മെൻറ്റ്. ബിസിനസ്സിലെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ പൈസയും ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വീട്ടിൽ വെക്കാം ഫണ്ട്. ഓക്കെ, വീട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്കിലിടാം. പക്ഷെ അതുപോലെ നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് കിട്ടുന്ന പൈസനെ നമ്മൾ സേവിങ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല. ആ ഫണ്ട് എറിഞ്ഞ് നമ്മൾ ഒരു 10 രൂപ എറിഞ്ഞാൽ 20 രൂപ തിരിച്ച് പിടിക്കുന്ന രീതിയിലാവണം ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ? അപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പറയുന്നത് ഇന്നഫ് ഫണ്ട്സ് ആർ അവൈലബിൾ അറ്റ് റൈറ്റ് ടൈം ആൻഡ് ദർ ആർ നോ സർപ്ലസ് ഫണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന പരിപാടിയാണ്. ക്ലിയർ? 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 അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം, അല്ലെ. ഫൈനാൻഷ്യൽ പ്ലാനിങ് വഴി കിട്ടുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ്, അല്ലെ, മുൻകൂട്ടി കാണാൻ പറ്റുന്നത്. അവോയ്ഡിങ് അൺസർട്ടൈനിറ്റീസിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. കോർഡിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു ലിങ്കേജ് ആണ്. എന്തിനുള്ള ലിങ്കേജ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഫൈനാൻസിങ് ഡിസിഷനും തമ്മിലുള്ള ലിങ്കേജ് ആണ്. ഈസി ഇവാലുവേഷൻ ആണ്. നമുക്ക് ഓരോന്നും നോക്കാം. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഫ്യൂച്ചർ ഇവൻസിനെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇത്ര ഫണ്ട് വരും, ഇത്ര രീതിയിൽ വരും, അല്ലെ. ഡിഫറെൻറ്റ് ബിസിനസ് സിറ്റുവേഷൻസ് ഉണ്ടാവും. ചില സമയത്ത് ഷോക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സർപ്രൈസസ്, അങ്ങനെ പല രീതിയിലുള്ള ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരാം. അപ്പം നമ്മൾ ഏകദേശം ഒരു കാൽക്കുലേഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? കറക്റ്റായിട്ട് അതിനെ ഫോർകാസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും, അല്ലേ. ക്ലിയർ അല്ലേ? അല്ലെ, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവോയ്ഡിങ് അൺസർട്ടനിറ്റീസ്, അതായത് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഷോക്കിനെയും സർപ്ലസിനെയും അതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറായി നിൽക്കും, അല്ലേ. ഇപ്പം നിങ്ങളിപ്പോൾ വീട് പണി നടക്കുന്ന സമയത്ത് ഏത് സമയത്തും നമുക്ക് ഇന്നൊരു സിറ്റുവേഷൻ വരാം എന്നൊക്കെ നിങ്ങൾ ഏകദേശം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ സിമെൻറ്റിന് വേണ്ടിയിട്ടും പൂഴിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വിചാരിച്ചതിൽ നിന്ന് ഇത്ര എമൗണ്ട് നിങ്ങൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും വില കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലേ. അപ്പോൾ അത് ഫൈനാൻഷ്യൽ പ്ലാനിങ് കാരണമാണ് നിങ്ങൾ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയത്. അപ്പോൾ അതേപോലെ ബിസിനസ്സിൽ എന്ത് വേണം? ഷോക്കുകൾ ഉണ്ടാകാം, സർപ്രൈസസ് ഉണ്ടാവാം. അപ്പോൾ അതിനൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. കോർഡിനേഷൻ കിട്ടും. കാരണം എന്താ? നമുക്ക് കറക്റ്റായിട്ട് അറിയാം ബിസിനസ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് കോർഡിനേഷൻ ഉണ്ടാവും, അല്ലേ. കോർഡിനേഷൻ ഇല്ലാണ്ടാവുമ്പോൾ എപ്പോഴാണ് ഒരാൾ എങ്ങോട്ടാ തിരി? ഇപ്പം നിങ്ങളൊരു ഡാൻസ് കളിക്കാമെന്ന് വിചാരിക്കും. നിങ്ങളെല്ലാവരും വലത്തോട്ടാണ് തിരിയേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സമയത്ത് വലത്തോട്ട് തിരിയും. അപ്പോൾ നമുക്ക് നല്ല കോർഡിനേഷനിൽ പോകാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ പലരും, ഇപ്പോൾ എനിക്ക് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ തിരിയേണ്ടതെന്ന് അറിയില്ലെന്ന് വിചാരിക്കും. അപ്പോൾ പലരും തോന്നിയ രീതിയിൽ തിരിയും. പക്ഷെ നമുക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ അങ്ങനെ സിറ്റുവേഷൻ ഇല്ല. ഇറ്റ് ഹെൽപ്സ് കോർഡിനേറ്റിംഗ് വേരിയസ് ബിസിനസ് ഫംഗ്ഷൻ സച്ച് ആസ് സെയിൽസ്, പ്രൊഡക്ഷൻ എക്സെട്ര ബൈ പ്രൊവൈഡിങ് സ്യൂട്ടബിൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അല്ലേ. ഇപ്പോൾ ബിസിനസ്സിൽ എത്രമാത്രം സെയിൽ വേണം അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്തണം. എന്നാലേ നമുക്ക് അതിനനുസരിച്ച് സെയിൽസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, അല്ലേ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ടുള്ള കോർഡിനേഷനിൽ പോയിക്കോളും. ക്ലിയർ? പിന്നെ റെഡ്യൂസ് വേസ്റ്റേജ്, അല്ലേ. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുണ്ട് അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡക്റ്റിന് വെയിറ്റേജ്, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഫിനാൻസിനായിക്കോട്ടെ ഒന്നിനും വെയിറ്റേജ് വരില്ല, അല്ലേ. വേസ്റ്റേജ് ആണ്, വെയിറ്റേജ് അല്ല, വേസ്റ്റേജ്. അതായത് അണ്ടർ ഫൈനാൻഷ്യൽ പ്ലാനിങ് റെഡ്യൂസസ് വേസ്റ്റേജ്, ഡ്യൂപ്ലിക്കേഷൻ, എഫേർട്സ് ആൻഡ് ഗ്യാപ്സ് ഇൻ പ്ലാനിങ്, അല്ലേ. അപ്പോൾ ഇതെല്ലാം മറികടക്കാൻ ആര് സഹായിക്കും? ഫൈനാൻഷ്യൽ പ്ലാനിങ് സഹായിക്കും. പിന്നെ ലിങ്കേജ് ആണ്, അല്ലേ. ലിങ്കേജ് എന്ന് പറയുന്നത് ലിങ്ക് ഓഫ് ദ ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ ലിങ്ക് ഓഫ് ദ ലിങ്ക് ആണ്? ഫൈനാൻഷ്യൽ പ്ലാനിങ് ട്രൈ ടു ലിങ്ക് ദ പ്രസന്റ് വിത്തിൻ ദ ഫ്യൂച്ചർ ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫൈനാൻസിങ് ഡിസിഷൻ.
ഓക്കെ, നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത്, അതിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, എത്ര പൈസ, എത്ര ഫൈനാൻസ് വേണം എന്നൊക്കെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രോസസ്സിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. നമുക്ക് ഇന്ന് നമ്മൾ ഫ്യൂച്ചറിലൊരു ഇവൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പ്രസൻറ്റിലെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേഷൻസ് കാര്യങ്ങൾ നടത്തുന്നതാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിനെയും പ്രസൻറ്റിനെയും ലിങ്ക് ഓഫ് ദ ലിങ്ക് ആണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെയും ഫൈനാൻസിങ് ഡിസിഷൻ്റെയും ലിങ്ക് ഓഫ് ദ ലിങ്ക് ആണ്. പിന്നെ ഈസി ഇവാലുവേഷൻ ആണ്. ബൈ സ്പെല്ലിംഗ് ഔട്ട് ഡീറ്റെയിൽഡ് ഒബ്ജക്റ്റീവ് ഓഫ് വേരിയസ് ബിസിനസ് സെഗ്മെൻറ്റ്സ് ഇറ്റ് മേക്സ് ദ ഇവാലുവേഷൻ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ഈസിയർ അല്ലേ. അപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ നോക്കുകയാണ്, നമ്മളൊരു വീട് പണീൻ്റെ കാര്യം തന്നെ എക്സാമ്പിൾ എടുക്കുക. അതിൽ നമ്മൾ സിമെൻറ്റിന് എത്ര, കമ്പിക്ക് ഇത്ര, മണലിന് എത്ര, പെയിൻറ്റിന് ഇത്ര, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇത്ര കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകപ്പാട് കാര്യങ്ങളിൽ ചിലവെടുക്കുന്ന സമയത്ത് എവിടെ കൂടുതൽ വന്നു, എവിടെ കുറവ് വന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യം അല്ലേ. ഓരോ ബിസിനസ്സിനും ഓരോ സെഗ്മെൻറ്റ്സിന് ഇപ്പോൾ പ്രൊഡക്ഷൻ എത്ര പൈസ, സെയിൽസിന് എത്ര പൈസ, എങ്ങനെയുള്ള കറക്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ കൂടി എവിടെ കുറഞ്ഞെന്ന് കണ്ടുപിടിക്കാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും അല്ലേ. ഇറ്റ് മേക്സ് ഇവാലുവേഷൻ ഈസി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫോർകാസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യും, അൺസർട്ടനീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, കോർഡിനേഷൻ കൊണ്ടുവരും, റെഡ്യൂസ് വേസ്റ്റേജ് ആണ്, ലിങ്കേജ് ആണ്, ഈസി വാല്യുവേഷൻ ആണ്. ക്ലിയർ അല്ല? അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഏരിയയിലേക്ക്. ഓക്കെ, രണ്ടാമത്തെ ഏരിയയും നമ്മൾ കവർ ചെയ്തു, സിമ്പിളായിട്ട് കവർ ചെയ്തു, ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അവസാനത്തതിലേക്ക് പോവാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേടാ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഫയർ ഇമോജി അപ്പ ഇട്ട് തരണം കേട്ടോ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കില്ല. സെറ്റ്. അങ്ങനെയാണ് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് പോവാം. ഓക്കെ, ബിസിനസ്സിൽ എന്തുണ്ട്, ക്യാപിറ്റൽ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ കൊമേഴ്സുകാർക്ക് അറിയുന്ന കാര്യമാണ്. ഒരാൾ ബിസിനസ് തുടങ്ങാന്ന് പറയുമ്പോൾ അതിൽ ഒരു 5 കോടിയുടെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ 5 കോടി അയാൾ കയ്യിൽ നിന്നിരുന്ന പൈസ ആയിരിക്കില്ല. 5 കോടിയിൽ ചിലപ്പോൾ അതിലൊരു 2 കോടി അയാളുടേതും, ചിലപ്പോൾ 3 കോടി അയാൾ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതോ, അല്ലെങ്കിൽ കുറച്ച് ഷെയർസ് കൊടുത്തിട്ടോ. നമ്മളിപ്പോൾ പബ്ലിക് കമ്പനീനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഫണ്ട് റേസ് ചെയ്യുന്ന രീതിയൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെ വല്ല ഷെയർസ് വിറ്റിട്ടോ ഒക്കെ ആയിരിക്കും അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഫണ്ട് അയാൾ ബിസിനസ്സിന് വേണ്ട 5 കോടി എന്ന് പറയുന്ന ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മിക്സ് ബിറ്റ്വീൻ ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ടാണ്. ഒരു ക്യാപിറ്റൽ എത്ര ഓൺഡ് ഫണ്ട് ഉണ്ട്, സ്വന്തം പൈസ ഉണ്ട്, എത്ര കടം വാങ്ങിയ പൈസ ഉണ്ടെന്നെ മിക്സ്ചറിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെന്റ് ദ പോർഷൻ ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻ ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഫേം അല്ലേ. അതായത് ടോട്ടൽ ക്യാപിറ്റൽ 5 കോടിയാണ്, അല്ലെ 50,000 വിചാരിക്കും. പൂജയ്ക്ക് സമയമില്ല, കുറേ പൂജട്ട് കളിക്കാൻ. അതുകൊണ്ട് ഞാൻ 50,000 ഇടുകയെന്ന് വിചാരിക്കും. ഓക്കെ, 50,000 ആണെന്ന് വിചാരിക്കുക ബിസിനസ്സിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എത്ര ഓൺഡ് ഫണ്ട്, അതിൽ ഇപ്പോൾ 20,000 ഓൺഡ് ഫണ്ടാന്ന് വിചാരിക്കും, ഓണ്ടാന്ന് വിചാരിക്കും, 30,000 ഡെറ്റാന്ന് വിചാരിക്കും അല്ലേ. എന്ന് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എത്ര ഡെറ്റ്, എത്ര ഓണ്ട് എന്ന് കാണിക്കുന്നു. ക്ലിയർ അല്ലേ? ദർ ഷുഡ് ബി കറക്റ്റ് പ്രപ്പോർഷൻ ഓഫ് ദീസ് ഫിനാൻസ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ. അപ്പം നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, കറക്റ്റ് ആണെങ്കിൽ ഓക്കെ കറക്റ്റ് രീതിയിൽ ഫണ്ട് എടുക്കണം. ഓക്കെ, ഒരുപാട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചിലപ്പോൾ ഫണ്ട് ഡെറ്റ് ഫിനാൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓണ്ട് കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും അല്ലേ. എപ്പോഴും ഡെറ്റും അതുപോലെ തന്നെ ഓണ്ട് ഫണ്ടും എന്തായിരിക്കും, ഇക്വിറ്റി എന്തായിരിക്കണം, ഈക്വൽ അല്ല, കറക്റ്റ് പ്രപ്പോർഷനിൽ പോകണം. ഓക്കെ, ക്ലിയർ. എവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ആവശ്യം വരിക, ക്യാപിറ്റൽ ആവശ്യം വരിക? അല്ല. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ മാനേജറാണെന്ന് വിചാരിക്കുക, ആ കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നിങ്ങളെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുക, നിങ്ങളിങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഒരു 300 കോടിയുടെ
ഒരു പ്രൊജക്റ്റ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളുടെ ബിസിനസ് തീരുമാനിക്കുകയാണ്, ഫൈനാൻഷ്യൽ മാനേജറാണ്, നിങ്ങൾ വിളിച്ച് പറയും നമ്മളൊരു 300 കോടിയുടെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ട ക്യാപിറ്റൽ എത്രയാണ്? 300 കോടിയാണ് അല്ലേ. അപ്പോൾ ബിസിനസ് ഓൾറെഡി റൺ ചെയ്ത് പോകുന്ന ബിസിനസ്സാണെന്ന് വിചാരിക്കുക. ഓൾറെഡി ഇപ്പോൾ വർഷങ്ങളായിട്ട് നന്നായിട്ട് ഓടിക്കൊണ്ട് പോകുന്ന വലിയ ഇൻ്റർനാഷണൽ ലെവലുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ആ കമ്പനി എന്ത് ചെയ്യാണ്? ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങാണ്. 300 കോടിയാണ് പ്രൊജക്റ്റിൻ്റെ പൈസ. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 300 കോടിയാണ്. നിങ്ങളാണ് ഫൈനാൻഷ്യൽ മാനേജർ. സോ യു ആർ റെസ്പോൺസിബിൾ അല്ലേ. നിങ്ങളാണ് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഈ 300 കോടി എങ്ങനെ കൊണ്ടുവരണം ബിസിനസ്സിൽ അല്ലേ. നിങ്ങൾക്ക് വേണേ അത്യാവശ്യം ഞാൻ പറഞ്ഞു നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ്. 300 കോടി സ്വന്തമായിട്ട് ബിസിനസ്സിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്ന ലെവലിലുള്ളൊരു ബിസിനസ് കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് 300 കോടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 300 കോടി നിങ്ങൾക്ക് ഇക്വിറ്റി ആയിട്ട് എടുക്കാം അല്ലേ. ഇക്വിറ്റി എടുക്കാം. ഇനി അതല്ലെങ്കിൽ 300 കോടി പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഡിബഞ്ചേഴ്സും എടുക്കാം അല്ലെ. 300 കോടിയിലെ ഒരു 250 കോടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഡിബഞ്ചറായിട്ട് എടുക്കാമെന്ന് വിചാരിക്കും. ഡിബഞ്ചറായിട്ട് എടുക്കുന്നു. ബാക്കിയുള്ള 150 കോടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇക്വിറ്റി ആക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ചോയ്സാണ്. പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ. പല രീതിയിലുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ വരാം. നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു 300 കോടിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാണ്? ഇപ്പോൾ വേറൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു 250 കോടിയിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ 150 കോടി ഇക്വിറ്റി എന്ന് പറഞ്ഞു. അതിൽ ഈ 250 കോടിയിൽ 200 നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ ആക്കാം. അല്ലെങ്കിൽ ബാക്കിയുള്ള 50 കോടി നിങ്ങൾക്ക് പ്രിഫറൻസ് ഷെയർസ് ആക്കാം അല്ല. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറാണ് കാണിച്ചത്. ഈ 300 കോടി എന്ന് പറയുന്ന ക്യാപിറ്റലിൻ്റെ പല രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലേ. അതായത് ഇപ്പം നിങ്ങളൊരു ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ 300 കോടി എന്ന് വിചാരിക്കുക. നിങ്ങൾ കുറച്ചുകൂടെ നല്ല വരയ്ക്കുക. എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, നന്നായിട്ട് തന്നെ വരയ്ക്കട്ടെ. ഇത് മൊത്തത്തിലാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ശരി, ഇത് മൊത്തത്തിലാണ് നമ്മുടെ 300 കോടി എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഇത് മൊത്തത്തിലാണ് 300 കോടി വരുന്നത്. ഓക്കെ, നമ്മളിവിടെ ഒരു മിനിമം ഒരു 3 ഓപ്ഷൻസ് എങ്കിലും എടുത്തല്ലേ. ഓക്കെ, നമ്മളിവിടെ ഒരു 3 ഓപ്ഷൻസ് എടുത്തല്ലേ. അത് വിചാരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൊത്തം 300 കോടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇക്വിറ്റി ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് അതിൽ കുറച്ച് പോർഷൻ ഇക്വിറ്റി ആക്കാം, കുറച്ച് പോർഷൻ ഡെറ്റ് ആക്കാം, വേറെ കുറച്ച് പോർഷൻ വേറെ രീതിയിലുള്ള ഡിബഞ്ചേഴ്സ് പല രീതിയിലും ആക്കാം അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്യാപിറ്റൽ സ്ട്രക്ചർ ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോൾ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു തന്നല്ലേ. ഇതൊരു മിക്സ്ചറാണ്. നമ്മൾ ക്യാപിറ്റലിനകത്ത് എത്ര ഓൺഡ് ഫണ്ട് ആകാം, അല്ലെങ്കിൽ എത്ര ഇക്വിറ്റി ഉണ്ട്, എത്ര ഡെപ്റ്റ് ഉണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ മിക്സ്ചറാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടേമാണ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്ന ടേം. ഓക്കെ, ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം നിങ്ങൾക്ക് ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ വെച്ച് ചെയ്യാനുണ്ടാവും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഈ കോൺസെപ്റ്റ് മാത്രം തലയിൽ കയറ്റിയാൽ മതി. ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ദ പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദ ഓവറോൾ ക്യാപിറ്റൽ. ഓക്കെ, അതായത് നിങ്ങളുടെ ഇപ്പം നേരത്തെ നമ്മൾ എടുത്ത കേസ് നോക്കുകയാണെങ്കിൽ 300 കോടിയാണ് നമ്മുടെ ക്യാപിറ്റൽ എടുത്തത്. ആ 300 കോടിയിൽ എത്ര ഡെറ്റ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിൽ റൺ ചെയ്ത് പോകുന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 300 കോടി നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാം. അപ്പം നിങ്ങളുടെ ബിസിനസ് എന്താണ്? ലോ ഗിയേർഡ് ആണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഇക്വിറ്റി കൂടുതലാണെങ്കിൽ, ഇക്വിറ്റി ഹൈ ആണെന്ന് വിചാരിക്കുക, കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ്? ലോ ഗിയേർഡ് എന്നാണ് പറയാം. ഓക്കെ, ലോ ഗിയേർഡ് എന്ന് പറയും. ഓക്കെ, ഇനി അതല്ല, ഈ 300 കോടിയിൽ നിങ്ങൾ 250 കടമാണ്, ഡെറ്റ് ഫിനാൻസിങ്ങും, ബാക്കി 180 ആണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഓൺഡ് ഫണ്ടായിട്ട് കൈ നിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇക്വിറ്റി കുറവാണെന്ന് വിചാരിക്കും. ഇക്വിറ്റി കുറവാണെങ്കിൽ നിങ്ങൾ എന്താണ്? ഡെറ്റാണ് നിങ്ങളുടെ ആ ക്യാപിറ്റലിൽ കൂടുതലെങ്കിൽ നിങ്ങൾ എന്താണ്? ഹൈ ഗിയേർഡ് ആണ്.
ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോ ഒക്കെ ഉള്ള ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 300 കോടിയും കടം എടുക്കാം. ഇപ്പം നിങ്ങൾ പൃഥ്വിരാജിന് ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടോ? പൃഥ്വിരാജിൻ്റെ വീട്, കാർ, ഇതൊക്കെ EMIയിലാന്ന് പറയുന്നു അല്ലേ? നമ്മൾ വിചാരിക്കും എന്തിനാ EMIയിൽ എടുത്ത് ഇത്രയും പൈസ ഉള്ള പൃഥ്വിരാജൊക്കെ EMIയിലോ? പൈസ ഇല്ലാത്തവരല്ലേ EMIയിലൊക്കെ പോവുക? അതാണ് നമ്മുടെയൊക്കെ ഒരു പൊതുവെ ഉള്ള ധാരണ അല്ലേ? പൈസക്കാരെന്തിനാ EMI എടുക്കണേ? അവർക്ക് പൈസ ഉണ്ടല്ലോ, നമ്മളതിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ കടം വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ആക്ച്വലി അല്ല അല്ലേ? ഇപ്പോൾ പൃഥ്വിരാജ് വേണമെങ്കിൽ അതിൽ ആ 20 കോടി വെച്ചൊരു വീട് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. ആ 20 കോടി വേണമെങ്കിൽ മൂപ്പർക്ക് മൊത്തമായിട്ട് സ്വന്തം സേവിങ്സിൽ നിന്ന് ആ 20 കോടി വെച്ച് വീട് ഉണ്ടാക്കാം. പക്ഷെ മൂപ്പർ എന്ത് ചെയ്തു? വീട് കടത്തിൽ വാങ്ങിച്ചിട്ട് പകരമായി 20 കോടി വലിയ പ്രൊജക്റ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വീട് വെച്ചാൽ 20 കോടി ഒറ്റ അടിക്ക് ഡിം. പക്ഷെ പകരം മൂപ്പർ കടം എടുത്തെന്ന് വിചാരിക്കുക. ആ 20 കോടി വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു. എന്ത് ചെയ്തു? 40 കോടിയൊക്കെ ചിലപ്പോൾ റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏതാ ബുദ്ധി നോക്കണേ നിങ്ങൾ? അപ്പോൾ അതേപോലെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള ക്യാഷ് ഫ്ലോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 300 കോടിയും കടം വാങ്ങാം. കാരണം എന്താ? കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലേ? അപ്പോൾ അതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, അല്ല ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിനെ നമ്മൾ എന്ത് പറയും? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയും. ഓക്കെ, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഈ ഒരു ടേം നോക്കി വെച്ചോ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടേം പഠിച്ചെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി എനിക്ക്. അതായത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് കടം വാങ്ങിയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിനാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് എത്ര ഉണ്ട്, നമ്മൾ എത്ര കടം വാങ്ങി എന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നല്ല ഡെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഹൈ ഗിയേർഡ് ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി 300 ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് 300 കോടി സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. പക്ഷേ എന്നിട്ടും എന്ത് ചെയ്തു ആളെന്ത് ചെയ്ത്? നിങ്ങളുടെ കയ്യിലുള്ള 300 കോടി വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് കടം വാങ്ങിച്ചു. അപ്പോൾ പൃഥ്വിരാജ് ചെയ്ത സെയിം സാധനം. അതായത് പൃഥ്വിരാജിൻ്റെ കയ്യിൽ 200 കോടി ഉണ്ട്. പക്ഷേ ആ 20 കോടി വെച്ചിട്ട് വീട് ഉണ്ടാക്കാതെ ആളെന്ത് ചെയ്തു? പകരം കടം എടുത്തു. അതിനെയാണ് നമ്മൾ കടം എടുത്തിട്ട് ആ പ്രൊജക്റ്റ് ചെയ്തു. വീടെന്ന് പറഞ്ഞ പ്രൊജക്റ്റ് മുന്നോട്ട് ചെയ്തു അല്ലേ? ഇതൊരു ഒരു ബിസിനസ്സിൻ്റെ ടേമിലേക്ക് നിങ്ങൾ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ബിസിനസ്സുകാരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യുക? അവർ ഡെറ്റ് ഫിനാൻസ് വഴി കൂടുതൽ അവരുടെ ഇക്വിറ്റിനെ നിലനിർത്തിക്കൊണ്ട് ഡെറ്റ് ഫിനാൻസ് വഴി കൂടുതൽ ഡെറ്റ് ഫിനാൻസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതിനാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാം. ഫൈനാൻഷ്യൽ ലിവറേജിനെ നമുക്ക് എന്ത് പറയാം? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് വേണമെങ്കിലും പറയാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അത് നിങ്ങൾക്ക് എവിടെ ആവശ്യം വരില്ല. ഇനി നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ നിങ്ങൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ മാനേജറാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? പല രീതികളിൽ നിങ്ങൾക്ക് ഫണ്ട് ജനറേറ്റ് ചെയ്യാം. 300 കോടിയുടെ പ്രൊജക്റ്റ് ആണെങ്കിൽ 300 കോടി പല രീതിയിൽ എടുക്കുക അല്ലേ? പല ചോയ്സസ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. അങ്ങനെ നിങ്ങൾ അതിൽ ചോയ്സസ് എടുക്കണേ വെറുതെ അങ്ങ് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഒരു രസത്തിന് എന്ന ഈ ചോയ്സിലേക്ക് പോകാം എന്ന് പറയാൻ പറ്റില്ല. പല ഫാക്ടേഴ്സ് നോക്കണം. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്? ക്യാഷ് ഫ്ലോ നോക്കണം അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ക്യാഷ് ഫ്ലോ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഡെറ്റ് ഫിനാൻസിങ്ങിലേക്ക് പോകാം. The cash flow must be adequate enough to overcome not only fixed payment obligation but also to meet fixed and working capital needs of the firm അല്ലേ? അതായത് നമ്മുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസിനെ മീറ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്ത് നമുക്ക് ഡെയിലി ഓപ്പറേഷൻസിനും എന്ത് വേണം? പൈസ വേണം. അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കണം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കി ടാക്സ് ഒക്കെ കൊടുക്കുന്നതിന് മുൻപ് അല്ലേ? നിങ്ങളുടെ ബിസിനസ്സിൽ 50,000 രൂപ ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരു 2 കോടി ഉണ്ട്. 50,000 കുഞ്ഞ് പൈസ അല്ലേ? 2 കോടി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ടാക്സ് കാര്യങ്ങൾ നിങ്ങളുടെ പല രീതിയിലുള്ള എക്സ്പെൻസ് ഒക്കെ കൊടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2 കോടിയാണ്. ഈ 2 കോടി വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര തവണ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വേണ്ടി പറ്റുമെന്ന് നോക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഏർണിങ്സ് വെച്ചിട്ട്, അതായത് എല്ലാ ചിലവുകളും കൊടുക്കുന്നതിന് മുൻപ് കിട്ടുന്നുണ്ട്, ഏർണിങ്സ് ബിഫോർ ടാക്സ് എന്ന് പറയും, EBT എന്ന് പറയും. ആ എമൗണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് എത്ര തവണ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ഡെറ്റ് ഫിനാൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ? ഇറ്റ് റിഫ്ലക്ട് ദ നമ്പർ ഓഫ് ടൈം ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഓഫ് എ കമ്പനി കവർ ഇൻ ദ ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻ. ഡെറ്റ് ഫിനാൻസിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും?
നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കൊടുക്കാൻ മാത്രം കേപ്പബിൾ ആണോ നമ്മുടെ കമ്പനി എന്ന് നോക്കുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിട്ടേൺ. ഇത് നോക്കണ്ട കേട്ടോ, നോക്കണ്ട. റിട്ടേൺ ഓൺ കൺട്രോൾ ആണ്. അതുപോലെ നിങ്ങൾ ഡെറ്റ് ഫിനാൻസിലേക്കാണ്, നിങ്ങൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ 300 കോടി പ്രൊജക്റ്റ് ക്യാപിറ്റൽ നോക്കുകയാണ്, നിങ്ങൾക്ക് ഡെറ്റ് ഫിനാൻസിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം വരില്ല, നിങ്ങളുടെ കൺട്രോളിൽ ഡൈല്യൂട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഡെറ്റ് ഫിനാൻസിങ് നോക്കാം. നിങ്ങൾക്ക് കൺട്രോൾ നഷ്ടപ്പെടാതിരിക്കാൻ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫിനാൻസിലേക്ക് പോകാം. ഇനി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ പ്രൊജക്റ്റ് എത്രമാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. 300 കോടി വെച്ച് നിങ്ങളൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആ 300 കോടി ഇറക്കിയ മിനിമം 600 കോടി ഇങ്ങനെ തിരിച്ച് കിട്ടുന്ന പ്രൊജക്റ്റ് ആണോ എന്ന് നോക്കണം അല്ലേ നമ്മൾ. ദ ROI അല്ലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഹയർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ ഡെപ്റ്റ് അല്ലേ. അതായത് നമ്മൾ ROI എന്ന് പറഞ്ഞത് ഒരു ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഫോർമുല വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് നമ്മൾ ഡെപ്റ്റിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കണം. അതായത് നമ്മൾ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കുന്നോ അതിനേക്കാൾ ഇരട്ടി പൈസ നമുക്ക് റിട്ടേൺ ആയിട്ട് ആ ബിസിനസ്സിൻ്റെ അകത്തുനിന്ന് കിട്ടണം. അപ്പോൾ ROI എന്തായിരിക്കണം, കൂടുതലായിരിക്കണം അല്ലേ. ഡെറ്റ് പോർഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ROI കൂടുതലാണെന്ന് വിചാരിക്കും, നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെന്ന് വിചാരിക്കും. ഉദാഹരണം എൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ 300 കോടിയുടെ പ്രൊജക്റ്റ് വെച്ച് ഇറക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ ഓൺ ROI എന്ന് പറയുന്നത് ഒരു 10,000 ആണെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റ് എന്തായിരിക്കണം, എനിക്കൊരു 5,000 അല്ലെങ്കിൽ ഒരു 3,000 2,000 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ 10,000 എനിക്ക് കിട്ടും, അതിൽ വെറും 2,000 1,000 കൊടുത്താൽ മതി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ഒരു ബിസിനസ്സിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കവറേജ് എന്തായിരിക്കണം, കുറവായിരിക്കണം. അപ്പോൾ ROI കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് കൂട്ടാം. അതായത് ആ 300 കോടിയിൽ കൂടുതൽ നമുക്ക് ഡെറ്റ് ഫിനാൻസിങ് വഴി എടുക്കാം. ഇപ്പോൾ 300 കോടിയിൽ ഒരു 250 കോടി വേണം നമുക്ക് ഡെറ്റ് വാങ്ങിക്കാം, കാരണം ROI കൂടുതലാണ്. ക്ലിയർ അല്ലേ. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലേ, അതായത് നമുക്ക് കോസ്റ്റ് ഉണ്ടാവും, ആ കോസ്റ്റ് എന്ത് ചെയ്യണം, കുറവായിരിക്കണം. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ചാർജസ് കുറവായിരിക്കണം. പിന്നെ ഫ്ലെക്സിബിലിറ്റി, നമുക്ക് കടം വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് കടം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവോയ്ഡ് ഫുള്ളി യൂട്ടിലൈസേഷൻ ഡെറ്റ് കപ്പാസിറ്റി ടു മെയിൻറ്റെയിൻ ബോറോയിങ് പവർ ഫോർ എമർജൻസി അല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് കടം വാങ്ങി കൂട്ടരുത്. ചില എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പിന്നെ കടം കിട്ടാത്ത അവസ്ഥയാവും. പിന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ ചിലവ് എത്രയാണ്, നമ്മൾ ഡെറ്റ് ഫിനാൻസിങ് പോകുമ്പോൾ അവിടെ വരുന്ന ചിലവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഇഫ് എ ഫേം ഇസ് ഏബിൾ ടു ബോറോ അറ്റ് ലോവർ റേറ്റ് ഇറ്റ് മേ പ്രിഫർ മോർ ഡെറ്റ് ആസ് കമ്പയർഡ് ടു ഇക്വിറ്റി. നമുക്ക് ഇക്വിറ്റീനേക്കാൾ കൂടുതൽ കോസ്റ്റ് കുറവിൽ ഡെറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡെറ്റിലേക്ക് പോവാം. ക്ലിയർ. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ നോക്കാം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ബൂം പീരീഡിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഷെയർസ് വെച്ച് കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാം. ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ആ സോഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ അല്ലേ. ആ സെയിം സാധനമാണ് ഇവിടെ പറഞ്ഞത്. ഇനി ടാക്സ് റേറ്റ് കൂടെ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റേഴ്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ടാക്സ് ലയബിലിറ്റി ഈസ് റെഡ്യൂസ്ഡ് ബൈ യൂസ് ഓഫ് ഡെറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ ഡെറ്റിന് എന്ത് കൊടുക്കണം, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. ഇപ്പോൾ ഇലോൺ മസ്ക് ഇൻട്രസ്റ്റ് കൊടുക്കാത്തൊരു മനുഷ്യനാണ്. എന്തുകൊണ്ടാണെന്ന് ആലോചിക്കുക, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നുമില്ല, അദ്ദേഹം എല്ലാം എന്താണ് ഡെറ്റ് വഴിയാണ് വാങ്ങിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഷെയർസിലാണ് പ്രോഫിറ്റ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഓണറാണെന്ന് വിചാരിക്കുക, അദ്ദേഹം പറയണം എനിക്ക് പൈസ ആയിട്ട് തരണ്ട, ഷെയർസ് ആയിട്ട് തന്നാൽ മതിയെന്ന്. ഓക്കെ, എന്നിട്ട് ഈ ഷെയർ വെച്ചിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു, ബാങ്കിൽ കൊണ്ടുപോയിട്ട് കടം വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ ഇത്ര വാല്യൂ ഉള്ള ഷെയർസ് ഉണ്ട്, എനിക്കൊരു $3 മില്യൺ എനിക്ക് കടം താ എന്ന് പറഞ്ഞപ്പോൾ $3 മില്യൺ കമ്പനിക്കാർ കൊടുത്തു. കാരണം കൊടുക്കാം, അത്രയും വലിയ സാധനമാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഈട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അത്രയും വലിയ എമൗണ്ട് കൊടുത്തു. അപ്പോൾ ടാക്സിൻ്റെ ഗവൺമെൻറ്റിൻ്റെ രീതി നോക്കുമ്പോൾ എന്താണ്, അത് എലോൺ മസ്കിൻ്റെ കയ്യിൽ സമ്പാദിച്ച പൈസയല്ല, കടം വാങ്ങിച്ച പൈസയാണ്. കടം വാങ്ങിച്ച പൈസ ആയതുകൊണ്ട് ആ $3 മില്യൺ അദ്ദേഹം ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് കടത്തിന് എന്താണ്, ഡിഡക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. എക്സ്പെൻസ് ഡെറ്റിൽ എന്താണ്, ടാക്സ് ഡിഡക്റ്റബിൾ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ടാക്സ് കുറയ്ക്കണം എന്ന് വിചാരിക്കുക, ടാക്സ് കൊടുക്കണ്ടെന്നാണെങ്കിൽ നമുക്ക് ഡെറ്റ് ഫിനാൻസ് എടുക്കാം. ഡെറ്റ് ഫിനാൻസ് എടുത്താൽ നമുക്ക് ടാക്സ് കൊടുക്കണ്ട. പിന്നെ അതുപോലെ തന്നെ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് നോക്കണം അല്ലേ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൻ്റെയും സെബി പറയുന്ന രീതിയിലുള്ള റെഗുലേറ്ററി ഗൈഡ് ലൈൻസും കൂടെ നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വരുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ആളാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആൾ. ഓക്കെ, എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഫിക്സഡ് ക്യാപിറ്റൽ നമുക്കറിയാം, ഇറ്റ് റെഫേഴ്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം
ഓർ ഫിക്സഡ് അസറ്റ് ലൈക്ക് ബിൽഡിംഗ്, ഫാക്ടറി, ഫർണിച്ചർ, എക്യുപ്മെന്റ്സ്, ഇതൊക്കെയാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്, റീസെയിലിന് വേണ്ടി വെക്കണതല്ല, പെർമനന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബിസിനസ്സിൽ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഈ ഫിക്സഡ് അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. ഫിക്സഡ് അസറ്റ് വെറുതെ അല്ല, മാനേജ് ചെയ്യണം കറക്റ്റായിട്ട്. ഇൻവോൾവ്സ് അലോക്കേറ്റിംഗ് ഫേംസ് ക്യാപിറ്റൽ ടു ലോങ് ടേം പ്രൊജക്ട്സ് അസറ്റ്സ് വിത്ത് ഇംപ്ലിക്കേഷൻ ഫോർ ഗ്രോത്ത്, സർവൈവൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി അല്ലേ. അപ്പോൾ ഫിക്സഡ് അസറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്താൽ അത് നമ്മൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത്, ഇപ്പോൾ ഗ്രോത്തും എക്സ്പാൻഷനും അതുപോലെ സർവൈവലിനൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഫിക്സഡ് അസറ്റിന് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അനാവശ്യമായിട്ട് ഏതെങ്കിലും ബിൽഡിങ് കാര്യങ്ങളൊക്കെ വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഗ്രോത്തോ പ്രോഫിറ്റോ കിട്ടില്ല. അപ്പോൾ കറക്റ്റായ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ക്ലിയർ അല്ലേ? ഡിസിഷൻസ് ഇൻ ദ ഡൊമൈൻ ആർ റെഫേർഡ് ടു ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലേ. അപ്പോൾ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്തെടുക്കുന്ന തീരുമാനങ്ങൾ, അതിനാണ് ലോങ് ടേമിലേക്ക് എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നാണ് പറയുക. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലിന് എന്തുകൊണ്ട് നമ്മൾ മാനേജ് ചെയ്യണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് ഇമ്പാക്റ്റ് ആണ് അല്ലേ. വലിയ എമൗണ്ട് വെച്ച് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടേം ഇമ്പാക്റ്റ് ആണ്. ഡിസിഷൻ എഫക്ട് ദ ബിസിനസ് ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് സർവൈവൽ ഓവർ ദ ലോങ് ടേം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബിൽഡിംഗ് വാങ്ങിക്കാമെന്ന് വിചാരിക്കും, ഞാനൊരു പുതിയ ബ്രാഞ്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു, ഒരു ഹോട്ടൽ കച്ചവടം തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന ഫിക്സഡ് ക്യാപിറ്റലാണ് എൻ്റെ ആ ഒരു ഹോട്ടൽ എന്ന് പറയുന്ന ബിൽഡിങ്. ആ ബിൽഡിങ് ഞാൻ ആൾക്കും ചേരാൻ പറ്റാത്തൊരു കുന്നിൻ്റെ വണ്ടേ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ പ്രൊജക്റ്റിൽ നിന്ന് പൈസ കിട്ടുമോ? ഇല്ല, എനിക്ക് നഷ്ടമായി പോകും അല്ലേ. അപ്പം ഞാൻ കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം, കറക്റ്റ് ലൊക്കേഷനിൽ ഞാൻ ആ ഫിക്സഡ് ക്യാപിറ്റലായിട്ടുള്ള ബിൽഡിങ് വാങ്ങിക്കണം. എന്നാലേ എനിക്ക് പൈസ കിട്ടുള്ളൂ, എന്നാലേ എനിക്ക് ലോങ് ടേമിൽ എനിക്ക് എന്ത് കിട്ടുള്ളൂ, പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ്, അതിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡിസിഷൻസ് ഒക്കെ നമ്മൾ ബിസിനസ്സിൻ്റെ സർവൈവലിനെയും ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ റിസ്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, വലിയ എമൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചർ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ പൈസ മൊത്തം പോകാനുള്ള ചാൻസും ഉണ്ട് അല്ലേ. അപ്പോൾ ഫ്യൂച്ചർ മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ എന്താണ്, അതിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് റിസ്ക് ഉള്ള കാര്യമാണ്. പിന്നെ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ. റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് മേക്കിംഗ് പ്രൈസസ് ഇവാലുവേഷൻ ക്രിട്ടിക്കൽ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇറിവേഴ്സിബിൾ ഡിസിഷൻസ് ആണ്. ഒരിക്കൽ നമ്മളൊരു ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്കൊരു ലോസ് ഇല്ലാതെ നമുക്കതൊരിക്കലും വിൽക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറിവേഴ്സിബിൾ ആണ്, വലിയ എമൗണ്ട് വെച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി പറ്റില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ് ആർ ഡിഫിക്കൽട്ട് ടു റിവേഴ്സ് വിത്തൗട്ട് ഇൻകറിങ് സഫിഷ്യൻറ്റ് ലോസസ് ആണ് അല്ലേ. പിന്നെ കോമ്പറ്റേറ്റീവ് എഡ്ജ് കൂടെ നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ? എൻഷ്യൂർ ദ ബിസിനസ് റിമൈൻസ് കോമ്പറ്റേറ്റീവ് ത്രൂ സ്ട്രാറ്റജിക് അസറ്റ് ലൊക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ബിസിനസ്സിൽ ഏറ്റവും പ്രോപ്പറായിട്ട് ആൾക്കാർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ വേണം ഞാൻ ബിൽഡിംഗ് ഒക്കെ വാങ്ങിയിടാൻ വേണ്ടിയിട്ട്. എന്നാലേ കൂടുതൽ എൻ്റെ ബിസിനസ്സിലെ കോമ്പറ്റീഷൻ കൂടുകയുള്ളൂ. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ? പിന്നെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് റിക്വയർ ഫണ്ടിങ് ത്രൂ ലോങ് ടേം സോഴ്സസ് ലൈക്ക് ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഓർ റിട്ടേൺ ഏർണിങ്സ് അല്ലേ. അതുപോലെ നമ്മൾ ലോങ് ടേം അസറ്റ്സിൽ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലോങ് ടേം സോഴ്സ് വഴിയായിരിക്കണം ഫണ്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഇൻഫ്ലുവൻസ് ഓൺ ഓപ്പറേഷൻ ഡിസിഷൻസ് ഡയറക്ട്ലി ഇമ്പാക്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി അല്ലേ. അപ്പോൾ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ഓപ്പറേഷൻ എഫിഷ്യൻസിയും കപ്പാസിറ്റിയും ഒക്കെ നോക്കണം. ഓക്കെ, നമുക്ക് നല്ല രീതിയിലുള്ളതാണോ, നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അല്ലേ, ടൈപ്പ് ഫിക്സഡ് അസറ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് ക്യാപിറ്റലിൽ വരുന്ന കാര്യങ്ങൾ, ഫിക്സഡ് ക്യാപിറ്റലിൽ നമ്മൾ റിക്വയർമെൻറ്റ് എഫക്റ്റ് ചെയ്യുന്ന റിക്വയർമെൻറ്റ് നോക്കണം. ബിസിനസ്സിൻ്റെ നേച്ചർ നോക്കണം. അതായത് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ആണെങ്കിൽ എന്താണ്, കൂടുതൽ ലാർജ് എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമാണ് അല്ലേ. ക്ലിയർ അല്ലേ? ഒരു സാധാരണ കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ മാനുഫാക്ചറിങ് ആയിട്ടുള്ള കമ്പനികൾക്ക് ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വേണം. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്, സൈസ് ഓഫ് ഓപ്പറേഷൻസ് നോക്കണം. ഇപ്പോൾ ലാർജ് ഓർഗനൈസേഷൻ ഓപ്പറേഷൻ അറ്റ് ലാർജ് സ്കെയിൽ റിക്വയർഡ് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ് അല്ലേ. വലിയ രീതിയിൽ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നടക്കുന്ന കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യണം, വലിയ രീതിയിലുള്ള മെഷീൻസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ വലിയ രീതിയിലുള്ള ഫിക്സഡ് അസറ്റ് വേണം. പിന്നെ ഗ്രോത്ത് പ്രോസ്പെക്റ്റ്
നോക്കണം. ഹയർ ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ റിക്വയർ ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ് അല്ലേ. ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ് വളരുക എന്നുള്ളതാണ്. അപ്പോൾ വളരുക എന്ന് പറയുമ്പോൾ പുതിയ രീതിയിലുള്ള എക്യുപ്മെന്റ്സും മെഷീനറീസും ബിൽഡിങ്സ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഗ്രോത്ത് പ്രോസ്പെക്ട്സും നോക്കണം. പിന്നെ ചോയ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മൾ ഏത് രീതിയിലുള്ള ടെക്നിക്സ് ആണോ, നമ്മൾ പഴയ രീതിയിലുള്ള ടെക്നിക്സ് ആണോ പുതിയ രീതിയിലുള്ള ടെക്നിക്സ് ആണോ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നതും കൂടെ നോക്കണം. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സഡ് ക്യാപിറ്റൽസ് വാങ്ങണം അല്ലേ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓർഗനൈസേഷൻ റിക്വയർ ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ് ആസ് എ കമ്പയർ ടു ലേബർ ഇൻറ്റൻസീവ് ഓർഗനൈസേഷൻ. ഓക്കെ, അതുപോലെ നമ്മൾ പറയണം നമ്മൾ ലേബർ ഇൻറ്റൻസീവ് അല്ല ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്, മെഷീനറീസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ബിസിനസ്സിന് എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ. പിന്നെ അതുപോലെ ടെക്നോളജി അപ്ഗ്രഡേഷൻ കൂടെ നോക്കണം. ഓർഗനൈസേഷൻ വിച്ച് യൂസസ് അസറ്റ് വിച്ച് ആർ സ്പീഡ്ലി ഒബ്സൊലേറ്റ് റിക്വയർ ഹയർ ഫിക്സഡ് ക്യാപിറ്റൽ ഫോർ ദ റീപ്ലേസ്മെന്റ് അല്ലേ. അതുപോലെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സോഫ്റ്റ്വെയർ റിലേറ്റ് ചെയ്തുള്ള കമ്പനി ആണെങ്കിൽ എന്താ, പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് വരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് കമ്പനി ആണെങ്കിൽ പുതിയ പുതിയ മെഷീനറീസ് വേണ്ടി വരും. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും, ചിലവ് കൂടുതലായിരിക്കും. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണ്ടി വരും, പുതിയ രീതിയിൽ ബിസിനസ് പുതിയ രീതിയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു പുതിയ ബ്രാഞ്ച് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ എന്താ, നമുക്ക് പുതിയ രീതിയിലുള്ള ഫിക്സഡ് അസറ്റ്സുകളും കൊണ്ടുവരണം. പുതിയ ബ്രാഞ്ച്, പുതിയ ബിൽഡിംഗ്, പുതിയ മെഷീനറീസ്, പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരേണ്ടി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയർ ലാർജർ എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ. പിന്നെ അവസാനത്തെ രണ്ടെണ്ണാണ് ഫൈനാൻസിങ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. കമ്പനീസ് അക്വയറിംഗ് ഫിക്സഡ് അസറ്റ് ഓൺ ഹയർ പർച്ചേസ് ഓർ ലെസ് സിസ്റ്റം റിക്വയർ ലെസ്സർ എമൗണ്ട് ഫോർ ഫിക്സഡ് ക്യാപിറ്റൽ ആസ് അഗെയിൻസ്റ്റ് ക്യാഷ് പർച്ചേസ് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ കടത്തിന് വാങ്ങിക്കുന്ന പല രീതിയിൽ നമുക്ക് ലീസ് ഫിനാൻസിങ് എന്നൊക്കെ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, മെഷീനറീസ് കാര്യങ്ങൾ ലീസിനൊക്കെ കൊടുത്തിട്ടൊക്കെ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ മെഷീനറീസ് ഞാനിപ്പോൾ ലീസിന് വാങ്ങിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയാകുമ്പോൾ ഡയറക്റ്റ് ക്യാഷ് എടുത്ത് വാങ്ങുന്ന ഫണ്ട് എനിക്ക് വരില്ല, അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ ചിലവായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഫണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ വാങ്ങിക്കുന്നത് എന്നുള്ളതും എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ വരുന്ന കാര്യമാണ്. പിന്നെ ലെവൽ ഓഫ് കൊളാബറേഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്കിൻ്റെ ATM ഒക്കെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല ബാങ്കുകൾക്ക് എന്താണ് പല പല ATM കൗണ്ടറുകൾ ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഗ്രാമീൺ ബാങ്കാണ്, പക്ഷേ എനിക്ക് SBIൻ്റെ ATMൽ ഇട്ടാലും എനിക്ക് പൈസ കിട്ടും, പഞ്ചാബിൻ്റെ ഇട്ടാലും കിട്ടും, ഇനി അതല്ല HDFCൻ്റെ ഇട്ടാലും എനിക്ക് ATM മെഷീൻ പൈസ തരും. അതെന്താണ്, കൊളാബറേഷൻ വഴി പോകുന്നതാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ ഗ്രാമീൺ ബാങ്കിൻ്റെ ആളാണ്, ഗ്രാമീൺ ബാങ്കുകാർ എന്തോ ഒരു ATM കൊണ്ടുവെക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ATM മെഷീൻ എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റലാണ് ഗ്രാമീൺ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ പല ബാങ്കുകൾ തമ്മിലുള്ള കൊളാബറേഷൻ വഴി അവർക്ക് എന്താണ് ആ ഒരു വലിയ ചെലവ് കുറഞ്ഞു കിട്ടി. ക്ലിയർ അല്ലേ. ആൻ എന്റർപ്രൈസ് ക്യാൻ റെഡ്യൂസ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ് ബൈ ഷെയറിംഗ് അതർ ഫേംസ് ഫെസിലിറ്റീസ്. ക്ലിയർ അല്ലേ. ഇനി അവസാനത്തെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ, ക്ലിയർ അല്ലേ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽ റെസീവബിൾസ്, ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് അസറ്റ്സ് ആണ് ഇതൊക്കെ. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് എപ്പോഴും വലിയ മെഷീനറീസും വലിയ രീതിയിലുള്ള ബിൽഡിങ്സും മാത്രം പോരാ, ഡേ ടു ഡേ ഓപ്പറേഷൻസിന് നമുക്ക് എന്ത് വേണം, പൈസ കാര്യങ്ങൾ വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ കയ്യിൽ പൈസ വേണ്ടി വരും, പെട്ടെന്ന് കാശാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ വേണം അല്ലേ. അതിനാണ് നമ്മൾ എന്താ പറയുക, അവരെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. ക്ലിയർ അല്ലേ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ, ഒരു ബിസിനസ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം, കൂടുതൽ വേണോ കുറവ് വേണോ എന്ന് തീരുമാനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നോക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നേച്ചർ ഓഫ് ബിസിനസ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ അവർക്ക് എന്ത് വേണം, ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ മതി അല്ലേ. അതായത് ട്രേഡിംഗ് സർവീസ് ഇൻഡസ്ട്രീസ് റിക്വയർ ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ ദെൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. മാനുഫാക്ചറിംഗുകാർക്ക് എന്താണ്, കുറേ പ്രൊഡക്ഷനും കാര്യങ്ങളും നടക്കും. ഈ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവർക്കൊക്കെ ഫണ്ട് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവർക്ക് എപ്പോഴും ഈ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. ഓക്കെ, ക്ലിയർ. ഇനി അതുപോലെ പ്രൊഡക്ഷൻ സൈക്കിൾ നോക്കുകയാണ്. ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ സൈക്കിൾ ഭയങ്കര ലെങ്തിയാണെന്ന് വിചാരിക്കുക. അതായത് ഞാനൊരു റോ മെറ്റീരിയൽ വാങ്ങിയിട്ട് അതിനെ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുറേ സമയം എടുക്കുമ്പോൾ ഇത്രയും സമയത്തിലൊക്കെ എനിക്ക് എന്താവശ്യം വരും, ഫണ്ട് പൈസ ആവശ്യം വരും, ചില സമയത്തൊക്കെ ആവശ്യം വരും. അപ്പോൾ ആ സമയത്തൊക്കെ എന്താണ് എനിക്കിതുപോലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം, ഇൻവെൻട്രി വേണ്ടി വരും അല്ലേ, അതുപോലെ ഡെറ്റേഴ്സ്, ഇവരുള്ള പല കാര്യങ്ങളും വേണ്ടി വരും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സൈക്കിൾ അനുസരിച്ചിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർ ചെയ്യും അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഇസ് ഹയർ ഇൻ ഫേംസ് വിത്ത് ലാർജർ പ്രൊഡക്ഷൻ സൈക്കിൾ. വലിയ പ്രൊഡക്ഷൻ സൈക്കിൾ ഉള്ളവർക്ക് കുറേ
വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫേം വിച്ച് ഓപ്പറേറ്റ് ഓൺ എ ലാർജ് സ്കെയിൽ അല്ലേ, വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ആണെങ്കിൽ എന്ത് വേണം, അവർക്ക് കുറേ എന്ത് വേണ്ടി വരും, വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ ബിസിനസ് സൈക്കിളും കൂടെ നോക്കണം. ഓക്കെ, ഡ്യൂറിങ് ബൂം പീരീഡ് ഹയർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് റിക്വയർഡ് അല്ലേ. ഇപ്പം നല്ലൊരു ഭയങ്കര പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ അതൊരു സീസൺ ടൈമാണെന്ന് വിചാരിക്കുക, ആ ബിസിനസ്സിൻ്റെ ബൂം പീരീഡിലാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രൊഡക്ഷന് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് അവർക്ക് കൂടുതൽ എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഒരു ലോ ലെവലിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സീസണൽ ഫാക്ടേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ സീസൺ ടൈമൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് എന്ത് വേണം, ക്യാപിറ്റൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ക്ലിയർ അല്ലേ? പിന്നെ ക്രെഡിറ്റ് അലൗഡ് അല്ലേ, നമ്മുടെ ബിസിനസ്സിന് എത്രമാത്രം ക്രെഡിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, നമ്മളെല്ലാവർക്കും ഇങ്ങനെ ക്രെഡിറ്റിന് കൊടുക്കുന്നവരാണോ? അതെന്താണ്, ഒരു ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ അനുസരിച്ചിട്ട് ക്യാപിറ്റലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ്. കുറേ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും അല്ലേ. അതായത് ആ ഫേം വിച്ച് ഓഫേഴ്സ് ലിബറൽ ക്രെഡിറ്റ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് നീഡ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ. ഞാൻ എല്ലാവർക്കും ക്രെഡിറ്റിന് പൈസ ക്രെഡിറ്റ് കൊടുക്കുകയെന്ന് വിചാരിക്കും, അപ്പോൾ എൻ്റെ കയ്യിൽ ചിലവാക്കാൻ പൈസ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ കയ്യിൽ വെക്കണം. ഇനി അതുപോലെ എനിക്ക് ക്രെഡിറ്റ് കിട്ടുക എന്ന് വിചാരിക്കുക, എനിക്ക് കുറേ ആൾക്കാർ കടം തരുന്നുണ്ട്. കടം തരുന്നതിനെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് എന്ത് ആവശ്യം വരില്ല, പെട്ടെന്ന് കാശിൻ്റെ ആവശ്യം അങ്ങനത്തെ സാധനങ്ങൾ വരില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി അല്ലേ. ആ ഫേം വിച്ച് അവൈൽസ് മോർ ക്രെഡിറ്റ് ഫ്രം സപ്ലയേഴ്സ് റിക്വയർ ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ. എനിക്ക് കൂടുതൽ എൻ്റെ സപ്ലൈസ് കട എനിക്ക് തരുന്ന ആളാണ്, എനിക്ക് കടത്തിന് സാധനം വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ എന്താണ്, എനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. ക്ലിയർ? പിന്നെ അതുപോലെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കൂടെ നോക്കണം അല്ലേ. അതായത് എൻ്റർപ്രൈസ് ദാറ്റ് ഓപ്പറേറ്റ്സ് വിത്ത് ഹൈ എഫിഷ്യൻസി റിക്വയർ ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മൾ ഒപ്റ്റിമം യൂട്ടിലൈസേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ്, വേസ്റ്റേജ് പ്രൊഡക്ഷനിലൊക്കെ വേസ്റ്റേജ് കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഓപ്പറേഷൻ എഫിഷ്യൻസി കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് മതി, കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെൻട്രീനെയും ഡെപ്റ്റേഴ്സിനെയും പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ പൈസ വാങ്ങിക്കുന്നു, ഇൻവെൻട്രീസിനെ പെട്ടെന്ന് തന്നെ ഫൈനൽ ഗുഡ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കാശ് കാര്യങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്നു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കരുതി വെക്കേണ്ട, കുറച്ച് മതി, ഭയങ്കര ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണെങ്കിൽ. പിന്നെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് അല്ലേ. അതായത് ഇഫ് ദ റോ മെറ്റീരിയൽസ് ആർ അവൈലബിൾ ഫ്രീലി ആൻഡ് വിത്തൗട്ട് ഇൻറ്ററപ്ഷൻ ദ ഫേം ഹാസ് ടു ഇൻവെസ്റ്റ് ലെസ് ഇൻ ദ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. നമുക്ക് ഫ്രീ ആയിട്ട് ഒക്കെ റോ മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരുപാട് ഫണ്ട് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് വെക്കേണ്ട റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് ആണ് ഗ്രോത്ത് പ്രോസ്പെക്റ്റ് അല്ലേ. ഇഫ് എ ഫേം വിത്ത് ഗ്രേറ്റർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ നീഡ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. വലിയ രീതിയിൽ പ്രവർത്തിക്കണം, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതലായിട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ചിലവാക്കാൻ വേണ്ടി പൈസയും കാര്യങ്ങളും വേണം. ആ പൈസനെ നമ്മൾ എന്താ പറയുക, വർക്കിംഗ് ക്യാപിറ്റൽ എന്താ പറയുക. അപ്പോൾ അത് കൂടുതൽ വേണ്ടി വരും. ലെവൽ ഓഫ് കോമ്പറ്റീഷനും കൂടെ നോക്കണം. ഹൈ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ മേ റിക്വയർ ഹയർ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു മീറ്റ് ഏർജൻറ്റ് ഓർഡർ അല്ലേ. ഇപ്പം നമ്മൾ നല്ല സീസൺ ടൈം ബൂം പീരീഡിലാണ് നിൽക്കുന്നത് വിചാരിക്കും, നല്ല ഡിമാൻഡ് ഉണ്ട് എൻ്റെ പ്രൊഡക്ട്സിന് എന്നാണെങ്കിൽ, കസ്റ്റമേഴ്സ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രൊഡക്ട്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം, ആൾക്കാരുടെ ഡിമാൻഡിനനുസരിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനർത്ഥം എന്താ, കൂടുതൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നതിനനുസരിച്ച് എനിക്ക് എന്ത് വേണം, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലും വേണം അല്ലേ. പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ രൂപയുടെ മൂല്യം കുറയുന്ന സമയം എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് കൂടുതൽ പൈസ വേണം. ഇപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞ സമയമാണെങ്കിൽ 50,000 രൂപ ഓക്കെ, പക്ഷെ നല്ല ഇൻഫ്ലേഷൻ സമയത്താണെങ്കിൽ 50,000 രൂപ പോരാ, പകരം 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ എന്ത് വേണം, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരിക്കണം, കൂടുതൽ വേണം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ബിസിനസ്സിൻ്റെ നേച്ചർ നോക്കണം, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ നോക്കണം, ഓപ്പറേറ്റിംഗ് സൈക്കിൾ നോക്കണം, ബിസിനസ് സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കണം, സീസണൽ ഫാക്ടേഴ്സിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ റെഡിയാക്കണം, ക്രെഡിറ്റ് എത്രമാത്രം കൊടുക്കുന്ന ആൾക്കാരാണെന്ന് നോക്കണം, ക്രെഡിറ്റ് എത്രമാത്രം കിട്ടുന്നുണ്ട് ബിസിനസ്സിൽ നിന്ന് നോക്കണം, റോ മെറ്റീരിയൽസ് എങ്ങനെ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നോക്കണം, പിന്നെ റീ ഓർഡർ പീരീഡ് നോക്കണം, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ നോക്കണം, ഇൻഫ്ലേഷൻ നോക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ എന്തായി, എൻഡായി. അപ്പോൾ ഈ ചാപ്റ്റർ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഈ ചാപ്റ്റർ എടുത്തത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞു തന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ടോ? ഈ ചാപ്റ്ററിന് തന്നെ നല്ല സമയം ഞാൻ എടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പഠിച്ചോട്ടെ വിചാരിച്ചിട്ട് ഈ ചാപ്റ്റർ. ഓക്കെ, മറ്റ് ചാപ്റ്റേഴ്സിനെ വെച്ചിട്ടല്ല, കുറച്ച്
ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ്. ക്ലിയർ? എടാ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഫയർ ഇമോജി ഇടണേ. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, ഓക്കെ അല്ലേ? കുറച്ച് വെള്ളം കുടിക്കട്ടെ. ക്ലിയർ ക്ലിയർ ക്ലിയർ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. മൊത്തത്തിൽ പോയോ? ഇല്ല. എവിടെ ഈ ചാപ്റ്റർ? ഇങ്ങനെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിക്കും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് എന്തിലേക്ക് പോവാം? നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യത്തെ ചാപ്റ്റർ. ഓക്കെ, ഇത് സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ബിസിനസ് എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം അല്ലേ? ബിസിനസ് തോന്നിയ പോലെ ബിസിനസ് അങ്ങോട്ട് തുടങ്ങി വൻ ഗംഭീര തുടക്കമൊക്കെ കൊടുത്ത് എന്നിട്ട് തോന്നിയ പോലെ നടന്നു കഴിഞ്ഞാൽ പറ്റില്ല. അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. അപ്പോൾ എന്താണ് ബിസിനസ്സിലെ മാനേജ്മെൻറ്റ് എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? It is the administration of an organization and essential for all organization. They can be small or big, profit or non-profit making അല്ലേ? ബിസിനസ്സിലെ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന എല്ലാ ടൈപ്പ് ബിസിനസ്സിനും ആവശ്യമുള്ള കാര്യമാണ്. ക്ലിയർ അല്ലേ? മാനേജേഴ്സ് ടേക്ക് ഡിസിഷൻ ഫോർ ദ ഗോൾ ടു ബി അച്ചീവ്. അപ്പം ബിസിനസ് മാനേജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ബിസിനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് of getting things done through others efficiently and effectively. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഗോള് മറ്റുള്ളവരെ കൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ മാനേജ്മെൻറ്റിൽ മൂന്ന് പ്രോസസ്സാണ്, കോൺസെപ്റ്റാണ് കിടക്കുന്നത്. മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സാണെന്ന് പറയണു? അതായത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഫങ്ഷൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ? സീരീസ് ഓഫ് ഫങ്ഷൻസ് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതായത് ബിസിനസ്സിൽ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, അതിന് വേണ്ട സ്റ്റാഫിങ് നടത്തുന്നു, ഡയറക്റ്റിംഗ് നടത്തുന്നു, കൺട്രോളിങ് നടത്തുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സായിട്ട് നടക്കുന്നതുകൊണ്ട് മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സാണ്. പിന്നെ മാനേജ്മെൻറ്റ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ്നെസ് ആണ്. ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ടൈമിലെല്ലാം എന്ത് ചെയ്യണം? ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കണം, ചെയ്യിപ്പിച്ച് തീർക്കാൻ വേണ്ടി നോക്കണം അല്ലേ? അതുകൊണ്ട് തന്നെ ടൈമിലി കംപ്ലീഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു വലിയ കോൺസെപ്റ്റാണ്. അടുത്തെന്ന് പറയുന്നത് എഫിഷ്യൻസി. ഇങ്ങനെ ചെയ്യിപ്പിച്ചാൽ മാത്രമല്ല ക്വാളിറ്റി വേണം. ഓക്കെ, വെറുതെ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കല്ലേ, ക്വാളിറ്റി കൂടെ വേണം അല്ലേ? കംപ്ലീഷൻ ഓഫ് വർക്ക് വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് റിസോഴ്സസ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ചിലവ് കുറച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കറക്റ്റ് ടൈമിൽ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീഷൻ ഓഫ് വർക്ക് ഓൺ ടൈമാണ്. ഓക്കെ, എഫക്റ്റീവ്നെസ്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ഓക്കെ, അതായത് മിനിമം റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡക്ട്സ് ഉണ്ടാവുക, ക്വാളിറ്റിയിൽ സാധനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രണ്ട് ടേം നിങ്ങൾ നോക്കിയിരിക്കണം, എക്സാമിന് ചോദിക്കും. ഇനി മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ഗോൾ ഓറിയൻറ്റഡ് പേഴ്സൺ ആണ് അല്ലേ? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ് നോക്കി വെക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർവേസീവ് ആണ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവലുകളിലും അല്ലേ 3 ലെവൽസ് ഉണ്ട്. ഈ 3 ലെവൽസിൽ എന്താണ് മാനേജ്മെൻറ്റ് നടക്കുന്നില്ലേ? ലോവർ ലെവലുകാരും അതുപോലെ തന്നെ മിഡിൽ ലെവലുകാരും ടോപ്പ് ലെവലുകാരും എന്താണ് ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇത് ഓൾ പെർവേസീവ് ആണ്. ഒരു ഗ്ലോബൽ കോൺസെപ്റ്റ് ആണ്. പെർഫോംഡ് ബൈ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ അറ്റ് ഓൾ ലെവൽസ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇസ് മൾട്ടി ഡയമെൻഷനിലാണ്.
ഓക്കെ, ബിസിനസ്സിൻ്റെ അകത്ത് എന്ത് നടക്കുന്നുണ്ട് മക്കളെ? വർക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നടക്കുന്ന വർക്കിനെയും മാനേജ് ചെയ്യണം അല്ലേ? ബിസിനസ്സിൽ എന്താണ്? n നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ n നമ്പർ ഓഫ് ആക്ടിവിറ്റീസിൻ്റെ ആ വർക്കിനെ മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ ആ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലേ, it deals people as an individual having individual needs and a group of people അല്ലേ? അതായത് എന്ത് ചെയ്യണം? അത് ചെയ്യുന്ന ആളുകളുടെയും നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം, കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. അതായത് നമ്മൾ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് കിട്ടുന്ന പോലെ തന്നെ അവരുടെ മെയിനായിട്ട് അവരുടെയും കൂടെ ആവശ്യങ്ങളുണ്ടാവും. ഓക്കെ, ഒരു ബിസിനസ്സുകാരിൽ പണിയെടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർ ബിസിനസ് നന്നാവുക മാത്രമല്ല, കൂടെ അവരും കൂടെ നന്നാവണം എന്നുള്ളത്. അപ്പോൾ അവരെയും കൂടെ നമ്മൾ മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ ഓപ്പറേഷൻസ് നോക്കണം. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിന് അല്ലേ, അതായത് എത്രമാത്രം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ഉണ്ടോ എന്നുള്ള ഓപ്പറേഷൻസിനെയും കൂടെ നോക്കണം. ക്ലിയർ? അതായത് റിസൾട്ടിനെയും കൂടെ മാനേജ് ചെയ്യണം. ക്ലിയർ അല്ലേ? പിന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ് അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് അല്ലേ, ഒരു ഗ്രൂപ്പായിട്ട്. മാനേജ്മെന്റ് ഫംഗ്ഷൻ cannot be performed isolated. Each individual perform his role at the department and their efforts are directed toward common. ഒരു കോമൺ ഗോളിന് വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ എന്താണ്? ഡൈനാമിക് ഫംഗ്ഷൻ ആണ് അല്ലേ, എന്താണ്? ചേഞ്ചിങ് ആണ്. മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ടിവിറ്റീസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ സമയവും ഒരേപോലെയല്ല മാനേജ്മെന്റ് വർക്ക് ചെയ്യേണ്ടത്. ഇറ്റ്സ് ഡൈനാമിക് ഇൻ നേച്ചർ അല്ലേ, കണ്ടിന്യൂസ്ലി എന്താണ്? ഇവോൾവിംഗ് ആണ്. ബിസിനസ് എൻവയോൺമെന്റിൽ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് ചേഞ്ചസിൽ മാറ്റം വരും. അതുപോലെ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അതിനെ കാണാനോ തൊടാനോ പിടിക്കാനോ പറ്റില്ല. പകരം നമുക്ക് അതിൻ്റെ എഫിഷ്യൻസിയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക അല്ലേ. എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ക്യാൻ ബി ഫെൽറ്റ് ഇൻ ദ ഫോം ഓഫ് ഹൈ പ്രോഫിറ്റ്. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? നല്ല മാനേജ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടുമ്പോൾ, നല്ല ഗ്രോത്ത് ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. പിന്നെ ക്ലിയർ അല്ലേ? 3 രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണുള്ളത് ബിസിനസ്സിൻ്റെ അകത്ത്. ക്ലിയർ അല്ലേ? ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ 3 രീതിയിലാണുള്ളത് അല്ലേ. ഒബ്ജക്റ്റീവ്സ് 3 രീതിയിലുണ്ട്. ഓർഗനൈസേഷനിലുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ഉണ്ട്, പേഴ്സണൽ ഉണ്ട് അല്ലേ. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുക അല്ലേ, ഗ്രോത്ത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുക ബിസിനസ്സിൽ, പിന്നെ സർവൈവൽ. ഇത്രയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അകത്ത് അല്ലേ. ബിസിനസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ സർവൈവൽ അല്ലേ. എക്സ്പെൻസും ഇൻകവും മീറ്റ് ചെയ്യിച്ചുകൊണ്ട് സർവൈവ് ചെയ്ത് പോവുക, അതിനനുസരിച്ചിട്ട് പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുക, പ്രോഫിറ്റ് കൂട്ടിക്കൊണ്ടുവരിക, അതിനുശേഷം എന്ത് ചെയ്യുക? ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ പേഴ്സണൽസിൻ്റെയും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും കൂടെ ഗ്രോത്ത് എൻഷുർ ചെയ്യണം അല്ലേ. അതുപോലെ അവർക്ക് നല്ല സാലറി കൊടുക്കുക, ബേസിക് ആയിട്ടുള്ള സാലറി കൊടുക്കുക, ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, പ്രൊമോഷൻസ് കൊടുക്കുക, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കുക, അങ്ങനത്തെ പല കാര്യങ്ങൾ കൊടുക്കുക. ഇനി സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ സോഷ്യലിനോട് നമ്മൾ എന്താണ്? റെസ്പോൺസിബിൾ ആണ്. ഫെയർ ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസ് നടത്തുക, പ്രൊഡക്ട്സ് നല്ല ഫെയർ ആയിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ അകത്ത് അഡൾട്രേഷനോ കാര്യങ്ങളോ ഇല്ലാത്ത പ്രൊഡക്ട്സ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേടാ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ട് ബിസിനസ്സിൽ മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നു? ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബിസിനസ്സിൽ മാനേജ്മെന്റ് വേണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? മാനേജ്മെന്റ് യുണൈറ്റ് ദ റിസോഴ്സസ് together and give common direction to the efforts of all individuals towards achieving those goals അല്ലേ. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ട് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്ന അവരുടെ എഫേർട്ടിനെ ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി നമ്മൾ പറഞ്ഞു. എന്താണ് എഫിഷ്യൻസി? ക്വാളിറ്റി കൂട്ടുക അല്ലേ. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് കൂട്ടുന്ന പരിപാടിയാണ് അല്ലേ. മാനേജർ സീക്ക് റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ത്രൂ ബെറ്റർ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ് ഫ്രം ദീസ് ആക്ടിവിറ്റീസ് അല്ലേ. ക്ലിയർ അല്ലേ?
ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ക്രിയേറ്റ് ഡൈനാമിക് ഓർഗനൈസേഷൻസ് ആണ് അല്ലേ. നമുക്കറിയാം ബിസിനസ് എന്താണ്, ബിസിനസിന്റെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് ബിസിനസിന്റെ അകത്തും വരുത്തേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ബിസിനസ്സിൻ്റെ അകത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യില്ല, ഈ ചേഞ്ചസിനെതിരെ റെസിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ക്ലിയർ അല്ലേ. Then management helps people adapt to these changes so that organization able to maintain competitive edge. ഓക്കെ, അപ്പോൾ ബിസിനസ്സിനുള്ളിൽ തന്നെ എന്താണ് ഒരു യൂണിറ്റി കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ. പിന്നെ നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് ഹെൽപ്പ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് അല്ലേ. അതായത് കറക്റ്റായിട്ടുള്ള നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർക്ക് നല്ല പ്രൊമോഷനും കാര്യങ്ങളും സാലറി ഇൻക്രിമെൻ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്കും ഗ്രോത്ത് സംഭവിക്കും അല്ലേ. ത്രൂ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ദ മാനേജ്മെന്റ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽ ടു develop team spirit, cooperation and commitment of group success. ഓക്കെ, അത് ബെസ്റ്റ് എംപ്ലോയിനെ ഒക്കെ തിരഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ ലീഡർഷിപ്പും ഗൈഡൻസും കൊടുത്ത് പേഴ്സൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വളർത്താൻ വേണ്ടി പറ്റും. ഇനി അടുത്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിക്കുള്ള ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എലോങ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ഓൾസോ എയിംസ് ടു ഡെവലപ്പ് സൊസൈറ്റി ബൈ ഗിവിങ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു സോഷ്യൽ ഒബ്ലിഗേഷൻ. സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ട് അല്ലേ. ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, അതായത് അഡൾട്രേഷൻ ചേർക്കാത്തത് കൊടുക്കുക, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബിസിനസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതും കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇനി നമ്മൾ ബിസിനസ്സിന് എന്താണ് നേച്ചർ പറയുന്നൊരു കാര്യമുണ്ട്. ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ചില ആൾക്കാർ പറയും അതൊരു ആർട്ടാണ്, ചിലർ പറയും പ്രൊഫഷനാണ്, ചിലർ പറയും സയൻസ് ആണെന്ന്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യമാണ്. മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണെങ്കിൽ അവിടെ എന്ത് വേണം, റെഫേഴ്സ് എ സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ടു അച്ചീവ് ഡിസയർ ഒബ്ജക്റ്റീവ് ആണ് അല്ലേ. ഒരു ആർട്ടിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്ക് അനുസരിച്ചിരിക്കും അതിലുള്ള അയാളുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ബിസിനസ്സിൻ്റെ അകത്തും വരുന്നത്. ഒരു ആർട്ടാവുന്ന സമയത്ത് ഓരോ മാനേജേഴ്സും ഓരോ ലെവലിലാണ് ചെയ്യണത്. അപ്പം ഞാൻ മാനേജ് ചെയ്യണ പോലെ യദു സാർ മാനേജ് ചെയ്യുക. അപ്പം നമ്മുടെ മാനേജ്മെൻറ്റിലൊക്കെ എന്താണ് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വരും. ക്ലിയർ അല്ലേ. പിന്നെ അതുപോലെ മാനേജ്മെൻറ്റ് സയൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സയൻസ് എന്ന് പറയുന്നതാണ് ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ജനറൽ ട്രൂത്ത് വിച്ച് ക്യാൻ ബി ടെസ്റ്റഡ് എനിവർ എനി ടൈം ആണ് അല്ലേ. അതുപോലെ തന്നെ ഈ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഗ്ലോബലി അംഗീകരിച്ചിട്ടുള്ള ഒരു ട്രൂത്ത് ആയിരിക്കാം. നമുക്ക് എവിടെ ചെയ്ത് കഴിഞ്ഞാലും എവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരേ റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെയാണ് നമ്മുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ തിയറിയും പ്രിൻസിപ്പിൾസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു സയൻസിൽ എങ്ങനെയാണ് പ്രിൻസിപ്പിൾസൊക്കെ അനുസരിച്ച് ഒബ്സർവേഷനിലനുസരിച്ചിട്ടാണ് ഓരോ പ്രിൻസിപ്പിൾസും തിയറീസും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റിലും പ്രിൻസിപ്പിൾസും തിയറീസും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്? അത് കറക്റ്റായിട്ടുള്ള ഒബ്സർവേഷൻസിൻ്റെയും കാര്യങ്ങളുടെയും ബേസിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ്മെൻറ്റും എന്താണ് ഒരു സയൻസ് ആയിട്ട് കൂട്ടാൻ വേണ്ടി പറ്റും അല്ലേ. അവിടെയും എന്തുണ്ട് ഒരു പ്രാക്ടിക്കൽ നോളജിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം thus on the basis of above comparison we can conclude that management cannot be considered existing pure science but we can call it an inexact science or social science അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് എന്ന് പറയുന്ന എക്സ്പെരിമെൻസിൻ്റെ ഒക്കെ ബേസിലൊക്കെ ആണെങ്കിൽ അതിനാണ് നമ്മൾ സയൻസ് എന്ന് പറയുക. പക്ഷേ ഇവിടെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആരിലാണ്, മനുഷ്യരിലാണ് അല്ലേ. മനുഷ്യരുടെ ബിഹേവിയേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിലെ പ്രിൻസിപ്പിൾസ് കാര്യങ്ങൾ ഇവോൾവ് ചെയ്തത്. അതുകൊണ്ട് നമുക്കൊരു പ്യുവർ സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. പകരം സോഷ്യൽ സയൻസ് ആണെന്ന് പറയാം, ബിഹേവിയറൽ സയൻസ് ആണെന്ന് പറയാം, ഇൻഎക്സാക്ട് സയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ അല്ലേ. ഇനി മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് പറയുന്നത്. പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഡിഫൈൻഡ് ആസ് ആൻ ഒക്യുപ്പേഷൻ backed by specialized knowledge and training in which entry is restricted ആണ് അല്ലേ. പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷൻ ആണ്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലി നമുക്ക് ചെയ്യണമെങ്കിൽ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് വേണം. അതുപോലെ തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക്കെ കുറിച്ച് പഠിച്ച് ട്രെയിനിങ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രൊഫഷനിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ മാനേജ്മെൻറ്റിലെ കേസിലേക്ക് വരുമ്പോൾ മാനേജർ ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നൊരു പെർട്ടിക്കുലർ കോഴ്സ് എടുത്ത് ഇന്നൊരു കാര്യം പാസ്സാവണം എന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും മാനേജർ ആകാം അല്ലേ, ആർക്ക് വേണമെങ്കിൽ മാനേജ്മെൻറ്റ് പോസ്റ്റിൽ ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
അപ്പോൾ മാനേജ്മെൻറ്റിന് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, പ്രൊഫഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പകരം വേണേൽ നമുക്ക് ആർട്ടാണെന്നും സയൻസ് ആണെന്നും പറയാം. സയൻസ് എന്ന് പറയുമ്പോൾ പ്യുവർ സയൻസ് അല്ല, ബിഹേവിയറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഇൻഎക്സാക്ട് സയൻസ് എന്നേ പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാം പ്രൊഫഷൻ അല്ല. പ്രൊഫഷനിലാണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും എൻട്രി, സർവീസ് മോട്ടീവ് ആയിരിക്കും, ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ടായിരിക്കും പ്രൊഫഷൻ്റെ അകത്ത്. പക്ഷെ ഇതൊന്നും മാനേജ്മെൻറ്റിന് ഒരു മാനേജറിനും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതാണെന്ന് പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ടതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഡിവൈഡ് ചെയ്തത്? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുള്ള ഒരു ഏരിയ ആണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരാൾക്ക് ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് ഇരുന്നിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റണമെന്നില്ല, എഫിഷ്യൻ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് എന്തിനാ, ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അല്ലേ. ബിസിനസ്സിനെ മുന്നോട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി ബിസിനസ്സിനെ പല ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ലെവലായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ടോപ്പ് ഉണ്ട്, മിഡിൽ ഉണ്ട്, പിന്നെ അതുപോലെ ലോവർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഓരോ ലെവൽസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിച്ചിരിക്കേണ്ടത്. അതെ, ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവർ ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് പഠിച്ച് ബിസിനസിന്റെ സർവൈവൽ റിലേറ്റ് ചെയ്തെടുക്കുന്നവരാണ് ടോപ്പ് മാനേജ്മെന്റ്, ബിസിനസിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആൾക്കാർ. ഓക്കെ, അതുപോലെ തന്നെ അവരാണ് ഓർഗനൈസേഷണൽ ഗോളും സ്ട്രാറ്റജീസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ബിസിനസിന്റെ വെൽഫെയറും സർവൈവലും എൻഷുർ ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. അതുപോലെ മാനേജേഴ്സ് ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് സൊസൈറ്റൽ ഇമ്പാക്റ്റേഴ്സ് ആണ്. ഓക്കെ, അവരാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കുന്നത്, ടോപ്പ് മാനേജ്മെന്റ്. ഇനിയുള്ളത് എന്താണ്? മിഡിൽ മാനേജ്മെന്റ് ആണ്. മിഡിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവർ ഓവർസീ ഓൾ ആക്ടിവിറ്റീസ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ആണ്. ഇവരെ നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് അല്ലെങ്കിൽ ഡിവിഷൻ ഹെഡ്സ് എന്ന് പറയും. മിഡിൽ ലെവലിൽ ഇവർ നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെയും ലോവർ മാനേജ്മെൻറ്റിൻ്റെയും ലിങ്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ടോപ്പ് മാനേജ്മെൻറ്റ് പോളിസീസ് കാര്യങ്ങൾ മിഡിൽ ലെവലിലേക്കായിരിക്കും കൊടുക്കുക, അവരാണ് ലോവർ ലെവലിലുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെയും മിഡിൽ മാനേജ്മെൻറ്റിൻ്റെയും ക്ലിയർ അല്ലേ? അവരുടെ ഫങ്ഷൻസ് പഠിക്കണം. ഇനി നെക്സ്റ്റ് ഉള്ളത് ഓപ്പറേഷണൽ ലെവൽ മാനേജേഴ്സ്, ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്, ലോവർ ലെവൽ മാനേജേഴ്സ്. ഓക്കെ, ഇതെന്താന്നുള്ളതാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ ലെവൽ മാനേജേഴ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ് ആസ് പെർ ഡയറക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ടോപ്പ് മാനേജേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പോളിസീസും ഓർഗനൈസേഷണൽ ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ സെറ്റ് ചെയ്ത കാര്യങ്ങൾ അവർ മിഡിൽ ലെവലിലുള്ള ആൾക്കാരോട് പറയുന്നു അല്ലേ, ഡിവിഷൻ ഹെഡ്സിനോടോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനോടോ പറയുന്നു. ഇവരത് ആരോട് പറയും? ഓപ്പറേഷൻ ലെവലിൽ ലോവർ ലെവലിലുള്ള ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിനോട് പറയും. അവരാണ് ആരായിട്ട് കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നത്? വർക്കേഴ്സായിട്ട് കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അവരാണ് കിട്ടിയ വർക്കേഴ്സ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പോളിസി നടപ്പിലാക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ടുള്ള പോളിസി ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് ഓപ്പറേഷൻ ലെവൽ മാനേജേഴ്സിലാണ്. അതുപോലെ തന്നെ നമ്മളെ വർക്കേഴ്സിൻ്റെ ഗ്രീവൻസ്, അവരുടെ സജഷൻസ് കാര്യങ്ങൾ മാനേജ്മെൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ലോവർ ലെവലിലുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അവരായിരിക്കും വർക്കേഴ്സിൻ്റെ ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസിപ്ലിൻസ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എടാ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ, ഒന്ന് ഫയർ ഇമോജി ഇട്ട് തന്നാൽ മതി. സെറ്റ്. അതെ, 2 തീ. ഇത് സാർ ഇവിടെ വന്നിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലുള്ളതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. എനിക്ക് താഴെ പോയി, എനിക്ക് താഴെ എത്തിപ്പോയി. ഇല്ല, കുടിച്ചു. സാറ് എവിടുത്തെ അക്കൗണ്ട്സിന്റെ സാറാ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് പറഞ്ഞ ടാലി, ഇതെങ്ങനെ ടാലി ആവും? അവര് വിചാരിച്ചാലാക്കി തരാവുന്നതേ ഉള്ളൂ. സാറിനെ നാട്ടിക്കരുത് പ്ലീസ്. മിസ് ഇറങ്ങുന്നതിന് മുൻപേ അത് 100 തന്നാൽ മിസ് പാട്ട് കളിക്കും. ആ, പാട്ടല്ല, സാറ് ഡാൻസ് കളിക്കുന്നത്. സാറ് ഡാൻസ് കളിക്കും കേട്ടോ, കളിക്കായൊന്നുമില്ല, സാർ കളിക്കും നന്നായിട്ട്. അതെ, എന്തായിരുന്നു, ഒരു 999 ആൾക്കാരും കൂടെ കിട്ടിയ 1000 ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞ ആവശ്യം. ക്ലിയർ?
ഫസ്റ്റ് ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കഴിഞ്ഞു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒന്നും നോക്കാനില്ല, എല്ലാം വള്ളി പുള്ളി വിടാണ്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല, അതിനർത്ഥം അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ്. ഇനി ഇതിൽ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല, അത്രയും സിമ്പിൾ ആക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവര് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എല്ലാം വരും. ഓക്കെ, ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണ്, നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ. ബിസിനസ്സിൽ നേരത്തെ പറഞ്ഞു, ബിസിനസിന്റെ കോൺസെപ്റ്റ്, മാനേജ്മെന്റ് കോൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് മാനേജ്മെന്റ് ഒരു പ്രോസസ് ആവുന്നു? സീരീസ് ഓഫ് ഫങ്ഷൻസ് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. ഏതാണ് ആ സീരീസ് ഓഫ് ഫങ്ഷൻസ്? അതായത് പ്ലാൻ ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു, പിന്നെ അതിന് വേണ്ട ആൾക്കാരെ സ്റ്റാഫിങ്ങിൽ എടുക്കുന്നു, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, കൺട്രോളിങ് ചെയ്യുന്നു അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? തിങ്കിങ് ബിഫോർ ഡൂയിങ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതെന്ന് പറയുന്നത് ഒരു ബേസ് ഫോർ ഓൾ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ് അല്ലേ. ആദ്യം പ്ലാൻ ചെയ്യണം, പ്ലാൻ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല അല്ലേ. അതുകൊണ്ട് പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി സ്റ്റാൻഡ് ടുഡേ ആൻഡ് വേർ വി വാണ്ട് ടു റീച്ച് അല്ലേ. നമ്മൾ എവിടെ നിൽക്കുന്നു, നമുക്ക് എവിടേക്ക് എത്തണം എന്നുള്ളതിൻ്റെ ആ ഒരു ദൂരം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇടയിൽ ഒരു പാലം പണിയുന്ന ആളെന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ സെറ്റിംഗ് ഓഫ് പ്ലാൻസ് നെക്സ്റ്റ് ഫംഗ്ഷൻ ദ മാനേജ്മെന്റ് ഇസ് ടു ഓർഗനൈസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് എസ്റ്റാബ്ലിഷേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ടു എക്സിക്യൂട്ട് ദ പ്ലാൻ. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ഇനി അത് കഴിഞ്ഞ് അതിൻ്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കണം. എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്, നമ്മളിപ്പോൾ അച്ചീവ് ചെയ്ത് നമ്മളൊരു ഓർഗനൈസേഷൻ ഗോൾ സെറ്റ് ചെയ്തു, നമ്മുടെ പ്ലാൻ പ്രകാരം 50,000 ആയി ആക്കുക നമ്മുടെ പ്രൊഡക്ഷൻ എന്നുള്ളതാണെന്ന് വിചാരിക്കുക. ഈ 50,000 പ്രൊഡക്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യണം, അത് ചെയ്യാൻ എത്ര ആൾക്കാർ വേണം, എത്ര ടൈം വേണം, അതിന് എന്നൊക്കെ ഡിപ്പാർട്ട്മെന്റ് വേണം എന്നുള്ള കംപ്ലീറ്റ് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ സ്റ്റാഫിംഗ് ആണ്. നമ്മൾ പ്ലാനൊക്കെ തയ്യാറാക്കി, ഇനി ഇത് ചെയ്യാൻ വേണ്ട ആൾക്കാരെ, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമ്മൾ എടുക്കണം അല്ലേ. ഇറ്റ് റെഫേഴ്സ് ടു പ്രൊക്യൂർ സ്യൂട്ടബിൾ എംപ്ലോയീസ് ടു ഫിൽ വേരിയസ് ജോബ് ഇൻ ദ എന്റർപ്രൈസ്. ഇറ്റ് എയിംസ് us to place the right person for the right job at the right time. കറക്റ്റ് ആയിട്ടുള്ള ആളെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ കറക്റ്റായ സമയത്ത് കൊണ്ടിരുത്തുന്ന പരിപാടിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഹാർട്ടായിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു, പക്ഷേ എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആകെ അവതാളത്തിലായി പോകും അല്ലേ. ക്ലിയർ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഡയറക്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിങ്, ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് അല്ലേ. ഒരു ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കേണ്ട പരിപാടി, ആക്ഷൻ തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ടാണ്. എന്തുകൊണ്ട് ബ്രെയിനാന്ന് പറയുന്നില്ല? എടാ, ബ്രെയിൻ ചത്തുപോയാലും മനുഷ്യൻ ജീവിക്കും അല്ലേ, ബ്രെയിൻ ഇല്ലെങ്കിലും ജീവിക്കാം. ഓക്കെ, പക്ഷെ ഹാർട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ അടിയായി പോകില്ലേ. അതേപോലെ തന്നെ ഡയറക്റ്റിംഗ് നിന്ന് പോയി കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ കാര്യത്തിലും ഏകദേശം തീരുമാനമായി. അതും കഥം പെട്ടി ഓർഡർ ചെയ്യാം. ക്ലിയർ? ഇനി അവസാനത്തതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മൾ പ്ലാനിങ്ങിൽ ഗോൾ സെറ്റ് ചെയ്തു അല്ലേ. ഗോള് നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് ചെയ്ത് വെച്ചു. ആ സെറ്റ് ചെയ്ത ഗോള് പ്രകാരം ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റിങ്ങിൽ പറഞ്ഞു കൊടുത്തു. എടാ, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവർ വർക്ക് ചെയ്യുമല്ലോ, ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ. ആ റിസൾട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം ഗോളിലേക്ക് എത്തുന്നതാണോ, അല്ലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നടക്കുമോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന, അതായത് സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ നടത്തുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ദ ടാസ്ക് ഓഫ് കൺട്രോളിംഗ് ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്, മെഷറിംഗ് ദ കറണ്ട് പെർഫോമൻസ്, അതെന്ത് ചെയ്യുന്നു? കമ്പയറിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ് അല്ലേ. എന്നിട്ട് അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കും, നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരമല്ല, വ്യത്യാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റീവ് ആക്ഷൻസ് എടുത്തിരിക്കണം. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ട, ഇനി മുതൽ മാറ്റിച്ചേ എന്ന് പറയണം പ്രശ്നമാണെങ്കിൽ. ക്ലിയർ? സെറ്റ്. ഇനി ഇത്രയാണ് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 5 ഫങ്ഷൻസ് ആണ് വരുന്നത്. ആ 5 ഫങ്ഷൻസും മനസ്സിലായോ നിങ്ങൾക്ക്? 5 ഫങ്ഷൻസും റെഡി ആയോ? ക്ലിയർ അല്ലേ?
ഓ താങ്ക് യു. ആരാണ്? അമിൻ ഷാ അല്ലേ പറഞ്ഞത്? താങ്ക്സ് എടാ, മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതി. ഇനി നെക്സ്റ്റ് കോർഡിനേഷൻ. ഇതെന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ 6ാമത്തെ ഫംഗ്ഷൻ ആണെന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരു സൈലന്റ് ഫംഗ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എസെൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാം. നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു അല്ലേ, എന്താണ് വേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ക്ലാരിറ്റി ഉണ്ടാക്കി, അതിൽ ആ സാധനങ്ങൾ ചെയ്യാൻ വേണ്ട എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ള കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, ഇപ്പം നിങ്ങൾ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഗോൾ സെറ്റ് ചെയ്യുന്നു. എനിക്ക് +2 ഫുൾ A+, ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ എന്ന നിങ്ങളുടെ പ്ലാൻ ചെയ്തു. പ്ലാനിങ്ങിൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തു. അതിന് വേണ്ടി ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കും അല്ലേ. ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇത്ര ടൈം പഠിക്കണം, ഇത്ര വർക്കൗട്ട് ചെയ്യണം, ഇത്ര സമയമെങ്കിലും മിനിമം ചെയ്യണം, ഇത്ര സമയം റിവിഷൻ ചെയ്യണം, ഇത്ര സമയം എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ നിങ്ങളൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി. അതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫിങ് അല്ലേ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഇനി പഠിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, നിങ്ങൾ ആ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആ പ്ലാൻ ചെയ്ത് വെച്ച പ്രകാരം അല്ലെങ്കിൽ ഓർഗനൈസിങ്ങിൽ നിങ്ങൾ എങ്ങനെയാണോ സ്ട്രക്ചറിൽ പോയത് അതനുസരിച്ച് നിങ്ങൾ ആ ഡയറക്റ്റിങ്ങിലൂടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസം നോക്കുന്നു, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് A+ കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു? കൺട്രോളിങ് എന്ന പ്രോസസ്സിലൂടെ കമ്പയർ ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇങ്ങനെ പോയാൽ എനിക്ക് കിട്ടുമോ, ഇനിയും എക്സ്ട്രാ ഇരുന്ന് പഠിക്കണോ എന്നുള്ള നോക്കുന്നു അല്ലേ. ഇൻ കേസ് നിങ്ങൾ പഠിക്കുന്ന രീതി ശരിയല്ലെങ്കിൽ അപ്പം തന്നെ മാറ്റുന്നു അല്ലേ, കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കോർഡിനേഷൻ വേണം അല്ലേ, എല്ലാം കറക്റ്റായ രീതിയിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ റിസൾട്ടിലേക്ക്, നിങ്ങളുടെ ഡിസൈർഡ് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ കോർഡിനേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കോർഡിനേഷൻ എന്താണ്? ഒരു പ്രോസസ്സാണ് വിച്ച് മാനേജസ് സിങ്ക്രണൈസ് അല്ലെങ്കിൽ കോർഡിനേറ്റ് the activities of different departments to ensure unity of action. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ബിസിനസ്സിൻ്റെ അകത്ത് നടക്കുന്ന നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് നമ്പർ ഓഫ് പീപ്പിൾ ചെയ്യുന്നുണ്ടാവും. ഇവരെല്ലാവരും ചെയ്യുന്നത് ഒരേ കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. എല്ലാവരും ചെയ്യുന്നത് നമ്മുടെ കോമൺ ഗോളിലേക്ക് വേണ്ട കാര്യമാണ് എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. യൂണിറ്റി ആണ് കൊണ്ടുവരുന്നത്. സോ കോർഡിനേഷൻ ഇസ് കൺസിഡർഡ് ആസ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ് because it is the force that connect all other managerial function അല്ലേ. നമ്മൾ പ്ലാനിങ്ങിൽ തുടങ്ങി കൺട്രോളിങ് വരെ 5 ഫംഗ്ഷൻസ് പറഞ്ഞു. ഈ 5 ഫംഗ്ഷൻസിൻ്റെ ഇടയിലും എന്ത് വേണം? കോർഡിനേഷൻ വേണം. പ്ലാൻ ചെയ്ത പ്രകാരം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പം ഞാനിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്താൽ ചിക്കൻ കറീൻ്റെ സാധനങ്ങൾ വേണം ഓർഗനൈസ് ചെയ്യാൻ, അല്ലാതെ സാമ്പാർ കഷ്ണമായിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി വെക്കാൻ അറിയുന്ന ആളെ വേണം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സ്റ്റാഫിങ്ങിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവിയൽ ഉണ്ടാക്കാൻ അറിയുന്ന ആളെ എടുത്തിട്ട് കാര്യമില്ല. എന്നിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കേണ്ടത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ട രീതി അയാൾക്ക് പറഞ്ഞു കൊടുക്കണം, ഡയറക്റ്റിംഗ് ചെയ്യണം. അല്ലാതെ ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കാനുള്ള ഗൈഡൻസ് കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ. എന്നിട്ട് അയാൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഞാൻ പ്രതീക്ഷിച്ച പോലെയാണോ എന്ന് ഞാൻ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് വേണം? കോർഡിനേഷൻ നടക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ കോർഡിനേഷൻ എസെൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇനി കോർഡിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരിക്കണം കേട്ടോ. അതായത് അതെന്താണ്? ഗ്രൂപ്പ് ആക്ടിവിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു അല്ലെ. ഇൻ്റഗ്രേറ്റ് ഡൈവേഴ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ ടു ഗ്രൂപ്പ് ആക്ടിവിറ്റി. പല ആക്ടിവിറ്റീസ് നടക്കുന്നത്. പ്രൊഡക്ഷൻ ഉണ്ട്, ഫൈനാൻസിങ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, പിന്നെ ബിസിനസ് മാനേജ്മെന്റ്, റിസർച്ച്, അങ്ങനെ പല 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 ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇതെല്ലാം ബിസിനസിൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? വൺ ഡയറക്ഷനിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി, പീപ്പിളിനെ വൺ ഡയറക്ഷനിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി, ഒരു ഓർഗനൈസേഷണൽ ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അതുപോലെ എന്താണ്? യൂണിറ്റി ഓഫ് ആക്ഷൻ അല്ലേ. എല്ലാവരും ഒരേ രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. ഡയറക്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് എംപ്ലോയീസ് ടുവേർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് കോമൺ ഗോൾസ് അല്ലേ. അതായത് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽസിനനുസരിച്ചിട്ട് വേണം പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ആ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് വേണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് വേണം? കറക്റ്റായിട്ടൊരു യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. പിന്നെ അതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു തവണ നമ്മൾ കോർഡിനേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിർത്തരുത്. ആ ബിസിനസ് എത്ര കാലം റൺ ചെയ്യുന്നു അത്രയും കാലം എന്താണ്? ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നടന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ എല്ലാം എന്ത് വേണം? നമ്മുടെ കോർഡിനേഷൻ വേണം. ക്ലിയർ അല്ലേ? അതായത് ഇറ്റ് ബിഗിൻസ് പ്ലാനിങ് സ്റ്റേജ് ആൻഡ് കണ്ടിന്യൂ സ്റ്റിൽ കൺട്രോളിങ് അല്ലേ. പ്ലാനിങ് മുതൽ കൺട്രോളിങ് വരെ ഈ സാധനം എത്തുന്നുണ്ട്. ക്ലിയർ?
ഇനി ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പെർവസീവ് ഫംഗ്ഷൻ ആണെന്നുള്ളത് അല്ലേ. അതായത് ഇത് എന്താണ്, പ്രസന്റ് ഇൻ എവ്രിവെയർ ആണ്. അതായത് 3 ലെവൽസിൽ അല്ലേ, ടോട്ടൽ അല്ല, ഓൾ ഡിപ്പാർട്ട്മെന്റ്സിലും എന്താണ്, ഓൾ ലെവൽസിലും ഓൾ ഡിപ്പാർട്ട്മെന്റ്സിലും കോർഡിനേഷൻ വേണം അല്ലേ. അതായത് ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ആബ്സെൻസ് ഓഫ് കോർഡിനേഷൻ റിസൾട്ട് ഇൻ ഓവർലാപ്പിംഗ് ഓഫ് വർക്ക് അല്ലേ. കറക്റ്റ് ആയിട്ടുള്ള കോർഡിനേഷൻ ഇല്ലെങ്കിൽ അവിടെ എന്താണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും, വേസ്റ്റേജ് വരും, ഡ്യൂപ്ലിക്കേഷൻ വരും, ഓവർലാപ്പിംഗ് ഒക്കെ വരും അല്ലേ. ക്ലിയർ. ഇനിയുള്ളതാണ് കോർഡിനേഷൻ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. എല്ലാ മാനേജേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി ആണ്. ഡെലിബറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കോർഡിനേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, കറക്റ്റായിട്ട് അന്വേഷിച്ച് പിടിച്ച്, ഓക്കെ നിങ്ങൾ ഇങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് തന്നെയല്ലേ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നത്, അതിനനുസരിച്ചിട്ട് തന്നെയല്ലേ മറ്റൊരു പോകുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡെലിബറേറ്റ്ലി എഫേർട്ട് ഇട്ട് ചെയ്യണം അല്ലേ. ക്ലിയർ അല്ലേ. ടോപ്പ് മാനേജേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ വർക്ക് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. മിഡിൽ ലെവൽ എന്ത് ചെയ്യണം, അതിൻ്റെ ചെയ്യണം. അതേപോലെ തന്നെ ഓപ്പറേഷൻ ലെവൽ മാനേജേഴ്സ് എന്ത് ചെയ്യണം, വർക്കേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ. ഇനി അവസാനത്തതാണ് ഡെലിബറേറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൺഷ്യസ് എഫേർട്ട് ഓഫ് ദ പാർട്ട് ഓഫ് എവ്രി മാനേജേഴ്സ് അല്ലേ. എല്ലാ മാനേജേഴ്സും അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഇറ്റ്സ് എ വോളണ്ടറി എഫേർട്ട് ഓഫ് എംപ്ലോയീസ് ടു ഹെൽപ്പ് വൺ അനദർ അല്ലേ. പരസ്പരം സഹകരിച്ച് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, വർക്കിൻ്റെ ഭാഗമായിട്ട്. ക്ലിയർ അല്ലേ. കോർപ്പറേഷൻ ഇൻ ദ ആബ്സെൻസ് കോർഡിനേഷൻ മേ ലീഡ് ടു വേസ്റ്റ് ഓഫ് എഫേർട്സ് അല്ലേ. കറക്റ്റായിട്ടുള്ള സഹകരണം ഇല്ലെങ്കിൽ കോർഡിനേഷൻ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ. ഇനി കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോർഡിനേഷൻ, ഗ്രോത്ത് ഇൻ സൈസ് അല്ലേ. സൈസിനനുസരിച്ച്, നമ്മുടെ ബിസിനസ്സിൻ്റെ സൈസിനനുസരിച്ച് എന്താണ്, കോർഡിനേഷൻ മാറും അല്ലേ. ഇപ്പോൾ കുഞ്ഞു കമ്പനിയാണ് നമുക്ക് വലിയ കോർഡിനേഷൻ വേണ്ട. പക്ഷെ വലിയൊരു കമ്പനിയാണ് നമുക്ക് എന്ത് വേണം, ഗ്രോത്ത് സൈസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, കോർഡിനേഷൻ വേണം അല്ലേ. When organization grows, coordination become essential to gather the diverse effort of all employees and ensure the work towards shared objectives അല്ലേ. ബിസിനസ്സിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ആക്ടിവിറ്റീസും കൂടും, ഒരുപാട് ആക്ടിവിറ്റീസ് വരും. അപ്പോൾ അതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, കറക്റ്റായിട്ടുള്ള യൂണിറ്റ് കിട്ടാൻ വേണ്ടി കോർഡിനേഷൻ വേണം. പിന്നെന്താണ്, കീ ടു അതർ ഫങ്ഷൻസ് ആണ് അല്ലേ. കോർഡിനേഷൻ മേക്സ് പ്ലാനിങ് മോർ എഫക്റ്റീവ്, ഗിവ് മോർ മീനിങ് ടു ഓർഗനൈസിങ്, മേക്ക് എന്താണ്, ഇൻവൈറ്റബിൾ for staffing since it is concerned with the human beings. Directing will become fruitful with coordinate effort. If there is no coordination, controlling will be failure അല്ലേ. അതായത് കറക്റ്റായ രീതിയിലുള്ള പ്ലാനിങ്ങോ ഓർഗനൈസിങ്ങോ സ്റ്റാഫിങ്ങോ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ എന്താണ്, നമ്മളുടെ മാനേജ്മെൻറ്റ് തന്നെ താളം തെറ്റിപ്പോവും. ക്ലിയർ അല്ലേ. പിന്നുള്ളതാണ് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ ആണ് അല്ലേ. അതായത് ദ ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ ആർ ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് എക്സെട്ര. നമ്മളെ ബിസിനസ്സിൻ്റെ അകത്ത് പല ടൈപ്പ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അല്ലേ. അവരുടെ ഫങ്ഷൻസിനനുസരിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓൾ ദീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാവ് ദെയർ ഓൺ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, സ്ട്രാറ്റജീസ് എക്സെട്ര. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോരോ ടാർഗറ്റ് ആയിരിക്കും. ഇവരെല്ലാവരും അവരവരുടെ ടാർഗറ്റ് മാത്രമല്ല, ഈ ടാർഗറ്റ് ഒക്കെ നമ്മുടെ കോമൺ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി തന്നതാണെന്നുള്ളൊരു ബോധ്യം വേണം. അല്ലാതെ ഇവർ പരസ്പരം ഇങ്ങനൊരു മത്സരമാണെന്ന് വിചാരിക്കും. അങ്ങനെ ഓർഗനൈസേഷനിൻ്റെ ഗോളിനേക്കാൾ ഉപരി അവർ ഡിപ്പാർട്ട്മെൻറ്റൽ ഗോളിന് കൂടുതൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റൽ വൈസുള്ള ഈ ഒരു ഗോൾ, ഷെയർ ചെയ്തിട്ടുള്ള ഗോളും അതുപോലെ നമ്മുടെ ഓർഗനൈസേഷൻ ഗോളും തമ്മിലൊരു യൂണിറ്റി കൊണ്ടുവരണം. ക്ലിയർ അല്ലേ. അതായത് therefore coordination is needed to ensure the unity of actions of various department അല്ലേ. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗോളിന് കൂടുതൽ ഫോക്കസ് ചെയ്താൽ എന്താ പ്രശ്നം, ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ആവും, മത്സരം വരും, അടിപിടി, കോൺഫ്ലിക്റ്റ് ഒക്കെ വരും. അപ്പോൾ അത് നമ്മുടെ അങ്ങനെ കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ക്ലിയർ അല്ലേ. പിന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് അല്ലേ. അതായത് പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് ഐഡിയാസ്, കൾച്ചർ, വ്യൂസ്, ആറ്റിറ്റ്യൂഡ് എക്സെട്ര ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം ഒരു കോമൺ പർപ്പസിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുക എന്ന് പറയുന്ന കോർഡിനേഷൻ വഴി സാധ്യമാവുന്നതാണ്. ക്ലിയർ അല്ലേ. അതുപോലെ സ്പെഷ്യലൈസേഷൻ കിട്ടും. മോഡേൺ ബിസിനസ് വിറ്റ്നസ് ദ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. സോ ദർ ഈസ് റിക്വയർഡ് സം മെക്കാനിസം ടു കോർഡിനേറ്റ് ദ എഫേർട്സ് ഓഫ് വേരിയസ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്പെഷ്യലിസ്റ്റുകൾ കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഈ ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓർഗനൈസിങ്
ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ, അതായത് ഒരേ സിമിലർ വർക്കുള്ള നേച്ചർ വർക്കുള്ള ആൾക്കാരെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാക്കുമ്പോൾ അവരെന്താണ് അത് ചെയ്ത് അതിൽ സ്പെഷ്യലിസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഓൾറെഡി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പരസ്പരം കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ കിട്ടും കോർഡിനേഷൻ വഴി. പിന്നെ റീകൺസൈലേഷൻ ഓഫ് ഗോൾസ് എന്ന് വെച്ചാൽ അനുരഞ്ജനം എന്നാണ് മീനിങ് വരുന്നത്. അതായത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനനുസരിച്ച് തന്നെ ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങൾ കൺസിഡർ ചെയ്യപ്പെടണം. അതാണ് റീകൺസിലേഷൻ ഓഫ് ഗോൾസ് എന്ന് പറയുന്നത്. പണ്ട് നന്നായി പ്രൊണൗൺസ് ചെയ്തത്, ഇപ്പോൾ തെറ്റിപ്പോയി. ക്ലിയർ, സെറ്റ്. അതായത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും എന്താണ് അവരുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. അതേപോലെ തന്നെ ഇതെല്ലാവരും എന്താണ് കോമൺ ഗോളിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗോൾസ് സെറ്റ് ചെയ്തിട്ടുള്ള കോമൺ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബിസിനസ്സിൻ്റെ ഗോൾ സെറ്റ് ആയി കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും എന്താണ് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലേ. ഓൾ എഫേർട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് എ കോമൺ ഗോൾ. ഇറ്റ് ഈസ് ത്രൂ coordination that individual goal, departmental goals etc. are reconciled with the organizational goal. അല്ല, ഓർഗനൈസേഷണൽ ഗോളായിട്ട് ഇതൊക്കെ ചേർന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? സെറ്റാണോ? അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് ചാപ്റ്ററും കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, യദുസാറിന് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കുഞ്ഞ് ചാപ്റ്റർ അല്ലേ. അപ്പോൾ മൂന്ന് ചാപ്റ്റർ ആയാലും നിങ്ങൾ എൻ്റെ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എനിക്കറിയാം. ക്ലിയർ, സെറ്റ് അല്ലേ? എടാ, അപ്പം നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് അല്ല, നമ്മുടെ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം മനസ്സിലായിട്ടുണ്ടോ എന്നൊന്ന് പറയണേ. ഞാൻ പോവില്ലടാ, ബാക്കിയുണ്ട് ചാപ്റ്റേഴ്സ്. ഇനി നമുക്ക് ഡയറക്റ്റിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ വരാനുണ്ട്. കൺട്രോളിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട് അല്ലേ. പിന്നെ ഏതാ? ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്. ഇത്രയല്ലേ ഉള്ളൂ എനിക്ക് എടുക്കാനുള്ളത്. സെറ്റ്. അങ്ങനെയാണെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ബിസിനസ്സിലെ മാനേജ്മെൻറ്റ് എന്ന് കുറേ തവണ പറഞ്ഞു. പക്ഷേ ബിസിനസ്സിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിസിനസ്സിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളുണ്ട്, അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ പുറത്ത് നടക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് മൈൻഡ് ചെയ്യാതെ ഇടാനും പറ്റില്ല. കാരണം അതിനൊക്കെ എന്താണ് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാനുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പം നിങ്ങളുടെ വീട്ടിലെ നാട്ടുകാർ, ഇപ്പം ചിലർ പറയും നമ്മൾ ഈ ഡ്രസ്സ് ചെയ്യണമൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ, അങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഏരിയയിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ചെയ്യില്ല. പകരം നമ്മൾ ചിലപ്പോൾ വേറൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യും അല്ലേ. പറയുമ്പോൾ ആ നാട്ടുകാരെ പേടിച്ചിട്ടൊന്നല്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കൺട്രോളിന് പുറത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ എന്താണ് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ എഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഇപ്പം തണുപ്പുകാലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് രാവിലെ മഞ്ഞുണ്ടാവും. അപ്പോൾ തണുപ്പ് വരുന്നതും മഴ പെയ്യുന്നതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ അതനുസരിച്ച് നമ്മളെ ജീവിതത്തെ അഡ്ജസ്റ്റ് ചെയ്യാറില്ലേ. ഇപ്പം നല്ല മഞ്ഞുള്ള സമയമാണെങ്കിൽ നമ്മൾ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരം ഒന്നും അധികം പുറത്ത് നിൽക്കില്ല, മഞ്ഞ് കൊണ്ട് പനി പിടിക്കുക, അങ്ങനത്തെ പ്രശ്നം വരും അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആയി. അതേപോലെ തന്നെ ബിസിനസ്സിനും എന്തുണ്ട്, ഒരു എൻവയോൺമെൻറ്റ് ഉണ്ട്. ആ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതർ ഫോഴ്സസ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സം ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അതർ ഫോഴ്സസ് ദാറ്റ് ആർ ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് എ ബിസിനസ്. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് കൺട്രോളിലുള്ള സാധനങ്ങളാണ് അല്ലേ. ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഔട്ട്സൈഡ് കൺട്രോളിലാണ്, പക്ഷേ ദാറ്റ് മേ എഫക്റ്റ് ഇറ്റ്സ് പെർഫോമൻസ്. എന്നിരുന്നാൽ പോലും അതിന് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ എഫക്റ്റ് ചെയ്യാൻ കഴിവുണ്ട്. അങ്ങനെ കഴിവുള്ള ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് കൺട്രോളിൽ കിടക്കുന്ന ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ എഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന
ഇൻഡിവിജ്വൽസിൻ്റെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ അല്ലെങ്കിൽ അതർ ഫോഴ്സസിൻ്റെയോ ടോട്ടലിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പം നോക്കിക്കേ, പണ്ട് എന്താണ് ഇങ്ങനത്തെ ഫോണായിരുന്നു, ഇപ്പോൾ പോയി ഫോൺ എന്തായി ഇങ്ങനത്തെ ടൈപ്പ്, പല ടൈപ്പ്, ഇപ്പം ഇങ്ങനെ മടക്കാൻ വരെ പറ്റുന്ന ടൈപ്പ് ഫോണുകളുണ്ട് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് നമ്മളെ ലോകത്തിൽ പല മാറ്റങ്ങൾ വന്നതിനനുസരിച്ച് ഈ ഫോൺ ഉണ്ടാക്കിയ കമ്പനിക്കാരെന്താണ് ഇപ്പോൾ കാലം മാറിയതിനനുസരിച്ച് മാറി ഇപ്പം എന്താ ഇങ്ങനത്തെ ഫോണിലേക്ക് എത്തേണ്ടി വന്നു. ക്ലിയർ അല്ലേ? ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എഫക്റ്റ് ചെയ്യും കേട്ടോ ബിസിനസ്സിനെ. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, ബിസിനസ് എൻവയോൺമെൻറ്റ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ഓക്കെ, ബിസിനസ് എൻവയോൺമെൻറ്റ് സവിശേഷത. ഇപ്പോൾ സവിശേഷത എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഫീച്ചേഴ്സ് നിങ്ങൾ കുറേ ടേം കേൾക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് മഴക്കാലത്തിന് സവിശേഷത എന്താ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? മഴക്കാലത്തിൽ എന്നും നിർത്താണ്ട് മഴ പെയ്യും, നല്ല മഞ്ഞുണ്ടാകും, നല്ല തണുപ്പുണ്ടായിരിക്കും അല്ലേ, വെള്ളക്കെട്ട് വരും, വെള്ളം നിറഞ്ഞ് വെള്ളക്കെട്ട് വരാനുള്ള ചാൻസ്. ഇതൊക്കെയാണ് മഴക്കാലത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ ബിസിനസ് എൻവയോൺമെൻറ്റ് സവിശേഷത എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് അല്ലേ. ബിസിനസ് എൻവയോൺമെൻറ്റ് ഇസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ തിങ് എക്സ്റ്റേണൽ ടു ബിസിനസ് ഫേം ആൻഡ് വിച്ച് ആർ ഔട്ട്സൈഡ് കൺട്രോൾ അല്ലേ. ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് കൺട്രോളിൽ കിടക്കുന്ന എന്താണ്? ഔട്ട്സൈഡിൽ ഉള്ള കൺട്രോളിന് പുറത്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫാക്ടേഴ്സിൻ്റെ ഒക്കെ സം ടോട്ടലിനെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുക. ഇനി എന്താണ് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്? രണ്ട് ടൈപ്പ് ഫോഴ്സസ് ഉണ്ട് ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിനകത്ത്. ഒന്ന് ജനറൽ ഫോഴ്സസും ഉണ്ട്, ഒന്ന് സ്പെസിഫിക് ഫോഴ്സസും ഉണ്ട്. സ്പെസിഫിക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. ഓക്കെ, നമുക്ക് ബിസിനസ്സിൽ സപ്ലൈ ചെയ്യുന്നവർ, നമ്മളെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞവർ, അങ്ങനത്തെ ആൾക്കാരിൽ വരുന്ന മാറ്റങ്ങൾ അത് നമ്മളെ ബിസിനസ്സിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഫോഴ്സസ് എന്ന് പറയുക. എന്താണ്? ഇൻഡിവിജ്വൽസ് എഫക്റ്റ് എൻ്റർപ്രൈസസ് ഡയറക്ട്ലി ആൻഡ് ഇമ്മീഡിയറ്റ്ലി. ഇവരിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. പക്ഷേ ജനറൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി പൊളിറ്റിക്കലി വരുന്ന ചേഞ്ചസ്, ടെക്നോളജിക്കലി വരുന്ന അപ്ഡേഷൻസ്, ഇതൊക്കെ ചിലപ്പോൾ നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ബാധിക്കുക. അതൊന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ ബാധിക്കില്ല. ക്ലിയർ അല്ലേ? ഇനി പറഞ്ഞാൽ ഇൻ്റർ റിലേറ്റഡ് ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഇരിക്കുന്ന എല്ലാം എന്താണ്? പരസ്പരം കണക്റ്റഡ് ആണ്. ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ വന്നു കഴിഞ്ഞാൽ, ടെക്നോളജിക്കലി അപ്ഗ്രഡേഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ നീഡ്സ് ആൻഡ് പ്രിഫറൻസ് അതനുസരിച്ച് മാറും അല്ലേ. അപ്പോൾ സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധം, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ സോഷ്യൽ എൻവയോൺമെൻറ്റിലും മാറ്റം വരും താനെ. അപ്പോൾ അതിനനുസരിച്ച് ബിസിനസ്സിൽ മാറ്റം വരുത്തേണ്ടി വരും. ക്ലിയർ? അപ്പോൾ എന്താണ്? പരസ്പരം കണക്റ്റഡ് ആണ് ഇത്. ക്ലിയർ അല്ലേ? ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് പാർട്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആർ ക്ലോസ്ലി ഇൻ്റർ റിലേറ്റഡ് ആണ്. ക്ലിയർ അല്ലേ? ലൈഫ് അല്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ എഴുതിയെന്നുള്ളൂ കേട്ടോ. ഇനി ഡൈനാമിക് ഇൻ നേച്ചറാണ്. ഡൈനാമിക് എന്ന് പറയാൻ കാരണം എന്താണ്? ഒരേപോലെയല്ല, എപ്പോഴും കൺസിസ്റ്റൻ്റ് അല്ല, ഇങ്ങനെ കീപ് ചേഞ്ചിങ് ആണ് അല്ലേ. മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്, ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുന്നത്, ആൾക്കാരുടെ നീഡ്സ് വാണ്ട്സ് മാറിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് എന്താണ്? ബിസിനസ് എൻവയോൺമെൻറ്റും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. ബിസിനസ് എൻവയോൺമെൻറ്റ് ഇസ് ഡൈനാമിക്, ദാറ്റ് ഇസ് ദ കീപ് ചേഞ്ചിങ് ആണ് അല്ലേ. ക്ലിയർ അല്ലേ? ടെക്നോളജിക്കൽ എക്സാമ്പിൾ, ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ഷിഫ്റ്റ് ഇൻ ദ കസ്റ്റമർ പ്രിഫറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലിയർ അല്ലേ? മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സെറ്റ്. ഇനി അതിന് ഉദാഹരണമാണ് കണ്ടോ, ഡ്രസ്സിൻ്റെ ഫാഷൻ സെൻസൊക്കെ നമുക്കിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും കുറേ ഡ്രസ്സ് മതി. പിന്നെ അൺസർട്ടേണിറ്റിയാണ്. ഓക്കെ, നമുക്ക് എന്ത് പറയാം, എന്ത് പറ്റും ഫ്യൂച്ചറിൽ എന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് യുദ്ധം വന്ന് നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി ഒക്കെ മാറി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൺസിസ്റ്റൻസി ഒക്കെ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ് സംഭവിക്കുന്നത്, നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ഇസ് ലാർജ്ലി അൺസർട്ടൻ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ അല്ലേ. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ അതുപോലെ തന്നെ പുതിയ ഓരോ ടെക്നോളജി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ക്ലിയർ? അതുപോലെ തന്നെ കോംപ്ലക്സ് ആണ്. ഓക്കെ, കോംപ്ലക്സിറ്റി ആണ്. നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റിനെ പഠിക്കുക എന്ന് പറയുന്നത് കോംപ്ലക്സാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തുള്ള എൻവയോൺമെൻ്റ് ഒക്കെ പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെ പഠിക്കുക എന്ന് പറയുമ്പോൾ, ഇങ്ങനെ എല്ലാത്തിനെയും പഠിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. കോംപ്ലക്സ് ആണ്. നിങ്ങൾക്കിപ്പോൾ ബിസിനസ് സ്റ്റഡീസ് മാത്രമേ പഠിക്കാനുള്ളൂ,
ബിസിനസ് സ്റ്റഡീസ് മാത്രം പഠിച്ചെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൽ എ ഗ്രേഡ് കിട്ടും. സിമ്പിൾ അല്ലേ? ക്രിസ്മസ് എക്സാമിന് ബിസിനസ് മാത്രം പഠിച്ചാൽ പോരെ, എളുപ്പമല്ലേ? പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ബിസിനസ് പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, അക്കൗണ്ടൻസി പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി അല്ലെങ്കിൽ മലയാളം പഠിക്കണം. ഇതെല്ലാം കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കോംപ്ലക്സ് ആണ്, ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അല്ലേ? അതേപോലെ തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു എൻവയോൺമെൻറ്റ് മാത്രം എടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ സിമ്പിളായിരിക്കും. പക്ഷേ ബിസിനസ് എൻവയോൺമെൻറ്റിനെ ടോട്ടലായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് numerous interrelated and dynamic conditions which arises from different sources ആണ് അല്ലേ? പല പല സിറ്റുവേഷൻസ് വെച്ചിട്ടായിരിക്കും ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് ഈസ് കോംപ്ലക്സ് ഫിനോമിനൻ ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ഇൻ പാർട്സ് ബട്ട് ഡിഫിക്കൾട്ട് ടു ഗ്രാസ്പ് ഇൻ ടോട്ടലി. അതുകൊണ്ട് ഓരോന്ന് മാത്രമായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ എല്ലാം കൂടെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോണിക്ക് ഹേറ്റേഴ്സ് ഇല്ലേ? പിന്നെ റിലേറ്റിവിറ്റി അല്ലേ? ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അത് നിൽക്കുന്ന ഏരിയ അനുസരിച്ച് കൂടെ ഇരിക്കും. ഇപ്പോൾ അമേരിക്കയിലെ ഒരു ബിസിനസ് സ്ഥാപനം പോലെയല്ല ഇന്ത്യയിലൊരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് അല്ലേ? അമേരിക്കയിലെ ഒരു ചായക്കട ഇതാണെങ്കിൽ ഇന്ത്യയിലൊരു ചായക്കട ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ റിലേറ്റിവിറ്റി ഉണ്ട് അല്ലേ? ബിസിനസ് എൻവയോൺമെൻറ്റ് ഇസ് റിലേറ്റീവ് കോൺസെപ്റ്റ് സിൻസ് ഇറ്റ് ഇസ് differs from country to country and even region to region. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ ബിസിനസ് എൻവയോൺമെൻറ്റ് അല്ല അമേരിക്കയിൽ, അങ്ങനത്തെ അല്ല ചൈനയിൽ, അങ്ങനത്തെ അല്ല ജപ്പാനിൽ. ഓക്കെ, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്ന ടേം. എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിനെ പഠിക്കുന്നതിനെയാണ് എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. It means monitoring the environment of each organization and identify the constraints and identify the opportunities before competitors. Environmental scanning എന്ന് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെ തടസ്സം. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞൊരു പുതിയ സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വല്ലാത്ത രീതിയിൽ കുതിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അത് ചിലപ്പോൾ എൻ്റെ ബിസിനസ്സിന് ഒരു ഭീഷണിയാകാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ യിലേക്ക് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആവാൻ നോക്കണം. അങ്ങനെ പല രീതിയിലുള്ള സിഗ്നൽസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇറ്റ് വിൽ ഹെൽപ്പ് ദം ടു നോ ദ ഇമ്പാക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഇവൻറ്റ്സ്, ഇഷ്യൂസ്, ട്രെൻഡ്സ് ഓൺ ഇറ്റ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ക്ലിയർ അല്ലേ? എന്താണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? ക്ലിയർ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? നോട്ട്സ് കിട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഓരോ ഇമ്പോർട്ടൻസും വായിച്ച് നോക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി ഇമ്പോർട്ടൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമുക്കിപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഇപ്പോൾ ഞാനൊരു IT ഫീൽഡിലാണെങ്കിൽ പെട്ടെന്ന് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓക്കെ പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട്, അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, ഞാൻ എൻവയോൺമെൻറ്റ് സ്കാനിങ് പ്രകാരമാണ് എനിക്ക് എന്ത് മനസ്സിലായത്, ഇങ്ങനൊരു പുതിയ സാധനം വന്നിട്ടുണ്ട്, അത് ചിലപ്പോൾ എനിക്ക് എന്താവാം ബുദ്ധിമുട്ടാകാം, അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ടെക്നിക്സ് കാര്യങ്ങൾ എടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ എൻവയോൺമെൻറ്റ് സ്കാനിങ് അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓപ്പർച്യൂണിറ്റീസിനെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ട്രെൻഡ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള സിഗ്നൽസിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു പുതിയ മൾട്ടിനാഷണൽ കമ്പനി വരിക എന്ന് വിചാരിക്കുക, എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ സോപ്പാണ് വിൽക്കുന്നത്, അപ്പോൾ പുതിയൊരു മൾട്ടിനാഷണൽ കമ്പനി വരികയാണെങ്കിൽ എന്താ, എൻ്റെ സോപ്പിന് ഒരു കോമ്പറ്റീറ്റർ കൂടെ കൂടുകയാണ്. അപ്പോൾ ഞാൻ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതിനെ കൊണ്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ ത്രെറ്റ്സ് ആൻഡ് വാർണിംഗ് സിഗ്നൽസ് അല്ലേ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് പല രീതിയിലുള്ള ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ല ട്രെൻഡാണോ അല്ലെങ്കിൽ മോശം സിഗ്നൽസ് ആണോ എന്ന്. അങ്ങനെ മോശം സിഗ്നൽസ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താക്കണം, നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ മുന്നോട്ടുള്ള അടുത്ത സ്ട്രാറ്റജി എടുക്കണം അല്ലേ. ത്രെറ്റ്സ് റെഫേഴ്സ് ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ചേഞ്ചസ് ദാറ്റ് വിൽ ഹിൻഡർ ഫേംസ് പെർഫോമൻസ് അല്ലേ. അപ്പോൾ ത്രെറ്റ്സ് ഉണ്ടോയെന്ന് നോക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സ് അല്ലേ. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പല നൂതനമായിട്ടുള്ള റിസോഴ്സസ് കാര്യങ്ങൾ ബിസിനസ് എൻവയോൺമെൻറ്റിൽ അവൈലബിൾ ആണ്. പുതിയ ടെക്നോളജിക്കൽ മെഷീൻസ്, അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ സ്കാനിങ്ങിലൂടെ
നമ്മളെ ബിസിനസ്സിന് ആവശ്യമുള്ള റിസോഴ്സസിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ബിസിനസ് അസംബിൾസ് വേരിയസ് ഇൻപുട്സ് ലൈക്ക് മെറ്റീരിയൽസ്, മെഷീൻസ്, ഫിനാൻസ് എക്സെട്ര ഫ്രം ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ലൈക്ക് ഫൈനാൻഷ്യൽ സപ്ലയേഴ്സ് എക്സെട്ര. അതായത് നമുക്ക് വേണ്ട മെഷീനറീസ്, സാധനങ്ങൾ, ഫണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളെ ബിസിനസ്സിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ഫൈനാൻഷ്യൽസിൻ്റെ കയ്യിൽ നിന്നും സപ്ലൈസിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് വേണ്ട അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? പിന്നെ ഉള്ളതാണ് റാപ്പിഡ് ചേഞ്ചസ് അല്ലേ. നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ഡൈനാമിക് ആണെന്ന് അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് വരും. അപ്പോൾ ആ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പഠിക്കാതിരുന്നാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ചേഞ്ചിങ് മാർക്കറ്റ് കണ്ടീഷൻസ്, ബ്രാൻഡ് ലോയാലിറ്റി, ഫാസ്റ്റ് ചേഞ്ചിങ് ടെക്നോളജി, ഗ്ലോബൽ കോമ്പറ്റീഷൻ എക്സെട്ര. ടു കോപ്പ് വിത്ത് ദീസ് ചേഞ്ചസ് മാനേജ്മെൻറ്റ് മസ്റ്റ് ബി ഡൈനാമിക്. അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മാനേജ്മെൻറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലും പോളിസി ഫോർമുലേഷൻസിലും പ്രൊഡക്ഷനിലും ഒക്കെ കൊണ്ടുവരണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ് ഗീവ്സ് വൈറ്റൽ ഇൻഫോർമേഷൻ which can be taken as the basis for deciding in the future course of action. Future course of action എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാനിങ് ആണ്. ഓക്കെ, പ്ലാനിങ് അല്ലേ? ഓക്കെ, പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ്ങിനെ ഹെൽപ്പ് ചെയ്യും എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്ലാനും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? പിന്നെ ഉള്ളത് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അതായത് നമുക്ക് ഫ്യൂച്ചറിൽ, അതായത് പല സ്റ്റഡീസ് റിവീൽ ചെയ്തിട്ടുണ്ട് ദാറ്റ് ദ ഫ്യൂച്ചർ ഓഫ് ആൻ എൻ്റർപ്രൈസ് ഇസ് ക്ലോസ്ലി ബൗണ്ടഡ് വിത്ത് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദെയർ എൻവയോൺമെൻറ്റ്. ഓക്കെ, നമ്മളെ ബിസിനസ്സിൽ ഇങ്ങനെ വളർച്ച നേടി സമ്പന്നരായി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ എന്താണ്, അവരുടെ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് സ്കാൻ ചെയ്ത് എന്തൊക്കെയാണ് ആൾക്കാർക്ക് ആവശ്യമുള്ളത്, ആൾക്കാരുടെ നീഡ്സ് ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര ബോധ്യമുള്ളതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോൾ ഈ കാണുന്ന പല ബിസിനസ്സുകാരും എന്ത് ചെയ്ത് വളർന്ന് പന്തലിച്ചിട്ടുള്ളത്. കാരണം ബിസിനസ് എൻവയോൺമെൻറ്റിനെ സ്കാൻ ചെയ്തത് കൊണ്ടാണ് അവർക്ക് മനസ്സിലായത്, ഓക്കെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്, സോ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുത്താൽ വാങ്ങിക്കും, എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയത് എൻവയോൺമെൻറ്റൽ സ്കാനിങ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്താണ്, നമ്മളുടെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയേ ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയാണ് ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ് അല്ലേ. 5 രീതിയിലുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് ഉണ്ട്. എക്കണോമിക്കൽ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, ടെക്നോളജിക്കൽ ഉണ്ട്, ലീഗൽ ഉണ്ട് അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഓരോന്നുമാണ് നോക്കണ്ടേ. എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. ഓക്കെ, സാമ്പത്തികം റിലേറ്റ് ചെയ്ത്, അത് ഓരോ ബിസിനസ് നിൽക്കുന്ന ഏതെങ്കിലും രാജ്യത്തെയൊക്കെ എക്കണോമി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. ക്ലിയർ അല്ലേ? ഇതെന്തത് വർക്ക് ചെയ്യാത്ത? ഇതന്നെയല്ലേ ഇതിൻ്റെ റിമോട്ട്? ഒറ്റ മിനിറ്റ്, വേറെ റിമോട്ട് ഉണ്ടോ? ഒരു മിനിറ്റ്. അതന്നെ, സാമ്പത്തിക അന്തരീക്ഷം. ഇതൊന്ന് ഞെക്കുവോ? അല്ല, ഞാൻ ചെയ്തിട്ട് റെഡി ആവുന്നില്ല. ഇന്ന് സാറിന് കുറച്ച് ഞെക്കി റെഡി ആയിക്കോളും. ഓക്കെ, എന്ത് ഞെക്കിയപ്പോഴാണ് പോയേ? ഞാൻ ഞെക്കിയ പോയില്ല. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു ബിസിനസ് നിലനിൽക്കുന്ന മെയിനായിട്ട് രാജ്യത്തിൻ്റെ ഗ്ലോബൽ എക്കണോമി, അതുപോലെ തന്നെ നാഷണൽ എക്കണോമി, അതിൻ്റെയൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണ് ബിസിനസ്സിലെ എൻവയോൺമെൻറ്റ് ചേഞ്ച് വരും. അതിനെയാണ് നമ്മൾ എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പുതിയ എന്തെങ്കിലും RBI എന്തെങ്കിലും പുതിയ രീതിയിലുള്ള സാമ്പത്തിക നയം കൊണ്ടുവരിക, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ചെറിയ ഇൻട്രസ്റ്റിൽ കുറേ ലോണ് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് അല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഇതുപോലത്തെ സാമ്പത്തികപരമായിട്ടുള്ള പരിസ്ഥിതിനെയാണ് നമ്മൾ എക്കണോമിക്കൽ എൻവയോൺമെൻറ്റിൽ എന്ന് പറയുന്നത്. ഒന്ന് മറിഞ്ഞാൽ ചിലപ്പോൾ തട്ടിയിടാനൊക്കെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആകത്തിന് സ്ഥലമുള്ളൂ അവിടെ കിടന്ന് തിരിഞ്ഞ്.
ഞാൻ വന്നത് പോയില്ല. അതെ അല്ല കൊറേ നേരമായില്ലേ ഈ മുഖം കാണുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊന്ന് കണ്ടോണ്ട് എന്നെയും കണ്ടോളൂന്ന്. ഓക്കെ, സാറ് ലൈഫ് ഇൻഷുറൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് സം എക്കണോമിക് ഫാക്ടേഴ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ വരിക എന്ന് വിചാരിക്കും. ഭയങ്കര ഇൻഫ്ലേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടല്ലേ അല്ലെ? ഒരു രാജ്യത്ത് ഭയങ്കര ഇൻഫ്ലേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ച് വർക്കിംഗ് ക്യാപിറ്റലൊക്കെ കൂടുതൽ വേണ്ടി വരും അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്, ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ? ഡിസ്പോസിബിൾ ഇൻകം, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ്, വാല്യൂസ് ഓഫ് റുപ്പി എക്സെട്ര, ഇതൊക്കെ എന്താണ്, എക്കണോമിക്കൽ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇത് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടല്ലോ, അതാണ് പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമായിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ലോങ് ടേം ലോൺ അറ്റ് ലോ റേറ്റ് ഇൻട്രസ്റ്റ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ സെയിൽ ഓഫ് കാർ അല്ലെങ്കിൽ ഹൗസ്. ഇത് എന്ത് എൻവയോൺമെൻ്റ് ആണ് എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ് ആൻസർ എഴുതണം. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ഇതിൻ്റെ കോമ്പോണൻസ്, എക്സാമ്പിൾസ്. ഞാൻ ഇവിടെ ഇത്രയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 5-6 എക്സാമ്പിൾസ് എങ്കിലും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി, അതായത് സോഷ്യൽ ഫോഴ്സസ് ലൈക്ക് കസ്റ്റംസ്, ട്രഡീഷണൽ വാല്യൂസ്, സോഷ്യൽ ട്രെൻഡ്, സൊസൈറ്റി എക്സ്പെക്ടേഷൻസ് ഫ്രം ബിസിനസ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ്, വാണ്ട്സ്, ഇതൊക്കെ എന്താണെന്നുള്ളതനുസരിച്ചിട്ടാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയുള്ളത് ടെക്നോളജിക്കൽ എൻവയോൺമെൻ്റ് ആണ്. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് ഇന്നോവേഷൻസ് ആണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പുതിയ രീതിയിലുള്ള എന്തെങ്കിലും മെഷീൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ്സ്, സോഫ്റ്റ്വെയർസ്, ഇങ്ങനത്തെ രീതിയിലുള്ള സയൻറ്റിഫിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്, അപ്ഡേഷൻസ് ഒക്കെയാണ് നമ്മൾ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ടുവരുന്നു, ടെക്നിക്സ് ഓഫ് ഓപ്പറേഷൻസ് എടുക്കുന്നതൊക്കെ. ക്ലിയർ അല്ലേ? ഇനിയുള്ളതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെയാണ്, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഗാസ, ഇസ്രയേൽ, ഉക്രൈന്, റഷ്യ, ഇവിടെയൊക്കെ എന്താണ് യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ, ഇപ്പോൾ റഷ്യേൻ്റെ ഉക്രൈൻ്റെ പിന്നെയും സ്റ്റേബിളാണ് ഗവൺമെൻറ്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള ചില രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്റ്റേബിൾ അല്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും അങ്ങനത്തെ പല സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സ്റ്റേബിൾ ആവാണ്ടിരിക്കുമ്പോൾ എന്താണ്, അവിടെ ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ആണ്, ലൈക്ക് ജനറൽ സ്റ്റെബിലിറ്റി ആൻഡ് പീസ് ഇൻ ദ കൺട്രി ആൻഡ് സ്പെസിഫിക് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് എലക്റ്റഡ് ഗവൺമെൻറ് ടുവേർഡ്സ് ബിസിനസ് അല്ലേ? അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് വന്നിട്ടുള്ള ഗവൺമെൻറ്റ്സ് ബിസിനസ്സുകാരോട് എങ്ങനെ നിൽക്കുന്നു, എങ്ങനെയാണ്, ഭയങ്കരമായിട്ട് ബിസിനസ്സുകാർ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണോ എന്നുള്ളതൊക്കെ നോക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഡിഗ്രി ഓഫ് പൊളിറ്റിസൈസേഷൻ, അതായത് രാഷ്ട്രീയവൽക്കരണം. ബിസിനസ്സിൽ എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് ഭയങ്കര കൈകടത്തലോ കാരണങ്ങളോ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി, വാല്യൂസ് ഒക്കെയാണ് നോക്കേണ്ടത്. എക്സാമ്പിൾസ് നോക്കി വെക്കുക. ഇനിയുള്ളത് ലീഗൽ എൻവയോൺമെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ലെജിസ്ലേഷൻ, നിയമങ്ങൾ പാസ്സാക്കുക. നമ്മളെന്താണ് ഇപ്പോൾ ചില പ്രൊഡക്ട്സ് ഇല്ലേ, ഈ സിഗരറ്റിൻ്റെ മുകളിലും അതുപോലെ മറ്റ് പല പ്രൊഡക്ട്സിൻ്റെ മുകളിലും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ലീഗലി കൊടുത്തിട്ടുള്ള വാണിംഗ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പുകയില സാധനങ്ങൾ സ്കൂൾ പരിസരത്ത് യൂസ് ചെയ്യാൻ പാടില്ല, ലഹരി പദാർത്ഥങ്ങൾ വിൽക്കരുത്, ഇതൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ലീഗലി വരുന്ന ലെജിസ്ലേഷൻസ് ഒക്കെയാണ് ലീഗൽ എൻവയോൺമെൻറ്റിൽ വരിക. ഇൻക്ലൂഡ് ദ ലെജിസ്ലേഷൻ പാസ്ഡ് ബൈ ദ ഗവൺമെൻറ്, അത് സെൻട്രൽ ആകാം, ബോത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആകാം, അല്ലെങ്കിൽ കോർട്ട് ജഡ്ജ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ വേരിയസ് ഏജൻസീസിൻ്റെ ഡിസിഷൻസ് റെൻഡേർഡ് ബൈ എന്തെങ്കിലുമൊക്കെ ട്രേഡ് കമ്മീഷൻ, അങ്ങനത്തെ പല ടൈപ്പ് ആൾക്കാരുടെ നിയമപരമായിട്ടുള്ള ഓരോ നിയമവ്യവസ്ഥകളെയാണ് നമ്മൾ ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ആൽക്കഹോൾ ആർ പ്രൊഹിബിറ്റഡ് എക്സാമ്പിളാണ്. ഇങ്ങനെ എക്സാമ്പിൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, അപ്പം നിങ്ങളത് എഴുതണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ മക്കളെ? അതേപോലെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ
പഠിക്കേണ്ട ഒരു കാര്യമാണ് LPG. LPG സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ബിസിനസ് ടേംസിലാണ് LPGനെ പഠിക്കേണ്ടത്. അതായത് 1990കളിൽ നമ്മൾ ബിസിനസ്സിൽ, നമ്മൾ ഇന്ത്യയിൽ വൻ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത, പ്രതിസന്ധി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ബിസിനസ്സുകൾക്കാണ് ഇത് എയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് പണ്ട് ഇതൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുൻപ്, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരുടെ മുകളിൽ വല്ലാത്ത കൺട്രോൾ ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിന്. അതായത് ബിസിനസ്സുകാർക്ക് എത്ര സാധനം ഉണ്ടാക്കണം, ക്വാണ്ടിറ്റി അവർക്ക് നിശ്ചയിക്കാൻ പറ്റില്ല, പ്രൈസ് അവർക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതുപോലെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ബിസിനസ്സിലേക്ക് ആൾക്കാർ ഇറങ്ങില്ല. ഭയങ്കര നൂലാമാലകളായിരുന്നു, ലീഗൽ ഫോർമാലിറ്റീസ്, അതുപോലെ തന്നെ ടാക്സ്, അത് ഇത്, വിദേശത്തു നിന്നുള്ള ആൾക്ക് ഇങ്ങോട്ടും ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് അങ്ങോട്ടും പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട്, ശരിക്കും ഈ ഒരു പോളിസി വന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് നമ്മൾ അന്ന് കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറഞ്ഞിട്ട്, അന്താരാഷ്ട്ര നാണ്യ നിധി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ നാഷണൽ ലെവലിൽ എന്തെങ്കിലും സാമ്പത്തിക മാന്ദ്യം വരുന്ന സമയത്ത് രാജ്യങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് IMFൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, IMFൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ഫണ്ട് തരുമ്പോൾ IMFകാർ കുറച്ച് കണ്ടീഷൻസും വെക്കും. അങ്ങനെ വെച്ച കണ്ടീഷൻ ആയിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഇനി മുതൽ ക്ലോസ്ഡ് എക്കണോമി ആവാൻ പാടില്ല, നിങ്ങൾ ഓപ്പൺ എക്കണോമി ആയി കൊടുക്കണമെന്ന് അന്ന് IMF ഒരു നിബന്ധന വെച്ചതുകൊണ്ട് അതിൽ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ഗവൺമെൻറ് ചെയ്തതാണ് ശരിക്കും ഈ LPG എന്ന് പറയുന്ന സംഭവം. നമുക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ല. ക്ലിയർ അല്ലേ? LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതെ, അതല്ല. നമുക്ക് LPG എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ്. ക്ലിയർ? സെറ്റ്. അപ്പോൾ ഈ ലിബറലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദിസ് പോളിസി ഹാസ് സോട്ട് ദ ലിബറേറ്റ് ഇൻഡസ്ട്രി ഫ്രം ദ ഷാക്കിൾ ഓഫ് ദ ലൈസൻസിങ് സിസ്റ്റം. പണ്ട് ഏതിനും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ നമുക്ക് ലൈസൻസ് വേണമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലീഗൽ ഫോർമാലിറ്റീസ് വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറേയൊക്കെ നമ്മൾ ഫ്രീ ആക്കി. വളരെ കുറച്ച് ഇൻഡസ്ട്രീസിനെ മാത്രം നമ്മൾ സോർട്ട് ചെയ്തെടുത്തിട്ട്, ഇപ്പോൾ അതുപോലെ തന്നെ ന്യൂക്ലിയർ, അതുപോലെ തന്നെ നമ്മൾ ഈ ഫയർ വർക്ക് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ലൈസൻസ് വെച്ചിട്ട് ബാക്കിയെല്ലാം ലൈസൻസ് സിസ്റ്റത്തിൽ നിന്ന് മാറ്റി. ലിബറേറ്റിംഗ് ദ ഇന്ത്യൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ഫ്രം ദ അൺനെസസറി കൺട്രോൾ ആൻഡ് റെസ്ട്രിക്ഷൻ. ഇതാണ് ലിബറലൈസേഷൻ്റെ എയിം എന്ന് പറയുന്നത്. അതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് പ്രൈവറ്റൈസേഷൻ ആയിരുന്നു. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് പണ്ട് ഇന്ത്യൻ പബ്ലിക് സെക്ടർ ആയിരുന്നു കൂടുതൽ. ഓക്കെ, പബ്ലിക്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഭയങ്കരമായിട്ട് ഗവൺമെൻറ് ഇടപെടുന്നതുകൊണ്ട് സാധാരണ ആൾക്കാർ, പ്രൈവറ്റ് സെക്ടേഴ്സിലുള്ള ആൾക്കാർ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അവർ പറ്റില്ല എന്നല്ല, അവർ വരില്ല. ഇത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള ലാഭം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടമില്ല, നഷ്ടമാണുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ പബ്ലിക് സെക്ടേഴ്സിലായിരുന്നു കൂടുതൽ. അതായത് നമ്മൾ പബ്ലിക് സെക്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, പബ്ലിക് സെക്ടർ അണ്ടറിൽ വരുന്ന കുറേ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്ടേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. അതായത് പല കമ്പനികളിലും ഗവൺമെൻറ്റിനുണ്ടായിരുന്ന ഷെയർസ് കുറച്ചുകൊണ്ട്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് പ്രൈവറ്റ് സെക്ടേഴ്സിന് ഷെയർസ് കൊടുത്തു തുടങ്ങി. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് റിഫോം എയിംസ് അറ്റ് ഗിവിംഗ് എ ഗ്രേറ്റർ റോൾ ടു ദ പ്രൈവറ്റ് സെക്ടർ ഇൻ ദ നേഷൻ ബിൽഡിംഗ് പ്രോസസ് while reducing the dominance of the public sector. പബ്ലിക് സെക്ടേഴ്സിൻ്റെ ഡോമിനൻസ് കുറച്ചുകൊണ്ട് നേഷൻ ബിൽഡിങ്സിന് നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സിന് കൂടുതൽ റോൾ കൊടുത്തതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ന്യൂ ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസി വഴിയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് എന്ത് ചെയ്തു, റീഡിഫൈനിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ, ലിമിറ്റിംഗ് ദ മെയിൻലി ടു സ്ട്രാറ്റജിക് ആൻഡ് എസെൻഷ്യൽ ഇൻഡസ്ട്രീസ്. അല്ലേ, ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഇപ്പോൾ പവർ സപ്ലൈ അങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് വേറെ കൺസ്യൂമർ റിലേറ്റ് ചെയ്ത് വരുന്ന ഗുഡ്സ് ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ അധികം പ്രൈവറ്റിൻ്റെ കൈമ കൊടുത്തു. അല്ലാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ല, ട്രാൻസ്പോർട്ടേഷൻ, ഇന്ത്യൻ റെയിൽവേ,
അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ വെച്ചു. അതൊക്കെ പ്രൈവറ്റിന് കൊടുത്താൽ ബുദ്ധിമുട്ടായിപ്പോൾ. ഓക്കെ, ക്ലിയർ. അങ്ങനെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് പബ്ലിക്കിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ബാക്കിയൊക്കെ പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തു. ക്ലിയർ. അഡോപ്റ്റിംഗ് പോളിസി ഓഫ് പ്ലാൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് വേർ ദ ഗവൺമെൻറ് ഗ്രാജുവലി റെഡ്യൂസ് ഇറ്റ് സ്റ്റേക്ക് ഇൻ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൽ ഉണ്ടായിരുന്ന അവരുടെ ഷെയർസ് കുറച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്ടേഴ്സിന് കൂടുതൽ കൊടുത്തു. അതുപോലെ തന്നെ റിഫറിംഗ് ലോസ് മേക്കിംഗ് ആൻഡ് സിക്ക് പബ്ലിക് എൻ്റർപ്രൈസസ് ടു ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ഫോർ റീസ്ട്രക്ചറിങ് ഓർ ക്ലോഷർ അല്ലേ. അതുപോലെ തന്നെ നഷ്ടം നേരിട്ട് കൊണ്ടിരിക്കുന്ന പബ്ലിക് സെക്ടേഴ്സ് എന്താണ്, ഒരു റീസ്ട്രക്ചർ, ഒരു ഒന്നുകൂടെ എന്താണ് പുനരുദ്ധീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരെന്താണ് ഈ ഒരു ബോർഡിനെ ഏൽപ്പിച്ചു. അതായത് ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ബോർഡ് ഉണ്ട്, ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ബോർഡിനെ ഏൽപ്പിച്ചു. ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈവറ്റ് സെക്ടറിന് ചെയ്തത്. ഇനി ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് നാഷണൽ എക്കണോമി ഇൻറ്റു യൂണിഫൈഡ് ഗ്ലോബൽ എക്കണോമി അല്ലേ. അതായത് മറ്റ് രാജ്യങ്ങളുടെ എക്കണോമി ആയിട്ട് ഒരു രാജ്യത്തിൻ്റെ എക്കണോമി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ക്ലിയർ അല്ലേ. അതായത് പണ്ട് 1991 മുൻപ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് കൺട്രോൾ ആയിരുന്നു ഇമ്പോർട്ടിൽ. അതുപോലെ ലൈസൻസ് റിക്വയർമെൻ്റ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്നു. ഓക്കെ, അതൊക്കെ കുറച്ച് കൊണ്ടുവന്നു. പിന്നെ താരിഫ് ബാരിയേഴ്സ് ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ്, നമുക്ക് എമൗണ്ട് കൊടുത്തയക്കാൻ പറ്റുന്ന, കയറ്റി അയക്കാൻ പറ്റുന്നതിൽ എമൗണ്ടിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇതാണ് മെയിനായിട്ട് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തത് കൊണ്ട് ബിസിനസ്സിന് വന്നിട്ടുള്ള ലാഭം എന്താണ്? ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, LPG കൊണ്ടുവന്നു, അതുകൊണ്ട് നമുക്ക് ബിസിനസ്സിന് എന്താണ് ലാഭം ഉണ്ടായത്? LPG വന്നതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കോമ്പറ്റീഷൻ കൂടി. LPG വന്നതുകൊണ്ടാണ് പല ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സും ഇന്ത്യയിലേക്ക് വന്നത്. ഇപ്പോൾ പണ്ട് നമ്മളെ ഇന്ത്യയിൽ 5 സോപ്പുകളെ കിട്ടിയിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക, 5 ബ്രാൻഡിൻ്റെ സോപ്പുകളെ കിട്ടിയിരുന്നുള്ളൂ. ഈ LPGക്ക് ശേഷം അത് 50 ബ്രാൻഡായി മാറി. അതുകൊണ്ട് തന്നെ എന്താ, സോപ്പ് 50 വെറൈറ്റി വന്നു. അപ്പോൾ എന്താ, കോമ്പറ്റീഷൻ കൂടി. ഓക്കെ, അത് കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് എന്താ, നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു സോപ്പിന് പണ്ട് 5 സോപ്പ്, ഇതിൽ ഏതെങ്കിലും ഒരു 5 സോപ്പിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം. പക്ഷെ ഇന്ന് നമുക്ക് എന്താണ് 50 സോപ്പുകൾ തിരഞ്ഞെടുക്കാം, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രി ഓഫ് ഫോറിൻ ഫേംസ് ആൻഡ് ഡീറെഗുലൈസേഷൻ ഹാവ് ഇൻറ്റൻസിഫൈ ദ കോമ്പറ്റീഷൻ. ക്ലിയർ അല്ലേ. അപ്പോൾ കോമ്പറ്റീഷൻ കൂടി, കുറച്ചുകൂടെ ഇൻറ്റൻസിഫൈ ചെയ്തു. പിന്നെന്താണ്, ഡിമാൻഡിങ് കസ്റ്റമേഴ്സ് വന്നു. പണ്ട് എന്തെങ്കിലും മാർക്കറ്റിലുള്ള എന്താണോ അത് വാങ്ങി വീട്ടിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് മൾട്ടിനാഷണൽ കമ്പനീസ്, ഇൻ്റർനാഷണൽ കമ്പനീസ് വന്നതുകൊണ്ട്, നമ്മളുടെ മുന്നിൽ ഒരുപാട് ചോയ്സ് വന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡിമാൻഡിങ് ആയി. നമുക്കിത് പോരാ, ഇത് പോരാ, അത് പോരാ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഡിമാൻഡിങ് പവർ കിട്ടി. ക്ലിയർ അല്ലേ. ദ ഗ്രേറ്റർ ആക്സസ് ടു ദ ഇൻഫർമേഷൻ ആൻഡ് വൈഡർ ചോയ്സ് ഓഫ് പ്രോഡക്ട്സ്, കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ബെറ്റർ ക്വാളിറ്റി സർവീസ് ആൻഡ് വാല്യൂ. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ന് പറയുന്നത് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ക്ലോസ് ആയി കിടന്നൊരു എക്കണോമി ആയിരുന്നു, നമ്മൾ ഡെവലപ്പിംഗ് ആയി നിന്നുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. അപ്പം നമ്മളൊരു ഓപ്പൺ എക്കണോമി ആയപ്പോൾ ഡെവലപ്ഡ് നേഷൻസിലെ പല പ്രൊഡക്ട്സും നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു. അതിനനുസരിച്ച് അവരുടെ ടെക്നോളജീസും ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ ടെക്നോളജിയിലും മാറ്റങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി അല്ലേ. ഫേംസ് ആർ അണ്ടർ പ്രഷർ ടു ഇന്നോവേറ്റ്, അഡോപ്റ്റ് ന്യൂ ടെക്നോളജീസ് ടു റിമെയിൻ കോമ്പറ്റീറ്റീവ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യമേ നിലനിന്നിരുന്ന കമ്പനീസൊക്കെ എന്ത് ചെയ്തു, മറ്റ് കമ്പനീസുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ അതേ ലെവലിലുള്ള ടെക്നോളജി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നു അല്ലേ, ഒരു പ്രഷറിലേക്ക് അവർ വന്നു. അതുകൊണ്ട് ആർക്കാ ബുദ്ധിമുട്ട്, ലാഭം നമുക്ക് തന്നെയാണ് ലാഭം, നമ്മൾ കസ്റ്റമേഴ്സിനാണ് ലാഭം അല്ലേ. പിന്നെ നെസസിറ്റി ഫോർ ചേഞ്ച് അല്ലേ. അതുകൊണ്ട് ചേഞ്ചിനെ കൊണ്ടുവന്നേ പറ്റൂ, ചേഞ്ചസ് ആർ ഇൻവൈറ്റബിൾ എന്ന് പറഞ്ഞ അവസ്ഥയായി. അതായത് അൺലൈക്ക് ദ pre-1991 stable environment, today's market is dynamic. Enterprises must adapt quickly to stay relevant അല്ലേ. അതുകൊണ്ട് ബിസിനസ് ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ബിസിനസ് മാറി വരേണ്ട ഒരു സിറ്റുവേഷനിലേക്കായി. ക്ലിയർ അല്ലേ. ഇനി അവസാനത്താണെന്ന് പറയുന്നത് നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ.
വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഭയങ്കര കോമ്പറ്റീഷൻ വന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ബാധ്യത കൂടെ വന്നു അല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ആവുന്ന സമയത്ത് അതിനനുസരിച്ച് പണിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആൾക്കാർ കൂടെ വേണം അല്ലേ, എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. ടു ഹാൻഡിൽ കോമ്പറ്റീഷൻ ആൻഡ് മോഡേൺ ബിസിനസ് ഡിമാൻഡ്സ് ഫേംസ് നീഡ് വെൽ ട്രെയിൻഡ് ആൻഡ് സ്കിൽഡ് എംപ്ലോയീസ്. ദർ ഇസ് എ ഗ്രോയിങ് ഫോക്കസ് ഓൺ HR ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നല്ല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എംപ്ലോയീസിന് പിന്നീട് വേണ്ട അവസ്ഥയായി. ഓക്കെ, ക്ലിയർ അല്ലേ? ഷിഫ്റ്റ് ടുവേർഡ്സ് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ. ഓക്കെ, പണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ ആയിരുന്നു. അതായത് എന്താണോ പ്രൊഡക്റ്റ് ഉള്ളത് അത് ഉണ്ടാക്കും, അത് വേണമെങ്കിൽ വന്ന് വാങ്ങിക്കോട്ടെ, അങ്ങനെ അവസ്ഥയായിരുന്നു. കാരണം നമുക്ക് അത്ര പ്രൊഡക്ട്സേ കിട്ടുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ വന്നതുകൊണ്ട് തന്നെ, പല പല ടെക്നോളജീസ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കൂടുതൽ ഡിമാൻഡിങ് ആയി അല്ലേ, വി ബിക്കെയിം മോർ ഡിമാൻഡിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ വേണം എന്നുള്ള അവസ്ഥ വന്നതുകൊണ്ട് മാർക്കറ്റ് എന്തായി, ഒരു ഡിമാൻഡിങ് മാർക്കറ്റായി മാറി അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സാധനം കൊടുത്താൽ വാങ്ങിച്ചു പൊയ്ക്കോളും എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എന്താണോ മാർക്കറ്റിൽ ആവശ്യം അത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ബിസിനസ്സുകാർ കൺവേർട്ടായി അല്ലേ. ഏർലിയർ കമ്പനീസ് ഫോളോഡ് എ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് അപ്രോച്ച്. നൗ ദേ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കൺസ്യൂമർ നീഡ് ഫസ്റ്റ് അല്ലേ. ഇപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്, ദേ മസ്റ്റ് ഐഡൻറ്റിഫൈ ദ കൺസ്യൂമേഴ്സ് നീഡ് ഫസ്റ്റ്, അതിനുശേഷം ആൻഡ് ദെൻ പ്രൊഡ്യൂസ് അക്കോർഡിംഗ്ലി, അതിനുശേഷം അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തി. ഇതാണ് നമ്മൾ LPs ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ബിസിനസ്സിൽ വന്നിട്ടുള്ള മാറ്റം, വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞത്, ഡീമോണിറ്റൈസേഷൻ സംഭവിച്ചത് ഓർമ്മയുണ്ടോ? ഇന്ത്യയിൽ ഒരു ദിവസം നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് എന്തു പറഞ്ഞു, ഇനി മുതൽ നമുക്ക് 500-ൻ്റെയും എന്തായിരുന്നു 1000-ൻ്റെയും നോട്ട് ഇല്ല, നിരോധിച്ചു എന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയില്ലേ? അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ നോക്കി വെക്കണം അല്ലേ. കർവ് കറപ്ഷൻ, പണ്ട് എന്തായിരുന്നു, അഴിമതി ഉണ്ടായിരുന്നു, അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഡീമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നോട്ട് നിരോധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, അത് കറപ്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അതായത് എങ്ങനെയാണ്, പെട്ടെന്ന് കള്ളനോട്ട് വഴി കുറേ എന്താണ്, കള്ളനോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ലീഗലി സോഴ്സ് കാണിക്കാൻ പറ്റാത്ത കുറേ എമൗണ്ട് പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊക്കെ നമ്മൾ അഴിമതി വഴി സമ്പാദിച്ച പണം ഉണ്ടാവും. ഇതൊക്കെ പെട്ടെന്ന് നിരോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് കൊണ്ടുപോയിട്ട് നമുക്ക് പൈസ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അത്രയും എമൗണ്ട് പൈസ ബാങ്കിൽ കൊണ്ടുപോകുമ്പോൾ ബാങ്കുകാർ ചോദിക്കും, ഇത്രയും പൈസയുടെ സോഴ്സ് നിങ്ങൾ കാണിക്കണം. അങ്ങനെ സോഴ്സ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത്രയും പൈസക്ക് ടാക്സ് അടച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ കറപ്ഷൻ ഇല്ലാതാക്കുക. പിന്നെ കൗണ്ടർഫിറ്റ് കറൻസി അല്ലേ, കള്ളപ്പണം ഇല്ലാതെയാക്കുക, കള്ള നോട്ട് ഇല്ലാണ്ടാക്കുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഫണ്ടഡ് ബൈ ഹൈ ഡിമോണിറ്റൈസേഷൻ നോട്ട് അല്ലേ. അതുകൊണ്ട് തന്നെ തീവ്രവാദത്തിനും അതിനും ഇതിനൊക്കെ ആയിട്ട് എന്താണ്, മയക്കുമരുന്ന്, കള്ളക്കടത്തിനൊക്കെ നമ്മൾ ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാതെയാക്കുക. പെട്ടെന്ന് ഒറ്റയടിക്കല്ലേ പോയത്. അതുപോലെ ടാർഗറ്റ് ബ്ലാക്ക് മണി അല്ലേ, അതായത് കള്ളപ്പണം എന്ന് പറയുമ്പോൾ എന്താണ്, സോഴ്സ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പൈസ ഉണ്ടാവും, അത് ചെയ്യുക. അതുപോലെ തന്നെ ഇൻകം ടാക്സ് കൂട്ടുക. നിങ്ങൾക്കറിയാം, ഡിമോണിറ്റൈസേഷൻ ചെയ്തതിന് ശേഷം ഒരുപാട് പൈസ ബാങ്കിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ബാങ്കുകാർ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് കടം കൊടുക്കാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അത്രയും പൈസ ഉണ്ടായിരുന്നു ആൾക്കാരുടെ കയ്യിൽ, അവരൊന്നും ടാക്സ് അടയ്ക്കാതെ വെച്ചത് കൊണ്ട് എന്താണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് പെട്ടെന്നുള്ള ഈ നോട്ട് നിരോധനം കാരണം ആ പൈസയൊക്കെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാതെ വഴിയില്ല. അങ്ങനെ വന്നപ്പോൾ ബാങ്കിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് കൂടി, ബാങ്ക് കൂടുതൽ ലോൺ കൊടുത്തു, ഇൻട്രസ്റ്റ് കുറച്ചു, അങ്ങനെ കുറേ രീതിയിലുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് ഡിമോണിറ്റൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്, അതും നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഈ ഒരു ചാപ്റ്ററിൽ. എത്ര മണിക്കൂറായിട്ടുണ്ടാവും, ഒരു 4 മണിക്കൂറിനടുത്ത് എന്നെ കണ്ടുകൊണ്ടിരിക്കണം അല്ലേ. ഇനിയിപ്പോൾ യദു സാറിനെ വിളിക്കാം. ക്ലിയർ അല്ലേ? പിന്നെ വന്നു, സാർ എത്തി, കഴിഞ്ഞു. 3 ചാപ്റ്റർ, സോറി 3 ചാപ്റ്റർ കഴിഞ്ഞു. ഇനി
ബാക്കി ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് അതൊക്കെ നമ്മുടെ അക്കൗണ്ടൻസിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പിന്നെ ബിസിനസ് എൻവയോൺമെന്റ് ആദ്യത്തെ ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ്. ഞാനിപ്പോ വിളിക്കാം പ്ലാനിങ്. ഓക്കെ, അതപ്പോ എനിക്ക് കഴിക്കാനുള്ള സമയമുണ്ടോ? ഓ താങ്കൾ പോയി കഴിച്ചോളൂ. അതാണ് വൈനോട്ട്. അതെ അതാണ് വൈനോട്ട്. ഓക്കെ ബൈ. വെള്ളം അടിക്കൂ പോയിട്ട്. ഒരു കാര്യം പറയാനുണ്ട്. യെസ് ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. റെഡി എല്ലാവരും റെഡിയാണോ? യെസ്. ഇത്രയും നേരം മിസ്സിൻ്റെ മുഖം കണ്ടു നിന്നല്ലേ എനിക്ക് സാറിൻ്റെ മുഖം കണ്ടു പിടിച്ച്. ഓക്കെ യെസ്. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാറാനോ പൊടാടുത്ത് എവിടെ പെണ്ണെവിടെ. ഓക്കെ, നമുക്ക് എന്താക്കാം, മിസ്സിന് കുറച്ച് ടൈം കൊടുക്കാം അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോകാം, നമ്മുടെ സ്റ്റാഫിങ്ങിലേക്ക് പോയാലോ നമുക്ക്? എന്നിട്ട് നമുക്ക് പ്ലാനിങ് പഠിച്ചാൽ പോരെ അല്ലേ? സ്റ്റാഫിങ് അല്ലേ നമുക്ക് കുറച്ചുകൂടെ വലിയ ചാപ്റ്റർ, വലിയ ചാപ്റ്റർ. അപ്പോൾ വലിയ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. വലിയ ചാപ്റ്റർ സ്റ്റാഫിങ് പഠിക്കാം. സെറ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് സ്റ്റാഫിങ്. എവിടെ പോയി സ്റ്റാഫിങ് വടാ ഓടി വടാ. സ്റ്റാഫിങ് കിട്ടി. യെസ്, നമുക്ക് സ്റ്റാഫിങ് പഠിക്കാം അല്ലേ? സ്റ്റാഫിങ് പഠിക്കാം. എന്നിട്ട് നമുക്ക് പ്ലാനിങ്ങിലേക്ക് പോകും. പ്ലാനിങ് കുഞ്ഞി ചാപ്റ്റർ, ചെറുത് നമുക്ക് ലാസ്റ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ സാർ, ഈ ലൈവിൽ എത്ര ചാപ്റ്റർ എടുക്കും? നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ സെക്കൻഡ് ടേം എക്സാം വരെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ എടുക്കും. ഓക്കെ സൺ ഓഫ് സലീം പോടായിരുന്നു. സാറിനെ കണ്ടിട്ട് ഒരു മമ്മൂട്ടി ലുക്ക് ഉണ്ടല്ലോ, അതെന്താ നിങ്ങൾ പറയാത്തേ? റെഡി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാഫിങ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സെറ്റാണോ എല്ലാവരും സെറ്റാണോ? റെഡിയാണോ? അങ്ങനെയെങ്കിൽ സ്റ്റാഫിങ് നമുക്ക് നോക്കാം. മക്കളെ പറഞ്ഞേ, വാട്ട് ഈസ് സ്റ്റാഫിങ്? എന്താണ് സ്റ്റാഫിങ്? സ്റ്റാഫുകളെ ഇങ് ചെയ്യിക്കുന്നു, അതാണ് സ്റ്റാഫിങ് അല്ലേ? അത്രയേ ഉള്ളൂ, സിമ്പിൾ. എന്താണ്? ആഫ്റ്റർ ദ ഫംഗ്ഷൻ ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ് മക്കളെ? വൺ സെക്കൻഡ്. ഓക്കെ മക്കളെ, ഓക്കെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, മറ്റൊന്നുമല്ല. യെസ്, അപ്പം പ്ലസ് വണ്ണിൽ നമുക്ക് ഇതേപോലെ ലൈവ് നടക്കുന്നുണ്ട്. അപ്പം എക്കണോമിക്സിൻ്റെ ലൈവാണ്, ഇന്ത്യൻ എക്കണോമിയാണ്. അപ്പം ജിഷാമിസും നിങ്ങൾക്കറിയാം, സിറാജ് സാറുമാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ സിറാജ് സാർ വരുന്ന വഴിക്ക് ചെറുതായിട്ട് വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയി. അപ്പോൾ ആക്സിഡൻ്റ് ആയി സാർ എത്തി, പക്ഷേ ലേറ്റായി വരുമ്പോൾ. അപ്പം മിസ്സിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ജിഷ മിസ് കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്തപ്പോൾ ബാക്കി മെജോറിറ്റി ചാപ്റ്റേഴ്സും സിറാജ് സാറാണ് എടുക്കുന്നത്. അപ്പം സാറിന് കുറേ നേരം ഗ്യാപ്പില്ലാതെ എടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക്
സാർ അവിടെ ഒന്ന് കയറി സാറിന് ഒരു ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടാണ് വരാറുണ്ടായിരുന്നത്. ഇപ്പോൾ സാർ ലൈവിൽ കയറിയപ്പോൾ സാറിന് അവിടെ എന്തോ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ, അപ്പോൾ അതുകൊണ്ടൊന്ന് വിളിച്ചതാണ്. അപ്പോൾ സാർ വേറൊരു മിസ്സിനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചു. രേണു മിസ് ആണെങ്കിൽ ഫുഡ് കഴിക്കാനും പോയി. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, വേറെ ഒന്നല്ല. റെഡി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാഫിങ്ങിലേക്ക് പോകാം. സ്റ്റാഫിങ് റെഡി. അറിയാലോ, മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ആയിട്ടുള്ള പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ. അല്ലേതാ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫിൽ അപ്പ് ദ ജോബ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലെ ജോബ് പൊസിഷൻ നമുക്ക് ഫില്ല് ചെയ്യണം. സെറ്റല്ലേ? ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്യുന്ന പരിപാടി അല്ലേ സ്ട്രക്ചർ. ആൻഡ് ദിസ് ഇസ് ഡൺ ത്രൂ ദ മാനേജീരിയൽ ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ്. അപ്പോൾ ഇതാണ് എന്തെന്ന് ആ ഫില്ല് ചെയ്യുന്ന പ്രോസസ് ആണെന്ത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ. അല്ലേ, സ്റ്റാഫിംഗ് റെഫർ ടു എംപ്ലോയിങ് ആൻഡ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ വാരിയസ് മാനേജീരിയൽ ആൻഡ് നോൺ മാനേജീരിയൽ ആക്ടിവിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ എന്താ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ട് വേണം നമുക്ക് എന്താ മാനേജീരിയൽ ആൻഡ് നോൺ മാനേജീരിയൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ. അത് ചെയ്യാൻ ആ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡിയാണോ? വിജയിലൊക്കെ ഉണ്ട്. എവിടുന്നു ആണ്? എനിക്ക് വേണ്ടിയാ അന്നയാർ ദളപതി സാർ ഇങ്ങനെ നോക്കാം. അപ്പോൾ മറ്റേ ബീജം സാധനം ഇട്ടാൽ മതി. ദളപതി ആ സാധനം. ഓക്കെ, ആ റെഡി സെറ്റ്. അങ്ങനെയെങ്കിൽ യെസ്, നമുക്ക് എന്താക്കാം? സ്റ്റാഫിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കാം. ശ്രദ്ധിച്ചോ, ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാഫിംഗ് മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാഫിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് മീനിങ് മാത്രമല്ല, ഏത് ചാപ്റ്ററിലെയും എന്ത് കാര്യങ്ങൾ മക്കൾ പഠിച്ചാലും അതിൻ്റെ കൂടെ എന്താ ഫീച്ചേഴ്സ് എന്നുള്ളൊരു ഐറ്റം ഉണ്ടെങ്കിൽ ആ ഫീച്ചേഴ്സ് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫീച്ചേഴ്സ്. മക്കൾ ഇതെന്തായി സാർ നേരത്തെ എങ്ങാൻ ചോദിച്ച് വെച്ചല്ലേ ഒരു 100 ലൈക്ക്, എന്താ ഇത് 65 ലൈക്ക്. അടുത്ത രേണു മിസ് വരുമ്പോഴത്തേക്കും മക്കളെ ഇത് 100 ആക്കി തന്ന രേണു മിസ്സിനെ കൊണ്ട് സാറോടെ പാട്ട് പഠിപ്പിക്കും വിത്ത് ഡാൻസ്. ഏത്? ഓക്കെ, അപ്പോൾ നിങ്ങൾ സാറിൻ്റെ ഈ ഒരു അഭ്യർത്ഥന പരിഗണിക്കും എന്ന് നിങ്ങൾ സാറ് വിശ്വസിക്കുന്നു. റെഡി, അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സൽ ഫംഗ്ഷൻ ആണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, എല്ലായിടത്തും ഉണ്ട്. അടുത്തെന്താ? ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്താ? തുടർച്ചയായിട്ടുള്ള പരിപാടിയാണ്. അതായത് ഒരു സ്റ്റാഫ് പോകുമ്പോൾ അടുത്ത സ്റ്റാഫിനെ കൊണ്ടുവരണമല്ലോ. സോ കണ്ടിന്യൂസ് ആണ്. അടുത്തെന്താ? ഇറ്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ വിത്ത് ചേഞ്ചസ് ഇൻ ദ സൈസ് ആൻഡ് എൻവിറോൺമെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതെ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ എന്താണ് ചേഞ്ചിനും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു വലുപ്പത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് മാറ്റം അല്ലെ മാറ്റം വരുത്തേണ്ട അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് ഇത്. യെസ്, നമ്മുടെ സ്റ്റാഫിങ്. ദ സ്കോപ്പ് ഓഫ് സ്റ്റാഫിംഗ് ഈസ് വൈഡ് ആൻഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്. യെസ്, ഇതെന്താണ്? വൈഡ് ആണ്. പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. ആരും ലൈക്ക് അടിക്കല്ലേ, എനിക്ക് വയ്യാന്ന്. മതിയടാ മതി. Okay. The purpose of staffing is the accomplishment of organizational goal through team spirit. Yes, അറിയാലോ, ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക ഇതിലൂടെ സ്റ്റാഫിനെ കൊണ്ടുവന്നിട്ട്. സെറ്റ് അല്ലേ? യെസ്, അപ്പോൾ ഓർത്ത് വെച്ചോളുക നമ്മുടെ ഫീച്ചേഴ്സ്, സ്റ്റാഫിങ്ങിൻ്റെ ഫീച്ചേഴ്സ് മക്കൾ ഓർത്ത് വയ്ക്കുക. അടുത്തെന്താണ്? ഇമ്പോർട്ടൻസ് ആണ്. സ്റ്റാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു വെച്ചോളാം. ഒരു 6 പോയിന്റുകളുണ്ട് ഇമ്പോർട്ടൻസ് സ്റ്റാഫിങ്. ഒന്നാമത് എന്താ? ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ ഇൻ ദ റൈറ്റ് ജോബ്. അല്ലേ? യെസ്, നമുക്ക് വേണ്ട കറക്റ്റ് അല്ലെ സ്കിൽഡ് ആയിട്ടുള്ള റൈറ്റ് പീപ്പിൾസിനെ കണ്ടെത്തുക. അതാണത് ഒന്നാമത്തെ. സ്റ്റാഫിംഗ് എൻഷുർ ദാറ്റ് ക്വാളിഫൈഡ് ആൻഡ് സ്കിൽഡ് പീപ്പിൾ ആർ പ്ലേസ്ഡ് അപ്രോപ്രിയേറ്റ് ജോബ് ബേസ്ഡ് ഓൺ ദെയർ എബിലിറ്റി. അല്ലെ, അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെറ്റ് ചെയ്യുക. ഒന്നാമത്തെ. യെസ്, റെഡി. അടുത്ത് ഇംപ്രൂവ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക. അല്ലെ, വെൻ ദ റൈറ്റ് പീപ്പിൾ ആർ ഹയർഡ് പ്രോപ്പർലി ട്രെയിൻഡ് ആൻഡ് പ്രൊഡക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻസ്ലി ഇൻക്രീസസ് ലീഡിങ് ടു ബെറ്റർ. അല്ലെ, വെറുതെ എന്താണ് ഒരാളെ അവിടെ കൊണ്ടുവന്ന് ഇരിപ്പിക്കുക എന്നുള്ള മാത്രമാണോ സ്റ്റാഫിംഗ്? അല്ല, നമ്മൾ പഠിച്ചാലേ. യെസ്, എന്തും കൂടെ ഉണ്ടാവും അതില്ലേ. യെസ്, അയാളെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയും അയാളെ എത്രത്തോളം ബെറ്റർ ആയിട്ട് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുകയും അതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. അടുത്തെന്താ? എൻഷുർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ആ ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യണം. അല്ലെ, ത്രൂ സ്റ്റാഫിംഗ് ഓർഗനൈസേഷൻ ക്യാൻ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദർ മാൻ പവർ അവോയ്ഡിങ് ഓവർ സ്റ്റാഫിംഗ് ആൻഡ് അണ്ടർ സ്റ്റാഫിംഗ്. യെസ്, ഓവർ സ്റ്റാഫിംഗ് കൂടുതലായി പോകാൻ പാടില്ല. യെസ്, കുറഞ്ഞു പോകാനും പാടില്ല. ആര്? സ്റ്റാഫ്. അല്ലെ, അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ. ഓക്കെ, ദെൻ അടുത്തതോ? ഹെൽപ്പ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. എന്തിനെ ഡെവലപ്പ് ചെയ്യുന്നു? ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാഫിംഗ് ഇൻവോൾവ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വിച്ച് ഹെൽപ്പ് എംപ്ലോയീസ് ഗ്രോ ആൻഡ് ഇംപ്രൂവ് ദർ സ്കിൽ. നമ്മൾ പറഞ്ഞു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിലൂടെ എന്താണ്? ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഡെവലപ്മെന്റ് കൂടിയാണ്, നമ്മുടെ ഫേമിൻ്റെ മാത്രമല്ല. അല്ലേ? യെസ്, അപ്പോൾ അതും കൂടെ മക്കൾ ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് യെസ് എന്താണ്?
ബിൽഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൈൽ അല്ലേ, നല്ല ഒരു പൊസിഷനിലേക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള അതിന് ഒത്ത അല്ലെങ്കിൽ എന്താ അതിന് സ്യൂട്ടായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തുകയും അയാളെ അവിടെ സ്റ്റാഫായിട്ട് നിയമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു, അയാൾക്കൊരു മൊറൈൽ ഉണ്ടാവുന്നു അല്ലേ. സാറ് എന്താണ് ടീച്ചിങ് ആഗ്രഹിച്ച് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ സാർ ഇതിന് മുൻപ് വർക്ക് ചെയ്തിട്ടുള്ളത് ടീച്ചിങ് പൊസിഷനിലായിട്ടല്ല, ടീച്ചിങ് പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് അത് ഒരു എങ്ങനെയായിരുന്നു, ഒരു ഹവർലി അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പിലായിരുന്നു. സോ അതിൽ സാർ എന്താണ് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പക്ഷേ എന്താണ് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഒരു ഓക്കെ അല്ലേ, ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് സാർ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ സാർ അത് എന്തായി പ്ലേസ് ആയപ്പോൾ അല്ലേ, ഇവിടെ സാർ എന്താണ് ഒരു ഫാക്കൽറ്റി ആയിട്ട് വന്നപ്പോൾ എന്തുണ്ട് സാറിന് ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സാർ എന്തിനു പഠിച്ചു അല്ലേ, എന്തിനു വേണ്ടി സാർ നടന്നു, അത് നടന്നു അല്ലേ. അപ്പോൾ അതിന് കിട്ടുന്ന എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു മുറൈ അല്ലേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സംഭവം. റെഡി, അപ്പോൾ അത് ഉണ്ടാവുന്നു. ഓക്കെ അല്ലേ. ദ റൈറ്റ് സ്റ്റാഫിംഗ് എൻഷുർ ദാറ്റ് എംപ്ലോയി ആർ പ്ലേസ്ഡ് ഇൻ എ റോൾ സ്യൂട്ട് ടു ദം which increase the job satisfaction and motivation. ഉണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ അല്ലേ, ആ ഒരു മോട്ടിവേഷൻ. ഓക്കെ സെറ്റ്. ദെൻ അടുത്തത് എന്താണ് ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ഗ്രോത്തിനും എക്സ്പാൻഷനും കൂടെ എ കമ്പനി വിത്ത് എ സ്ട്രോങ് ടീം ക്യാൻ ഈസിലി എക്സ്പാൻഡ് ഓപ്പറേഷൻ ആസ് ഇറ്റ് ഹാസ് കാപ്പബിൾ പീപ്പിൾ ടു മാനേജ് ആൻഡ് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി അല്ലേ. സാറ് വേറെ ബ്രാഞ്ചിലേക്ക് പോലെ നോടാ. ഓക്കെ സെറ്റ്. അപ്പോൾ എന്താ ഒരു സ്റ്റാഫ് നല്ലൊരു സ്റ്റാഫിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്തും കൂടെയാണ് നമ്മുടെ ഫേമിൻ്റെ ഗ്രോത്തും എക്സ്പാൻഷനും കൂടെ ആണ്. സെറ്റ് അല്ലേ. റെഡി. ഒരുപാട് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടീം നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവും, നല്ല രീതിയിൽ അതുണ്ടാകുന്നു, എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു. സെറ്റ്. അപ്പോൾ ആദ്യം എന്താണ് സ്റ്റാഫിങ്ങിനെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടത് ഈ കാര്യങ്ങളാണ്, സ്റ്റാഫിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്. റെഡി അല്ലേ. അടുത്ത നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക, എന്താണ് സ്റ്റാഫിങ് ആസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ല, HRM എന്ന് കേട്ടില്ലേ മക്കൾ, HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്തിക്കുക. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ്, ഡെവലപ്പിംഗ്, മാനേജിങ് ആൻഡ് റിറ്റൈനിങ് ദ പീപ്പിൾ ഹു വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഫോക്കസ് ഓൺ മേക്കിംഗ് ഷുവർ ഓർഗനൈസേഷൻ ഹാസ് ദ റൈറ്റ് പീപ്പിൾ വിത്ത് ദ റൈറ്റ് സ്കിൽ ആൻഡ് ദ റൈറ്റ് ടൈം. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ഫേമിലേക്ക് ശ്രദ്ധിക്കണേ, നമ്മുടെ ഒരു ഫേമിലേക്ക് എന്ത് സാർ സൈലത്ത് നിന്ന് അങ്ങോട്ട് വന്നിട്ടുള്ളത് അറിയോ, ടീച്ചിങ് അല്ലായിരുന്നു കേട്ടോ, വേറെ പൊസിഷനായിരുന്നേ. ഓക്കെ സെറ്റ്. അപ്പോൾ അപ്പോൾ എന്താ ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ അല്ലേ നമ്മുടെ ഫേമിലേക്ക് റിക്രൂട്ട് ചെയ്യുകയോ അവരെ ട്രെയിൻ ചെയ്യുകയോ അവരെ ഡെവലപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആരാ, HRM അല്ലെങ്കിൽ HR എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ ആ ഒരു HRലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള പ്രോസസ്സാണ് എന്തെന്ന് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റാഫിംഗ് ഈസ് ദ വൺ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ മെയിൻ ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് മെനി സ്പെഷ്യൽ ആക്ടിവിറ്റി. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എന്താണ് മറ്റ് ഒരുപാട് സ്പെഷ്യൽ ആക്ടിവിറ്റി ഉണ്ട്. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ഉണ്ട്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, പെർഫോമൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഉണ്ട്, കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്, പിന്നെ അതുപോലെ തന്നെ എംപ്ലോയി റിലേഷൻ, പിന്നെ അതുപോലെ തന്നെ വർക്കേഴ്സ് പ്ലാനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാം ഉൾപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷനാണ്. എന്താണ് HRM ബിഗിൻ പോയിന്റ്. HRM സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലൂടെയാണ്, സ്റ്റാഫിങ്ങിലൂടെ അല്ലെ. സ്റ്റാഫിങ് നടത്തിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, HRM അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് മാനേജ് ചെയ്യാനുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് HRM സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്ന, സ്റ്റാഫിംഗ് എന്നാണ് നമുക്ക് പറയാം. ദെൻ സ്റ്റാഫിംഗ് സപ്പോർട്ട് അതർ HRM ഫംഗ്ഷൻ അല്ലെ, മറ്റ് HRM ഫംഗ്ഷൻ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു, അവരെ ഡെവലപ്പ് ചെയ്യുക, ട്രെയിൻ ചെയ്യിക്കാനുള്ള, ഡെവലപ്പ് ചെയ്യിക്കാനും ട്രെയിൻ ചെയ്യിക്കാനും ഒക്കെ ആര് വേണം, ഹ്യൂമൻ റിസോഴ്സസ് വേണം അല്ലേ. അപ്പോൾ സ്റ്റാഫിംഗ് എന്താണ് HRMൻ്റെ മറ്റ് ഫംഗ്ഷനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 പോയിന്റുകൾ ഓർത്ത് വെച്ചോളാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും, എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് സ്റ്റാഫിംഗ് ഒരു HRMൻ്റെ പാർട്ടാവുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ ഈ 3 പോയിന്റ് കണക്ട് ചെയ്തുകൊണ്ടാണ് എഴുതേണ്ടത്. HRM എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ, ഓർത്ത് വെച്ചോളാം. റെഡി. അങ്ങനെയെങ്കിൽ അടുത്ത നമ്മളെ മെയിൻ ഐറ്റം സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ്. ഇതാണ് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ്. അറിയാലോ സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ്. സാർ കളങ്കാവൽ കാണാൻ പോകുന്നുണ്ടോ? പോയിടാ, അന്ന് പോയി കണ്ടു വന്നു. രാവിലെ 10:30 ഷോയ്ക്ക് പോയതിന് ശേഷമാണ് സാർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ റെഡി. ഓക്കെ, അപ്പോൾ
പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് മക്കളെ എസ് എ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് പഠിച്ചു വെച്ചോളാം. ഒന്നാമത് എന്താ? മാൻ പവർ പ്ലാനിങ്. അറിയാലോ, ആ ടേം തന്നെ ഉണ്ടല്ലോ, മാൻ പവറിനെ പ്ലാൻ ചെയ്യുക. നമുക്ക് വേണ്ട ഹ്യൂമൻ റിസോഴ്സ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയാണ്, എത്ര വേണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അത് പ്ലാൻ ചെയ്യുക. ഓക്കെ. റിവ്യൂ, നോ സ്പോയിലർ പ്ലീസ്. റിവ്യൂ ഒരു 5 സ്റ്റാറിൽ ഇല്ല, ഒരു 4.3 സാറ് കൊടുക്കുന്നു. നല്ല പടമാണ്, അടിപൊളി സിനിമയാണ്, സെറ്റാണ്. ഒരു എന്താ പറയുക, വെറൈറ്റി അറ്റംപ്റ്റ് ആണ്. ഐ മീൻ മമ്മൂക്കേൻ്റെ വില്ലൻ വേഷം കൊള്ളാം, നടിപ്പ് താൻ പൊളിസാണ്. Okay, yes, manpower planning is a future focused process of estimating and organization of staffing needs. അല്ലേ, സ്റ്റാഫിങ് ചെയ്യാൻ നമുക്ക് ആദ്യം എന്ത് വേണം? ഓർഗനൈസേഷനിൽ എസ്റ്റിമേറ്റ് ചെയ്യണം. എന്തെന്ന്? എത്ര വേണം, എത്ര ആളുകൾ മാൻ പവർ വേണം എന്നുള്ളത്. അല്ലേ, യെസ്. ഇറ്റ് കൺസിസ്റ്റ് ഫാക്ടേഴ്സ് ലൈക്ക് ടെക്നോളജി, പ്രൊഡക്ഷൻ, മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് പോളിസി. ഇതെല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് എത്ര വേണം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരെ എടുക്കുന്നുണ്ടോ എന്ന്? ഉണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ എടുത്തു. യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിസ്മസിന്റെ ചാപ്റ്റേഴ്സ് നമ്മൾ ആദ്യം എടുത്തു. ഓക്കെ, യെസ്, നമ്മൾ എടുത്തു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ ക്രിസ്മസ് എക്സാം പോർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സാറ് വന്നിട്ട് പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെന്റ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചാപ്റ്റർ ഒന്ന് തുടങ്ങിയിട്ടു. പിന്നെ ലുണുമിസ് വന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എടുത്തു. യെസ്, അതിനുശേഷം നമ്മൾ ആദ്യ ചാപ്റ്ററും പിന്നെ എൻവിറോൺമെന്റും എടുത്തു. ഓക്കെ, ഇനി ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും ഒക്കെ വരാനുണ്ട്. സെറ്റ്, റെഡി? ഓക്കെ. അപ്പോൾ ആദ്യത്തെ നമ്മളെ പ്രോസസ് എന്താണ്? പ്ലാൻ ചെയ്യുക. അല്ലെ, മാൻ പവർ പ്ലാൻ, അല്ലെങ്കിൽ മാൻ പവർ എത്ര വേണം എന്നുള്ളത്. യെസ്, വൈകി സാർക്ക് ലൈവ് കയറാൻ. ഓക്കെ, കുഴപ്പമില്ല. യെസ്, ഇപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതാണ് വേണ്ടതെങ്കിൽ യെസ്, തൊട്ട് മുന്നത്തെ കുറച്ചൊന്ന് ബാക്കോട്ട് അടിച്ചു നോക്കുക. യെസ്, ലുണുമിസ് എടുത്ത ക്ലാസ് കാണാം കേട്ടോ, അത് കാണാം. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയെങ്കിലും അടുത്ത് നോക്കിയേ, റിക്രൂട്ട്മെന്റ് ആണ്. അല്ലെ, അടുത്ത പ്രോസസ് എന്താ? പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ റിക്രൂട്ട് ചെയ്യുക. എന്താ റിക്രൂട്ടിങ്? സിമ്പിൾ. റിക്രൂട്ട്മെന്റ് എന്താണ്? ഡിസ്കവറിങ് ആപ്ലിക്കേഷൻ ഓഫ് ദ ജോബ് ഇൻ ആൻ എന്റർപ്രൈസ്. അല്ലെ, നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആപ്ലിക്കേഷൻസിനെ കണ്ടുപിടിക്കുക നമ്മളെ ജോബിലേക്ക് വേണ്ട. അല്ലെ, വൈറ്റൽ ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ്. ഇറ്റ് ഈസ് ആക്ടിവിറ്റി ദാറ്റ് എയിം ടു ബ്രിങ് ദ ജോബ് സീക്കർ. ജോബ് നോക്കുന്ന ആളുകളെ, അല്ലെ, യെസ്, അവരെ എയിം ചെയ്തുകൊണ്ടുള്ള പ്രോസസ്സാണ് എന്താ? ജോബ് ഗിവർ. അല്ലെ, ഇൻ കോണ്ടാക്ട്. ഇവർ രണ്ടുപേരുടെയും കൂടെ കോണ്ടാക്റ്റിൽ വരുത്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ദ കാൻഡിഡേറ്റ് ആൻഡ് എൻകറേജിങ് ദം. അല്ലെ, നമ്മളെ കാൻഡിഡേറ്റിനെ, നമുക്ക് വേണ്ട ആളുകളെ യെസ് കണ്ടുപിടിക്കുകയും അവരെന്താ നമ്മളെ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അല്ലെ, അതിൽ ആരാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾ? സെലക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് ബിഗിൻ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. സെലക്ട് ദ ഇൻവോൾവ് ദ കെയർഫുൾ സ്ക്രീനിങ് ആൻഡ് ടെസ്റ്റിംഗ് കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്ലൈഡ് ഫോർ ദ ജോബ്. ദ മെയിൻ പർപ്പസ് ഓഫ് സെലക്ഷൻ ടു ചൂസ് ദ റൈറ്റ് ടൈപ്പ് കാൻഡിഡേറ്റ്. ഉണ്ടല്ലോ, റൈറ്റ് പേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്നു. നമുക്ക് വേണ്ട സ്കില്ലൊക്കെ ഉള്ള കറക്റ്റ് ആൾ നമ്മൾ എന്താക്കുന്നു? പിക്ക് ചെയ്യുന്നു. സെലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അയാളെ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ്മെന്റ്. അല്ലെ, പ്ലേസ് ചെയ്യുന്നു, ഓറിയന്റേഷൻ കൊടുക്കുന്നു. പ്ലേസ് ചെയ്യാൻ അറിയാലോ, പ്ലേസ്മെന്റ് മീൻസ് അസൈനിങ് ദ റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ്. അല്ലെ, നമ്മുടെ ജോബിലേക്ക് അയാളെ പ്ലേസ് ചെയ്യുന്നു. യെസ്, നീയാണ് ഞങ്ങളെ ആള്. റെഡി? എന്നിട്ടോ യെസ്, എന്ത് ചെയ്യുന്നു? ഒരു ആബ്സെന്റീസം ആൻഡ് ആക്സിഡന്റ്. അല്ലെ, എന്നിട്ടോ ഹെൽപ്പിംഗ് റെഡ്യൂസ് ടേൺ ഓവർ. അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് നമ്മളെ ഫേമിൽ ഉണ്ടാവുന്ന ആബ്സെന്റീസം അല്ലെങ്കിൽ ആക്സിഡൻസ്, കാര്യങ്ങൾ, റെഡ്യൂസ് ടേൺ ഓവർ, ആളുകൾ കൊഴിഞ്ഞു പോകുന്നതൊക്കെ കുറച്ച് കൊണ്ടുവരുന്നു. ഐ മീൻ ആളുകളെ പ്ലേസ് ചെയ്തുകൊണ്ട്. എന്നിട്ടോ ഓറിയന്റേഷൻ കൊടുക്കും. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ജോബിനെയും നമ്മുടെ എംപ്ലോയ്മെന്റ് എൻവിറോൺമെന്റിനെ കുറിച്ചും നമ്മുടെ കമ്പനീനെ കുറിച്ചൊക്കെ വേണ്ട രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലെ, ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കുന്നു. ഓക്കെ, അങ്ങനെ അയാളെ പ്ലേസ് ചെയ്തു. യെസ്, ഓറിയന്റേഷനൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, അയാളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. അല്ലെ, ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എംപ്ലോയി സ്കിൽ ആൻഡ് നോളജ് ത്രൂ ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രാക്ടീസ്. അല്ലെ, ഇൻസ്ട്രക്ഷനിലൂടെയും പ്രാക്ടീസിലൂടെയൊക്കെ അയാൾക്ക് ആ ഒരു ജോബിൽ വേണ്ട ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നു. അല്ലെ, നോളജ് വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നു. സെറ്റ്, റെഡി? അങ്ങനെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പെർഫോമൻസിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നു.
അല്ലെ? പെർഫോമൻസ് അപ്രൈസൽ അനലൈസ് ചെയ്യുന്ന ദ ജോബ് പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ് ഈസ് ജഡ്ജഡ് ടു ഡിറ്റർമൈൻ ദർ എഫിഷ്യൻസി ലെവൽ. അല്ലെ? അവരുടെ എഫിഷ്യൻസി എത്ര ഉണ്ട്, എത്രത്തോളം സെറ്റായിട്ട് അയാൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ യെസ് ആ ഒരു പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്ത ശേഷം അടിപൊളിയൊക്കെയാണെങ്കിൽ നമ്മൾ എന്താ കരിയർ പ്ലാനിങ് നടത്തും, പ്രൊമോഷനും കാര്യങ്ങളും കൊടുക്കും. അല്ലെ? ഫ്രം ദ ടൈം ടു ദ എംപ്ലോയീസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. യെസ്, ഓർഗനൈസേഷൻ ആൻഡ് ദോസ് of employees. Vacancies at a higher level are filled by promoting employees working at a lower level. അതെന്താണ് ലോവർ ലെവലിലെ എംപ്ലോയീസ് നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ഹൈ പൊസിഷനിലേക്കൊക്കെ മാറ്റുന്നു. അല്ലെ? പ്രൊമോഷൻ കൊടുക്കുന്നു. അങ്ങനെ പ്രൊമോഷനൊക്കെ കൊടുത്താൽ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പൻസേഷൻ. അല്ലെ? ആൾക്ക് വേണ്ട രീതിയിൽ എന്താണ് ബോണസുകൾ, ഇൻസെൻറ്റീവ്സ്, സാലറികളൊക്കെ കൂട്ടുകയാണെങ്കിൽ അത് അങ്ങനത്തെ കോമ്പൻസേഷനും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നു. സെറ്റല്ലേ? സെറ്റല്ലേ? അപ്പം ഇത്രയുമാണ് എന്തെന്ന് നമ്മുടെ യെസ് പ്രോസസ്. ഇതങ്ങോട്ട് പഠിച്ച് വെച്ചോളാം, സെറ്റാക്കി വെച്ചോളാം. റെഡിയാണോ? ഇതങ്ങോട്ട് സെറ്റാക്കി വെച്ചോളുക. ഓക്കെ, പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സുകൾ. ഓക്കെ, 8 പ്രോസസ്സുകളാണുള്ളത്. സിമ്പിളാണ്. പ്ലാൻ ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു. റിക്രൂട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്താൽ അയാൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, ഓറിയൻറ്റേഷൻ കൊടുക്കുന്നു. ഓറിയൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ യെസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പിന്നെ പെർഫോമൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നു. ഇതെന്താണ്? പ്രൊമോഷനും കാര്യങ്ങളും കൊടുക്കുന്നു, കോമ്പൻസേഷൻ കൊടുക്കുന്നു. ഓൾറെഡി സെറ്റ് സാർ. പൊളി പൊളി പൊളി. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിങ്ങിൻ്റെ യെസ് ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ 3 നമുക്ക് പഠിക്കണം. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഏതാണ്? നമുക്ക് റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകാം. വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ്? നമ്മൾ പറഞ്ഞല്ലോ, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ഫൈൻഡിങ് ദ അട്രാക്റ്റീവ് കാൻഡിഡേറ്റ് ആണ്. നമുക്ക് വേണ്ട കാൻഡിഡേറ്റിനെ കണ്ടുപിടിക്കുന്നതും എന്താണ്? സെർച്ചിങ് ഫോർ ദ പൊട്ടൻഷ്യൽ ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് എൻകറേജിങ് ദം ടു അപ്ലൈ. നമ്മുടെ പൊസിഷനിലേക്ക് അയാളെ എൻകറേജ് കഴിച്ചാ സോ ഫാസ്റ്റേ മിസ് ഫുഡ് കഴിച്ച് പറന്ന് വന്ന് വാട്ട് ഈസ് ദിസ്? ഓക്കെ, റെഡി? അപ്പോൾ കോമൺ മെത്തേഡ് ഇൻക്ലൂഡ് ആഡ്സ്, ന്യൂസ് പേപ്പേഴ്സ്, വെബ്സൈറ്റ്. അല്ലേ? ഇതിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആളുകളേക്ക് കണക്ട് ചെയ്യുന്നു. യെസ്, അപ്ലൈ ചെയ്യൂ പറഞ്ഞിട്ട്. റെഡി? യെസ്. അപ്പോൾ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നമുക്കറിയാം. യെസ്, നമുക്ക് ഇതിൽ പഠിക്കേണ്ട എന്താണ്? യെസ്, സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്തൊക്കെയാണ്? റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സുകൾ നമുക്കറിയാം. ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. അല്ലേ? റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ഇതിലൂടെയൊക്കെയാണ് നടത്തുന്നത്. ആളുകളെ നമ്മൾ ഇതിലൂടെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. 2 സോഴ്സാണ്, ഇന്റേണലും എക്സ്റ്റേണലും. ഹയറിംഗ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ഹയർ ചെയ്യുന്നതും ഓർഗനൈസേഷൻ്റെ പുറത്ത് നിന്ന് ഹയർ ചെയ്യുന്നതും. അപ്പം ഇത് ഓരോന്നും പഠിച്ച് വെച്ചിരിക്കണം. നമുക്ക് ഓരോന്നും നോക്കാം. ഇന്റേണൽ സോഴ്സുകളെ നമുക്ക് 2 ആക്കാം. ട്രാൻസ്ഫറും പ്രൊമോഷനും. ഓക്കെ അല്ലേ? ട്രാൻസ്ഫറും പ്രൊമോഷനും. ഇന്റേണൽ സോഴ്സ് അല്ലെ നമ്മുടെ ബിസിനസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെന്താ നമുക്ക് വേണ്ട എംപ്ലോയീസിനെ കണ്ടുപിടിക്കുന്നു. ട്രാൻസ്ഫറിലൂടെയും പ്രൊമോഷനിലൂടെയും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? യെസ്, ഇൻവോൾവിങ് മൂവിങ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് അല്ലെങ്കിൽ വൺ ഡിപ്പാർട്ട്മെന്റ് ടു ഷിഫ്റ്റ് ടു അനദർ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ പേ, സ്റ്റാറ്റസ് ഓർ റെസ്പോൺസിബിലിറ്റി ആണ്. അല്ലെ? ഒരു പൊസിഷനിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക, മൂവ് ചെയ്യുക. അല്ലെ? പക്ഷെ എന്താണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അയാളുടെ പേയ്മെന്റ്, അയാളുടെ സ്റ്റാറ്റസിൽ ഒന്നും റെസ്പോൺസിബിലിറ്റിയിലൊന്നും ഒരു മാറ്റവും ഇല്ല. അതാണ് എന്തെന്ന്? യെസ്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അല്ലെ? പൊസിഷൻ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, റെഡി? ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവിടെ നമുക്ക് ചേഞ്ച് ഉണ്ട്. യെസ്, ഇറ്റ്സ് എ വെർട്ടിക്കൽ. എന്താണ്? യെസ്, ഇതെന്താണ്? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. യെസ്, ഓക്കെ. അപ്പം എന്താണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? അതൊരു വെർട്ടിക്കൽ ഷിഫ്റ്റ് ആണ്. അല്ലേ? അവിടെ എന്തൊക്കെ മാറും? എന്താ നോക്കിയേ? നമ്മുടെ പൊസിഷൻ, ഹയർ പൊസിഷനിലേക്ക് നമ്മൾ മാറും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി മാറും. നമ്മുടെ പേയ്മെന്റ്, നമ്മുടെ സ്റ്റാറ്റസ് എല്ലാം മാറും. അല്ലേ? യെസ്, പ്രൊമോഷൻ ഇൻവോൾവ് ദ മൂവിങ് ആൻ എംപ്ലോയി. വെർട്ടിക്കലി ആണ്. അല്ലേ? ഹയർ പൊസിഷനിലേക്കുള്ള ചേഞ്ച് ആണ് പ്രൊമോഷൻ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി? സിമ്പിളായിട്ട് അത് 2 ഓർത്ത് വെച്ചോളാം. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ്? ഇന്റേണൽ സോഴ്സുകളിൽ നമുക്ക് പഠിക്കാൻ ഏതാണ്? യെസ്, ട്രാൻസ്ഫറും പ്രൊമോഷനും മാത്രമാണുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സസിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? എക്സ്റ്റേണൽ സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ അറിയാലോ. പുറത്തു നിന്ന് നമ്മൾ ആളെ കണ്ടുപിടിക്കുക.
അല്ലേ? പുറത്തുനിന്ന് കണ്ടുപിടിക്കാൻ വരുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് ആർ യൂസ്ഡ് വെൻ ഇന്റേണൽ സ്റ്റാഫ് ഇൻസഫിഷ്യന്റ് ഓർ അൺക്വാളിഫൈഡ്, അല്ലേ? ഇന്റേണലി നമുക്ക് വേണ്ട എന്താ സ്കില്ലൊന്നുള്ള ആളുകളില്ലെങ്കിൽ നമ്മൾ പുറത്ത് ഉള്ള ആളുകളെ കണ്ടുപിടിക്കും. അത് ഇതിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. യെസ്, ഈ ഒരു 10 വഴികളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ വഴി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. എന്താ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇൻവോൾവിംഗ് ഹയറിംഗ് വർക്കേഴ്സ് ഓൺ ദ സ്പോട്ട് ബൈ ഡിസ്പ്ലേയിങ് ദ ജോബ് നോട്ടീസ് അറ്റ് ദ വർക്ക് പ്ലേസ്. നമ്മുടെ വർക്ക് പ്ലേസിൽ, അല്ലെ, നമ്മുടെ ബിൽഡിങ്ങിന്റെ ചുറ്റും ഹയർ ഏരിയയിൽ തന്നെ നമ്മൾ എന്താക്കുന്നു? യെസ്, ഒരു നോട്ടീസ് അടിച്ചുകൊണ്ട് യെസ് ഈ ബിൽഡിങ്ങിലേക്ക് ആൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ചെയ്ത് ആളെ കണ്ടെത്തുന്നതാണ് എന്ത്? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഇത് മാത്രം. വർക്ക് പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ഒരു നോട്ടീസ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിയേ, കാഷ്വൽ കോളർ. എന്താ കാഷ്വൽ കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാഷ്വലി കോൾ ചെയ്യുന്ന ആൾ, അല്ലേ? കാഷ്വൽ കോളർ എന്ന് പറഞ്ഞാൽ സോളിസിറ്റഡ് ജോബ് സീക്കേഴ്സ് ഹു ഡീറ്റെയിൽഡ് ആർ കെപ്റ്റ് ഇൻ ദ ഡാറ്റാബേസ്, അല്ലേ? ഇപ്പം ജോബ് ഉണ്ടോ സാർ, അവിടെ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നോർമലി കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ബിസിനസ് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു ഡാറ്റാബേസിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ വെളിയിൽ വരുന്ന ആളുകളുടെയൊക്കെ അപ്പോൾ എന്താ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആളുകളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ വിളിക്കുന്നു. അതാണ് കാഷ്വൽ കോളേഴ്സ്. സെറ്റ്. തേർഡ് ശ്രദ്ധിച്ചോ, അഡ്വർടൈസ്മെന്റ്. അറിയാലോ, അഡ്വർടൈസ്മെന്റ് പരസ്യം ചെയ്യുക, അല്ലെ? ഒരുപാട് എന്താണ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ പരസ്യം ചെയ്യാൻ. ന്യൂസ് പേപ്പേഴ്സും ടി വി അതും ഇതും പറഞ്ഞിട്ട് യെസ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ആഡ് കൊടുക്കുന്നു. ഓക്കെ, പക്ഷേ ആഡ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് എന്തായാലും ഒരുപാട് ഓപ്ഷൻസ് വരും. അതായത് വെറുതെ ആഡ് കണ്ട് ആൾക്കാർ ഇങ്ങനെ വെറുതെ റിക്രൂട്ട്മെന്റ് അപ്ലൈ ചെയ്തിട്ടു. സ്കിൽഡ് ഉള്ള ആളെന്നെ അയക്കണം എന്നില്ല. അപ്പോൾ എന്താണ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിലൂടെ അഡ്വർടൈസ്മെന്റിലൂടെ കിട്ടും. അത് നമുക്ക് ഇതിലൊരു നെഗറ്റീവാണ്. പിന്നെ അടുത്ത എന്താ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ട്. ഗവൺമെന്റ് അതോറിറ്റിയാണ്. ഓക്കെ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റൺ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ്. ഓക്കെ, ലിങ്ക്ഡ് എംപ്ലോയീസ് വിത്ത് ജോബ് സീക്കേഴ്സ് ബട്ട് മേ ഹാവ് ഔട്ട്ഡേറ്റഡ് റെക്കോർഡ്. അധികവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ നമുക്ക് കിട്ടിയ ഔട്ട്ഡേറ്റഡ് റെക്കോർഡ് ഉള്ള ആളുകളെ ആയിരിക്കും. അതെ, ടി വി വേറെ സെപ്പറേറ്റ് പറയുന്നുണ്ടല്ലോ അവസാനത്തേക്ക്. ഓക്കെ, സാധനം കയ്യിലുണ്ടോ? അതെ, സാധനം കയ്യിലുണ്ടോ? ഓക്കെ, റെഡി. അപ്പം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ട്. അടുത്ത എന്താണ്? പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്, അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്ലേസ്മെന്റ് ഏജൻസീസും ഒക്കെ ഉണ്ട്. ഓക്കെ, പ്ലേസ്മെന്റ് ഏജൻസീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ, കൺസൾട്ടൻസ്, അല്ലെ? ഒരു സ്ഥാപനമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇതുപോലത്തെ ആളുകളെ, ജോബ് നോക്കുന്ന ആളുകളെ ഒരു കമ്പനിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യിക്കുന്ന ആളുകൾ. അതിന് അവർക്ക് എന്തുണ്ടാവും? ഒരു സെപ്പറേറ്റ് ഫീയും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ആരെ കയ്യിൽ നിന്നും? യെസ്, നമ്മുടെ കമ്പനിയുടെ കയ്യിൽ നിന്നും എന്തുണ്ടാവും? ഒരു ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അവരെന്താക്കുന്നു? കളക്ട് ചെയ്യുന്നു. ഓക്കെ, പ്ലേസ്മെന്റ് ഏജൻസീസ് ഓർക്കുക. ക്യാമ്പസ് ഇന്റർവ്യൂ, ഒറ്റ സിനിമ, നൻപൻ. ഓക്കെ, നൻപനിൽ കണ്ടിട്ടുണ്ടാവില്ല മകൾ, അല്ലെ? ക്യാമ്പസ് ഇന്റർവ്യൂ നല്ല യെസ് എന്താണ് ഈ ടെക്നിക്കലി കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് എന്താണ് കോളേജുകളിലൊക്കെ എന്തുണ്ടാവും? യെസ്, വലിയ കമ്പനികൾ വന്ന് അവരെന്താണ് ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് അവരെ ഫ്രഷ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തും. ഓക്കെ, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഈസ് ഹയറിംഗ് ഫ്രഷ് ഗ്രാജുവേറ്റ് ഡയറക്ട്ലി ഫ്രം കോളേജ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്പെഷ്യലി ഫോർ ടെക്നിക്കൽ പ്രൊഫഷണൽ ആൻഡ് മാനേജീരിയൽ റോൾ. അങ്ങനത്തെ റോളുകൾക്ക് വേണ്ടി. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിയേ, എംപ്ലോയി റെക്കമെൻഡേഷൻ. അടുത്തെന്താ? നമ്മുടെ ബിസിനസ്സിൽ തന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ നിന്നും കിട്ടുന്ന എന്തെന്ന്? റെക്കമെൻഡേഷൻ. നമുക്ക് വർക്ക് ചെയ്യുന്ന ആളുകളുടെ എന്താണ് ചുറ്റുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള, അല്ലെ? എംപ്ലോയ്മെന്റ് റെക്കമെൻഡേഷൻ ഇൻവോൾവ് ഹയറിംഗ് കാൻഡിഡേറ്റ് റെഫർ ടു കറന്റ് എംപ്ലോയി ടു ദെയർ കോൺടാക്ട്. അവരുടെ കോൺടാക്റ്റിൽ തന്നെയുള്ള കറന്റ് എംപ്ലോയീസിനെ നമുക്ക് എന്താക്കാം? അവരെ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ ആക്കാം. ഓക്കെ, 100 വട്ടെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്നാ പാസപ്പോകല ഇത് നൻപൻ സിനിമ. ഓക്കെ. അടുത്ത് ലേബർ കോൺട്രാക്ട്. അറിയാലോ, കോൺട്രാക്ടേഴ്സ്, അല്ലെ? ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ്. ഓക്കെ, ലേബർ കോൺട്രാക്ടർ പ്രൊവൈഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് ക്വിക്ക്ലി ത്രൂ ദ കോൺട്രാക്ട്, അല്ലെ? അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ ഡെയിലി വേജസിനൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് ഇങ്ങനെയുള്ള ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തെന്താ? TV അഡ്വർടൈസ്മെന്റ്. മക്കൾ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെ? ടെലിവിഷനിലൂടെ നമ്മൾ വൈഡ് റീച്ചിലേക്ക് വേണ്ടി അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു. പിന്നെ വെബ് പബ്ലിഷിംഗ്, അല്ലെ? ഒരുപാട് സൈറ്റുകളും കാര്യങ്ങളും ഉണ്ട്. ലിങ്ക്ഡിൻ ഉണ്ട്, ഇൻഡീഡ് ഉണ്ട്. ഇതുപോലുള്ള എന്താണ് സൈറ്റിൽ നമുക്ക് എന്താക്കാം? കൊടുക്കാം. ഓക്കെ അല്ലേ? റെഡി? അപ്പം ഈ 10 മക്കൾ എന്ത് പഠിച്ചു വെക്കുക? റിക്രൂട്ട്മെന്റിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സുകളായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സെറ്റ്? റെഡി?
ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഐറ്റം സെലക്ഷൻ. അടുത്ത ഐറ്റം ഏതാ? സെലക്ഷൻ അറിയാലോ, സെലക്ട് ചെയ്യുക അല്ലെ. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫ്രം ദ പൂൾ. ഒരുപാടുള്ള ആളുകളിൽ നിന്ന് ചൂസ് ബെസ്റ്റ് വണ്ണെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇറ്റ് ഇൻവോൾവ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ടു ആസസ് സ്യൂട്ടബിലിറ്റി വിത്ത് മെനി കാൻഡിഡേറ്റ്സ് എലിമിനേറ്റിംഗ് അറ്റ് ഈച്ച് സ്റ്റേജ് അല്ലെ. ഓരോരുത്തരും നമ്മൾ എന്താ ഓരോ സ്റ്റേജിൽ നിന്നും ഓക്കെ. എന്താ പ്രോസസ് ഓഫ് സ്റ്റാർട്ട് വിത്ത് ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ആൻഡ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ ഹയറിംഗ്. ഓക്കെ, എന്താണ് ആ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ, ലാസ്റ്റ് ഒരാളെ ഹയർ ചെയ്യുന്നത് വരെ. അതാണ് ഇതെന്ന് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സെലക്ട് ചെയ്ത് എടുക്കുന്ന ഒരുപാട് ആളുകളിൽ നിന്നും നമുക്ക് വേണ്ട ആളുകൾ. അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ്? പ്രോസസ് ഓഫ് സെലക്ഷൻ ആണ്. ഒന്നാമത്തെ പ്രോസസ്സ് എന്താ? പ്രിലിമിനറി ഇൻ്റർവ്യൂ ആണ് അല്ലേ. ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളൊരു ചൂസിങ് അല്ല സാറ് ചൂസിങ് എന്ന് പറഞ്ഞു പോയോടാ, സോറി കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ പറയുന്ന സമയത്തേ സംഭവിക്കുന്നതാണ്. ഓക്കെ, I am the sorry. Okay, yes, preliminary interview. ആദ്യം നമ്മൾ ഒരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും വരുമല്ലോ അല്ലേ. ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങൾ വരും. അപ്പോൾ ആ എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്യാനും നോക്കാനൊക്കെ ഒരു കമ്പനിക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരുപാട് ആളുകളിൽ നിന്നും അവരെന്ത് ചെയ്യുന്നു? ഒന്ന് സോർട്ട് ചെയ്യും. അങ്ങനെ സോർട്ട് ചെയ്യാൻ വേണ്ടി അവർ നടത്തുന്നതാണ് ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ. ഓക്കെ, കണ്ടക്ട് ബൈ എ പേഴ്സണൽ അസിസ്റ്റന്റ് സ്ക്രീൻ ഔട്ട് ക്ലിയർലി അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ആണല്ലോ. സ്യൂട്ടബിൾ ആപ്ലിക്കേഷൻസ് ആർ ഗിവൺ ആപ്ലിക്കേഷൻ ഫോം ഫോർ ദ ഫർദർ പ്രോസസ്. അപ്പോൾ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ തട്ടുന്നു, എന്നിട്ടോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഫർദർ പ്രോസസ്സിനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, പ്രിലിമിനറി ഇൻ്റർവ്യൂ. അതിനുശേഷം സെലക്ഷൻ ടെസ്റ്റ് നടത്തും. പല ടൈപ്പ് ടെസ്റ്റുകളുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ഏതൊക്കെയാണ്? ഒന്ന് ഇൻ്റലിജൻസ്, നമ്മളെ ഇൻ്റലിജൻസ് നോക്കും, നമ്മൾ IQ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, എന്താണ്? ആക്സസ് ദ പൊട്ടൻഷ്യൽ ടു ലേൺ ന്യൂ സ്കിൽ ആൻഡ് പ്രെഡിക്റ്റ് ഫ്യൂച്ചർ അല്ലേ. പുതിയൊരു സ്കില്ല് പഠിക്കാനുള്ള അയാളുടെ കഴിവ്, അതാണ് ആപ്റ്റിറ്റ്യൂഡിലൂടെ നോക്കുക. ശ്രദ്ധിക്കണേ. ദെൻ പേഴ്സണാലിറ്റി ഉണ്ട് അല്ലേ. എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ്, നമ്മളെ റിയാക്ഷൻസ്, നമ്മളെ മെച്യൂരിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് ഇത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അടുത്തുണ്ട് ട്രേഡ് ടെസ്റ്റ്. ശ്രദ്ധിച്ചേ, മെഷർ ദ ആക്ച്വൽ സ്കിൽ ആൻഡ് നോളജ് എ പേഴ്സൺ ഓൾറെഡി ഹാസ് ദ ട്രേഡ് ഓഫ് പ്രൊഫഷൻ അല്ലേ. ആ ഒരു ജോബിലേക്ക് വേണ്ട എന്തെല്ലാം സ്കില്ലുകൾ ഇപ്പോൾ അയാളുടെ കയ്യിലുണ്ട് എന്ന് നോക്കുന്നതാണ് ഇത് ട്രേഡ് ടെസ്റ്റ്. ലാസ്റ്റ് എന്താ? ഇൻട്രസ്റ്റ് ടെസ്റ്റ് അല്ലെ. അയാളുടെ ഇൻട്രസ്റ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഒക്കെ അധികം ചെയ്യാറാന്നറിയോ. ഇപ്പം ഈ നമ്മളെ ഇപ്പോൾ കരിയർ ഗൈഡൻസ് ഒക്കെ നൽകുന്ന ആളുകളില്ലേ, അങ്ങനത്തെ ആളുകളാണ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ, ഇപ്പോൾ 10th കഴിഞ്ഞ് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഇനിയിപ്പോൾ +2 കഴിഞ്ഞ് നിങ്ങൾക്ക് വരും അയ്യോ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ. അപ്പം അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യാരെയാണ് നമ്മൾ ഇതുപോലത്തെ കരിയർ ഗൈഡൻസ് ഒക്കെ തരുന്ന ആളുകളെയാണ് അല്ലേ. അപ്പോൾ കരിയർ ഗൈഡൻസിലൊക്കെ തരുന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ കുറേ ടെസ്റ്റുകളുണ്ട് അവരുടേതായിട്ടുള്ള സൈഡിൽ നിന്നുള്ള. അപ്പോൾ അതൊക്കെ ഈ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്യുക അങ്ങനത്തെ ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. സെറ്റ്. അപ്പം ഇങ്ങനത്തെ സെലക്ഷൻ ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നു. അങ്ങനെ സെലക്ഷൻ ടെസ്റ്റ് നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റ് നടത്തിയിട്ട് ഉള്ള ആളുകളെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ആളെ ഫേസ് ടു ഫേസ് മീറ്റിംഗ് ടു ആക്സസ് കാൻഡിഡേറ്റ് ആൻഡ് പ്രൊവൈഡ് ജോബ് ഡീറ്റെയിൽസ്. ഓക്കെ, ദെൻ വെറുതെ ഇന്ന് സംസാരിക്കുകയല്ല. ചില ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉള്ള ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നു. ഇൻ്റർവ്യൂ നടത്തി നമ്മൾ എന്താക്കുന്നു? സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നു അല്ലേ. ആഫ്റ്റർ ഇനീഷ്യൽ സ്ക്രീനിങ് ബൈ ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്, ഫൈനൽ സെലക്ഷൻ ഈസ് മെയ്ഡ് ബൈ ദ ലൈൻ ഓഫീസ് ആസ് ദേ റിക്വസ്റ്റഡ് ദ ന്യൂ എംപ്ലോയീസ് ആൻഡ് നോട്ട് ദ ജോബ് ഓഫ് റിക്വയർമെന്റ് ബെസ്റ്റ്. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ ആര് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. എന്നിട്ടോ ആ ഒരു വ്യക്തിയെ നമ്മൾ റെഫർ ചെയ്യുന്നു, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ നടത്തുന്നു. ഓക്കെ, ദ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് നെയിം ഓൺ നോൺ റിലേറ്റീവ് ഹു ക്യാൻ വൗച്ച് ദ സ്കിൽ എക്സ്പീരിയൻസ്. അയാളുടെ സ്കില്ല്, എക്സ്പീരിയൻസ്, ക്യാരക്ടർ കാര്യങ്ങളൊക്കെ അറിയാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ നോൺ റിലേറ്റീവ് ആയിട്ടുള്ള ആളുകളെ കോൺടാക്ട് ചെയ്തിട്ട് നോക്കുന്നു. ഓക്കെ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്തെടുക്കുന്നു. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ അല്ലെ. ആ ഒരു ജോബിന് അയാൾ ഫിസിക്കലി ആൻഡ് മെന്റലി സെറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുക. റെഡി. അതല്ലാതെ അയാളെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. ആഫ്റ്റർ ഫൈനൽ സെലക്ഷൻ കാൻഡിഡേറ്റ് മസ്റ്റ് അണ്ടർഗോ എ മെഡിക്കൽ ചെക്കപ്പ്. ഇറ്റ് ഈസ് നോട്ട് മീൻ ടു റിജക്ട് കാൻഡിഡേറ്റ് ബട്ട് ടു എൻഷുർ ദ ഫോർ ദ ബെസ്റ്റ് ഫോർ ദ ജോബ്.
അപ്പോൾ റെഡിയാണ്, അല്ലെങ്കിൽ അയാളുടെ ഫിസിക്കും അയാളുടെ മെൻ്റലി സ്ട്രെങ്ത് ഒക്കെ ഈ ഒരു ജോബിന് ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മെഡിക്കൽ എക്സാമിനേഷൻ. അതും കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, യെസ് നമ്മൾ ഓഫർ ലെറ്റർ കൊടുക്കുന്നു അല്ലേ. കാൻഡിഡേറ്റ് ഹു ക്ലിയർ ഓൾ സ്റ്റെപ്പ് ബൈ റിസീവ് എ ജോബ് ഓഫർ ത്രൂ അതാ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കുന്നു. യെസ് ആ ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ യെസ് നമ്മൾ എന്താ റിപ്ലൈ കൊടുക്കണം. യെസ് ഞാൻ ഓക്കെയാണ്, ഞാൻ ഇന്ന സമയത്ത് അതിലൂടെ ജോയിൻ ചെയ്ത് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്ലൈ മെയിലൊക്കെ ആയിട്ട് അധികം ഇത് വരും. അപ്പോൾ ഒരു റിപ്ലൈ മെയിൽ നമ്മൾ അയക്കുന്നു. അങ്ങനെ എന്താണ്, യെസ് കോൺട്രാക്ട് ആ ഒരു ദിവസം നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയുമായി റിലേറ്റ് ചെയ്തുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളും നമ്മൾ ഒപ്പിട്ട് വാങ്ങുന്നു. അതിലുണ്ടാവും കംപ്ലീറ്റ് നമ്മളെന്താ ലീവ്, അതർ ഡ്യൂട്ടീസ്, ജോബ്, പേയ്മെൻറ്റ്, നമ്മുടെ പേ അല്ലെങ്കിൽ വർക്കിംഗ് ഹവർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസുമുള്ള ഒരു കോൺട്രാക്റ്റിൽ അവിടുത്തെ റൂളുകളും കാര്യങ്ങളും ഒക്കെയുള്ള ആ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ സൈൻ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എന്തെന്ന് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ്. സെറ്റല്ലേ? സെലക്ഷൻ പ്രോസസ്സ് സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. അങ്ങനെയെങ്കിൽ യെസ് നമുക്ക് എന്ത് നോക്കണം, അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ലാസ്റ്റത്തെ ആസ്പെക്ട്സിലേക്ക് പോവാം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അറിയാലോ, ട്രെയിനിങ് ഈസ് ആൻ ആക്ട് ഓഫ് ഇൻക്രീസിങ് ദ നോളജ് ആൻഡ് ടെക്നിക്കൽ സ്കിൽ ഫോർ ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ് എഫിഷ്യൻ്റ്ലി അല്ലേ. ഒരു ജോബിന് വേണ്ട ടെക്നിക്കൽ സ്കില്ല്, നോളജും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന, ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ്. അതാണ് എന്തെന്ന് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡെവലപ്പിംഗ് റെഫർ ടു ദ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഡിസൈൻ ടു ഹെൽപ്പ് എംപ്ലോയി ടു ഗ്രോ. ഓക്കെ, ദെൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് വൺ ഓഫ് ദ അതർ ഹാൻഡ് ഇൻ കൺസേൺ വിത്ത് ഗ്രോത്ത് ഓഫ് ആൻ എംപ്ലോയി ഇൻ ഓൾ റെസ്പെക്ട്. ഉണ്ടല്ലോ, ആ ഒരു വ്യക്തിയുടെ എല്ലാ നിലയിലുമുള്ള യെസ് ഇംപ്രൂവ്മെന്റ്. അതാണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ട്രെയിനിങ് ഈസ് നെസസറി ഫോർ ന്യൂ എംപ്ലോയീസ് ആസ് വെൽ ആസ് ദ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഫോർ ഇംപ്രൂവിംഗ് ദെയർ പെർഫോമൻസ് അറ്റ് വർക്ക് അല്ലെ. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പുതിയ എംപ്ലോയീസിന് മാത്രമല്ല, ഓൾറെഡി ഉള്ള എംപ്ലോയീസിനും കൂടെ നമ്മൾ കൊടുക്കേണ്ട ഐറ്റമാണ്. ഓക്കെ, അപ്പം എന്താ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവറോൾ ഒരു ഗ്രോത്ത് ആണ്. യെസ്, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ജോബിന് വേണ്ടതായിട്ടുള്ള യെസ് നോളജിൻ്റെയും ടെക്നിക്കൽ സ്കില്ലിൻ്റെയും യെസ് ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അത് മക്കളൊന്ന് നോക്കുക. ഓക്കെ, സെറ്റ്. അപ്പം യെസ് നമുക്ക് അതിന് പഠിക്കാനുള്ള എന്താണ്, യെസ് ഇതിൻ്റെ നീഡ്സ് നമുക്കൊന്ന് നോക്കാം. യെസ് എന്തൊക്കെയാ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. ലെസ് വേസ്റ്റേജ് അല്ലെ, മാക്സിമം വേസ്റ്റേജ് നമുക്ക് കുറച്ചെടുക്കേണ്ടതുണ്ട് അല്ലെ. A trained worker require less time to learn and perform tasks efficiently. This reduce errors and material waste, leading to better productivity and cost saving. റെഡി, നന്നായിട്ടാണ് വർക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് മാക്സിമം കോസ്റ്റ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ ലെസ്റ്റ് വേസ്റ്റിങ്ങിന്, ദെൻ ഇംപ്രൂവ് എംപ്ലോയീസ് പെർഫോമൻസ് ആൻഡ് ഹയർ പ്രോഫിറ്റ്. നല്ല പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ നന്നായിട്ട് ഓരോ എംപ്ലോയീസും വർക്ക് ചെയ്യേണ്ടതുണ്ട്, പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. ആ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താ, അയാൾ ട്രെയിൻ ചെയ്യിക്കുക അല്ലേ. അയാൾക്ക് ആ ഒരു ജോബിന് വേണ്ട സ്കില്ലുകൾ, നോളജുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ട്രെയിൻ എൻഹാൻസ് ദ സ്കിൽ ആൻഡ് നോളജ് ഓഫ് ദ എംപ്ലോയീസ് enabling them to work more efficiently. This increase the efficiency, directly contributed to the better performance and ultimately higher profit for the organization. Okay, ഓർഗനൈസേഷന് വേണ്ട എന്താ, ഒരാൾ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് ആ ഒരു ഓർഗനൈസേഷന് വേണ്ട എന്തും കിട്ടും, ഡെവലപ്മെൻറ്റും ഉണ്ടാവും. ദെൻ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് മാൻ, മെഷീൻ ആൻഡ് മെറ്റീരിയൽ. റെഡി, മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യാം, മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്യാൻ നമ്മൾ അത്രത്തോളം എന്തായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെ ട്രെയിൻഡ് ആയിരിക്കണം അല്ലെ. ചില മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യാൻ, സോ അതിന് നമുക്ക് എന്താണ് ട്രെയിനിങ് അത്യാവശ്യമാണ്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് മോട്ടിവേഷൻ. നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കിട്ടാൻ, മോട്ടിവേഷൻ. ഞാൻ നന്നായി ട്രെയിൻഡായി അല്ലെ, ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്താ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, എനിക്ക് ഈ ജോബ് വിഷയമല്ല, ഞാൻ അടിപൊളിയായിട്ട് ചെയ്യും, ആ ഒരു മോട്ടിവേഷൻ കിട്ടുമല്ലോ. സെറ്റ്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ആറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് ഓക്കെ ഇൻസിസ്റ്റ് കോൺഫിഡൻസ് ഇൻ ദ വർക്കേഴ്സ് ബൈ എക്യുപ്പിംഗ് വിത്ത് ദ necessary skill. These create a positive mindset and encouraging them to take on new responsibility അല്ലെ. പുതിയ റെസ്പോൺസിബിലിറ്റി എടുക്കാനും ഏത് സിറ്റുവേഷനും ഡീൽ ചെയ്യാനും അയാൾ എന്താണ് പേഴ്സണലി മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിക്കോ, ലാസ്റ്റ് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം അല്ലെ. ലേബർ ടേൺ ഓവർ എന്ന് വെച്ചാൽ കൊഴിഞ്ഞു പോക്ക്, നിർത്തി പോകുന്നത്. അതുപോലെ തന്നെ ആബ്സെൻറ്റീസം അല്ലെ, ആളുകൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുപോലുള്ള ആബ്സെൻറ്റീസ് ഒക്കെ കുറയ്ക്കാൻ ഏത് അടിപൊളിയാണ്, നമ്മൾ ട്രെയിനിങ് അടിപൊളിയാണ്. കാരണം നന്നായി ട്രെയിനിങ് ചെയ്താൽ യെസ് ആ വർക്കിനൊക്കെ ചെയ്യാനുള്ള അല്ലെങ്കിൽ അറിയാമെന്നുള്ളൊരു ബോധം അയാൾക്കുണ്ടാവും, അല്ലെങ്കിൽ അയാൾ കുറച്ച് മോട്ടിവേറ്റഡ് ആവും, അല്ലെങ്കിൽ ആ ഒരു ജോബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആൾക്കുണ്ടാവും അല്ലെ. അതില്ലാത്ത ആളുകളാണ് നിർത്തി പോവുക, അല്ലെങ്കിൽ ആബ്സെൻറ്റീസം അല്ലെ ആബ്സെൻസ് ഒക്കെ ചെയ്യാം. റെഡി, അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നു ഇതിലൂടെ, ട്രെയിനിങ്ങിലൂടെ. വെൻ എംപ്ലോയീസ് ഫീൽ വാല്യൂഡ് ആൻഡ് ആർ ഗിവൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ ത്രൂ ട്രെയിനിങ്, ദേ ആർ മോർ ലൈക്ലി ടു സ്റ്റേ ലോയൽ അല്ലെ. എന്താ സത്യസന്ധമായിട്ട് അവിടെ നിൽക്കും. ഓക്കെ, അതെ, ഹാജരാകാതിരിക്കാൻ. പിന്നെയോ യെസ്
ഫീവർ വർക്ക് പ്ലേസ് ആക്സിഡൻറ്റ് അല്ലേ, എന്താണ് ആക്സിഡൻറ്റ് വർക്ക് പ്ലേസിൽ സംഭവിക്കുന്ന പല ആക്സിഡൻറ്റും നമുക്കൊക്കെ അറിയാലോ. ഒരുപാട് എന്താണ് ചില മെഷീൻസിനുള്ളിലൊക്കെ കൈ കുടുങ്ങുക, കാല് കുടുങ്ങുക, മക്കൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലുള്ള ആക്സിഡൻ്റ് ഒക്കെ കുറയാൻ നമ്മളെന്താണ് അത്രത്തോളം ആ ഒരു മെഷീൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് എന്താവണം, ട്രെയിൻഡ് ആവുന്നത് നന്നായിരിക്കും. ഓക്കെ അല്ലേ. അപ്പം എന്താണ് ട്രെയിനിങ്ങിൻ്റെ ഈ ഒരു ഇമ്പോർട്ടൻസ് മക്കളൊന്ന് ഓർത്ത് വെച്ചോളുക. സെറ്റ്. ദെൻ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് തമ്മിലൊരു ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതിപ്പോൾ പോയിന്റ്സ് എഴുതുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇൻക്രീസിങ് നോളജ് ഓഫ് സ്കില്ലാണ് നമ്മളൊരു എന്താണ് ഒരു ജോബിന് വേണ്ടത്. ഇവിടെ എന്തെന്നാ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അവിടെ ലേണിംഗ് ഗ്രോത്ത് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഗ്രോത്ത് ആണ്. ദെൻ ഇറ്റ് ഈസ് എനബിൾ ദ എംപ്ലോയി ടു ഡു ദ ജോബ് ബെറ്റർ. ദെൻ ഇറ്റ് ഈസ് എനബിൾ ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് ദ എംപ്ലോയി. ദെൻ എന്താണ് ഇറ്റ് ഈസ് എ ജോബ് ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. ദെൻ ഇതെന്താണ് ഒരു കരിയർ ഓറിയൻറ്റഡ് ആണ് അല്ലേ. ഒരു എന്താണ് ഒരു വ്യക്തിയുടെ ടോട്ടൽ ഡെവലപ്മെൻ്റ് ആണ് അവിടെ ഡെവലപ്മെൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതൊരു കരിയർ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് ഇവിടുത്തെ, അത് ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മക്കൾ ഓർത്ത് വെക്കുക. ദെൻ ലാസ്റ്റ് നമുക്ക് ട്രെയിനിങ് മെത്തേഡുകൾ പഠിക്കാനുണ്ട്. ട്രെയിനിങ് മെത്തേഡുകളെ നമുക്ക് ഓൺ ദ ജോബ് ആൻഡ് ഓഫ് ദ ജോബ് മെത്തേഡുകൾ എന്ന് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, അപ്പോൾ ഓൺ ദ ജോബ് എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് പഠിക്കാം. ഓൺ ദ ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ദ ജോബ് ട്രെയിനിങ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഇൻ വിച്ച് എംപ്ലോയീസ് ലേൺ ബൈ ഡൂയിങ് ദ ആക്ച്വൽ വർക്ക് അല്ലേ. അപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്ന് കൊണ്ട് തന്നെ നമ്മൾ ആ ജോലി ട്രെയിൻഡ് ആവുക. ഓക്കെ, ദ ട്രെയിനി വർക്ക്സ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എൻ എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസർ അല്ലേ. ഒരു എക്സ്പീരിയൻസ് സൂപ്പർവൈസറുടെ അണ്ടറിൽ നമ്മുടെ ജോബ് പ്ലേസിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ എന്താക്കുക, ട്രെയിൻഡ് ആവുക. 4 രീതികളാണ്, 4 മെത്തേഡാണ് അതിനുള്ളത്. ഒന്നാമത്തേതാ അപ്രന്റീസ്ഷിപ്പാണ്. എന്താണ് അപ്രന്റീസ്ഷിപ്പ്? അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പ്ലേസ് എ ട്രെയിനി അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എൻ എക്സ്പീരിയൻസ് വർക്ക് ടു ലേൺ the experienced worker to learn skill job like plumbing or electrical work. Okay, it involves a fixed training period where both the fast and slow ലേണേഴ്സ് എന്നാണ്. അതായത് ഇപ്പോൾ ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, മെക്കാനിക്സ് ഇവരൊക്കെ ചെയ്യുന്നതാണ് ഇത് അപ്രന്റീസ്ഷിപ്പ് അല്ലേ. ഇവരിങ്ങനെ ഇലക്ട്രീഷ്യന്മാരും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ പോയിട്ടാണ് നമ്മൾ പഠിക്കുക. അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ മെക്കാനിക്സ് അല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലൊക്കെ പണിയെടുത്തുകൊണ്ട് പഠിക്കുക ചെയ്യുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ അണ്ടറിൽ. അതാണ് ഇത് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ITI ഒക്കെ നമുക്ക് എക്സാമ്പിളാണ്. അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, അതായത് ഓഫറിങ് ട്രെയിനിങ് പ്രോഗ്രാം ബേസ്ഡ് ഓൺ ദർ മെത്തേഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ്. അപ്രന്റീസ്ഷിപ്പിലൊക്കെ പല ITI കോളേജുകളിലൊക്കെ നമുക്ക് ഇതുപോലത്തെ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് പലതും പഠിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തതാണിത് കോച്ചിങ്. കോച്ച് അറിയാലോ, ക്രിക്കറ്റ് കോച്ചിങ്ങും അതുപോലെ തന്നെ ഫുട്ബോൾ കോച്ചിങ്ങും ഒക്കെ ഓർത്ത് വെച്ചാൽ മതി. ഇൻ കോച്ചിങ് എ സീനിയർ മാനേജർ ഗൈഡ് ദ ട്രെയിനി ബൈ സെറ്റിംഗ് ഗോൾസ്, ഗിവിംഗ് ഫീഡ്ബാക്ക് ആൻഡ് ഹെൽപ്പിംഗ് ഇംപ്രൂവ് പെർഫോമൻസ്. ദ ട്രെയിനി ലേൺ ബൈ വർക്കിംഗ് ക്ലോസ്ലി വിത്ത് ദ മാനേജേഴ്സ് ഓഫൻ പ്രിപ്പയർ ടു ടേക്കിംഗ് ഓവർ ദ റോൾ ഇൻ ദ ഫ്യൂച്ചർ. ഒരു സീനിയർ മാനേജറുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുക അല്ലെ. അയാളുടെ ആ ഒരു പൊസിഷനും ഭാവിയിൽ ചെയ്യാൻ ആര് പ്രാപ്തരാക്കുക? ഈ ഒരു പുതിയ എംപ്ലോയിയെ പ്രാപ്തരാക്കുക അല്ലെ. കോച്ചിങ് കൊടുക്കുക. അടുത്തെന്താ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഉണ്ട്. ഇന്റേൺഷിപ്പ് നമുക്ക് CA ക്കൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റുന്ന കാര്യമല്ലേ. ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് പ്രോഗ്രാം ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് കമ്പനീസ്. സ്റ്റുഡൻറ് സ്റ്റഡി ആൻഡ് ഓൾസോ വർക്ക് ഇൻ എ കമ്പനി ടു ഗെയിൻ പ്രാക്ടിക്കൽ നോളജ് അല്ലെ. പഠിക്കുകയും അതെന്താ ഒരു കമ്പനിയിൽ പോയി നമ്മളത് പ്രാക്ടിക്കലി പഠിക്കുകയും ചെയ്യുന്നതാണ് ഇത് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു തന്നെ. ഈ MBA സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്. എന്തിന്? നമ്മുടെ CA-ലുള്ള ഒരു 6 മാസം നമുക്ക് ഇന്റേൺഷിപ്പിനുള്ളതാണ് അല്ലേ. നമ്മളൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു CA-കാരൻ്റെ അണ്ടറിൽ പോയി നമ്മൾ വർക്ക് ചെയ്ത് പഠിക്കുന്നു. ദെൻ നാലാമത്തേതാ ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവോൾവിങ് മൂവിങ് ദ ട്രെയിനി ത്രൂ ഡിഫറെൻറ്റ് ജോബ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. പല ജോബിലേക്കും അല്ല പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഒരു വ്യക്തിയെ എങ്ങനെ മാറ്റുക. എന്തിന്? ടു ഹെൽപ്പ് ദ അണ്ടർസ്റ്റാൻഡ് ദ എൻവിറോൺമെൻറ്റ് അല്ലെ. ആ ബിസിനസ്സിനെ കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാവാൻ ആൻഡ് ലേൺ പുതിയ സ്കില്ലുകൾ അല്ലെങ്കിലോ ആൻഡ് ഡിസ്കവർ ദർ സ്ട്രെങ്ത് അല്ലെ. സ്ട്രെങ്ത് കൂടാനും പുതിയ സ്കില്ലുകൾ മനസ്സിലാവാൻ വേണ്ടി അവരെന്താ പല ജോബുകളിലേക്ക് ഇങ്ങനെ മാറ്റി കൊണ്ടുപോവുക. അതാണ് ഇത് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ്. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയേ, ഓഫ് ദ ജോബ് ഉണ്ട്. എന്താ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ആ ടേം തന്നെ ഉണ്ടല്ലോ അല്ലേ. ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഈസ് എ ട്രെയിനിങ് വിച്ച് ദ എംപ്ലോയീസ് ലേൺ ഔട്ട്സൈഡ്
ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിനെ പുറത്ത് വെച്ചുകൊണ്ട് നമ്മൾ അയാളെ ട്രെയിൻ ചെയ്യിക്കുക. അവേ ഫ്രം ദ ആക്ച്വൽ ജോബ് എൻവിറോൺമെന്റ്. ഇറ്റ് ഫോക്കസ് മോർ ഓൺ തിയററ്റിക്കൽ നോളജ് ആണല്ലോ. ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക തിയററ്റിക്കൽ നോളജിനെ ആയിരിക്കും. ഒന്നാമത്തെ എന്താ ക്ലാസ് റൂം ലെക്ചർ ആൻഡ് കോൺഫറൻസ് ആണല്ലേ. ദീസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ടീച്ച് ദ റൂളുകൾ, പ്രൊസീജിയർ, പല മെത്തേഡുകളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി. അതും ലെക്ചറിൽ എങ്ങനെ വിഷ്വലി ഡെമോസ് ഒക്കെ വെച്ചുകൊണ്ട് മറ്റൊരു ക്ലാസ് റൂം സ്ട്രക്ചറിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കുക. തിയററ്റിക്കലി കാര്യങ്ങൾ അധികവും ഈ ഒരു മെത്തേഡിൽ പഠിപ്പിക്കുക. ഓക്കെ. സെക്കൻഡ് എന്താ? യെസ്, ഫിലിമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിലിം മെത്തേഡ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രെയിനിങ് എംപ്ലോയി ത്രൂ പിക്ചർ, വീഡിയോ ആൻഡ് ഫിലിംസ്. ഓക്കെ, ഡെമോ ഒക്കെ വെച്ചുകൊണ്ട് വിഷ്വലി നമ്മൾ പഠിപ്പിക്കുക. ഓക്കെ, ഫിലിം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വീഡിയോസോ അല്ലെങ്കിൽ പിക്ചറൊക്കെ ചെയ്തുകൊണ്ട് വിഷ്വലി ഡെമോൺസ്ട്രേഷൻ, പ്രാക്ടീസ് സിറ്റുവേഷൻ ഉണ്ടല്ലോ, പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ആയിരിക്കും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, ഫിലിം മെത്തേഡ് ഉണ്ട്. അടുത്തതാ കേസ് സ്റ്റഡി ഉണ്ട് അല്ലെ. ആ പേര് തന്നെ ഉണ്ടല്ലോ, കേസിനെ പഠിക്കാൻ കൊടുക്കുക അല്ലെ. കേസ് സ്റ്റഡി മെത്തേഡ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ദ എംപ്ലോയി ടു റിവ്യൂ റിയൽ ലൈഫ് ബിസിനസ് സിറ്റുവേഷൻ ആൻഡ് സോൾവ് ദം. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ കൊടുക്കുകയും അത് സോൾവ് ചെയ്തുകൊണ്ട് അയാൾ ട്രെയിൻഡ് ആവുകയും ചെയ്യാം. ദാറ്റ് ഈസ് ആഫ്റ്റർ ബീയിങ് ഗിവൺ എ കേസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സിറ്റുവേഷൻ, ട്രെയിനി വിൽ ബി ട്രൈ ടു ഫൈൻഡ് എ സ്യൂട്ടബിൾ സൊല്യൂഷൻ. എന്നിട്ടോ അതിന് സൊല്യൂഷൻ കണ്ടുകൊണ്ട് അയാൾ എന്താകുക, അതിന് ട്രെയിൻഡ് ആവുക. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിലോ കമ്പ്യൂട്ടർ മോഡലിംഗ് ഉണ്ട്. കമ്പ്യൂട്ടർ മോഡലിംഗിൽ അതായത് ഇതൊക്കെ ഈ എയറോപ്ലെയിൻ സെറ്റപ്പിലൊക്കെ ചെയ്യും. കമ്പ്യൂട്ടർ മോഡലിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ട്രെയിനീസ് ബൈ സിമുലേറ്റിംഗ് റിയൽ ലൈഫ് സിറ്റുവേഷൻ യൂസിങ് എ കമ്പ്യൂട്ടർ. ഉണ്ടല്ലോ, ഒരു റിയൽ ലൈഫ് നമ്മളൊരു ജോബിന് ചെയ്യാൻ പോകുന്ന റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ഓക്കെ, സി ബി എസ് സിയിലുള്ള സെയിം, അതെ സി ബി എസ് സിയിലൊക്കെ ഉള്ള സെയിം തന്നെയാണ് കേട്ടോ, സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷനിലുള്ള ആ സിറ്റുവേഷൻസിനെ നമ്മൾ എന്താക്കും, ഒരു കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ ത്രൂ നമ്മൾ എന്താക്കുന്നു, ട്രെയിൻഡ് ആവുന്നു. ഓക്കെ, ദ അലോ ട്രെയിനി ടു പ്രാക്ടീസ് ആൻഡ് മേക്ക് ഡിസിഷൻ ഇൻ എ സേഫ് എൻവിറോൺമെന്റ് ആസ് ഇഫ് ദേ വെർ ഇൻ റിയൽ ലൈഫ്. ഉണ്ടല്ലോ, ഒരു സേഫ് എൻവിറോൺമെന്റിൽ വെച്ചുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ ത്രൂ അത് പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ എയർലൈൻ പൈലറ്റ്സ് ട്രെയിൻ യൂസിങ് ഫ്ലൈറ്റ് സിമുലേറ്റർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എയർലൈൻ നമ്മളിപ്പോൾ വിമാനം ഓടിക്കാൻ പഠിക്കുന്ന പൈലറ്റ്സ്മാരൊക്കെ അങ്ങനെയാണ് ആദ്യം അത് ചെയ്യുക. ഓക്കെ, അവർക്ക് എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ കമ്പ്യൂട്ടർ മോഡലിങ്ങിന് എക്സാമ്പിളാണ്. അടുത്തതാ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഉണ്ട്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഈസ് ആൻ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് വെർ ദ എംപ്ലോയീസ് ആർ ടോട്ട് യൂസിങ് റിയൽ എക്യുപ്മെന്റ് ഇൻ എ സ്പെഷ്യൽ ട്രെയിനിങ് സെന്റർ. ഉണ്ടല്ലോ, റിയൽ നമ്മൾ ആ ഒരു ജോബിന് യൂസ് ചെയ്യാൻ പോകുന്ന റിയൽ എക്യുപ്മെന്റ്സ് എന്താണോ അത് യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ടാവും, മറ്റൊരു സ്ഥലം, അവിടെ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ വിമാനം ഓടിക്കാൻ പഠിക്കുന്ന പൈലറ്റ്സ്മാരാണെങ്കിൽ അവരെന്താ എയർപോർട്ടിലിട്ടാണോ പഠിക്കുക? അല്ല, അവർക്ക് അതിൻ്റെതായിട്ടുള്ള വേറെ സെന്റർ ഉണ്ടാവും അല്ലേ, അവിടെ പോയിട്ട് അവർ വിമാനം ഓടിച്ച് തന്നെയല്ലേ പഠിക്കുക. അത് തന്നെ, അതാണ് ഇതെന്ന് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തെന്താ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആണ് അല്ലേ, പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള. ദീസ് മെത്തേഡ് ടീച്ചേഴ്സ് ദ സ്പെസിഫിക് സ്കിൽ ഓർ നോളജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെ. ഒരു സ്കില്ല് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. ഇൻഫർമേഷൻ ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോൾ പാർട്സ്. ആണല്ലോ, നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യത്തെ പാർട്ടാക്കുക. ഓരോ പാർട്ട് നമ്മൾ പഠിച്ച് പോവുക. ഓക്കെ, അറേഞ്ച് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. ആണല്ലോ, സിമ്പിൾ ടു കോംപ്ലക്സ് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ പാർട്ട് പഠിക്കുക. ട്രെയിനിങ് ലേൺ ബൈ റീഡിങ് ആൻഡ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ഓർ ഫില്ലിംഗ് പ്ലാൻ. ആണല്ലോ, ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളെന്താ അതുപോലെ ക്വസ്റ്റ്യൻസും അതുപോലെ ആൻസറിങ് സെഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മളെന്താ ഓരോ സ്റ്റെപ്പ് തീർത്താണ് മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മൾ എന്താവുക, അതിൽ ട്രെയിൻഡ് ആവുക. ഇപ്പോൾ ഗെയിമൊക്കെ എക്സാമ്പിൾ ആയിരുന്നു. ഗെയിമിൽ നമ്മൾ ഓരോ ലെവൽ കളിച്ച് പോകുന്നില്ലേ, ആദ്യം കുറച്ച് സിമ്പിൾ ലെവൽ, പിന്നെ കുറച്ച് അടുത്ത വലിയ ലെവൽ, പിന്നെ ലെവൽ അങ്ങനെ പോയി അങ്ങനെ പോവുക. നമ്മൾ ഈ സാൻ ആൻഡ്രിയാസ് ഒക്കെ കളിച്ചില്ലേ, വൈസ് സിറ്റി ഒക്കെ കളിച്ചിട്ടുണ്ടോ മക്കൾ? അതുപോലെ ഗെയിമുകളൊക്കെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്, പക്ഷേ അവിടെ ക്വസ്റ്റ്യൻ ആൻസറിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, റെഡി? അപ്പം ഇതാണ് എന്തെന്ന് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകളായിട്ട് മക്കൾ പഠിക്കേണ്ട കാര്യം. റെഡിയല്ലേ? അപ്പോൾ ഇത്രയാണ് എന്തെന്ന് നമുക്ക് നമ്മുടെ സ്റ്റാഫിംഗ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? സ്റ്റാഫിംഗ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ രണ്ടു മിസ്സിനെ വിളിക്കാം. ബാക്കി 2 ചാപ്റ്റേഴ്സ് ഇനി രണ്ടു മിസ് എടുത്തോട്ടെ, എന്നിട്ട് പ്ലാനിങ്ങുമായിട്ട് സാറ് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, സെറ്റ്. വരണം മിസ്റ്റർ ഇന്ദു ചൂടൻ. അതെ.
അപ്പോൾ ഒരു 1 ഹവറിൻ്റെ ഇൻ്റർവെല് കഴിഞ്ഞുകൊണ്ട് രണ്ടു മിസ് 1 ഹവർ ഒന്നും ആയിക്കില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പം യെസ് 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 ഓക്കെ 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 യെസ് യെസ് യെസ്. മക്കളെ ആരും എവിടെയും പോകരുത്. ധാരാളം മിസ് വന്നിരിക്കുകയാണ്. ഓക്കെ, കൈമാറിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റിംഗ് വെച്ച് തുടങ്ങാം. റെഡി അല്ലേ? ഓ, റെഡിയാണ് അവര്. ഓക്കെ, അതെ. ഇതുവരെ 100 ആയിട്ടില്ല. 100 ആക്കിയിട്ട് 2 മിസ്സിനെ കൊണ്ട് ഞാൻ ഡാൻസ് കളിപ്പിക്കുന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോ എനിക്ക് അത് പറഞ്ഞപ്പോ ഏതിലായിരുന്നോ, ക്രിസ്ത്യൻ ബ്രദേഴ്സിലായിരുന്നോ, ദിലീപിന് ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതിന്റെ മനസ്സിൽ ഞാൻ സ്മരിച്ചു പോയി. ഞാൻ അറിയാതെ ഞെട്ടിക്കൽ ക്ലാസ് ഉണ്ട്. മര്യാദക്ക് പഠിച്ചോ, കളിക്കണ നിങ്ങള് കേട്ടോ. ഞെട്ടിക്കൽ ഡയറക്ടിങ്. വൈക്കോളെ ഞാനും കൂടെ 9 ഇപ്പൊ 19 ആൾക്കാർ കഴിച്ചു നോക്കുമ്പോ പുറത്തേക്ക് വരും ചിരിവിക്കല്. ഇപ്പൊ മനസ്സിലായില്ല ആരെ കാണണ്ട വെച്ച് എന്റെ ഡാൻസിനെ കുറ്റം പറഞ്ഞു. ഞാൻ ഡാൻസ് ഒക്കെ പഠിച്ച് അറിയാലോ. അതൊക്കെ വരും. അതൊക്കെ പബ്ലിക് എക്സാമിനുണ്ട്. ഒരു മാർഗംകളി, വെറൈറ്റി മാർഗംകളി വരാനുണ്ട്. ശരി, എന്നാൽ അപ്പൊ മക്കളെ നമുക്ക് ഡയറക്റ്റിംഗിലേക്ക് കടക്കാം. ഡയറക്റ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് തന്നെയാണ് എനിക്ക് എല്ലാ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോഴും പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, സ്വാഭാവികം. ഇതില്ല നിങ്ങൾക്ക് ഒരു 12 മാർക്ക് വരെയൊക്കെ ഇതിന്ന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പോൾ ഇതിലാണെങ്കിൽ തൊട്ടാൽ എസ്സേ ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു. മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോസസ്സാണ്. മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സും എഫിഷ്യൻറ്റും അതുപോലെ ഇഫക്റ്റീവും ആയിട്ട് പോകുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത് സീരീസ് ഓഫ് ഫങ്ഷൻസ് ഇങ്ങനെ പെർഫോം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആർട്ട് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഹൃദയം അല്ലേ, ഇവിടെ തന്നെയാണ് ഹൃദയം. ഇടത് ഭാഗത്ത് ഹൃദയമാണ് നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് തലച്ചോറില്ലാതെയും ജീവിക്കാം. ഓക്കെ, തലച്ചോറില്ലാതെ ജീവിക്കണ മനുഷ്യരുണ്ട് അല്ലേ, പക്ഷേ ഹൃദയമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വടിയായിപ്പോവും, ചത്തുപോവും. അതേപോലെ തന്നെയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ
എന്താണ് ആണിക്കല്ലാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. എടാ നമ്മൾ വേണ്ട സാധനം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തു, ഓക്കെ, പ്ലാനൊക്കെ സെറ്റാക്കി വെച്ചു, ആ പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കി നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് ഒക്കെ സെറ്റാക്കി ഓർഗനൈസും ചെയ്തു അല്ലേ. അതിനുശേഷം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ എഫിഷ്യൻ്റ് ആയിട്ട് തൊട്ട് മുൻപ് നിങ്ങൾ പഠിച്ചു സ്റ്റാഫിങ്ങിൽ എന്ത് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ റിക്രൂട്ടൊക്കെ ചെയ്ത് ഒക്കെ റെഡി ആക്കി വെച്ചു, പല ടെസ്റ്റും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് അവരെ സെറ്റാക്കി വെച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കണം അല്ലേ. അല്ലാതെ ഞാൻ വളരെ കിടിലമായിട്ട്, നിങ്ങൾ കൂലി പടം കണ്ടിട്ടുണ്ടാവും, അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ ഇടിവെട്ട് ആക്ടേഴ്സാണ്. പക്ഷെ നോക്കിക്കേ, ഡയറക്റ്റിംഗ് മോശം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഡയറക്റ്റിംഗ് വേണ്ട രീതിയിലാവാത്തതുകൊണ്ടാണ് അപ്പോൾ അത് അത്ര ഫ്ലോപ്പായി പോയത് അല്ലേ. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടായിട്ടോ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടോ ഒന്നും അല്ല കാര്യം, അതിനെ കറക്റ്റായിട്ട് ഡയറക്ഷൻ ചെയ്യണം. ഇപ്പം അതേപോലെ തന്നെ നമ്മുടെ KGF പടം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ ഭയങ്കര സൂപ്പറായിരുന്നു. വലിയ പ്ലോട്ടൊന്നും അല്ല സിനിമയിലുള്ളത്, അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും ഒരു ആവറേജ് സാധനമാണ്. പക്ഷെ അതിൻ്റെ ഡയറക്റ്റിങ്ങിലാണ് ആ സിനിമ കത്തിപ്പോയത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഡയറക്റ്റിംഗ് മാനേജ്മെൻറ്റിലും എന്താണ് ഫയർ ആയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഡയറക്റ്റിംഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് പഠിച്ചിരിക്കണം. മീനിങ് ഡയറക്റ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിങ്, ഗൈഡിങ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഒബ്ജക്റ്റീവ് ആണ്. ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ ഗൈഡ് ചെയ്യുക, ഇൻസ്ട്രക്ട് ചെയ്യുക, കൗൺസിലിംഗ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ലീഡ് ചെയ്യുക, ഈ പരിപാടിയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, മൂവിങ് ഇൻ ടു ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡയറക്റ്റിംഗ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം. ഡയറക്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഇനീഷ്യേറ്റ് ആക്ഷൻ അല്ലേ. ഡയറക്റ്റിംഗ് ആണ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, കറക്റ്റ് പണി തുടങ്ങുന്നത് എവിടെയാണ്, ഡയറക്റ്റിംഗിലാണ് അല്ലേ. അതായത് ഡയറക്റ്റിംഗ് ഗിവ്സ് എ സ്റ്റാർട്ടിംഗ് ഫോർ ഓൾ ആക്ഷൻസ് ഇൻ ദ മാനേജ്മെന്റ്. ഡയറക്റ്റിംഗ് ഗിവ്സ് എ സ്റ്റാർട്ടിംഗ് ഫോർ ഓൾ ആക്ഷൻസ്, സോറി ഇത് 2 തവണ എഴുതി പോയതാണ്. ഓക്കെ, മാനേജ്മെൻറ്റിലെ എല്ലാ ആക്ഷൻസിനും എന്താണ് ഒരു സ്റ്റാർട്ട് കൊടുക്കുന്നത് മാനേജ്മെൻ്റ് ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗ് ഇസ് പെർവസീവ് അല്ലേ. എല്ലാ ലെവൽസിലും അത് എന്ത് ചെയ്യാറുണ്ട്, മാനേജ്മെൻറ്റിൽ ഡയറക്റ്റിംഗ് നടക്കുന്നുണ്ട്. ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആര്, സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സുപ്പീരിയർ സബോർഡിനേറ്റ്സ് റിലേഷൻഷിപ്പ് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഡയറക്റ്റിംഗ് ഉണ്ടായിരിക്കും. ക്ലിയർ? ഇനി അടുത്തത് ഡയറക്റ്റിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്, ടേക്ക് പ്ലേസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലേ. അതായത് നമ്മുടെ മാനേജീരിയൽ പൊസിഷനിൽ ആൾക്കാർ മാറി മാറി വരും, പക്ഷെ അവർ ചെയ്യുന്ന ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ആക്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഡയറക്റ്റിംഗ് ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം അല്ലേ. ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നടക്കുന്നത് മോളിൽ നിന്ന് താഴോട്ടേക്കാണ്. ഓക്കെ, ഒരു സുപ്പീരിയർ എന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റിന് ഗൈഡൻസ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ക്ലിയർ അല്ലേ? ടേക്ക് പ്ലേസ് ഇനീഷ്യലി അറ്റ് ടോപ്പ് ലെവൽസിൽ തുടങ്ങി അവിടെ നിന്ന് ഫ്ലോ ചെയ്ത് ബോട്ടം ലെവലിലേക്ക് സ്കാലാർ ചെയിൻ വഴി എന്ത് ചെയ്യുന്നു, അവർ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫ്ലോ ചെയ്യുന്നു. പിന്നെ ഹ്യൂമൺ എലമെന്റ് ഉണ്ട്. ഹ്യൂമൺ എലമെന്റ് എന്ന് പറയുമ്പോൾ മനുഷ്യരെയാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ മെഷീനറീസിനെയോ അല്ലെങ്കിൽ ടൂൾസിനെയോ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ഹ്യൂമൻ എലമെന്റ് എന്ന് പറയാൻ കാരണം ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഇസ് കൺസേൺ വിത്ത് ഹ്യൂമൻ ബീയിങ്സ് വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റിംഗിൻ്റെ എന്തിൽ വരുന്നത്, ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഇനി ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റിംഗ് വീണ്ടും ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ് എന്ന് പറയുന്നതൊക്കെ എന്താണ്, ജസ്റ്റ് പ്രിപ്പറേഷൻസ് ആണ് അല്ലേ. വർക്ക് തുടങ്ങുന്നതിന് മുൻപുള്ള പ്രിപ്പറേഷൻസ് ആണ്. ദ ആക്ച്വൽ വർക്ക് ബീയിങ് only when the manager performs the directing function. Directing function perform ചെയ്യുമ്പോൾ മാത്രമാണ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ക്ലിയർ അല്ലേ? ഇൻ്റഗ്രേറ്റ് എംപ്ലോയീസ് എഫേർട്ട് അല്ലേ. ഡയറക്റ്റിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിൻ്റെ എഫേർട്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്റ്റാഫ്സിനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിൻ്റെ എഫേർട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഡയറക്റ്റിംഗ് കോർഡിനേറ്റ്സ് ആൻഡ് ഇൻ്റഗ്രേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ദ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ അല്ലേ. ക്ലിയർ അല്ലേ? ഇഫ് ദെയർ എഫേർട്സ് ആർ നോട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോപ്പർലി ദ ബിസിനസ് കനോട്ട് അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് സക്സസ്ഫുള്ളി ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ അവർ പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇൻ്റഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ബിസിനസ്സിലെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല.
ക്ലിയർ? അല്ലെങ്കിൽ പലരും തോന്നിയ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും വിചാരിച്ച കാര്യത്തിലേക്ക് എത്തില്ല അല്ലേ? പലരും 10 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ. ഓക്കെ, മീൻസ് ഓഫ് മോട്ടിവേഷൻ. ഡയറക്റ്റിങ്ങിൽ എന്തുണ്ട്? മോട്ടിവേഷൻ ഉണ്ട്. ഓക്കെ, മോട്ടിവേഷൻ എലമെന്റ് കൂടെ ഡയറക്റ്റിംഗ് പ്രോസസ്സിലുണ്ട്. വേറെ ഒരു പ്രോസസ്സിലും വരുന്നില്ല, സ്റ്റാഫിങ്ങിൽ വരുന്നില്ല, ഓർഗനൈസിങ്ങിൽ വരുന്നില്ല അല്ല, അതുപോലെ പ്ലാനിങ്ങിലൊന്നും മോട്ടിവേഷൻ വരുന്നില്ല. ഡയറക്റ്റിംഗ് ഗൈഡ്സ് എംപ്ലോയീസ് ടു ഫുള്ളി റിയലൈസ് ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് കേപ്പബിലിറ്റീസ് ബൈ മോട്ടിവേറ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് ഇഫക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ? അപ്പോൾ ഡയറക്റ്റിംഗ് ഫംഗ്ഷനിൽ മാത്രമാണ് എന്ത് വരുന്നത്? മോട്ടിവേഷൻ വരുന്നത്. അതായത് ഓരോ എംപ്ലോയീസിൻ്റെയും അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ അറിഞ്ഞുകൊണ്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക, ലീഡ് ചെയ്യുക, ഇതൊക്കെ ഡയറക്റ്റിങ്ങിലാണ് നടക്കുന്നത്. പിന്നെ എന്താണ്? ഫെസിലിറ്റേറ്റ് ചേഞ്ചസ് അല്ലേ? അതായത് നോർമലി നമ്മൾ മനുഷ്യർക്ക് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പെട്ടെന്ന് നമ്മളോട് ബിസിനസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും വന്നിട്ട് മാറ്റം വരുത്തി കഴിഞ്ഞാൽ എംപ്ലോയീസ് സാധാരണയായിട്ട് അസ്വസ്ഥരാകും. ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് പറയുന്ന പരിപാടിയായിരിക്കും. പക്ഷേ കറക്റ്റായിട്ടൊരു ഡയറക്റ്റിംഗ് ഉണ്ടെങ്കിൽ, ഡയറക്റ്റിംഗ് എങ്ങനെയാണ്? വേണ്ട രീതിയിൽ നല്ല തഞ്ചത്തിലും നയത്തിലും ഒക്കെ സംസാരിക്കും അല്ലെ? വേണ്ട ആൾക്കാരെ വേണ്ട രീതിയിൽ ആൾക്കാരെ അനുസരിച്ചിട്ടായിരിക്കും ഓരോ മാനേജേഴ്സും ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ എംപ്ലോയീസിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതല്ലേ? ഹാവ് എ ടെൻഡൻസി ടു റെസിസ്റ്റ് നോർമൽ പീപ്പിൾ അല്ലേ? അതായത് എഫക്റ്റീവ് ഡയറക്റ്റിംഗ് ഹെൽപ്സ് റെഡ്യൂസ് സച്ച് റെസിസ്റ്റൻസ് ആൻഡ് ഡെവലപ്പ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് കോർപ്പറേഷൻ ഇൻട്രൊഡ്യൂസിങ് ചേഞ്ചസ്. അപ്പം ചേഞ്ചസ് കൊണ്ടുവരുന്ന സമയത്ത് ആൾക്കാരെ കറക്റ്റ്, ഇപ്പം നമ്മൾ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരികയാണെങ്കിൽ ഇത് ബിസിനസ്സിൻ്റെ മാത്രമല്ല നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ അവരുടെ സൈഡ് കൂടെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഡയറക്റ്റിങ്ങിലൂടെ ആൾക്കാർ കാര്യം അവതരിപ്പിക്കുക, സുപ്പീരിയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും? ചേഞ്ചസിന് എതിരെ സംസാരിക്കുന്നത് കുറവായിരിക്കും. പിന്നെ അവസാനത്താണ് ബ്രിങ് സ്റ്റെബിലിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ അല്ലേ? അതായത് ഈ ഡയറക്റ്റിങ്ങിൽ എന്താണ്? നമ്മളൊരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ? അതായത് സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലൊരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻസ്പിറേഷൻ, അതുപോലെ തന്നെ എൻകറേജ്മെൻറ്റ്, മോട്ടിവേഷൻ, ഇങ്ങനത്തെ പല പരിപാടികളും നടക്കുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് വർക്ക് അടിപൊളിയായിട്ട് നടന്നോളും. അതുകൊണ്ട് തന്നെ എന്താണ്? ഓർഗനൈസേഷനിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും അല്ലേ? മാനേജീരിയൽ ഫംഗ്ഷൻ ഓഫ് ഡയറക്റ്റിംഗ് ഇൻവോൾവ്സ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. ദസ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ അല്ലേ? ഒരു ബിസിനസ്സിലെ ഉള്ളിലെല്ലാം നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ സ്റ്റേബിൾ ആയിട്ട് ഫങ്ഷൻസ് പെർഫോം ചെയ്യപ്പെട്ടോളും. അപ്പോൾ പിന്നെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലിയർ? റെഡി? ഇനി നമ്മൾ പഠിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് ആണ്. ഇത് പഠിച്ചിരിക്കണം കേട്ടോ. മാനേജ്മെന്റിലെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് തോന്നിയ പോലെ ഡയറക്റ്റിംഗ് ചെയ്യല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ പല ആൾക്കാർ, ഇപ്പോൾ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു ഒരു ആർട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താ? പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. ഓരോ വ്യക്തികളും, ഓരോ മാനേജേഴ്സും, ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഡയറക്ഷൻ ടെക്നിക്സും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഡയറക്റ്റിംഗിൽ കോമൺ ആയിട്ട് എല്ലാ ഡയറക്ടേഴ്സും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? ഒരു ചായ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ചേർത്തിരിക്കണം, എന്നാലേ നമുക്ക് ചായ എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇനി പറയാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണത്? മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം ഡയറക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ പ്രിൻസിപ്പൽ എംഫസൈസ് ദാറ്റ് ഡയറക്ഷൻ ടെക്നിക് മസ്റ്റ് ഹെൽപ്പ് every individual in the organization to contribute his maximum potential for achievement of organizational goal. അപ്പോൾ നിങ്ങളൊരു സുപ്പീരിയർ ഓഫീസറാണ്, നിങ്ങൾ ഡയറക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ സബോർഡിനേറ്റ്സിൻ്റെ മാക്സിമം, അവരുടെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്ത് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം അല്ലേ? അതായത് എംപ്ലോയീസിൻ്റെതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അവർ പണിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ കമ്പനിക്ക് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ പണിയെടുത്ത കമ്പനിക്ക് മാത്രമേ ലാഭമുള്ളൂ എന്നുള്ള രീതിയിലാവുന്ന സമയത്ത് ആൾക്കാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും, അവർ മര്യാദയ്ക്ക് പണിയെടുക്കാണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവായിട്ട് റിക്കൺസൈൽ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കേഴ്സിനും ഗുണമുണ്ട്, നിങ്ങൾക്കും ഗ്രോത്ത് ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യുള്ളൂ അല്ലേ? ഡയറക്റ്റിംഗ് ഷുഡ് പ്രൊവൈഡ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ് ബൈ കൺസീവിംഗ് ദാറ്റ് എംപ്ലോയീസ് ബെനിഫിറ്റ് ആൻഡ് വർക്ക് എഫിഷ്യൻസി ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അതായത് എംപ്ലോയീസിൻ്റെ ഗ്രോത്തും അവരുടെ പെർഫോമൻസും രണ്ടും ചേർന്ന് കിടക്കുന്നതാണ്. നന്നായി പെർഫോം ചെയ്താലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ
ഗോൾ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഡയറക്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു സുപ്പീരിയർ ഓഫീസർ എന്ന നിലയ്ക്ക് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കണം. ക്ലിയർ? പിന്നെ ഉള്ളത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് അല്ലേ. കമാൻഡിൽ എന്തുണ്ടായിരിക്കണം? ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ആർക്കൊക്കെ കമാൻഡ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സബോർഡിനേറ്റ്സ് ആരിൽ നിന്നൊക്കെ കമാൻഡ് എടുക്കണം എന്നുള്ള കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് പ്രിൻസിപ്പൽ ഇൻസിസ്റ്റ് ദാറ്റ് എ പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ ഷുഡ് ബി റിസീവ് ഇൻസ്ട്രക്ഷൻ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി അല്ലേ. ഒരാൾക്ക് ഒരു എംപ്ലോയിക്ക് ഒരാൾ മാത്രമേ ഹെഡായിട്ട് ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ ഹെഡ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പിന്നെ അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ ടെക്നിക്, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ടെക്നിക്സ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പ്രിൻസിപ്പിളാണ് അത് ഡയറക്ഷൻ്റെ. ഓക്കെ, ഡയറക്ഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവരുത് നമ്മൾ ക്ലാസ് എടുക്കുന്നതായിപ്പോയി. എല്ലാവർക്കും ഒരേപോലെയല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡയറക്ഷൻ കൊടുക്കുക. ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന രീതി ആണെങ്കിൽ തന്നെ ചില കുട്ടികൾക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടിരിക്കേണ്ട കുട്ടികളുണ്ടാവും, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കുട്ടികളുണ്ടാവും അല്ലേ. അതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യാൻ വരുന്ന സ്ഥലത്തും പല ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. ചില ആൾക്കാർക്ക് ഓൾറെഡി ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് വീണ്ടും വീണ്ടും സാലറി കൂട്ടി കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അയാൾക്ക് ഓൾറെഡി ഹൈ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് അയാൾക്ക് എന്തായിരിക്കും, സാലറി ഉണ്ടായിരിക്കും. അപ്പോൾ അയാൾക്ക് മറ്റു രീതിയിലുള്ള അവാർഡോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ അയാൾക്ക് കൂടുതലായിട്ടുള്ള മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നമ്മൾ അപ്രോപ്രിയേറ്റുള്ള ടെക്നിക്സ് യൂസ് ചെയ്യണം അല്ലേ. അതായത് അക്കോർഡിംഗ് ടു പീപ്പിൾ അപ്രോപ്രിയേറ്റ് മോട്ടിവേഷണൽ ആൻഡ് ലീഡർഷിപ്പ് ടെക്നിക് ഷുഡ് ബി യൂസ്ഡ് വൈൽ ഡയറക്ടിങ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ സബോർഡിനേറ്റ്സ് നീഡ്, കേപ്പബിലിറ്റീസ്, ആറ്റിറ്റ്യൂഡ്സ്, അതർ സിറ്റുവേഷണൽ വേരിയബിൾസ് അല്ലേ. അപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്സ്, കേപ്പബിലിറ്റീസ് ഒക്കെ നോക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കേണ്ട ഡയറക്ഷൻ ടെക്നിക്സ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ മാനേജറിയൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലേ. അത് എഫക്റ്റീവ് മാനേജറിയൽ കമ്മ്യൂണിക്കേഷൻ അക്രോസ് ഓൾ ദ ലെവൽസ് ഇൻ ദ ഓർഗനൈസേഷൻ മേക്ക് ഡയറക്ഷൻ എഫക്റ്റീവ്. അതായത് നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമാണ്. അതിൽ പല ലെവൽസ് ഉണ്ടാവും, പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഇതിലൂടെയൊക്കെ സുതാര്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം, എന്നാലേ എന്താവുള്ളൂ, ഡയറക്ഷൻ എഫക്റ്റീവ് ആവുള്ളൂ അല്ലേ. ഡയറക്റ്റിംഗ് ഷുഡ് കൺവേ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ടു ക്രിയേറ്റ് ടോട്ടൽ അണ്ടർസ്റ്റാൻഡിംഗ് ടു സബോർഡിനേറ്റ്. അപ്പോൾ ഡയറക്റ്റിംഗിലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ്സിന് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതേപോലെ നിങ്ങളൊരു സുപ്പീരിയർ ഓഫീസർ ആണെങ്കിൽ നിങ്ങൾ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ലാതെ നിങ്ങളുടെ എംപ്ലോയീസിനോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം, ഇൻഫോർമൽ ആയിട്ടുകൂടെ പെരുമാറണം. അതായത് വർക്ക് റിലേറ്റ് അല്ലാതെ അവരോട് സംസാരിക്കണം, വിശേഷങ്ങൾ അന്വേഷിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങൾ തമ്മിലൊരു തുറന്ന രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുള്ളൂ അല്ലേ. ഇപ്പം നമ്മൾ വല്ല പാരൻസ് ഒക്കെ ഫ്രീ ആയിട്ട് ഇടപെടണം, ടീച്ചേഴ്സ് ഫ്രീ ആയിട്ട്, അങ്ങനെ ആകുമ്പോഴേ പിള്ളേർക്കാണെങ്കിലും സംസാരിക്കാൻ തോന്നുള്ളൂ. അതേപോലെ തന്നെ എപ്പോഴും പഠിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നാൽ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതിലുപരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ രസം ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു സുപ്പീരിയർ ഓഫീസർ എന്തായിരിക്കണം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിരിക്കണം. അത് മാനേജർ ഷുഡ് റിയലൈസ് ദാറ്റ് ഇൻഫോർമൽ ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് വിത്തിൻ എവറി ഫോർമൽ ഓർഗനൈസേഷൻ. അതായത് എല്ലാ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിലും ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവുന്ന ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഹി ഷുഡ് സപ്പോർട്ട് ആൻഡ് മേക്ക് യൂസ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ ഫോർ ഇഫക്റ്റീവ് ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഗ്രൂപ്പുകൾ, ഇപ്പോൾ ചില ക്ലാസ്സിൽ ഇപ്പോൾ ചില ഗ്രൂപ്പുകൾ ഉണ്ടാവും, ചില ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ചില ഭയങ്കര ഒതുങ്ങിയിരിക്കുന്ന പല ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ നടത്തണം. ക്ലിയർ അല്ലേ, ഡയറക്ഷൻ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഡയറക്ഷനിൽ എപ്പോഴും ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ഡയറക്ടർ എപ്പോഴും ഒരു ലീഡർ ആയിരിക്കണം അല്ലേ. ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ആളാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുപ്പീരിയർ ഓഫീസർ എന്ന് പറയുന്നത് അല്ലേ. വൈൽ ഡയറക്ടിങ് ദ സബോർഡിനേറ്റ് മാനേജർ should exercise good leadership as it can influence the subordinate positively without causing dissatisfaction among them അല്ലേ. അതായത് നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഹെഡായിട്ട് ഇരിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാത്ത രീതിയിൽ, എന്താ പറയുക, സിൻസിയർ ആയിട്ട് നല്ല ഹൈ മൊറയിലൊക്കെ കീപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരാളായിരിക്കണം, ഒരു സുപ്പീരിയർ ഓഫീസർ ആയിരിക്കണം. പിന്നെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം അല്ലേ. നമ്മൾ അവർക്ക് കുറേ ഓർഡേഴ്സും പോളിസീസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഫോളോ അപ്പ് കൂടെ നമ്മൾ മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ റിവ്യൂ മീറ്റിംഗ്സോ ഗൂഗിൾ ഫോം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീഡിയത്തിലൂടെ ഫീഡ്ബാക്ക് എടുക്കാൻ നോക്കണം. മാനേജർ മസ്റ്റ് നോട്ട് ഓൺലി ഇഷ്യൂ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ഓൾസോ ഫോളോ അപ്പ് ദ പെർഫോമൻസ് ഓഫ് ദ സബോർഡിനേറ്റ്സ്. ഓക്കെ, ബോർഡ് പണി എന്നാ.
ഇല്ല, ലോക്കായതാണോ? രതീഷ് എന്താ പറ്റിയേ? തട്ടിയൊക്കെ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത്. ഓരോ പ്രിൻസിപ്പിൾസും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഏരിയയിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്, എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ്റെ എലമെന്റ്സ് അല്ലേ, ഡയറക്റ്റിങ്ങിൽ എന്തുണ്ടായിരിക്കണം? സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം, മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം, അതുപോലെ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കണം. ഓക്കെ, സൂമോ ലീക്കോ എന്ന് ഓർത്താൽ മതി കേട്ടോ. നിങ്ങൾ ആദ്യത്തേതാ ഈ ഒരു വേർഡുകൾ മാത്രം ഓർത്താൽ മതി. ഓക്കെ, അതിൻ്റെ കോഡായിട്ട്. അപ്പോൾ എന്താണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്? സൂപ്പർവിഷൻ എന്താ, അല്ലേ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് എന്താ? നിങ്ങൾ സ്റ്റാഫിങ്ങിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അത് ഓൺ ദ ജോബ് ട്രെയിനിങ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? വർക്കേഴ്സിൻ്റെ കൂടെ നിന്ന് അവർക്ക് വേണ്ട എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അതായത് സൂപ്പർവിഷൻ ഇറ്റ് റെഫേഴ്സ് ടു ദ ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഓഫ് സബോർഡിനേറ്റ്സ് ഇൻ പെർഫോമൻസ് ഓഫ് ദ ടാസ്ക് അല്ലേ. അതായത് നിങ്ങളൊരു സുപ്പീരിയർ ഓഫീസർ ആണെങ്കിൽ നിങ്ങളുടെ സബോർഡിനേറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെങ്കിൽ, ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, വേണ്ട രീതിയിലല്ല, ഇൻസ്ട്രക്ഷൻ അനുസരിച്ചല്ല പോകുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യുക? അവരുടെ വർക്കിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് പറയുക, സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അതിനെയാണ് നമ്മൾ സൂപ്പർവിഷൻ, ഓവർസീ ചെയ്യുക, അവരെ നിരീക്ഷിക്കുക, അസസ് ചെയ്തുകൊണ്ടിരിക്കുക, അസസ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ ഇമ്പോർട്ടൻസ്, റോൾ ഓഫ് സൂപ്പർവൈസർ. ഇത് എന്ത് ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ് ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, അതായത് ഡേ ടു ഡേ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ സൂപ്പർവിഷൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടോ റോൾ ഓഫ് സൂപ്പർവൈസർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഡേ ടു ഡേ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. സൂപ്പർവൈസർ മെയിൻറ്റെയിൻ ഡേ ടു ഡേ കോണ്ടാക്ട് ആൻഡ് മെയിൻറ്റെയിൻ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് വർക്കേഴ്സ് അല്ലേ. വർക്കേഴ്സ് ആയിട്ട് ഡേ ടു ഡേ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു സൂപ്പർവൈസിങ് ചെയ്യുന്ന സമയത്ത്. ഗുഡ് സൂപ്പർവൈസർ ആക്ട് ആസ് എ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ടു ദ വർക്കേഴ്സ് അല്ലേ. അപ്പം നല്ലൊരു സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ഒരു ഫ്രണ്ട്, അതൊരു ഫിലോസഫർ ഒക്കെ പോലെ ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ട് ആസ് ദ ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, ഇത് അധികം ഈ സൂപ്പർവൈസർ എന്ന് പറയുന്നത് അധികം ലോവർ ലെവൽ മാനേജ്മെന്റിൽ വരുന്ന ആൾക്കാരായിരിക്കും കേട്ടോ അധികം സൂപ്പർവൈസർ റോളിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വർക്കേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഡേ ടു ഡേ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സൂപ്പർവൈസേഴ്സ് ആണ്. അപ്പോൾ അവർക്കാണ് ഡയറക്റ്റ് ആയിട്ട് വർക്കേഴ്സിൻ്റെ ഗ്രീവൻസ്, സജഷൻസ്, ഫീഡ്ബാക്ക് ഒക്കെ അറിയാൻ പറ്റുക. ഈ അറിയുന്ന കാര്യങ്ങളൊക്കെ എന്താ ടോപ്പ് ലെവലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി ടോപ്പ് ലെവലിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ്, പോളിസീസ് ഒക്കെ വർക്കേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? he or she conveys the management ideas to the workers one hand and other workers problem to management on other hand. Okay, this helps to avoid misunderstandings and conflict between management and workers അല്ലേ. വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ അടി ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാകുന്നത് ഈ സൂപ്പർവൈസേഴ്സ് വഴിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ഗ്രൂപ്പ് യൂണിറ്റി അല്ലേ. ഒരു സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ ഒരു ടീമിന്റെ ലീഡർ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിന്റെ വർക്ക് അടിപൊളിയാക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും? ഒരു സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ടാസ്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന സൂപ്പർവൈസർക്കായിരിക്കും. ആ സൂപ്പർവൈസർ ആയിരിക്കും ആ ടാസ്കിനനുസരിച്ച് വർക്കേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് വർക്ക് ആയതുകൊണ്ട് ഗ്രൂപ്പ് യൂണിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത് ആളുടെ ചുമതലയായിരിക്കും അല്ലേ. സൂപ്പർവൈസർ പ്ലേസ് എ കീ റോൾ ഇൻ ദ മെയിൻറ്റെയിനിങ് ഗ്രൂപ്പ് യൂണിറ്റി അമംഗ് വർക്കേഴ്സ് പ്ലേസ്ഡ് അണ്ടർ ഹിസ് കൺട്രോൾ അല്ലേ. ഹി സോർട്ട് out internal difference and maintains harmony among workers അല്ലേ. അപ്പോൾ ഇന്റേണൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യുന്നതും ഹാർമണി എൻഷുർ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആളായിരിക്കും. പിന്നെ അതുപോലെ പെർഫോമൻസ് ഓഫ് വർക്ക് അല്ലേ. അതായത് ഓരോ ടാസ്കിൻ്റെയും ഔട്ട്കമ്മിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ആരാണ്? അത് ഏൽപ്പിച്ചു കൊടുത്ത സൂപ്പർവൈസർക്കാണ്. അപ്പോൾ സൂപ്പർവൈസറാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കേഴ്സ് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്ത് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് സൂപ്പർവൈസറുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസർ നോക്കണം അല്ലേ. അതായത് ബൈ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ടാസ്ക് അച്ചീവ്മെന്റ് ആൻഡ് എഫക്റ്റീവ്ലി മോട്ടിവേറ്റിംഗ് ദ വർക്കേഴ്സ്, ദ സൂപ്പർവൈസർ എൻഷുർ പെർഫോമൻസ് ഓഫ് വർക്ക്.
അതുകൊണ്ട് തന്നെ സൂപ്പർവൈസർ എന്ത് ചെയ്യണം? വർക്കിൻ്റെ പെർഫോമൻസ് എൻഷുർ ചെയ്യണം. നെക്സ്റ്റ് ആണ് പ്രൊവൈഡ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓക്കെ, ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണ്? ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ് അല്ലേ? അതായത് ഓൺ ദ ജോബ് എന്ന് പറയുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൺ ദ സ്പോട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കറക്ഷൻസോ സജഷൻസോ പറയുന്നതിനാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് a skilled and knowledge supervisor can build efficient team of workers അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമ്മുടെ സൂപ്പർവൈസർക്ക് ആദ്യം അതിൽ നോളജ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? പിന്നെ അവസാനത്തിന് മുൻപത്തുള്ളതാണ് ഇൻഫ്ലുവൻസ് ഓഫ് വർക്കേഴ്സ് അല്ലെ. വർക്കേഴ്സിന് എന്തായിരിക്കണം? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് ലീഡർ കൂടി ആയിരിക്കണം. അതായത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ ടീമിൻ്റെ ലീഡർ അടിപൊളിയാണ്, അവർ പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ തോന്നണം, ജോലിക്കനുസരിച്ച് ചെയ്യാൻ തോന്നണം അല്ലേ? അതായത് സൂപ്പർവൈസർ വിത്ത് ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി ക്യാൻ ബിൽഡ് അപ്പ് ഹൈ മൊറൈൽ അമംഗ് വർക്കേഴ്സ്. സൂപ്പർവൈസറി ലീഡർഷിപ്പ് പ്ലേസ് എ കീ റോൾ ഇൻ ദ ഇൻഫ്ലുവൻസിങ് ദ വർക്കേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ അല്ലേ? അപ്പോൾ വർക്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ആർക്ക് പറ്റണം? സൂപ്പർവൈസർക്ക് പറ്റണം. പിന്നെ അവസാനത്തെ പോയിന്റ് ആണ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് അല്ലേ? അപ്പോൾ ഫീഡ്ബാക്ക് എടുക്കണം. അതായത് സൂപ്പർവൈസർ അനലൈസ് ദ വർക്ക് പെർഫോമൻസ് ആൻഡ് ഗീവ് ഫീഡ്ബാക്ക് ടു ദ വർക്കേഴ്സ്, സജസ്റ്റ് വേസ് ആൻഡ് മീൻസ് ഓഫ് ഡെവലപ്പിംഗ് വർക്ക് സ്കിൽസ് അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എടുക്കുക, എന്നിട്ട് ആ ഫീഡ്ബാക്കിനനുസരിച്ചുള്ള കറക്ഷൻസ് കൂടെ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? പെർഫോമൻസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പെർഫോമൻസിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മളെ സൂപ്പർവിഷൻ എന്ന് പറയുന്ന സൂപ്പർവിഷൻ എന്ന് പറയുന്ന പോയിന്റ്. ഇനി അടുത്ത പഠിക്കാനുള്ളത് മോട്ടിവേഷൻ ആണ്. ഇതിൽ അത്യാവശ്യം കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അസസ് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ മോട്ടിവേഷൻ ഇസ് ഡിഫറെൻറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ആവശ്യമാണ് എന്നുള്ളൊരു ഡിസയർ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക, നിങ്ങളുടെ ആവശ്യമാണ് ജോലി ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഉള്ളിൽ ഒരു ഡിസയർ, ഒരു വില്ല് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്നോടാണോ കണ്ണാടി മാറ്റിയെന്ന് ചോദിച്ചത്? എനിക്ക് കണ്ണാടി ഞാൻ ലേസർ ഒന്നും ചെയ്തില്ലടാ. കണ്ണാടിയൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ വെക്കാനില്ല. ഓക്കെ, ക്ലിയർ. ഓക്കെ, ക്ലിയർ അടിക്കും ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കുന്ന സമയത്ത്. സെറ്റ്. ഓക്കെ, അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യുക, ഒരു ഡിസയർ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, മോട്ടിവേറ്റിംഗ് എ വർക്കർ മീൻസ് ടു ക്രിയേറ്റ് എ നീഡ് ആൻഡ് ഡിസയർ ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ് ടു ബെറ്റർ ഹിസ് പെർഫോമൻസ്. ഒരു ഡിസയർ ക്രിയേറ്റ് ചെയ്ത് വെച്ച് വർക്ക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യിക്കുക എന്ന് പറയുന്ന സാധനം മോട്ടിവേഷൻ ആണ്. എക്സാമിന് ചോദിക്കും. മോട്ടിവേഷൻ ഇസ് ദ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മാനേജർ ഫോർ ഇൻസ്പയറിംഗ് ദ വർക്ക് ഫോഴ്സ് ആൻഡ് ക്രിയേറ്റിംഗ് ദ വിൽ ടു വർക്ക് അല്ലേ? ജോലി ചെയ്യാനുള്ളൊരു സാധനം ഉണ്ടാക്കിക്കുക. ഓക്കെ, ഇനി മോട്ടിവേഷൻ പ്രോസസ്സ് ഉണ്ട്. മോട്ടിവേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ അൺസാറ്റിസ്ഫൈഡ് നീഡ്, ഇപ്പം നിങ്ങളുടെ അൺസാറ്റിസ്ഫൈഡ് നീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. നിങ്ങൾ പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല, അതാണ് നിങ്ങളുടെ അൺസാറ്റിസ്ഫൈഡ് നീഡ് അല്ലേ? അങ്ങനെ നീഡ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ വരും. ആ ടെൻഷൻ വരുന്ന സമയത്ത് അതിനെ എങ്ങനെയെങ്കിലും മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈവ് ഉണ്ടാവും. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഡ്രൈവാണ് കേട്ടോ. എങ്ങനെയാണ് ഞാൻ അതിനെ മറികടക്കുക, എങ്ങനെ ഈ ടെൻഷനിൽ നിന്ന് മാറാൻ പറ്റും, എങ്ങനെ എനിക്ക് മാർക്ക് നേടാൻ പറ്റുന്നുണ്ട്, പല രീതിയിലുള്ള ഇമോഷണൽ ഡ്രൈവ് ഉണ്ടാവും. അപ്പോൾ ആ ഡ്രൈവിനോട് ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? സെർച്ച് ബിഹേവിയർ അല്ലേ? എങ്ങനെ മാർക്ക് കൂട്ടാം എന്നുള്ളതിന് വേണ്ടി പല പ്രതിവിധികൾ നോക്കും. കുറേ സെർച്ച് ബിഹേവിയേഴ്സ് നോക്കും. ഓക്കെ, എന്തൊക്കെ ചെയ്യാം? റിവിഷൻ ചെയ്യാം, PYQs ചെയ്യാം, കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം, അങ്ങനത്തെ കുറേ രീതിയിലുള്ള സെർച്ച് ബിഹേവിയേഴ്സ് കാണും. അങ്ങനത്തെ സെർച്ച് ബിഹേവിയേഴ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും? നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവാൻ ചെയ്യും. അപ്പോൾ ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് നിങ്ങളുടെ നീഡ് സാറ്റിസ്ഫൈ ആവും. സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ എന്താവും? റെഡ്യൂസ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരുന്നത്? മോട്ടിവേഷൻ പ്രോസസ്സ് വർക്കാവുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ മോട്ടിവേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ അല്ലേ?
ഇനി ഇതിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹ്യൂമൺ എലമെന്റ് ഉണ്ട് ഡയറക്റ്റിങ്ങിൽ എന്താണ് ഹ്യൂമൺ എലമെന്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. മനുഷ്യരുടെ സൈക്കോളജി വെച്ചാണ് അല്ലേ. പല മനുഷ്യരും പല രീതിയിലാണ്. പക്ഷെ പൊതുവേ മനുഷ്യരുടെ ബിഹേവിയറിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അതിൽ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്. എബ്രഹാം ഓസിലർ അല്ല, എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് പ്രകാരം അദ്ദേഹം പറയുന്ന എല്ലാ മനുഷ്യരിലും പൊതുവേ ഉള്ളൊരു കാര്യമാണ് അവരുടെ നീഡ്സ് പല സ്റ്റേജസിലാണ് കിടക്കുന്നത്. ഓക്കെ, അതായത് ആദ്യം അവർക്ക് എന്താ ഒരു സൈക്കോളജിക്കൽ ബേസിക് ആയിട്ടുള്ള നീഡ് ഉണ്ടാവും. അത് ഒന്ന് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് ഒരു ഹൈറാർക്കിയിലാണ് മനുഷ്യരുടെ ആവശ്യം പോകുന്നത് എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ കിടക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എഴുന്നേറ്റിരുന്നാൽ വിചാരിക്കും ഒന്ന് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ, വിചാരിക്കും ഒന്ന് ഓടാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതേപോലെ ഒരു ഹൈറാർക്കി ഉണ്ട് മനുഷ്യൻ്റെ നീഡ്സിനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബേസിക് ആയിട്ട് നീഡ് ഉണ്ടാവും, സൈക്കോളജിക്കൽ നീഡ്. അത് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരും, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ ലവ് ആൻഡ് ബിലോങ്ങിങ്സ് നീഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന വേറൊരു നീഡ് ഉണ്ട്. അതും കഴിഞ്ഞ് ഏറ്റവും അവസാനത്തിലേക്ക് കിടക്കുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ആ മനുഷ്യൻ എല്ലാം നേടിക്കഴിഞ്ഞു അല്ലെ. ഇപ്പോൾ വിരാട് കോഹ്ലിൻ്റെ കേസ് എടുത്താലും സൂര്യൻ്റെ, മമ്മൂട്ടീൻ്റെ, മോഹൻലാലിൻ്റെ ഒക്കെ കേസ് എടുത്താൽ അവരൊക്കെ അവരുടെ നീഡിൻ്റെ ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അവരെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷെ അവർ തുടങ്ങിയത് ഇവിടെയായിരിക്കും. ഓക്കെ, ഇവിടെ തുടങ്ങിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ അതെന്താന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പം മനുഷ്യരാണല്ലോ നമ്മളിവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ആരാണ്? മനുഷ്യന്മാരാണ്. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണത് അല്ലേ. ബേസിക് സൈക്കോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നതാണ്, അതിൽ ഹങ്കർ, തേഴ്സ്റ്റ്, ഷെൽട്ടർ ഒക്കെയാണ് അതിൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു എംപ്ലോയിൻ്റെ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു എംപ്ലോയിൻ്റെ ബേസിക് നീഡ് എന്ന് പറയുന്നത് ബേസിക് സാലറി കിട്ടുക, സേഫ്റ്റി കിട്ടുക, സെക്യൂരിറ്റി ഉണ്ടാവുക ജോലിയിൽ എന്നുള്ളതാണ്. അപ്പം ഇത് ഒക്കെ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ പിന്നെ ആളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ് അല്ലേ. അതായത് ദീസ് നീഡ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹാം. എക്സാമ്പിൾസ് ജോബ് സെക്യൂരിറ്റീസ് കൊടുക്കുക, പെൻഷൻ സ്കീമുകൾ കൊടുക്കുക എന്നുള്ളതായിരിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഫിലിയേഷൻ ആൻഡ് സോഷ്യൽ ബിലോങ്ങിങ്സ് നീഡ് ഉണ്ടാവും. അതായത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്താണ് ഫ്രണ്ട്സ് ഉണ്ടാവുക, നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ മെത്തേഡ്സ് അറിഞ്ഞു വെക്കുന്ന എന്തിനാണ്? നമ്മൾ ഇതനുസരിച്ചിട്ട് വേണം ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനുഷ്യരുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് ബിലോങ്ങിങ്സ് നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഡയറക്റ്റിംഗ് ചെയ്യുന്ന ഒരു സുപ്പീരിയർ ഓഫീസർ എന്ത് ചെയ്യണം? അങ്ങനത്തെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ദിസ് നീഡ് റെഫേഴ്സ് ദ എഫെക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്ങിങ്സ്, ആക്സെപ്റ്റൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എസ്റ്റീം നീഡ് എന്ന് പറയുന്നത് ദീസ് ഇൻക്ലൂഡ് ഫാക്ടേഴ്സ് സച്ച് ആസ് സെൽഫ് റെസ്പെക്ട്, ഓട്ടോണമി, സ്റ്റാറ്റസ് റെക്കഗ്നിഷൻ അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചില എംപ്ലോയീസിന് എന്ത് ചെയ്യേണ്ടി വരും? ബാക്കിയെല്ലാം സെറ്റാണ്. അത് കഴിഞ്ഞാൽ ചിലവർ ആഗ്രഹിക്കുന്നത് എനിക്ക് 4 ആൾ എന്നെ അറിയപ്പെടണം, എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് പ്രൊമോഷൻ വേണം, ഉയർന്നത് വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പം നമ്മൾ മനുഷ്യരെയാണ് ഡയറക്റ്റിങ്ങിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും അല്ലേ. വർക്ക് അനുസരിച്ച് അവർക്ക് ബെസ്റ്റ് എംപ്ലോയി അവാർഡ് കൊടുത്ത് എല്ലാവരും മുന്നിലൊന്ന് കൈയടിപ്പിച്ച് എണീറ്റ് നിർത്തുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻക്രിമെൻറ്റ് കൊടുക്കുക, പ്രൊമോഷൻ കൊടുക്കുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ ഒരു നീഡിൻ്റെ ബേസിൽ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ്. ക്ലിയർ അല്ലേ? പിന്നെ അഞ്ചാമത്തേതാണ് എന്ത്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് ഇൻ ദ ഹൈറാർക്കിയാണ്. ഇറ്റ് റെഫേഴ്സ് ദ ഡ്രൈവ് ടു ബിക്കം വാട്ട് ഇസ് വൺ ഇസ് കേപ്പബിൾ ഓഫ് ബിക്കമിങ് അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരാളുടെ മാക്സിമം അയാൾക്ക് എന്താകാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് കൊണ്ട് ചെല്ലുന്ന അവസ്ഥ അല്ലേ. ഇപ്പം എൻ്റെ ഏറ്റവും ബെസ്റ്റിലേക്ക് എനിക്ക് എത്തുക എന്നുള്ള ലെവലിലേക്ക് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതിനാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ എംപ്ലോയീസിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുക, റിട്ടയർഡ് ആവുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ലിയോ അതുപോലെ മെസ്സി എല്ലാം നേടിയവരാണ്. ഓക്കെ, അതുപോലെ മനുഷ്യരുണ്ട്, റൊണാൾഡോ ഒക്കെ എല്ലാം നേടിയ മനുഷ്യരാണ് അല്ലേ. അതുപോലെ ആവണം നിങ്ങൾ, ഇവരുടെയൊക്കെ പേരിൽ ഉണ്ടാവണം നിങ്ങളും. നിങ്ങൾക്കും നാളെ ചിന്തിക്കുമ്പോൾ എവിടെയെങ്കിലും ഇതുപോലെ വിളിച്ച് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതുപോലെ സെൽഫായിട്ട് നിങ്ങൾ സെൽഫ് ആക്ച്വലൈസേഷൻ പോയിന്റിൽ എത്തിയവരാകണം നിങ്ങൾ. ഓക്കെ, ക്ലിയർ.
അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നോട്ട് കിട്ടുന്ന സമയത്ത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അത് ഓർഗനൈസേഷനിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ക്ലിയർ അല്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്കൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. ക്ലിയർ. ഇനി നമ്മൾ മാസ്ലോയുടെ തിയറിയുടെ അസംഷൻസ് വെച്ച് നോക്കാൻ വേണ്ടി പോവാണ്. മാസ്ലോയുടെ തിയറിയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ബിഹേവിയർ ഉണ്ടാവും അല്ലേ, അതായത് പീപ്പിൾസ് ബിഹേവിയർ ഈസ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്. മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടാവുന്നത്, സ്വഭാവം വരുന്നുണ്ട് അല്ലേ. പിന്നെ ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ടായിരിക്കും. മനുഷ്യരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഒരു ഓർഡർ ഉണ്ട്, ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും അല്ലേ. അതായത് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ബേസിക് നീഡ് ആൻഡ് എൻഡ്സ് വിത്ത് അതർ ഹയർ ലെവൽ നീഡ്സ് അല്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നീഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും ഹൈയിലേക്ക് അറേഞ്ച് ചെയ്യപ്പെട്ടതായിരിക്കും. നമ്മൾ മാസ്ലോന്റെ തിയറി പഠിച്ചിട്ട് അതിന് കിട്ടിയ അസംഷൻസ് ആണ് കേട്ടോ പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് നീഡ്. ഒരിക്കൽ സാറ്റിസ്ഫൈ ചെയ്ത നീഡിനെ നമുക്ക് ആ നീഡ് വെച്ചിട്ട് വീണ്ടും വീണ്ടും മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. എന്നോട് എൻ്റെ അമ്മ പറയാണ്, നീ ഈ വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ നിനക്കൊരു BMW കാർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അത് വിശ്വസിച്ച് ഞാൻ എന്ത് ചെയ്തു, അന്ന് എനിക്ക് BMW കാറിന് ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട് വൃത്തിയാക്കി കൊടുത്തു. ഓക്കെ, ഇനി വീണ്ടും വേറൊരു ദിവസം അമ്മ പറയാണ്, നീ വീട് വൃത്തിയാക്കാൻ ഞാൻ നിങ്ങൾക്ക് BMW വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ ആ കാര്യം വെച്ച് ഇല്ല, ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് ഓൾറെഡി BMW ഉണ്ട്, എനിക്ക് BMW കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നീഡായിരുന്നു, അത് സാറ്റിസ്ഫൈ ആയി. ഇനി BMW വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, പകരം എനിക്ക് വേറെ എന്തെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ട മനുഷ്യൻ്റെ നീഡ് വെച്ച് വീണ്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഓൾറെഡി നിങ്ങളൊരു എംപ്ലോയിക്ക് കുറേ പൈസ കൊടുത്തു എന്ന് വിചാരിക്കുക, അയാൾ ഓൾറെഡി നല്ല സാലറി സ്കെയിലാണ് അയാളുടെ എന്ന് വിചാരിക്കുക, അയാൾക്ക് വീണ്ടും പൈസ കൊടുത്തൊരു കാര്യമില്ല. അയാൾക്ക് ചിലപ്പോൾ വേണ്ടിണ്ടാവും എന്താണെന്ന് അറിയോ, ഇനി എന്താണ് ഒരു റെക്കഗ്നിഷൻ, ഒരു നല്ല പൊസിഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ നോ ലോങ്ങർ മോട്ടിവേറ്റ് എ പേഴ്സൺ, ഓൺലി നെക്സ്റ്റ് ഹയർ ലെവൽ നീഡ് ക്യാൻ മോട്ടിവേറ്റ് ഹിം അല്ലേ. ക്ലിയർ അല്ലേ? അല്ലേ, ഒരിക്കൽ നീഡ്സ് വിച്ച് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ആക്ട് ആസ് മോട്ടിവേറ്റ് അല്ലേ. നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാതെ കിടക്കുന്ന നീഡുകളാണ് മനുഷ്യനെ മോട്ടിവേഷനിലേക്ക് എത്തുക അല്ലേ, ചെയ്യണം എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തുന്നത്. പിന്നെ ലോവർ ലെവൽ നീഡ്, ആഫ്റ്റർ ദ ലോവർ ലെവൽ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് എ പേഴ്സൺ മൂവ്സ് ടു ദ നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് ദ ഹൈറാർക്കി ഓഫ് ദ നീഡ്. ഒരിക്കൽ നമ്മുടെ ഒരു സാധനം സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും, അടുത്ത നീഡിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് വേരിയസ് ഇൻസെൻറ്റീവ്സ് ആർ ഓഫേർഡ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യന്മാരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേരിയസ് ഇൻസെൻറ്റീവ്സ് ഇറക്കണം. ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, all measures which are taken to motivate employees to improve performance. പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ മെഷേഴ്സിനെയാണ് നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുക. മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള മെഷേഴ്സാണ് ബിസിനസ്സിൻ്റെ അകത്ത് വരുന്നത്. ഒന്നെന്ന് പറയുന്ന ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവും നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും. ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചിരിക്കണേ. ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മോണിറ്ററി ടേംസിലായിരിക്കും വരിക, പേയ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കും വരിക. അതായത് പേ ആൻഡ് അലവൻസ്, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ്, ഇൻസെൻറ്റീവ്സ്, ബോണസ്, അതൊക്കെയാണ് കേട്ടോ, പ്രോഫിറ്റ് ഷെയറിങ്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ. നോൺ ഫൈനാൻഷ്യൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റസ്, അത് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യണമല്ല. സ്റ്റേറ്റസ്, ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, നല്ല ഓർഗനൈസേഷണൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, കരിയർ അഡ്വാൻസ്മെൻറ്റ്, അതുപോലെ ജോബ് എൻറിച്ച്മെൻറ്റ്, എംപ്ലോയി റെക്കഗ്നിഷൻ, ജോബ് സെക്യൂരിറ്റി, എംപ്ലോയി പാർട്ടിസിപ്പേഷൻസ്, എംപ്ലോയി എംപവർമെൻറ്റ്, ഇതൊക്കെയാണ് നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അതും പഠിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്ന എലമെൻറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ട എലമെൻറ്റ് എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ടു വർക്ക് willingly and enthusiastically for achieving predetermined goals. ഇപ്പോൾ പലരും ലീഡറായിട്ട് അവരുടെ ഒരു എന്താ പറയുക, ഒരു റോൾ മോഡലൊക്കെ ആയിട്ട് ആരെടുക്കാറുണ്ട്? വിരാട് കോഹ്ലിനെ എടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഒരു കോളേജ് സീനിയർ ഉണ്ടായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങളിങ്ങനെ മെസ്സേജ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു, എന്തൊക്കെയോ ചോദിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇല്ല ഞാനിപ്പോൾ ഫുൾ വെജിറ്റേറിയൻ ആണ്, ഇൻസ്പയർഡ് ബൈ കോഹ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ കോഹ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി, അയാളുടെ ഒരു സ്റ്റൈലിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആൾ എന്ത് ചെയ്തു, വെജിറ്റേറിയനിലേക്ക് മാറി അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ, അപ്പോൾ ഒരു കോഹ്ലി എന്താണ്, ഒരു ലീഡറാണ്, ഒരു ലീഡർ ആകാൻ പറ്റിയ ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് അല്ലേ. അപ്പോൾ അതേപോലെ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിൽ ഒരു സുപ്പീരിയർ ലെവലിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയി എന്തായിരിക്കണം, അവരുടെ സബോർഡിനേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, നന്നായിട്ട് വർക്ക് ചെയ്യാൻ, എൻ്റെ മാനേജറെ പോലെ അല്ലെങ്കിൽ എൻ്റെ സുപ്പീരിയർ ഓഫീസറെ പോലെ എനിക്ക് വർക്ക് ചെയ്യണം, അതേപോലെ ആവണം, അതേപോലെ ഒരു മനുഷ്യനാവണം, അതേപോലെ പൊസിഷനിൽ ഇരിക്കണം, അതേപോലെ ആദരിക്കപ്പെടണം, അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത്,
അതവിടെ വർക്ക് ചെയ്യുന്ന സുപ്പീരിയർ ഓഫീസർ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയുള്ളതിന് നമ്മൾ ലീഡർഷിപ്പ് എന്നാണ് പറയുക. അപ്പോൾ ലീഡർഷിപ്പ് ഇസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ആണ്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ ഡിസയർ അല്ലെ, ക്രിയേറ്റിംഗ് എ ഡിസയർ ടു വർക്കാണ്. ഓക്കെ, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടേ നോക്കണം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ പല ടൈപ്പിലുള്ള ലീഡർഷിപ്പ് ഉണ്ട്. മെയിനായിട്ട് ഇതാ ഈ 3 ടൈപ്പിലാണ് ലീഡർഷിപ്പ് വരുന്നത്. ഒന്ന് ഓട്ടോക്രാറ്റിക് ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്, ലേസി ഫെയർ ഉണ്ട്. അതായത് ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കില്ലേ ഹിറ്റ്ലറെ പോലെ എല്ലാ അധികാരങ്ങളും ഒരു സുപ്പീരിയറിൻ്റെ അടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക, തീരുമാനങ്ങളെല്ലാം അയാൾ മാത്രം എടുക്കുന്നതാണ് നമ്മൾ ഓട്ടോക്രാറ്റിക് എന്ന് പറയുക. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ട്, അതായത് എല്ലാവരോടും സംസാരിച്ച് ഒപ്പീനിയൻസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ഇവിടെ എന്ന് പറയുന്ന പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കില്ല, സബോർഡിനേറ്റ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവില്ല, ഒരു കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ആയിരിക്കും ഓട്ടോക്രാറ്റിക്കിൽ ഉണ്ടായിരിക്കുക. ബട്ട് ഇവിടെ എന്തായിരിക്കും, ഇവിടെ കുറച്ചുകൂടി ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും അല്ലേ, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും സബോർഡിനേറ്റ്സിൻ്റെ. ഈ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലീഡറിൻ്റെ പാർട്ടിസിപ്പേഷൻ ലോയും അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിനായിരിക്കും കൂടുതൽ റോൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇവിടെ ലെസ് റോളായിരിക്കും ലീഡേഴ്സിന്. അങ്ങനെയാകുമ്പോൾ ഭയങ്കര ലേസി ഫെയർ എന്ന് പറയും. അതായത് വെച്ചാൽ വലിയ പണിയോ കാര്യങ്ങളോ എടുക്കാതെ എല്ലാം നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുന്ന എല്ലാ പണിയും വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഒരു പണിയും എടുക്കാണ്ടിരിക്കുന്ന ഒരു ലീഡർ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ടൈപ്പായിരിക്കും ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് എംപ്ലോയീസിന് കൂടുതൽ പെർഫോമൻസ് കിട്ടുമെങ്കിലും റോള് കിട്ടുമെങ്കിലും പക്ഷെ നമുക്കൊരു ലീഡർഷിപ്പിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുമൊന്നുമില്ല, ആൾക്കാർ നോക്കാനും പിടിക്കാനും ഇല്ലാത്ത അവസ്ഥയായിപ്പോൾ. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് 3 ടൈപ്പ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ലീഡർഷിപ്പിൽ എന്താണ്, ഒരു ലീഡറുടെ ക്വാളിറ്റി നോക്കണം. ഫിസിക്കൽ ഫീച്ചർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഫിസിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ അത്യാവശ്യം നല്ല ഹൈറ്റ് വെയിറ്റ് ഒക്കെ ആയിട്ട് നല്ല ഡ്രസ്ഡ് ആയിട്ട് നല്ല ഗ്രൂംഡ് ആയിട്ടിരിക്കണം എന്ന് ഓർത്താൽ മതി നിങ്ങൾ. ഓക്കെ, ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ഹൈറ്റ് വെയിറ്റ് ഹെൽത്ത് അപ്പിയറൻസ് ഡിറ്റർമൈൻ ദ ഫിസിക്കൽ പേഴ്സണാലിറ്റി ഓഫ് എ ഇൻഡിവിജ്വൽ. ഓക്കെ, നല്ല വൃത്തിയായിട്ട് ഫിറ്റ് ആയിട്ടൊക്കെ ഇരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ജിമ്മിലൊക്കെ പോകുന്നൊക്കെ ആളാകുമ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആവും അല്ലേ. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഗ്രൂം ചെയ്തിരിക്കുന്ന ആളായിരിക്കണം. ഓക്കെ, സെൽഫ് കെയർ ചെയ്യുന്ന ആളായിരിക്കണം അല്ലേ. പിന്നെ നോളജ് ഉണ്ടായിരിക്കണം. എ ഗുഡ് ലീഡർ ഷുഡ് ഹാവ് റിക്വയർഡ് നോളജ് ആൻഡ് കോമ്പിറ്റൻസ്. ഓൺലി സച്ച് പേഴ്സൺ ക്യാൻ ഇൻസ്ട്രക്ട് സബോർഡിനേറ്റ് കറക്റ്റ്ലി ആൻഡ് ഇൻഫ്ലുവൻസ് ദം അല്ലേ. നല്ല നോളജ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഏരിയയിലെങ്കിലും, ഭയങ്കര ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ പോലും ചെയ്യുന്ന ഏരിയയെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പം നോളജ് ഉണ്ടായിരിക്കണം അല്ലേ. പിന്നെ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം അല്ലേ, അതായത് സമഗ്രത ഉണ്ടായിരിക്കണം. കറക്റ്റായിട്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഓണസ്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കുന്ന ഒരാളായിരിക്കണം. ഓക്കെ, ദ ലീഡർ ഷുഡ് പോസസ് ഹൈ ലെവൽ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി. ഹി ഷുഡ് ബി എ റോൾ മോഡൽ ടു അതർ റിഗാർഡിംഗ് ദ എത്തിക്സ് ആൻഡ് വാല്യൂസ് അല്ലേ. ഇപ്പോൾ എത്തിക്സ് കാര്യങ്ങളൊക്കെ മുറുക്കി പിടിച്ച് ജോലി ചെയ്യുന്ന ആളായിരിക്കണം അല്ലേ. അഴിമതിയിലൊക്കെ മുങ്ങിയ ടൈപ്പ്, അങ്ങനത്തെ ടൈപ്പ് അല്ല, ആവരുത്. ഓക്കെ, ക്ലിയർ? പിന്നെ പാർഷ്യാലിറ്റി ഒന്നും പാടില്ല. ഇനീഷ്യേറ്റീവ് എടുക്കണം. എ ലീഡർ ഷുഡ് ഹാവ് കറേജ് ടു ഇനീഷ്യേറ്റീവ് അല്ലേ. ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഫേസ് ചെയ്യാം, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കണം. ഹി ഷുഡ് ഹാവ് എ കപ്പാസിറ്റി ടു ക്ലാരിഫൈ അല്ലെങ്കിൽ ക്ലിയർലി എക്സ്പ്ലെയിൻ ഹിസ് ഐഡിയാസ് ആൻഡ് മേക്ക് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ഐഡിയാസ് അല്ലെ. ആൾക്കാർക്ക് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം, അതുപോലെ തന്നെ എന്താണ് വേണ്ടതെന്നുള്ളത് അവരിലേക്ക് എത്തിക്കാനും പറ്റണം. ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേഷനിൽ. പിന്നെ ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. വൺ സൈഡ് അവർ 2 വേ ആയിരിക്കണം കേട്ടോ കമ്മ്യൂണിക്കേഷൻ. എപ്പോഴും അവരിങ്ങോട്ട് പറയണതും കേൾക്കണം, അങ്ങോട്ട് പറയണതും കേൾക്കണം. ക്ലിയർ അല്ലേ? ഇനി ഉള്ളതാണ് മോട്ടിവേഷണൽ സ്കിൽ ഉണ്ടായിരിക്കണം അല്ലേ. അതായത് ഒരു നല്ല മോട്ടിവേറ്റർ കൂടി ആയിരിക്കണം. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ അവരുടെ ഉള്ളിൽ ഒരു ഡിസയർ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അതായത് വിൽ ടു വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. A leader should be an effective motivator. He should understand the needs of people and motivate them through satisfying their needs അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ലീഡർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു മോട്ടിവേറ്റ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് പൊസിഷൻ ആയിരിക്കും വേണ്ടത്, അങ്ങനത്തെ പൊസിഷൻസ് കാര്യങ്ങൾ കൊടുത്താലേ അയാൾ മോട്ടിവേറ്റ് ആവുള്ളൂ. ചില ആൾക്കാർക്ക് പൈസ ആയിരിക്കും വേണ്ടത്, അപ്പോൾ ആ പൈസ കൂടുതൽ സാലറി കൊടുത്താലായിരിക്കും അയാൾ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സബോർഡിനേറ്റ്സിൻ്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? ഇനി അവസാനത്താണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അല്ലേ. അതായത് അയാൾ
അയാൾക്ക് അയാളിൽ നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നമ്മുടെ ഒരു ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് ഒരു ലീഡർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അയാൾക്ക് അയാളിൽ വിശ്വാസം ഇല്ല. ഇതിപ്പോൾ ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ്, എനിക്ക് തന്നെ ഒരു കഴിവില്ല, എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല, എന്ത് പറയണം, അങ്ങനെയുള്ള ഒരാളാകുമ്പോൾ എങ്ങനെ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ആ ആൾക്ക് ഒരു ടീം ലീഡറായിട്ട് നിൽക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് ഒരു ടീമിനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അയാളിൽ ഉണ്ടായിരിക്കണം അല്ലേ. നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം സെൽഫ് കോൺഫിഡൻസ്. A leader should have high level of self confidence. If the leader lack of self confidence, he cannot provide confidence to his followers. അല്ലേ, ഇപ്പം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ നോക്കുക, ഇല്ല അല്ലേ. അപ്പോൾ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ, ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാൻ പോവാണ്, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവാണ് അല്ലേ, അതിൻ്റെ ക്യാപ്റ്റൻ തന്നെ ഓക്കെ നമ്മൾ ജയിക്കൂടാ നമ്മുടെ ടീം, അങ്ങനെ പറഞ്ഞ് നിർത്താൻ പറ്റണം. അയാൾക്ക് തന്നെയാണ് നമ്മൾ പൊട്ടും വലിയ കിട്ടുമെന്നില്ല, അവർ വമ്പൻ ടീമാന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതലാർക്കും കളിക്കാൻ തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ഗുഡ് ലീഡറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിസൈസീവ്നെസ് ഉണ്ടായിരിക്കണം അല്ലെ, തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മാറി മാറി കളിക്കുന്ന ആളായിരിക്കരുത് അല്ലേ. A leader should not decisive managing work. Once he is convinced about the fact, he should be firm and should not change opinions frequently അല്ലേ. തീരുമാനങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പോകുന്ന ആളാവരുത്. പിന്നെ അതുപോലെ തന്നെയാണ് സോഷ്യൽ സ്കില്ല് ഉണ്ടായിരിക്കണം, സോഷ്യലി ആൻഡ് ഫ്രണ്ട്ലി ആയിട്ട് കൊളീഗ്സിനും ഫോളോവേഴ്സിനോടും എന്തായിരിക്കണം, സംസാരിക്കുന്ന ആളായിരിക്കണം അല്ലേ. മെയിൻറ്റെയിൻ എ ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് വിത്ത് ദം. ഓക്കെ, ദം എന്ന് പറയുമ്പോൾ വർക്കേഴ്സ്. അപ്പോൾ ഇത്രയാണ് വേണ്ട ക്വാളിറ്റീസ്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്, കമ്മ്യൂണിക്കേഷനിലേക്ക്. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഘട്ടമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലേക്ക് പോവുകയാണ്. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾക്ക് സൂപ്പർവിഷൻ എന്താണെന്ന് മനസ്സിലായി, മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലായി, ലീഡർഷിപ്പ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ, അവസാനത്തെ എലമെൻ്റ് അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്? വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും അല്ലേ. അപ്പോൾ എന്താണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ? What is communication? Communication is the process of exchange of information between two or more person to reach a common understanding അല്ലേ. അതായത് പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു ധാരണയിൽ എത്താൻ വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിലധികമോ ആൾക്കാർ തമ്മിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയാം. ഓക്കെ, ഒന്നെങ്കിൽ ഐഡിയ ആകാം, പല ടൈപ്പിലെ കാര്യങ്ങളാകാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ നിങ്ങൾ പഠിക്കേണ്ടതാണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോസസ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഡയഗ്രാം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഇതേ സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് തരും, എന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പറയുക, അല്ലെങ്കിൽ നിങ്ങളോട് വരയ്ക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ തെറ്റിച്ച് തന്നിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം കേട്ടോ. അതായത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സില്ലേ, ആദ്യം ആരുണ്ടായിരിക്കും, ഒരു മെസ്സേജ് പറയുന്ന ഒരു സെൻഡർ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ എന്നാണ് നമ്മൾ സെൻഡറിനെ പറയാം. അതായത് മെസ്സേജ് പറയുന്ന ആളല്ലേ, ആർക്കാണോ പറയാനുള്ള അയാളാണ് സെൻഡർ. ഓക്കെ, നമ്മുടെ കേസ് നോക്കുകയാണെങ്കിൽ ഞാനാണ് സെൻഡർ, എൻ്റെ അടുത്താണ് ഇൻഫോർമേഷൻ ഇരിക്കുന്നത് അല്ലേ. ഞാൻ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അല്ലെ, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഇൻഫോർമേഷൻ എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പം ഞാനാണ് സെൻഡർ. ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മെസ്സേജ് എന്താണ്, എനിക്ക് പറയാനുള്ളത് ബിസിനസ് സ്റ്റഡീസിലെ ഓരോ ചാപ്റ്റേഴ്സാണ്, അതാണ് എൻ്റെ മെസ്സേജ്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് എൻകോഡ് ചെയ്യുന്നു. അതായത് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഐഡിയാസിനെ, കോൺസെപ്റ്റിനെ, ബിസിനസ് സ്റ്റഡീസിലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഓരോ കോൺസെപ്റ്റിനെയും ഞാൻ എന്ത് ചെയ്യുന്നു, വാക്കുകളിലാക്കി എൻകോഡ് ചെയ്തിട്ട് ഞാൻ ഓൺലൈൻ എന്ന് പറയുന്ന മീഡിയ അല്ലേ, മീഡിയ എന്താണ്, ഞാൻ ഓൺലൈനായിട്ടല്ലേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, ആ മീഡിയയിലൂടെ ഞാൻ നിങ്ങൾ റിസീവറിലേക്ക് എത്തിക്കുന്നു. നിങ്ങളാണ് റിസീവർ. ഓക്കെ, നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡീകോഡ് ചെയ്തെടുക്കും. ഞാൻ ഈ പറയുന്ന വാക്കുകളെ ചില ആൾക്കാർ വരച്ചെടുക്കുന്നവരുണ്ടാവും, ചില ആൾക്കാർ മനസ്സിനുള്ളിൽ കേട്ടെടുക്കുന്നവരുണ്ടാവും, അല്ലാതെ വെറുതെ കേൾക്കുക മാത്രം ചെയ്യുന്നവരുണ്ടാവും, കേൾക്കുന്നതിനോടൊപ്പം എഴുതുന്നവരുണ്ടാവും അല്ലെ, പോയിന്റ്സ് ആക്കുന്നവരുണ്ടാവും, ചിത്രരൂപത്തിൽ വരയ്ക്കുന്നുണ്ടാവും, എങ്ങനെയോ ആകാം, പാട്ട് പോലെ ചിലവരെടുക്കാം അല്ലേ. അപ്പം ഞാൻ പറയുന്ന മെസ്സേജിനെ റിസീവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഡീകോഡ് ചെയ്യണത്. എന്നിട്ട് ഡീകോഡ് ചെയ്തിട്ട് ഡീകോഡ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു അല്ലേ. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ക്ലിയർ ആണോ, നിങ്ങൾ എന്ത് പറയുന്നു, ക്ലിയർ ആണ്, ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു, ഒരു സെൻഡർ ഉണ്ടാവും, സെൻഡർക്ക് പറയാനൊരു മെസ്സേജ് ഉണ്ടാവും, ആ മെസ്സേജിനെ എൻകോഡ് ചെയ്തിട്ട് സെൻഡർ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും മീഡിയ ത്രൂ അതിനെ നമ്മൾ കടത്തിവിടുന്നു അല്ലേ. ചിലപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ കേസിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മീറ്റിംഗ്, ഡയറക്റ്റ് ഫേസ് ടു ഫേസ് മീറ്റിംഗ് ആകാം മീഡിയം, ചിലപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കാം ഓഫീസിൽ മീറ്റിംഗ് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ. എന്നിട്ട് റിസീവേഴ്സ് എന്ത് ചെയ്യുന്നു, ആ കിട്ടുന്ന ഇൻഫോർമേഷനെ അവർ ഡീകോഡ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക്. ഇതിൻ്റെ ഇടയിൽ നോയ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ മേ ബി വരുന്ന എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക,
എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഹിൻഡ്രൻസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നോയ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിഗ്നൽ കിട്ടാത്തതാകാം, നെറ്റ് ഇല്ലാത്തതാകാം, അല്ലെങ്കിൽ എൻ്റെ ഇവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ആകാം. ഓക്കെ, ചിലപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത പ്രശ്നമാകാം. പല ടൈപ്പിലുള്ള നോയ്സസ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അതിൻ്റെ ഓർഡറിൽ പഠിച്ചു പോകണം കേട്ടോ, ഓർഡറിൽ പഠിച്ചു പോകണേ. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് എന്തുണ്ട്, 2 രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഫോർമലായിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കും, ഇൻഫോർമലായിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ, ഫോർമലായിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കും, ഇൻഫോർമലായിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് ആണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ഫോർമൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, ഡയഗണൽ ഉണ്ട്. ഓക്കെ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് വെർട്ടിക്കലി ത്രൂ ഒഫീഷ്യൽ ചാനൽസ്. അത് വരികയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അതായത് ഇങ്ങനെയാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ലെവൽ വരിക. ഓക്കെ, ഡയഗ്രാം വരിക. അതായത് അത് മുകളിൽ നിന്ന് താഴേക്കും അല്ലേ, അത് അപ്വേർഡ് നിന്ന് ഡൗൺവേർഡിലേക്കും ഫ്ലോ ചെയ്യും, അതുപോലെ തന്നെ ഡൗൺവേർഡ് നിന്ന് അപ്വേർഡിലേക്കും ഫോളോ ചെയ്യും. അതായത് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, നമ്മളിതിപ്പോൾ ഒരു ഇത് വരച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ നമ്മളുടെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് വരച്ചു കഴിഞ്ഞാൽ 3 ലെവൽ. ഓക്കെ, ഇത് മുകളിൽ നിന്ന് താഴോട്ട്, ഇത് താഴത്തുനിന്ന് മുകളിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ മുകളിലുള്ള ആൾക്കാർ പോളിസി, റെഗുലേഷൻസ്, ടാസ്ക് കാര്യങ്ങൾ അസൈൻ ചെയ്തിട്ട് താഴേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇനി മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ലീവ് കാര്യങ്ങൾ അല്ലേ, അതിനൊക്കെ നമ്മൾ എന്താണ് മുകളിലേക്ക് താഴ്ന്ന് വർക്കർ എന്ത് ചെയ്യുന്നു, മുകളിലുള്ള ടോപ്പിലേക്കല്ലേ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനിയുള്ളത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോ. അതായത് ഇപ്പോൾ എന്താ, ഒരേ ലെവലിലുള്ള ഒരേ റാങ്കിലുള്ള ആൾക്കാരായിരിക്കും ഒരേ കേഡറിലുള്ള ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഇങ്ങനെ ഹെഡ്മാർ തമ്മിലായിരിക്കും ഒരേ ലെവലിൽ ഹൊറിസോണ്ടലായിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫോർമേഷൻ അമംഗ് പേഴ്സൺസ് ഓഫ് ദ സെയിം ലെവൽസ് ആൻഡ് സ്റ്റാറ്റസ് ആസ് നോൺ ആസ് എന്താണ്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഇനി ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പല ടൈപ്പ് ഹെഡുകളുണ്ട് അല്ലേ. ഇവിടെ സെയിൽസ് ഹെഡ്, പ്രൊഡക്ഷൻ ഹെഡ്, ഫൈനാൻഷ്യൽ ഹെഡാന്ന് വിചാരിക്കുക. ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതൊക്കെ എന്താണ്, വർക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇതൊക്കെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, വൺ ഹോൾഡിംഗ് ഹയർ പൊസിഷൻ ദാൻ ദ അതർ അല്ലേ. അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഒരാൾ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളും ഒരാൾ ലോവർ പൊസിഷനിൽ ഇരിക്കുന്ന ആളും ആയിരിക്കും. അത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ആൾക്കാരായിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതായത് 3ൻ്റെ ഡയഗ്രാം വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചോ. ക്ലിയർ? ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടേക്ക് പ്ലേസ് വിത്തൗട്ട് ഫോളോയിങ് ദ ഫോർമൽ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു രീതിയിലുള്ള ചെയിൻസോ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതെ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? ദ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അറൈസ് ഔട്ട് ഓഫ് ദ നീഡ്സ് ഓഫ് എംപ്ലോയീസ് ടു എക്സ്ചേഞ്ച് ദെയർ വ്യൂസ്, ഒപ്പീനിയൻസ്, സജഷൻസ് ഒക്കെയാണ്. ക്ലിയർ അല്ലേ? ഇൻഫോർമൽ ചാനൽസ് വഴി പറയാൻ പറ്റാതായിട്ടുള്ള അവരുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമലിൽ വരുന്നത് ആ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്നും പറയാറുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ജസ്റ്റ് നിങ്ങൾ എന്തുകൂടെ പഠിച്ചു വെക്കണം, അത് തമ്മിലെ ഡിഫറൻസ് കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. അത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയായിരിക്കും? വിത്തൗട്ട് ഫോളോയിങ് എനി ഫോർമൽ ലൈൻസ് ആയിരിക്കും.
ഇൻഫോർമൽ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോളാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ. ഇവർ സോഷ്യൽ പേഴ്സണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഫോർമലിൽ നടക്കുക. ഇവിടെ സ്പ്രെഡ് ഓൾ ഔട്ട് ദ ഡയറക്ഷൻസ് ആയിരിക്കും, ഒരു ഗ്രേപ്പ് വൈൻ പോലെ ആയിരിക്കും നടക്കുക. ഇവിടെ പ്രൊസീജിയറൽ ഡിലേസ് വരും ഫോർമലിൽ, കാരണം എന്താണ് സ്കാലർ ചെയിൻ പോലെയൊക്കെയാണ് പോവുക. ഇവിടെ സ്പീഡി ഇൻഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ, ഫാസ്റ്റർ ആൻഡ് സ്പീഡി ട്രാൻസ്ഫർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, നമുക്ക് ഒരു സോഴ്സിൽ നിന്ന് ഇൻഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ആരാണ് പറഞ്ഞത്, എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും ഫോർമലിൽ. പക്ഷേ ഇൻഫോർമലിൽ നമുക്ക് കനോട്ട് ഫിക്സ് ദ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, ആരാ ഇതൊക്കെ പടച്ചു വിട്ടത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ? പിന്നെ ഇതൊരു സ്ട്രിക്റ്റ് ഫോർമൽ ലൈൻ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ എങ്ങനെയാണ്, അങ്ങനെ സ്ട്രിക്റ്റ് ഫോർമൽ ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോർമൽ സുപ്പീരിയർ സബോർഡിനേറ്റ്സ് റിലേഷൻ ആണെങ്കിൽ ഇൻഫോർമൽ ഫ്രണ്ട്ലി പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അതെ ഡയറക്റ്റിംഗ് കഴിയാറായി. ഓക്കെ, ഡയറക്റ്റിംഗ് അത്ര ഡീറ്റെയിൽ ആയിട്ടിരുന്ന് നിങ്ങൾ ജസ്റ്റ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുറേ ഉണ്ട്, പക്ഷെ ജസ്റ്റ് ഐഡിയ കിട്ടിയാൽ മനസ്സിലാക്കാവുന്ന ചില ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പോലെയൊന്നുമല്ല, കട്ടിയൊന്നുമല്ല സാധനം, സിമ്പിളാണ്. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ദ പാറ്റേൺ ത്രൂ വിച്ച് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ഇസ് റെഫേർഡ് ആസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അതായത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ഒരു പാറ്റേണിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്. ഇപ്പോൾ ഫോർമലിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ചെയിൻ കമ്മ്യൂണിക്കേഷൻ, സിംഗിൾ ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും, മോളിൽ നിന്ന് താഴോട്ടേക്കായിരിക്കും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ എ ബി സി ഡി ഇ അല്ല, ഇത് നമുക്ക് ഇങ്ങനെ മോളിൽ നിന്ന് താഴോട്ടേക്ക്, താഴ്ന്ന് മോളിലേക്ക് ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ ആയിട്ടായിരിക്കും വരിക. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെയിൻ ഹെഡ് ഉണ്ടാവും എ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് വേറെയും കുറേ സബോർഡിനേറ്റ്സ് ഉണ്ടാവും. ഇവർക്ക് ആർക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിലും എന്ത് വേണം, ഈ ആള് വഴി അല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനേ പറ്റില്ല. ഓക്കെ, അതായത് ഇയാളൊരു ഹബ്ബായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനിൽ, ആ സുപ്പീരിയർ. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ ഹബ്ബായിട്ട് വർക്ക് ചെയ്യും. ഇനിയുള്ളത് സർക്കുലർ കമ്മ്യൂണിക്കേഷൻ ആണ്. മക്കളെ, നിങ്ങൾക്കില്ലേ ക്ലാസ് എടുക്കുന്ന 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്, വരും, കടന്നു വരും, 2 പേര്. ഇവര് വർഷാമിസിനെ ചിലപ്പോൾ കണ്ട് ചാൻസ് ഉണ്ട്, കാരണം അന്ന് ഓണം സെലിബ്രേഷന്റെ മിസ് ഉണ്ടായിരുന്ന ഇല്ലല്ലോ. അല്ല, അന്ന് നമ്മൾ കണ്ണ് കെട്ടിയിട്ട് ഒരു പരിപാടി ഇല്ലായിരുന്നോ, മറ്റേ ഓണം സെലിബ്രേഷന്റെ തന്നെ സുന്ദരിക്ക് പൊട്ടിടല്ലേ, അതില് ചിലപ്പോ വർഷാമിസിന്റെ മിസ് മോണിക്കൊക്കെ പാടിണ്ടായിരുന്നു. പിന്നെ ഹരിജാമിസിനൊക്കെ അറിയാലോ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എടുക്കുന്ന ഇംഗ്ലീഷ്. ഇയാളെ എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ, അതേപോലെയാണ്. അതെ, കാത്തിരിക്കാണ്. 6 മണിക്കൂറുകൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തായാലും ക്രിസ്മസ് എക്സാമിന്റെ കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല, ഇംഗ്ലീഷ് ലൈവിൽ കണ്ടു. നമ്മൾ ആ ഒരു വൈബ്. ഓക്കെ, ശരി ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ ഇയാളെന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഹബ്ബായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ എങ്ങനെയാ വെച്ചാൽ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ ബി പിന്നെ സി ഡി ഇ, ഈ എന്റെ അഡ്ജോയിനിങ് ആയിട്ട് നിൽക്കുന്ന 2 ആൾക്കാരുണ്ടല്ലോ, എന്റെ അഡ്ജോയിനിങ് ആയിട്ട് നിൽക്കുന്നവരാണ് ഇയും ബിയും. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എ വഴിയായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുക. അങ്ങനെ 2 പേരായിട്ട് അഡ്ജോയിനിങ് ആയിട്ട് നിൽക്കുന്ന 2 പേരായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സർക്കുലർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഫ്രീ ഫ്ലോ ഉണ്ട്. അതിലായത് ഇവിടെ ആർക്ക് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് എക്ക് ബിയോട് സംസാരിക്കാം, ബിക്ക് സിയോട് സംസാരിക്കാം, ഇനി സിക്ക് വേണമെങ്കിൽ ഇയോട് സംസാരിക്കാം. ഒരു ഫ്രീ ആയിട്ട് തുറന്ന രീതിയിലുള്ള
കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി ഇൻവേർട്ടഡ് വി, ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് നോക്കിയിരിക്കണം. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 2 സുപ്പീരിയർ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഈ സിക്കും ഡിക്കും എന്തെങ്കിലും ഇൻഫോർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ അവർ ബി എന്ന് പറയുന്ന സുപ്പീരിയറോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ എമർജൻസി കേസിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ ബിയുടെ സൂപ്പർ സുപ്പീരിയർ ആയിട്ടുള്ള ആളുണ്ടായിരിക്കും എ, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലാത്ത കേസിൽ അവർക്ക് ബി വഴിയെ കമ്മ്യൂണിക്കേഷൻ പോകാൻ പാടൂ. ചില കേസിൽ അവർക്ക് എന്താ എ വഴിയും എമർജൻസി കേസിൽ എ വഴിയും കമ്മ്യൂണിക്കേഷൻ നടത്താം. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇൻഫോർമലിൽ നോക്കുകയാണെങ്കിൽ പാറ്റേൺ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളിൽ തന്നെ നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ, അങ്ങനെ ആ ഫ്രണ്ട്സ് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് സിംഗിൾ സ്റ്റാൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ട്രസ്റ്റ് ഉള്ള ആൾക്കാരോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ളവരുടെ അല്ലേ പറയുള്ളൂ, റാൻഡംലി ചൂസ് ചെയ്തിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ. അതേപോലെയാണ്. ഇനി പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു റാൻഡംലി ചൂസ് ചെയ്ത് സംസാരിക്കും. ഇപ്പം ഞാനൊരു കാര്യം പറയുന്നു, ആൾ എന്ത് ചെയ്യുന്നു, ബിയോട് സംസാരിക്കുന്നു, ബി പ്രോബബിലിറ്റി നോക്കിയിട്ട് അയാൾക്ക് താല്പര്യമുള്ള ആൾക്കാരോട് അത് പാസ് ചെയ്യുക അല്ലേ. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും സി ഉണ്ടാവുക, ഇവിടെ ഡി ആയിരിക്കും, ഇവിടെ ഇ ആയിരിക്കും. അങ്ങനെ പ്രോബബിലിറ്റി നോക്കി റാൻഡംലി ചൂസ് ചെയ്ത് നമ്മളൊരു ഓഫീസിൻ്റെ അകത്ത് സംസാരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്ന പരിപാടിയില്ലേ, അതന്നെ ഒരു ഓഫീസിൻ്റെ അകത്ത്. ഇനി ഗോസിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങോട്ട് ഇങ്ങോട്ട് അവിടേക്ക് ഇവിടേക്കൊക്കെ സംസാരിക്കുന്നത് അല്ലേ, നമ്മളൊന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പരിപാടി. ഓക്കെ, ഇത്രയാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വരുന്നത്. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷന് തടസ്സം നിൽക്കുന്ന പല ഘടകങ്ങളുമുണ്ട് ഒരു ബിസിനസ്സിൻ്റെ അകത്ത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. സെമാൻറ്റിക് ബാരിയേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഉണ്ട്, പേഴ്സണൽ ബാരിയേഴ്സ് ഉണ്ട്. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തെറ്റായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുക. ഇപ്പം നമ്മൾ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണെന്ന് വിചാരിക്കുക, നമുക്ക് ഹിന്ദി അറിയില്ല, നമ്മൾ കേരളക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുമ്പോൾ ഹിന്ദിയിലായിരിക്കും വരിക. അപ്പോൾ ഹിന്ദിയിൽ വന്നിട്ടുള്ള ഒരു പോളിസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ, അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്സ് വരാം, അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ചില മിസ്റ്റേക്സ് തെറ്റായ രീതിയിൽ തെറ്റായ ടോണിൽ വായിക്കാം. ഇപ്പം ഞാൻ ചിലപ്പോൾ നിനക്ക് എന്തിൻ്റെ കേടാ ഇങ്ങനെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ വായിക്കുന്ന ആൾ നിനക്ക് എന്തിൻ്റെ കേടാ അങ്ങനത്തെ രീതിയിൽ തെറ്റായ രീതിയിലുള്ള എക്സ്പ്രഷനിൽ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും അവർക്ക് എന്നോട് എന്തോ പ്രശ്നമുണ്ട്. പേഴ്സണലി ഞാൻ പറയുകയാണ്, എനിക്കിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ ഞാൻ വിചാരിക്കും എന്നോട് എന്തോ ദേഷ്യമുണ്ടോ, അപ്പോൾ ഞാൻ ചോദിക്കണം എന്നോട് എന്തോ പ്രശ്നമുണ്ടോ ചോദിക്കും. അവർ പറയും അല്ല സമയം ഇല്ലാത്തതുകൊണ്ടാണ് മോളെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടെന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ ചില സിമ്പിൾസ് കാരണമൊക്കെ നമുക്ക് തെറ്റായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സുപ്പീരിയർ ഓഫീസർ വൻ പ്രഷറിൽ ഇരിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ പ്രഷറിൽ ഇരിക്കുന്ന സമയത്ത് അയാളെടുത്ത് വന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റണം എന്നില്ല. സൈക്കോളജി റിലേറ്റ് ചെയ്ത് വരുന്ന ബാരിയേഴ്സാണ്. പിന്നെ വരുന്നതാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോർമൽ ലൈൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡിലേ കാര്യങ്ങൾ പ്രൊസീജിയർ ഡിലേസ് ഒക്കെ വരും അല്ലേ, നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ, ആ വ്യക്തികൾക്ക് അനുസരിച്ചിരിക്കും അല്ലേ. ചില അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ സുപ്പീരിയർ ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് അയാൾ പറയുന്നത് കേൾക്കില്ല. അതേപോലെ തന്നെ എനിക്ക് ആരുടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ അയാളുടെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ മാറും. പിന്നെ ചില ആൾക്കാർക്ക് ഡീറ്റെയിൽ ആയിട്ട് കഥ കേൾക്കേണ്ടി വരും അല്ലേ. ഒരു ചില കാര്യങ്ങൾ ആൾക്കാർക്ക്, ഇപ്പം എൻ്റെ ചില ഫ്രണ്ട് ഉണ്ട്, അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, വള്ളി പുള്ളി വിടാതെ അവളോട് പറയണം. അത് ഞാൻ പറയും. പക്ഷെ ചില ആൾക്കാർക്ക് എങ്ങനെയാ വെച്ചാൽ വേറെ എൻ്റെ ഫ്രണ്ട് എൻ്റെ മോളെ ഇത്രയൊന്നും വഷളാക്കണ്ട, എന്താ സംഭവം എന്നൊന്ന് പറയുമോ, പോയിന്റ് മാത്രം കേട്ടാൽ മതി, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അതാണ് നമ്മൾ പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ അപ്പോൾ അതിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം നമ്മളൊരു ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർക്ക് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ചില ആൾക്കാരോട് പെട്ടെന്ന് കാര്യം പറഞ്ഞാൽ കത്തും, ചില ആൾക്കാരോട് എത്ര പറഞ്ഞാലും കത്തൂല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്നെസ്, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ക്ലാരിഫൈ ദ ഐഡിയ ബിഫോർ കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കുന്നതിന് മുൻപ് എന്താണ് സംസാരിക്കാൻ പോകുന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ റിസീവർ, റിസീവറുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൂടെ സംസാരിക്കുക. അതായത് എന്തെങ്കിലും ഒരു പോളിസിനെ കുറിച്ച് പറയാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടെ നല്ലതാണ്
എന്നുള്ള രീതിയിൽ സംസാരിക്കണം പോളിസി വരുമ്പോൾ. അല്ലാതെ ബിസിനസ്സിന് ലാഭം കിട്ടുന്ന ലെവലിൽ നിന്ന് മാത്രം സംസാരിക്കരുത്. ഓക്കെ, പിന്നെ കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ കൂടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ബിവെയർ ഓഫ് ലാംഗ്വേജസ്, ടോൺ ആൻഡ് കോണ്ടന്റ് ഓഫ് മെസ്സേജ്. സംസാരിക്കുന്ന കാര്യങ്ങൾ പറയുന്ന വാക്കുകളിലൊക്കെ നല്ല ബോധം ഉണ്ടായിരിക്കണം. പിന്നെ കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണേഴ്സ്, അല്ലേ? ലിസണേഴ്സിന് വില കൊടുക്കുന്ന രീതിയിൽ കൂടെ വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സബോർഡിനേറ്റ്സിനെയും കൂടെ വില വെക്കുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ. പിന്നെ എന്താണ്, പ്രോപ്പർ ഫീഡ്ബാക്ക് എടുക്കാൻ നോക്കണം. പറഞ്ഞ കാര്യം മനസ്സിലായോ എന്നുകൂടെ നോക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ഫോർ പ്രസൻറ്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ, അല്ലേ? ഇപ്പം നമ്മൾ എന്തെങ്കിലും ബിസിനസ്സിലൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് ഇപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് തന്നെയാണ് നല്ല കാര്യം എന്നുള്ള രീതിയിലും കൂടെ എത്തും. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ബി എ ഗുഡ് ലിസണർ. ഒരു സുപ്പീരിയർ ഓഫീസർ ആകുമ്പോൾ നല്ല ലിസണർ കൂടി ആകണം, അല്ലേ? 2 വേ ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും. പിന്നെ ഫോളോ അപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തണം. അതായത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് തന്നെയാണോ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പും കൂടി നടത്തണം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റിംഗ് കഴിഞ്ഞു. ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കഴിഞ്ഞു, മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് ഓർഗനൈസിങ്ങിലേക്ക് പോയാലോ. എത്ര പെട്ടെന്നല്ലേ, നമുക്ക് കൺട്രോളിങ് കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓർഗനൈസിങ് എന്ന് പറയുന്ന നമ്മുടെ മാനേജ്മെൻറ്റ് അടുത്ത ഫംഗ്ഷനിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ വേണ്ടി പോകുന്നത്, അടുത്ത കാൽവയ്പ്പ്. അപ്പോൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യലാണ് മെയിനായിട്ട് പ്ലാനിങ്ങിൽ ചെയ്യുക. ആ പ്ലാനിങ്ങിലെ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് നോക്കുന്നതാണ് നമ്മൾ. എന്നിട്ട് അങ്ങനെ നോക്കുക, അത് ഐഡൻറ്റിഫൈ ചെയ്യുക ആക്ടിവിറ്റീസ്, എന്നിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യണം. എന്തിനാ ഗ്രൂപ്പ് ചെയ്യുന്നത്? സിമിലർ നേച്ചറുള്ള വർക്കിനെയൊക്കെ ഒരു ഗ്രൂപ്പും അല്ലാത്തത് വേറെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരു ഓർഡർ ഉണ്ടാക്കി വെക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിന് ഒരു എന്താ പറയുക, ഒരു ഹൈറാർക്കി ഉണ്ടാക്കി വെക്കുക. അതിനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എ ഗ്രേഡ് നേടുന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തു. ഇനി അതിന് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ നോക്കണം, അല്ലേ? പേപ്പർ നോക്കേണ്ടി വരും, അതുപോലെ PYQs നോക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് നോട്ട്സ് എഴുതുന്ന റിലേറ്റ് ചെയ്തുള്ള വർക്കുകളൊക്കെ നിങ്ങളൊരു ഗ്രൂപ്പാക്കും. അല്ലാത്ത വർക്കുകൾ നിങ്ങൾ എന്തൊക്കെയും വേറെ ചാപ്റ്ററായ അല്ലാത്ത വർക്കുകൾ എന്ത് ചെയ്യും? ഇപ്പോൾ റിവിഷൻ റിലേറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ മാത്രം സെപ്പറേറ്റ് സിമിലർ ടൈപ്പ് വരുന്ന സാധനങ്ങൾ വേറെ ഇതിലേക്ക് വെക്കും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ നമ്മൾ വർക്കിനെ ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്ന പരിപാടിയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ? അതൊരു പ്രോസസ്സാണ്. കോർഡിനേറ്റ്സ് ഹ്യൂമൻ എഫേർട്സ്, assembles resolves both human and physical and integrate them all into whole to achieve specified objective. നമുക്ക് സ്പെസിഫൈ ചെയ്ത് വെച്ച ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, കൺട്രോളിങ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലേ? ആ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, ഹ്യൂമൻ എഫേർട്സ്, ഹ്യൂമൻ റിസോഴ്സ് ആവാം, അല്ലാത്ത മെറ്റീരിയൽ ആയിട്ടുള്ള റിസോഴ്സസ് ആവാം. അതിനൊക്കെ അസംബിൾ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ദം. ക്ലിയർ അല്ലേ? ഇനി സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിങ് പ്രോസസ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഓർഗനൈസിങ് പ്രോസസ്സിൽ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ വർക്കുകളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഓരോരോ ഗ്രൂപ്പാക്കി സിമിലർ നേച്ചറുള്ളതിനെ ഗ്രൂപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. സിമിലർ നേച്ചർ വരുന്നതിനെ എല്ലാം പിടിച്ചൊരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാം ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, വർക്കേഴ്സിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാം എന്ത്
ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കി തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഹ്യൂമൻ റിസോഴ്സ് അതായത് എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്ത് വരുന്ന സെലക്ഷൻ, റിക്രൂട്ട്മെൻറ്റ്, അവരുടെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കോളും? HR ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്ത് ഇനി ആ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്തു. ആ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്തിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്യുക, അവരുടെ പ്രൊമോഷൻ, അവരുടെ മറ്റ് ബെനിഫിറ്റ്സ്, അലവൻസ്, അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അവരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ള അസൈൻ ചെയ്ത് കൊടുക്കുക. ആദ്യം വർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിനെ ഡിപ്പാർട്ട്മെൻറ്റ് ആക്കുക, സിമിലർ നേച്ചർ നോക്കിയിട്ട്, എന്നിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ അവരുടെ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് അല്ലേ, ഇതിൻ്റെ ഹെഡ് ആരാണ്, ആരോടാണ് പറയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ, അതാണ് അവസാനം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേടാ? ഇനി പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കണം അല്ലേ. ഓർഗനൈസിങ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ബിസിനസ്സിൻ്റെ അകത്ത് സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരും. ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ. എങ്ങനെയാണ് സ്പെഷ്യലൈസേഷൻ കിട്ടുന്നത്? കാരണം നമ്മൾ പറഞ്ഞു സിമിലർ നേച്ചറുള്ള വർക്കാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് എന്ത് ചെയ്യുന്നത്, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരേ സിമിലർ നേച്ചറുള്ള വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ ആരാവും? നിങ്ങൾ പ്രോയാവും അല്ലേ. അതേപോലെ ക്ലാരിറ്റി ഇൻ വർക്ക് ഇൻ റിലേഷൻഷിപ്പ്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്തു, അതേപോലെ അത് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും? ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അവരുടെ അതോറിറ്റി, പവേഴ്സ് എല്ലാം നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. ദെൻ എന്തുണ്ട്? ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ലേ. അതായത് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് സംഭവിക്കും. അതെങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്? റിസോഴ്സസ് ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടും. ഇപ്പം നിങ്ങൾ സാമ്പാർ വെക്കാൻ കയറുന്നു, ആദ്യമായി നിങ്ങൾ സാമ്പാർ വെക്കാൻ കയറുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടം പോലെ മസാല സാധനങ്ങൾ അത് ഇതൊക്കെ യൂസ് ചെയ്ത് തീർക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വെച്ച് 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 നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ വേണ്ട പൊടികൾ, വേണ്ട മസാലാസ്, വേണ്ട വെജിറ്റബിൾസ് മാത്രം എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കും. കാരണം നിങ്ങൾ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പഠിച്ചു. നിങ്ങൾ എന്താ സ്പെഷ്യലൈസ്ഡ് ആയി അല്ലേ. ഇപ്പോൾ അമ്മമാർ വീട്ടിൽ കുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ഓയിലൊക്കെ ഒരു മാസത്തേക്കൊക്കെ ചിലപ്പോൾ കിട്ടും. പക്ഷെ നമ്മൾ അറിയാത്ത ആൾക്കാർ കയറി കഴിഞ്ഞാൽ എന്താ ഓയിലൊക്കെ ഭയങ്കര ചിലവായിരിക്കുമല്ലോ. അതെന്തുകൊണ്ടാണ്? നമുക്ക് സ്പെഷ്യലൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അമ്മമാർക്ക് അത് വന്നതുകൊണ്ടാണ് അവരെന്ത് ചെയ്യും? ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് അവർക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ സംഭവിക്കുന്നു അല്ലേ. കറക്റ്റായിട്ട് നമുക്ക് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ എന്താണ്? ഈസിയാണ്. ക്ലിയർ അല്ലേ? പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം എങ്ങനെ ഓരോ വ്യക്തികൾക്കും അതിൻ്റേതായ രീതിയിലുള്ള വർക്ക് കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട്, ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിമിലർ നേച്ചറുള്ള വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സ്പെഷ്യലൈസേഷനും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ചെയ്യുമ്പോൾ തന്നെ ഒരു പേഴ്സണൽ വൈസ് എന്താണ്, എംപ്ലോയീസിന് എന്താ ഗ്രോത്ത് ഉണ്ടാവില്ലേ. പിന്നെ അതുപോലെ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സിലെ ആക്ടിവിറ്റീസ് എല്ലാം ഏറ്റവും വൃത്തിയായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ആവും. അതനുസരിച്ച് ബിസിനസ്സിൽ ഗ്രോത്തും സർവൈവലും എക്സ്പാൻഷനും ഒക്കെ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണിത്. നമ്മൾ ഓർഗനൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചു. അതായത് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡിവിഷൻ ഓഫ് വർക്ക്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, അതിനുശേഷം അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ എന്താണ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവുന്ന ഒരു സാധനമാണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് ഓർഗനൈസിങ് പ്രോസസ് ആണ്. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ വേ ടാസ്ക്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾസ് ആർ അറേഞ്ച്ഡ് വിത്തിൻ എ കമ്പനി അല്ലേ. ഒരു കമ്പനിയിൽ ചെയ്യേണ്ട ടാസ്ക്, അതിൻ്റെ റോളുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? എന്തിനു വേണ്ടി അറേഞ്ച് ചെയ്തത്? ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ അല്ലേ. അതായത് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയിലെ ടാസ്ക്, റോള്, റെസ്പോൺസിബിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്ന വേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നല്ല ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും?
നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പോസിബിലിറ്റി കൂടുതലാണ്. വാട്ട് ഇസ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ ഓഫീസർ. അതായത് ഒരു സുപ്പീരിയർ ഓഫീസർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അയാളുടെ അണ്ടറിൽ വരുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ ഒരു 150 കുട്ടികളെ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ചിലപ്പം 150 കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആൾക്കാരും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ സുപ്പീരിയർ ഓഫീസറിൻ്റെയും നോക്കിയിട്ട് കേപ്പബിലിറ്റീസ് നോക്കിയിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും ആരെ അലൗട്ട് ചെയ്യാൻ പാടുള്ളൂ, സബോർഡിനേറ്റ്സിനെ അലൗട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. 2 ടൈപ്പ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. എല്ലാ ബിസിനസ്സുകാരും ഒരേ രീതിയിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ല യൂസ് ചെയ്യുന്നത്. ബിസിനസ്സിൻ്റെ മോഡ് മാറുന്നതിനനുസരിച്ച് എല്ലാ ബിസിനസ്സിൻ്റെ സ്ട്രക്ചറിലും മാറ്റം വരും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ട്, ഡിവിഷണൽ സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മോഡൽ ഇങ്ങനെയാണ് വരിക. സ്ട്രക്ചർ നോക്കി വെക്കണേ, സ്ട്രക്ചർ നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പ്രൊഡക്റ്റ് ആണ് ഉള്ളതെന്ന് വിചാരിക്കും. ഫങ്ഷൻസിന് പ്രയോറിറ്റി കൊടുക്കണം. അതായത് നിങ്ങളുടെ ബിസിനസ്സിലെ പ്രൊഡക്ട്സിനല്ല, അല്ലെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്താണോ അതിനല്ല കൂടുതൽ ഫോക്കസ് വേണ്ടത്. അല്ലാതെ ബിസിനസ്സിൻ്റെ അകത്ത് നടക്കുന്ന ആക്ടിവിറ്റിക്കാണ് കൂടുതൽ ഫോക്കസ് വേണ്ടതെന്ന് വിചാരിക്കും. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷന്, അതുപോലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷന്, പർച്ചേസിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷന്, അങ്ങനെ ഫംഗ്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആകെ ഒറ്റ പ്രൊഡക്റ്റേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫങ്ഷണൽ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അതായത് ഇറ്റ്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വെർ ഇൻ ദ ഗ്രൂപ്പിംഗ് ഓഫ് ജോബ് സിമിലർ നേച്ചർ അണ്ടർ ഫങ്ഷൻസ്. ദീസ് മേജർ ഫങ്ഷൻസ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അല്ലേ, മേജർ ഫങ്ഷൻസിന് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും എന്തായിരിക്കും, ഒരു കോർഡിനേറ്റിംഗ് ഹെഡും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പം എന്താണ് പിന്നെ ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ വെൻ ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇസ് ലാർജ്. അല്ലേ, ഓർഗനൈസേഷൻ്റെ വലിപ്പം ഭയങ്കര വലുതാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫങ്ഷൻസ് കൂടുതലായിട്ട് എന്താണ്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ്, എങ്ങനത്തെ ബിസിനസ്സിൽ നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചർ ആയിരിക്കും നോക്കേണ്ടത്. ക്ലിയർ അല്ലേ? അത് ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഓപ്പറേഷൻസ് റിക്വയർഡ് ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. അല്ലേ, അതായത് അവിടെ എങ്ങനെയാണ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നടക്കുക. അതായത് ഒരു കമ്പനിയിലെ പല രീതിയിലെ പ്രവർത്തനങ്ങൾ, പ്രൊഡക്ട്സ് അല്ല, പല രീതിയിലെ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനിയുള്ളതാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് ഉള്ള ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉള്ള കമ്പനികൾ ഉണ്ടാവും. അല്ലേ, ഇപ്പോൾ ടാറ്റ എന്ന് പറയുമ്പോൾ ടാറ്റയ്ക്ക് പല പ്രോഡക്ട്സ് ഉണ്ട്. അല്ലേ, ടാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് മാത്രമല്ല ഓർമ്മ വരിക, പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പല ടൈപ്പ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് എന്ത് വേണം, അങ്ങനെയുള്ളവർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഫങ്ഷൻസിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ പല ടൈപ്പ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിനും ഒരേ രീതിയിലുള്ള ഫങ്ഷൻസ് ആയിരിക്കില്ല നടക്കുക, പല രീതിയിലുള്ള ഫങ്ഷൻസ് ആയിരിക്കും. അല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ അവിടെ ഡിവിഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കമ്പനികൾക്ക് എന്ത് വേണ്ടി വരും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. ചില പ്രൊഡക്റ്റിന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടാന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ചിലപ്പോൾ ചില കമ്പനികൾക്ക് ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിങ്ങനെ പ്രൊഡക്റ്റിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് അതാത് പ്രൊഡക്റ്റിന് വേണ്ട ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സിന് മാത്രം സെറ്റ് ചെയ്താൽ മതി. ക്ലിയർ? Okay, enterprises which have more than one category of product offer. This is because every organization performs a set of homogeneous function in a divisional structure. The organization structure comprises of separate business unit or divisions. Each unit has a divisional manager responsible for the performance of the who has authority over the unit. അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഒരു ഡിവിഷണൽ ഹെഡ് ഉണ്ടായിരിക്കും. ആ ഹെഡിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അയാളുടെ അണ്ടറിൽ വരുന്ന പ്രൊഡക്റ്റ് എന്താക്കാൻ വേണ്ടി നോക്കുന്നത്,
കറക്റ്റായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഒരു ഹെക്ട്രോജീനിയസ് പ്രൊഡക്റ്റ് വരുന്നവർക്കായിരിക്കും. സ്യൂട്ടബിലിറ്റി ഫോർ ദോസ് ബിസിനസ് എൻ്റർപ്രൈസസ് വേർ എ ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് മാനുഫാക്ചർ യൂസിങ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ആണ്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പല ടൈപ്പ് പ്രൊഡക്ട്സ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചർ ആകുമ്പോൾ നമുക്ക് റോ മെറ്റീരിയൽസ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പം ഞാൻ ഫോണിൻ്റെ കമ്പനിയാണെന്ന് വിചാരിക്കും, ഞാൻ ഈ ഫോൺ മാത്രമേ അല്ലെങ്കിൽ ഈ പെണ്ണ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഫങ്ഷണൽ സ്ട്രക്ചർ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിസോഴ്സസ് എന്താണ്, ഈ പെണ്ണിൻ്റെ റിസോഴ്സസ് മാത്രം എനിക്ക് വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിക്കും. അത് വേണമെങ്കിൽ ഞാനൊരു ABC എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് ഈസിയാണ് റിസോഴ്സസ് വാങ്ങിക്കാനും പിടിക്കാനും അതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ എൻ്റെ കമ്പനിയിൽ ഈ പെന്നുണ്ട്, അതുപോലെ വാട്ടർ ബോട്ടിലുണ്ട്, പൗച്ച് ഉണ്ട്, ഈ TV ഉണ്ടാക്കുന്ന അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കും. അതിനെല്ലാം ഈ പെന്നിൻ്റെ റിസോഴ്സസ് പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഞാൻ ആ ABC എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് മാത്രം റിസോഴ്സ് വാങ്ങിയാൽ പറ്റില്ല. എനിക്ക് ഈ ബോർഡ് ഉണ്ടാക്കാൻ ബോർഡിൻ്റെതായിട്ടുള്ള റിസോഴ്സ് വേറെ സ്ഥലത്തുനിന്ന് വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വന്നു. പിന്നെ വാട്ടർ ബോട്ടിലിൻ്റെ ഉണ്ടാക്കുന്നതാകുമ്പോൾ വാട്ടർ ബോട്ടിൻ്റെ റിസോഴ്സസ് വേറെ സ്ഥലത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ എന്താണ്, നമുക്ക് പല ടൈപ്പ് റിസോഴ്സസ് ആയിരിക്കും പല പ്രൊഡക്ട്സും യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് ഈ ഡിവിഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ഈ പെന്നിൻ്റെ മാത്രം ഒരു കമ്പനി ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ മാത്രം റിസോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. മറ്റേ വാട്ടർ ബോട്ടിലെ മാത്രം കമ്പനി, അവർക്ക് വാട്ടർ ബോട്ടിൽ മാത്രം റിസോഴ്സസ് പർച്ചേസ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ ഇതിൽ പഠിച്ചിരിക്കേണ്ടതാണ് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ഓർഗനൈസേഷൻ്റെ എന്തെന്ന് പറയുന്നത് എന്താന്നുള്ളത്. ഓക്കെ, അതായത് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് റെഫേഴ്സ് ടു ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിച്ച് ഇസ് ഡിസൈൻഡ് ബൈ ദ മാനേജ്മെന്റ് ടു അക്കംപ്ലിഷ് എ പെർട്ടിക്കുലർ ടാസ്ക് അല്ലേ. ഓർഗനൈസേഷനിലെ ഫോർമൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് സെറ്റ് ചെയ്ത് വെച്ച ഒരു ചാനലായിരിക്കും, ഒരു ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചർ ആയിരിക്കും. അതായത് പെർട്ടിക്കുലർ ടാസ്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ് സ്പെസിഫൈ ക്ലിയർലി ദ boundaries of authorities and responsibility and also defines the rules and procedures of the organization അല്ലേ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് റൂൾസ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്ന എന്തായിരിക്കും ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടായിരിക്കും, ഒരു സുപ്പീരിയർ സബോർഡിനേറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും, ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആണ് അല്ലേ, ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ദ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ എഫേർട്സ് കോർഡിനേറ്റ് ചെയ്യും, അത് മീൻസ് വർക്ക് കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ വർക്കിലാണ് എംഫസൈസ് വരുന്നത്, വർക്ക് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഉള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ നീഡിൻ്റെ ബേസിൽ എന്താണ് വരുന്നത്, സ്പോണ്ടേനിയസ്ലി ക്രിയേറ്റ് ആവുന്നതാണ്. ക്ലിയർ അല്ലേ? അതായത് ഇതിൽ പേഴ്സണൽ ഇൻ്ററാക്ഷൻസ് ഉണ്ടായിരിക്കും, ഗ്രൂപ്പ് നോംസ് ഉണ്ടാവും അല്ലേ, പല ഗ്യാങ്ങുകൾ ഉണ്ടായിരിക്കും. ആ ഓരോ ഗ്യാങ്ങിനും ഓരോ ഗ്യാങ്ങിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിലെന്ന് പറയുമ്പോൾ വർക്കല്ലാതെ പേഴ്സണൽ റീസൺസ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രാക്ഷൻസ് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കുക. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, പരസ്പരം നമ്മൾ മറ്റേ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് കണക്റ്റഡ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ സ്പോണ്ടേനിയസ് ആയിരിക്കും, അതായത് സ്വതസിദ്ധമായിട്ടുണ്ടായതായിരിക്കും, ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിൽ നിന്നുണ്ടായതായിരിക്കും. അതായത് ഈ ഫോർമൽ ഓർഗനൈസേഷനിൽ നിന്നാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത് അല്ലേ. വർക്ക് റിലേറ്റ് ചെയ്ത് നമ്മൾ ആൾക്കാരായിട്ട് സംസാരിച്ച് നമ്മൾ അവരായിട്ട് എന്താ കൂടുതൽ കമ്പനിയായിട്ട് വർക്കിനപ്പുറം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ. പിന്നെ നോ ഡെഫിനിറ്റ് സ്ട്രക്ചറാണ്, അവർക്ക് ഒരു പ്രത്യേകിച്ച് സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല, എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ക്ലിയർ അല്ലേ? അതുപോലെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഡിഫറൻസ് പഠിച്ചിരിക്കണേ. അതായത് ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഫോർമൽ ഓർഗനൈസേഷൻ ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. ഇവർ അറൈസസ് സ്പോണ്ടേനിയസ്ലി ആസ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ്. ഇനി പർപ്പസ് നോക്കുകയാണെങ്കിൽ ഇവരെങ്ങനെയാണ് അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ സാറ്റിസ്ഫൈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ് ഓഫ് ഫുൾഫിൽമെൻറ്റ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അതുപോലെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവർക്ക് എന്താണ് വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ, ജോബ് റിലേഷൻസ് ഉണ്ടായിരിക്കും ഫോർമലിൽ. ഇവർക്ക് എങ്ങനെ ഡസ് നോട്ട് ഹാവ് എ ക്ലിയർ കട്ട് സ്ട്രക്ചർ, റാദർ ഫോംസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് അല്ല, അവർക്ക് അതിന് പകരം എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ റിജിഡിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈ റിജിഡ് ആയിരിക്കും,
ഫ്ലെക്സിബിൾ അല്ല, ഇവിടെ മോർ ഫ്ലെക്സിബിൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ജസ്റ്റ് അതും കൂടെ നോക്കിയിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ഡെലിഗേഷൻ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിക്കും എന്താണ് ഡെലിഗേഷൻ. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ചോദിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർ ഭയങ്കര ടാസ്ക് ഉള്ള ആളാണ്, ആൾക്ക് ബേർഡനാണ്, വർക്ക് ബേർഡനാണ്. അത് വർക്ക് ബേർഡൻ കുറയ്ക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റ്സിൻ്റെ ഹെൽപ്പ് എടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിന് എന്താണ് പറയുക? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിക്കും. അപ്പോൾ ഉള്ളതിന് അടുത്തെന്ന് പറയുന്നത് ഡെലിഗേഷൻ ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം ദ സുപ്പീരിയർ ടു സബോർഡിനേറ്റ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, സുപ്പീരിയർ എന്ത് ചെയ്യുന്നു, അവരുടെ വർക്ക് ടാസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടാസ്ക് എന്ത് ചെയ്യുന്നു, മേജർ അല്ലാത്ത ആൾക്കാർ, മെയിനായിട്ട് അയാൾ പെർഫോം ചെയ്യേണ്ട ടാസ്ക് അല്ലാത്ത ടാസ്കുകൾ ഉണ്ടാവല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ആണ്, അല്ല അയാളുടെ പവറാണ് അയാൾ മറ്റേ ആൾക്ക് കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് പ്രീ റിക്വസൈറ്റ്സ് ടു ദ എഫിഷ്യൻറ്റ് ഫംഗ്ഷനിങ് ഓഫ് എ ഓർഗനൈസേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് എനേബിൾ എ മാനേജർ ടു യൂസ് ഹിസ് ടൈം ഓൺ ഹൈ പ്രയോറിറ്റി ആക്ടിവിറ്റി. അല്ല, ഇങ്ങനെ ചെയ്താലേ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് കുറച്ചുകൂടി ഈസി ആവുള്ളൂ. കാരണം വെച്ചാൽ എല്ലാം ഒരാൾ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ എന്താണ്, അയാളെ കൊണ്ട് നടക്കില്ല, കൂട്ടിയാൽ കൂടാത്ത പ്രശ്നം വരും അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തെന്ന് പറയുന്നത്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു സുപ്പീരിയർ ഓഫീസർ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതായത് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ് ആൻഡ് ടു ടേക്ക് ആക്ഷൻ വിത്ത് ദ സ്കോപ്പ് ഓഫ് ഹിസ് പൊസിഷൻ അല്ലേ. ഒരാളുടെ അതോറിറ്റി എന്ന് പറയുന്നത് അയാളുടെ സ്കോപ്പ്, അയാളുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് അയാൾക്ക് മറ്റുള്ള അയാളുടെ സബോർഡിനേറ്റ്സിനെ കമാൻഡ് ചെയ്യാൻ പറ്റുന്ന പവറിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയാം. ഇപ്പം ഞാൻ എൻ്റെ ടാസ്ക് എൻ്റെ സബോർഡിനേറ്റ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ആ സാധനം കൂടി അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അതായത് നിനക്ക് ചെയ്യേണ്ട ടാസ്ക്, ഈ ടാസ്ക് നിനക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ആ ടാസ്ക് ലീഡർ എന്നുള്ള അതോറിറ്റി വെച്ചിട്ട് അയാൾക്ക് സംസാരിക്കാം. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ അതോറിറ്റി അയാൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി ഇസ് ദ obligation of subordinate to properly perform the assigned duty. ഓക്കെ, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു അപ്വേർഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്വേർഡ് അതായത് ആർക്കാണോ കിട്ടിയത് ടാസ്ക്, ആർക്കാണോ സുപ്പീരിയർ അസൈൻ ചെയ്ത് കൊടുത്തത്, അത് വാങ്ങിച്ച സബോർഡിനേറ്റിൻ്റെ എന്തായിരിക്കും, കടമയായിരിക്കും തന്ന സാധനം പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ. ദാറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് അപ്വേർഡ്സ് അല്ലേ. സബോർഡിനേറ്റിൽ നിന്ന് സുപ്പീരിയറിലേക്കാണ് വരുന്നത്. ഓക്കെ, സബിൽ നിന്ന് സുപ്പീരിയറിലേക്കാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് 2 പേർക്കുള്ള കാര്യമാണ് അല്ലേ. അതായത് അതിൻ്റെ റീസണബിൾ ആയിരിക്കുക. അതായത് ഇപ്പോൾ ആ ടാസ്ക് ചെയ്തല്ലോ, ഒരു ടാസ്ക് കൊടുത്തല്ലോ, അതിൻ്റെ പ്രൊഡക്റ്റിൽ, ഔട്ട്കമ്മിൽ ആൻസറബിൾ ആയിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അക്കൗണ്ടബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അതായത് ആൻസറബിൾ അബൌട്ട് ദ ഔട്ട്കം ഓഫ് ദ ടാസ്ക് അല്ലേ. ആ ടാസ്കിന് എന്ത് ചെയ്യുക, ആൻസറബിൾ ആവുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഈ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഇത് തമ്മിലുള്ള വ്യത്യാസം പഠിക്കണേ. ചിലപ്പോൾ ചോദിക്കും. മീനിങ് എന്ന് വെച്ചാൽ റൈറ്റ് ടു കമാൻഡ് ആണ് അതോറിറ്റിയിൽ. റെസ്പോൺസിബിലിറ്റി കേസ് നോക്കുകയാണെങ്കിൽ ഒബ്ലിഗേഷൻ ടു പെർഫോം അസൈൻഡ് ടാസ്ക് ആണ്. അക്കൗണ്ടബിലിറ്റി നോക്കുകയാണെങ്കിൽ ആൻസറബിലിറ്റി ഫോർ ഔട്ട്കം ഓഫ് ദ അസൈൻഡ് ടാസ്ക് ആണ് മീനിങ് നോക്കിയാൽ. ഡെലിഗേഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതോറിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് തോന്നേണ്ട കാര്യമാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ കൊടുത്തൊരു വർക്ക് നന്നായിട്ട് ചെയ്യണോ എന്നുള്ളത് ആ വർക്ക് കിട്ടിയ ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്, അല്ലാതെ അത് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി എന്നല്ല, ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ പ്രൊഡക്റ്റ് എന്താണോ അതിൻ്റെ ഔട്ട്കം അത് ചെയ്യുക, അത് നമുക്ക് ആളുടെ തലയിലും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ നോക്കണം അല്ലേ. ഇഫക്റ്റീവ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്നതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്തായിരിക്കും, കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. എങ്ങനെ? മാനേജറിന്, സുപ്പീരിയർ ഓഫീസർക്ക് അവരുടെ ബേർഡൻ കുറയുക ചെയ്യുന്നത്. അങ്ങനെ കുറയുന്നത് കൊണ്ട് തന്നെ അയാൾ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും. ഹൈ പ്രയോറിറ്റി ഉള്ള
ടാസ്കുകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ എംപ്ലോയീസിന് ഡെവലപ്മെന്റ് ഉണ്ടോ, അതായത് ഒരു സബോർഡിനേറ്റിന് ഒരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അയാളുടെ പെർഫോമൻസ് കാണിക്കാൻ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അയാളുടെ ജോലി ബെസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ബെസ്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസിന് എന്താണ് മോട്ടിവേഷനാണ്. ഇങ്ങനത്തെ ടാസ്ക് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഒന്ന് മെയിൻ ആവാൻ കിട്ടുന്ന ചാൻസ് ആണ്. അതിൻ്റെ പേരിൽ പ്രൊമോഷനൊക്കെ പറ്റി പിടിച്ച് കയറി കൂടെ. പിന്നെ ഫെസിലിറ്റേഷൻ ഓഫ് ഗ്രോത്ത് അല്ലേ, എംപ്ലോയീസിനും ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ മാനേജർക്കും ഗ്രോത്ത് ഉണ്ടാവും, ഓർഗനൈസേഷനും ഗ്രോത്ത് ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജർക്ക് അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. അതുകൊണ്ട് അയാൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അയാൾക്ക് അയാളുടെ ബെസ്റ്റ് അതിലേക്ക് ഇടാൻ പറ്റും. അതുപോലെ ടാസ്ക് കിട്ടുന്ന എംപ്ലോയീസിന് എന്താണ് അയാളുടെ വർക്ക് ബെസ്റ്റായിട്ട് കാണിക്കാൻ പറ്റിയ ചാൻസ് ആണ്. അയാളും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം ബെസ്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് സംഭവിക്കില്ലേ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വർക്ക് വരുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ ബേസിസ് ഓഫ് മാനേജ്മെന്റ് ഹൈറാർക്കി അല്ലേ, മാനേജ്മെന്റ് ഹൈറാർക്കിയുടെ ബേസിസ് ആണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ടോപ്പ് മാനേജ്മെന്റ് എല്ലാ അധികാരങ്ങളും കെട്ടിപ്പിടിച്ച് അവരങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കോ? ഇല്ല. ഇവരെന്ത് ചെയ്തു, അവരുടേത് മിഡിൽ മാനേജ്മെന്റിലേക്ക് ഡെലിഗേറ്റ് ചെയ്തു അല്ലേ. അതേപോലെ മിഡിലുകാർ എന്ത് ചെയ്തു, ഇവർക്ക് കൊടുത്തു, ലോവറുകാർക്ക് കൊടുത്തു അല്ലേ. അപ്പം ഒരു മാനേജ്മെന്റ് ഹൈറാർക്കിയുടെ ബേസിക് ആണ് ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. പിന്നെ ബെറ്റർ കോർഡിനേഷനും കൊണ്ടുവരും അല്ലേ. ഒരാൾ എല്ലാവരെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നതിലും എളുപ്പത്തിൽ സ്മൂത്ത് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ഡിവിഷൻ ആയിട്ട് കോർഡിനേഷൻ നടത്തി കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ. നോട്ട്സ് കിട്ടുമ്പോൾ എല്ലാം വായിച്ച് നോക്കണം. എടാ ഇതെവിടേക്കും എത്തിപ്പോന്ന്. ക്ലിയർ അല്ലേ. അവിടെ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നൊന്ന് പറയണേ. ഇനി ഇതിൽ അവസാനത്തെ ഒന്നാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് മാനേജ്മെൻറ്റിൽ ഡെലിഗേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഡീസെൻട്രലൈസേഷൻ ഇസ് ആൻ ഓപ്ഷണൽ. അത് ഓപ്ഷണലാണ്. അതിൽ എന്തില്ല, ചെയ്യണോ വേണ്ടത് നമുക്ക് തീരുമാനിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടാസ്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, എൻ്റെ വർക്കുകളാണ് ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വർക്ക് ലോഡാണ് ഞാൻ ഡെലിഗേഷനിലൂടെ കുറയ്ക്കുന്നത്. പക്ഷേ ഡീസെൻട്രലൈസേഷൻ ഇസ് ഡിഫറെൻറ്റ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അവിടെ വി ഓൾസോ ട്രാൻസ്ഫർ ദ അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻസ് ടു സബോർഡിനേറ്റ്സ്. അവിടെ സബോർഡിനേറ്റ്സിന് ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള അതോറിറ്റി കൊടുക്കുന്നതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ടോപ്പ് മാനേജേഴ്സിന് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഞാനിപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ആൾ, ഇയാൾ വർക്ക് കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇയാളുടെ വർക്കിൻ്റെ കുറച്ച് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും, ഇവർ ആ വർക്ക് ഇവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെ പോയിണ്ടാവും. പക്ഷെ വേണമെങ്കിൽ കമ്പനി റിലേറ്റഡ് ഉള്ള ഡിസിഷൻസ് ഞാൻ മാത്രമേ എടുക്കാൻ പാടൂ എന്ന് ടോപ്പ് മാനേജ്മെൻറ്റിന് വാശി പിടിക്കാം. ഓക്കെ, അവർക്ക് അവരുടെ കയ്യിൽ തന്നെ കൺട്രോൾ വെക്കാം. അല്ലാതെ വേണമെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനിച്ചോ എന്നുള്ള ഡിസിഷൻ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും എന്ത് കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ അറിയാതെ തീരുമാനിക്കാൻ പാടില്ല എന്ന് പറയില്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഡീസെൻട്രലൈസേഷൻ ഇസ് എൻ ഓപ്ഷണൽ മെത്തേഡ്. ഓക്കെ, ബട്ട് ഡെലിഗേഷൻ ഇസ് എ മാൻഡേറ്ററി മെത്തേഡ്. ഇതൊന്ന് മനസ്സിൽ വെച്ചിരിക്കണം. ക്ലിയർ അല്ലേ? Those organizations in which decision making authority lies with the top management are termed as centralized organization. Okay, top management authority കിടക്കുന്നതിനെ നമ്മൾ centralized management എന്ന് പറയും. Whereas those in which such authority is shared with lower levels are decentralized organization. In other case നമ്മൾ അത് lower level ആയിട്ട് ഷെയർ ചെയ്യുന്ന മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ they are known as decentralized organization. Clear അല്ലേ? Decentralization refers the delegation of authority throughout all levels of organization. In other words, decision making authority is pushed down the chain of command. അല്ലേ, decision making authority കൂടിയാണ് നമ്മൾ ചെയിൻ ഓഫ് കമാൻഡിലൊക്കെ പുഷ് ഡൗൺ ചെയ്യുന്നത് കമാൻഡിലൂടെ. ക്ലിയർ അല്ലേ? അതുകൊണ്ട് എന്താണ് ഡീസെൻട്രലൈസേഷൻ, എന്താണ്, ഇറ്റ്സ് ഓപ്ഷണൽ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്,
ഇനീഷ്യേറ്റീവ് എമംഗ് സബോർഡിനേറ്റ്സ് അല്ലേ, അവർക്ക് എന്ത് കിട്ടും? സെൽഫ് റിലയൻസ് അല്ലേ, സ്വയം പര്യാപ്തത കിട്ടും. സ്വന്തമായിട്ട് ഡിസിഷൻ മേക്കിംഗ് പവർ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവരുടേതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റും അല്ലേ. ദിസ് വിൽ എൻകറേജ് സബോർഡിനേറ്റ്സ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ആൻഡ് അഡോപ്റ്റ് ഇന്നോവേറ്റീവ് മെത്തേഡ്. പിന്നെ അതേപോലെ തന്നെ ലെവൽസ് ഓഫ് മാനേജീരിയൽ ടാലന്റ് ഫോർ ദ ഫ്യൂച്ചർ അല്ലേ. അതായത് ഇങ്ങനെ ഡിസിഷൻ മേക്കിംഗ് പവർ കിട്ടുമ്പോൾ എന്താണ്? മാനേജീരിയൽ എബിലിറ്റി ആണ് കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ടാസ്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത് അവർക്ക് വർക്ക് എഫിഷ്യൻസിയെ കൂടുന്നുള്ളൂ. പക്ഷെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അതോറിറ്റി കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാവുള്ളൂ അല്ലേ, അല്ലെങ്കിൽ അതിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. ഇറ്റ് അലൗ ദം ടു ഡെവലപ്പ് സ്കിൽ ദാറ്റ് ഹെൽപ്സ് ദം റേസ് ഇൻ ദ ഓർഗനൈസേഷൻ. ക്ലിയർ അല്ലേ? മാനേജറിയൽ എബിലിറ്റി കൂട്ടും. അതുപോലെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും അല്ലേ. മറ്റേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാം ടോപ്പ് ലെവലിൽ നിന്ന് കിട്ടണമെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൊസീജിയറൽ ഡിലേ വരും. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ട സിറ്റുവേഷൻസിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഡീസെൻട്രലൈസേഷനിലൂടെ പോസിബിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻ അതർ വേർഡ്സ് ഡിസിഷൻസ് ആർ ടേക്കൺ അറ്റ് ദ ലെവൽസ് വിച്ച് ആർ നിയറസ്റ്റ് ടു ദ പോയിന്റ് ഓഫ് ആക്ഷൻ. അതായത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ട പോയിന്റിൽ ഇരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിന്, ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് കാര്യം വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അത് എടുക്കാനുള്ള ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് പെട്ടെന്ന് കാര്യം നടക്കും. മറ്റേത് നമ്മളിങ്ങനെ ചുറ്റി പിടിച്ച് ടോപ്പ് മാനേജ്മെൻറ്റ് വരെ എത്തേണ്ടി വരും. ക്ലിയർ അല്ലേ? അതുപോലെയാണ് റിലീഫ് ടു ടോപ്പ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഡീസെൻട്രലൈസേഷൻ ചെയ്യുന്നതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടോപ്പ് മാനേജേഴ്സിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അവർക്കെല്ലാം അവരുടെ തലയിൽ ഇരിക്കില്ല. Therefore, top executives get enough time to plan ahead, develop strategies, make important policy decisions and concentrate on coordination and control. അല്ലേ, അപ്പോൾ അവർക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ചുകൂടെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ഫെസിലിറ്റേറ്റ് ഗ്രോത്ത് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ പ്രൊവൈഡ് ഗ്രേറ്റർ ഓട്ടോണമി ടു ലോവർ ആൻഡ് മിഡിൽ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ദിസ് അലോ ദം ടു ഫങ്ഷൻ ഇൻ എ മാനർ ബെസ്റ്റ് suited to their departments and develop sense of competition amongst departments അല്ലേ. ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും നമ്മൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുമ്പോൾ എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണം, ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ ആൾക്കാരായിരിക്കണം ഏറ്റവും ബെസ്റ്റായിട്ട് ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്ന് ചെയ്യേണ്ടതെന്നുള്ള ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുമ്പോൾ ബെസ്റ്റായിട്ടുള്ള റിസൾട്ടേ കിട്ടുള്ളൂ. അത് ആർക്കാണ് ബെസ്റ്റായിട്ട് പ്രയോഗിക്കുക? ബിസിനസ്സിനാണ്. ക്ലിയർ അല്ലേ? ഏറ്റവും അവസാനത്താണ് ബെറ്റർ കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻ എ ഡീസെൻട്രലൈസ്ഡ് സെറ്റപ്പ് ഇറ്റ് ബിക്കംസ് ഈസിയർ ടു ഫിക്സ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്, ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ആൻഡ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. ദിസ് വിൽ ലീഡ് ടു ദ ബെറ്റർ കൺട്രോൾ അല്ലേ. അപ്പോൾ നമ്മൾ ഡീസെൻട്രലൈസേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് കൺട്രോളിങ് പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് മോശം വന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കൂടുതൽ ഹൈപ്പ് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ കൺട്രോളിങ് എന്തായിരിക്കും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ യുദു സാറിനെ വിളിക്കട്ടെ. സെറ്റ്. ഓക്കെ, 6 hours ആയി. പക്ഷേ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള 2 ചാപ്റ്ററും സിമ്പിൾ ചാപ്റ്റേഴ്സാണ്. ഓക്കെ, പെട്ടെന്ന് കഴിയാവുന്ന ചാപ്റ്റേഴ്സേ ഉള്ളൂ. ക്ലിയർ? 6 മണിക്കൂർ പൊരിഞ്ഞ പോരാട്ടമായി. 6 മണിക്കൂർ അല്ല, ഇത് കുറച്ച് നേരമായി. 4 തന്നെയായിരുന്നു. കാരണം അവർക്ക് കിടന്ന് ഉറങ്ങേണ്ടിയൊക്കെ ആവശ്യം വരില്ല. ഇവിടെ നമ്മള് ഓക്കെ, ഇനി പെട്ടെന്ന് തീരാവുന്ന ചാപ്റ്റേഴ്സ്. ഇനിയിപ്പോ കൺട്രോളിംഗും ഉണ്ട്, സാറിന്റെ പ്ലാനിങ് അല്ലേ? അത് 2 കുഞ്ഞു ചാപ്റ്റേഴ്സ് പെട്ടെന്ന് സിമ്പിൾ ചാപ്റ്റർ ആണ്. കൺട്രോളിംഗ് അത്ര തന്നെ ഉള്ളൂ, കുഞ്ഞു ചാപ്റ്റർ, പെട്ടെന്ന് തീരും. ഓക്കെ, നേരത്തെ അത്രക്ക് എത്തിണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ? ഓക്കെ, പക്ഷെ എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇത്രയും സമയം ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് വലിയ കാര്യമാണ്. അത് വലിയ കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ മൈക്ക് സാറിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ നോക്കാം, അല്ല തീർക്കാൻ നോക്കാം. ക്ലിയർ?
തന്നോളൂ. ഓക്കെ മക്കളെ, അപ്പോൾ പ്ലാനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്ലാനിങ്. അപ്പൊ ഞാനൊരു ഇടവേള കഴിഞ്ഞിട്ട് വരാട്ടോ. ഓക്കെ. എക്സാമിസുണ്ടോ? ഉണ്ടായിരുന്നു. ഫുഡ് പോലും കഴിക്കാതെ സ്റ്റിൽ വാച്ചിങ്. അത് പൊളി. എന്താ ഫുഡ് കഴിച്ചടാ, പോയിട്ട് ഫുഡ് കഴിക്കി. ഫുഡ് എടുത്തിട്ട് ഇതാ ലൈവിന്റെ മുന്നിൽ വെക്ക്, എന്നിട്ട് കഴിക്കി. അങ്ങനല്ലേ? നമുക്ക് പഠിക്കണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. ഇനി ഫുഡ് വേണം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ സൈഡാവും. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ പ്ലാനിങ് ചാപ്റ്റർ ഇനി രണ്ടും സിമ്പിൾ ചാപ്റ്ററാണ്. സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ പ്ലാനിങ് നമ്മൾ പഠിക്കാൻ പോവാണ്. റെഡി. നമുക്ക് പെട്ടെന്ന് തീർക്കാം. പ്ലാനിങ് ആദ്യം തന്നെ ഓർത്ത് വെച്ചോളാം. വാട്ട് ഈസ് പ്ലാനിങ്? പ്ലാനിങ്ങിന്റെ മീനിങ് അറിയാലോ. എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹു ഈസ് ടു ബി ഡൺ. അല്ലേ? മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ്. അല്ലെ? എന്തെന്ന്? വാട്ട്, എന്ത് ചെയ്യണം, അല്ലെ? എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യും, ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിക്കുന്നു. അല്ലെ? ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട്. നമുക്ക് ഡിസൈഡ് ചെയ്തിട്ടുള്ള, നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു റിസൾട്ടിലെത്താൻ, അല്ലെ? ആ ഒരു റിസൾട്ടിലെത്താൻ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ, മുൻകൂട്ടി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ഷൻ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കി സെറ്റ് ചെയ്ത് വെക്കുന്നു. അതാണ് എന്തെന്ന്? പ്ലാനിങ്. അല്ലെ? പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്നും നമുക്ക് എന്താക്കാം? സിമ്പിളായിട്ട് പറയാം. ഇറ്റ് ഇൻവോൾവ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ ഒബ്ജക്റ്റീവ്സ് ടു ദ അച്ചീവ് ആൻഡ് select the meaning to achieve the objectives. Okay, the main ആയിട്ട് മക്കൾ പഠിക്കേണ്ടതാ എന്താണ്? It bridges the gap between where we are and where we want to go. അല്ലേ? ഇത് എന്ത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്? സോറി, ഒരു ഗ്യാപ്പാണ്. ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. എന്താണ്? നമ്മളിപ്പോൾ എവിടെയാണുള്ളത്, നമുക്ക് എവിടെയാണ് എത്തേണ്ടത്, ഈ രണ്ട് കാര്യത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് എന്തെന്ന്? നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെൻസ് പ്ലാനിങ് ഈസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് ലുക്കിംഗ് ഇൻ ടു ഫ്യൂച്ചർ. എന്താണ്? ഭാവിയിലേക്ക് നോക്കുക. അതാണ് എന്തെന്ന് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മീനിങ് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ദെൻ നമുക്ക് നോക്കേണ്ടത് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ്. എന്തൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്? അറിയാലോ. ഒന്നാമത്തെ, പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്. നമ്മുടെ ലക്ഷ്യം അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതല്ലേ എന്ത്? പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ അല്ലെ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ലേ? അപ്പോൾ അത് തന്നെയാണ് എന്തെന്ന്? പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ ഫീച്ചർ അല്ലേ? അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. എവറി ഓർഗനൈസേഷൻ ഹാസ് ടു ഫുൾഫിൽ സർട്ടൻ ഒബ്ജക്റ്റീവ്സ്. എവറി പ്ലാൻ മസ്റ്റ് ബി കോൺട്രിബ്യൂട്ട് ടുവേർഡ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ദിസ് ഒബ്ജക്റ്റീവ്. ആ ഒരു ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തെന്താ? പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ. മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഫംഗ്ഷനാണ് ആര്? പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ്, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചു പോകുന്നത്. സോ ഇറ്റ്സ് എ പ്രൈമറി ഫംഗ്ഷൻ. ഇതിനടുത്തെന്താ? പ്ലാനിങ് ഈസ് പെർവാസീവ്. അല്ലെ? എല്ലാ ലെവലിലും എന്തുണ്ടാവും മക്കളെ? പ്ലാനിങ് ഉണ്ടാവും. നമുക്കറിയാലോ. പ്ലാനിങ് റിക്വയർ ടു ഓൾ ലെവൽ ഓഫ് മാനേജ്മെന്റ്. ടോപ്പ് ലെവലിലായാലും മിഡിൽ ലെവൽ മാനേജ്മെന്റിലായാലും ലോവർ ലെവലിലായാലും എല്ലാം എന്തുണ്ടാവും? പ്ലാനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, പ്ലാനിങ് ഈസ് പെർവാസീവ്. അടുത്തെന്താ? പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായി പോകുന്നതാണ്. അല്ലെ? നമ്മളൊരു ഒബ്ജക്റ്റീവ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലാനിങ് നിർത്തുമോ? ഇല്ല. അടുത്ത കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരും. അടുത്ത പ്ലാനിലേക്ക് നമ്മൾ പോകും. ഓക്കെ, പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. എ പ്ലാൻ ഈസ് പ്രിപ്പയർഡ് ഫോർ ദ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് പീരീഡ് എ ന്യൂ പ്ലാൻ ഈസ് പ്രിപ്പയർഡ്. അല്ലെ? ഒരു ടൈം വരെ ആയിരിക്കും, അതിനുശേഷം പുതിയ പ്ലാൻ ഉണ്ടാവുന്നു. ദെൻ അടുത്തെന്താ? പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഓക്കെ, ഭാവിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്തെന്ന്? പ്ലാനിങ് ഇൻവോൾവ് ലുക്കിംഗ് അഹെഡ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ദ future. Okay, it involve forecasting future events such as customers demand, competition, government policy, etc. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാനിങ് ചെയ്യുക. പ്രത്യേകിച്ച് എന്താ? ഒരു ബിസിനസ്. ഓക്കെ, റെഡി. പിന്നെന്താ? പ്ലാനിങ് ഈസ് മെന്റൽ എക്സസൈസ്. അല്ലേ? പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെൻ്റൽ എക്സസൈസ് ആണ്. ഓക്കെ, പ്ലാനിങ് ഈസ് മെൻ്റൽ എക്സസൈസ് റിക്വയറിങ് എന്താണ്? ഇമാജിനേഷൻ വേണം. ഓക്കെ, തിങ്കിങ് വേണം. ഓക്കെ, വിഷൻ വേണം. ഫോർസൈറ്റ് വേണം. ഓക്കെ, സൗണ്ട് ജഡ്ജ്മെന്റ് വേണം. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന്? ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി ഡൺ ബൈ എ ഇൻഡിവിജ്വൽ പേഴ്സൺ. അല്ലെ? ഒരു ഇൻഡിവിജ്വൽ അല്ല, ഇന്റലിജന്റ് പേഴ്സൺ. ഒരു ഇന്റലിജന്റ് വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്ലാനിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇറ്റ്സ് എ മെന്റൽ എക്സസൈസസ്. ഓർത്ത് വെക്കുക. റെഡി? ദെൻ ലാസ്റ്റത്തെ ഫീച്ചർ എന്താണ് പ്ലാനിങ്ങിന്റെ? പ്ലാനിങ് ഇൻവോൾവ് ഡിസിഷൻ മേക്കിംഗ്.
ഒരു തീരുമാനം എടുക്കുന്ന പ്രോസസ്സാണ് അല്ലേ. പ്ലാനിങ് എസെൻഷ്യലി ഇൻവോൾവ് ചോയ്സ് ഓഫ് ആൾട്ടർനേറ്റീവ് അല്ലേ. നമുക്കുള്ള ഒരുപാട് ചോയ്സിൽ നിന്നും ബെറ്റർ ചൂസ് ചെയ്യുന്നതാണ്. ദർ ഈസ് ഓൺലി വൺ കോഴ്സ് ഓഫ് ആക്ഷൻ, ദർ ഈസ് നോ നീഡ് ഫോർ പ്ലാനിങ് ബിക്കോസ് ദർ ഈസ് നോ ചോയ്സ് അല്ലേ. ഒരൊറ്റ കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ എങ്കിൽ അവിടെ എന്താ പ്ലാനിങ് ആവശ്യമുണ്ടോ? ഇല്ല. ഒരുപാട് ചോയ്സസ് ഉണ്ടാകുമ്പോഴാണ് അതിൽ നിന്നും ഏതെങ്കിലും ഒന്നും നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും അല്ലേ. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അപ്പോൾ പ്ലാനിങ് ഇൻവോൾവ് എന്താണ്, ഡിസിഷൻ മേക്കിംഗ്. ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് എ നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ് വിൽ ബി അവൈലബിൾ. പ്ലാനിങ് ഇൻവോൾവ് ദ സ്റ്റഡി ഓഫ് ഇവാലുവേറ്റിംഗ് ഈച്ച് ദ ആൾട്ടർനേറ്റീവ് ആൻഡ് ചൂസിങ് അല്ലെ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ അല്ലെ. നമുക്ക് വേണ്ട ഏറ്റവും ബെറ്റർ ഏത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതാണ് എന്തെന്ന് പ്ലാനിങ്. ഓക്കെ, അപ്പം ആദ്യം ഈ ഫീച്ചേഴ്സ് മക്കൾ അങ്ങോട്ട് ഓർത്ത് വയ്ക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ദാ നോക്കിയേ, ഒബ്ജക്റ്റീവ് റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. മാനേജ്മെൻറ്റ് ആദ്യത്തെ ഫംഗ്ഷനാണ്. പെർവാസീവ് ആണ്. പിന്നെയോ കണ്ടിന്യൂസ് ആണ്. പിന്നെ എന്താ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. മെൻ്റൽ എക്സസൈസ് ആണ്. ദെൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നോക്കിക്കോ. ഒന്നാമത്തെ എന്താ, പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻ അല്ലെ. നമുക്ക് എന്ത് തരുന്നു, ഡയറക്ഷൻ. ഏത് റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കണം, നമ്മുടെ ഒബ്ജക്റ്റീവിലെത്താൻ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം, അത് പ്ലാനിങ് ആണ് നമുക്ക് തരുന്നത്. പ്ലാനിങ് ഗിവ് ദ ക്ലിയർ ഡയറക്ഷൻ ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് upfront. These help everyone know what the organization needed to achieve and what their role in getting there. അല്ലെ, എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, അത് അച്ചീവ് ചെയ്യാൻ എന്താണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ അതാണ് എന്ത് പ്ലാനിങ്ങിന്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് അല്ലെ. എന്താണ്, പ്രൊവൈഡിങ് ഡയറക്ഷൻ. ഒരു ഡയറക്ഷൻ തരും. അടുത്തെന്താ, റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി അല്ലെ. അൺസർട്ടൺ ആയിട്ട് ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻസൈറ്റ്, ഒരു ഫോർസൈറ്റ് നമുക്ക് ആര് തരും, പ്ലാനിങ് തരും. കാരണം നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുക, അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ എന്താണ്, നമ്മൾ പോകേണ്ട റൂട്ടെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ കണ്ടീഷൻസ് ആൻഡ് പ്രിപ്പയർ പ്രോഗ്രാം ടു ഫേസ് ദീസ് കണ്ടീഷൻ. ആ ഒരു കണ്ടീഷൻ എന്താ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. ആ ഒരു കാര്യം നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സംഭവിച്ചാൽ സാർ ഓക്കെ അല്ലേ, എന്താണ് ഓക്കെ, സാർ ഓക്കെ അല്ലേ, ഞാൻ ഓക്കെ അല്ലേന്നോ, പിന്നെ ഞാൻ ഓക്കെ അല്ലാണ്ടോ. ഓക്കെ, സെറ്റ്. അപ്പം യെസ്, അങ്ങനെ എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പ്ലാനിങ്ങിലൂടെ കിട്ടും. അത് സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളതും നമ്മളെന്താ ആ ടൈമിൽ തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ച് വെക്കുകയും ചെയ്യും. സോ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. ഇതിനടുത്തെന്താണ്, പ്ലാനിങ് റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റി അല്ലെ. വെറുതെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ നമ്മൾ കുറയ്ക്കുന്നു. ഓക്കെ, കുറയ്ക്കുന്നു. അതെ, ഏതാ കുറച്ച് വെള്ളം കുടിക്കും സാർ. അയ്യോ, വെള്ളമില്ലല്ലോ, പുറത്താളെ. അത് കുടിക്കാം കുഴപ്പമില്ല സാർ. ഇപ്പോൾ ഒരു ഷവർമ കഴിച്ച് വന്നാൽ അതുകൊണ്ടാണ്. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പം എന്താ, ഓവർലാപ്പിംഗ് അല്ലെ. ആവശ്യമില്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്ത കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ബാഹുബലി. ഓ ഇതാണോ? ഓക്കെ ഓക്കെ ഓക്കെ. പ്ലാനിങ് ഈസ് കീ ടു പ്ലാനിങ് ഈസ് കീ ടു ഞാൻ വിചാരിച്ചു സാറെ എങ്ങനെ ബാഹുബലി എന്ന് വെച്ചു. ഓക്കെ, ഇനി സാർ എപ്പോഴാണ് ഇറങ്ങുക? ഞാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി വീട്ടിലെത്താൻ മിനിമം ഒരു 1 hourൻ്റെ അടുത്ത് ഡ്രൈവിംഗ് ഉണ്ട്. അതും കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് കിടക്കുമ്പോഴത്തേക്ക് മിനിമം 2:30 ആവും. ഓക്കെ, കഴിഞ്ഞ ദിവസം 3:30 കിടന്നത്, അക്കൗണ്ടൻസി ലൈവും കഴിഞ്ഞിട്ട്. ഓക്കെ, പ്ലാനിങ് ഈസ് കീ ടു അവോയ്ഡിങ് വേസ്റ്റഡ് എഫേർട്ട് ആൻഡ് കൺഫ്യൂഷൻസ്. ഇറ്റ് കോർഡിനേറ്റ് എവരിവൺസ് വർക്ക് അല്ലെ. എല്ലാവരുടെയും വർക്കിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, മേക്കിംഗ് ഷുവർ ആക്ടിവിറ്റീസ് ആർ പർപ്പസ്ഫുൾ ആൻഡ് ക്ലിയർ. നമുക്ക് കൃത്യമായിട്ട് എന്ത് മനസ്സിലാവും, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. അതല്ലാതെ നമുക്കിതൊന്നും ചെയ്ത് നോക്കാം അല്ലേ, അല്ലെങ്കിൽ എന്താണ് ചെയ്ത് നോക്കിയിട്ട് അയ്യോ ഇത് റെഡി അല്ല, നമുക്ക് എന്താ മറ്റേ ചെയ്യാം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കും. പ്ലാൻ ചെയ്താൽ നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഓവർലാപ്പിംഗ് അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ച് വരുന്നു. സാറീസ് ബാറ്റ്മാൻ, അതാടാ ഡാർക്ക് നൈറ്റ്, അന്ധകാരത്തിൻ്റെ രാജാവ്. അയ്യോ പോയി, സോറി സ്ക്രീനിൽ പോയി. ഓക്കെ, യെസ്. അപ്പം റെഡ്യൂസ് ദ ഓവർലാപ്പിംഗ് ആൻഡ് യെസ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റി. അടുത്തെന്താ, പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ. ഓക്കെ, എന്താ ഡിസിഷൻ മേക്കിംഗ് അല്ലേ. പ്ലാനിങ് ഇസ് എ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി ആസ് എ പ്ലാനിങ് പ്രോസസ് ഇൻവോൾവ് ഫൈൻഡിങ് ഓഫ് ആൾട്ടർനേറ്റീവ് ആൻഡ് ദ സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ്. ആൾട്ടർനേറ്റീവിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. സോ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. ഓക്കെ, അടുത്ത എന്താ നോക്കിയേ, പ്ലാനിങ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ്
കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലേ. ദ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾ ഈസ് ദ എസെൻസ് ഓഫ് കൺട്രോൾ. പ്ലാൻ പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ് ഓക്കെ എംപ്ലോയീസ് പെർഫോമൻസ് അല്ലെ. ഒരു പെർഫോമൻസ് നമുക്ക് എന്താക്കാൻ പറ്റും, യെസ് അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലെ. അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്താണ്, യെസ് ആ പെർഫോമൻസ് ഇങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം അല്ലേ. സോ അത് നമ്മൾ ഇതിലൂടെ അറിയും, പ്ലാനിങ്ങിലൂടെ അറിയും അല്ലെ. ഇന്ന കാര്യം ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ അല്ലെ, ഈ ഒരു ലെവലിൽ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മളെന്താ പ്ലാനിങ്ങിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതിൽ നിന്നും ഒരു കുറച്ച് ആ പെർഫോമൻസ് ഒന്ന് ഡൈവേർട്ട് ആയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് എങ്ങനെയല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നേരെയാക്കണ്ടേ, യെസ് ആ കാര്യമാണ്. അപ്പോൾ ആ ഒരു കൺട്രോൾ നമുക്ക് കീപ്പ് ചെയ്യാം അല്ലെ ഏത് കാര്യത്തിനും. അത് എന്തിലൂടെ സാധിക്കുന്നു, പ്ലാനിങ്ങിലൂടെ സാധിക്കുന്നു. പ്ലാനിങ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ്. ഓക്കെ, ഇതിനടുത്ത് എന്താ, പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടാകുന്നു. കാരണം എന്താ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അറിയാം ഒരു തിങ്കിങ് പ്രോസസ്സാണ് അല്ലെ. നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരുപാട് വിഷൻസും ഫോർസൈറ്റും ജഡ്ജ്മെൻറ്റും എല്ലാം വെച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇത് പ്ലാനിങ്. സോ അതുകൊണ്ട് തന്നെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കിട്ടും അല്ലെ. ഇൻ പ്ലാനിങ് ഇൻഡിവിജ്വൽ ആർ ഗിവൺ ദ ഓപ്പർച്യൂണിറ്റി ടു പുട്ട് ഫോർവേഡ് ന്യൂ ഐഡിയ ആൻഡ് പ്ലാൻ ഫോർ ഇംപ്രൂവിംഗ് ദെയർ പെർഫോമൻസ് ടു അച്ചീവ് ഡിസൈർഡ് ഒബ്ജക്റ്റീവ്. ദിസ് റിസൾട്ട് ഇൻ ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ഇന്നോവേഷൻ ഓഫ് ന്യൂ ഐഡിയ. ഓക്കെ, ഓർത്ത് വെച്ചോളുക. യെസ് ഒരു 6 ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക. ഒന്നാമത്തെ എന്താ, ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തെന്താ, അൺസർട്ടനിറ്റീനെ റിസ്ക് കുറയ്ക്കുന്നു. അടുത്തെന്താ, ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റി കുറയ്ക്കുന്നു. പിന്നെയോ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. അടുത്തെന്താണ്, യെസ് കൺട്രോളിങ്ങിന് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്നു. പിന്നെയോ യെസ് ഇന്നോവേറ്റീവ് ഐഡിയാസ് തരുന്നു. ഓക്കെ അല്ലേ. അപ്പം ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും ഓർത്ത് വയ്ക്കുക പ്ലാനിങ്ങിൻ്റെ. സെറ്റ് യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് ശ്രദ്ധിച്ചോ. യെസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ്ങിനെ നമുക്ക് രണ്ടായി തിരിക്കുക അല്ലേ. എന്തൊക്കെയാ, സ്റ്റാൻഡിങ് ഓർ മൾട്ടി യൂസ് പ്ലാനും അല്ലെങ്കിൽ സിംഗിൾ യൂസ് പ്ലാനുകളും. ആ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് കിട്ടും സ്റ്റാൻഡിങ് നിലനിൽക്കുന്ന അല്ലെങ്കിൽ മൾട്ടി യൂസ് വീണ്ടും യൂസ് ചെയ്യുന്ന പ്ലാൻ. അറിയാലോ, സ്റ്റാൻഡിങ് ഓർ മൾട്ടി യൂസ് പ്ലാൻ ആർ യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഇൻ സിറ്റുവേഷൻ ഓഫ് എ സിമിലർ നാച്ചർ അല്ലെ. ഒരേ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരേ നാച്ചുറലുള്ള സിറ്റുവേഷനിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാൻ. സ്റ്റാൻഡിങ് ഓർ മൾട്ടി യൂസ് പ്ലാൻ ആർ ലോങ് ടേം പ്ലാൻ. ദേ ഹെൽപ്പ് കീപ് വർക്ക് uniform and organized. These plan act ready made and guide for taking action അല്ലേ. റെഡി മെയ്ഡ് ആയിരിക്കും, ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചായിരിക്കും. അത് വീണ്ടും സെയിം റിപ്പീറ്റ് അല്ലെ. ആ ഒരു സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വീണ്ടും എടുത്തിടുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ, നിങ്ങളുടെ അറ്റൻഡൻസ് അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ഹയറിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ റൂള് അല്ലെങ്കിൽ ലീവ് പോളിസിയൊക്കെ നമുക്ക് എന്തിനു പറയാം, നമ്മുടെ സ്റ്റാൻഡിങ് പ്ലാൻ അല്ലെങ്കിൽ മൾട്ടി യൂസ് പ്ലാൻ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ എന്താണ് ഈ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ? ആ പേരിലുണ്ടല്ലോ, ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന സിംഗിൾ യൂസ് പ്ലാൻ. അഡ് ഹോക് പ്ലാൻ ആർ മെയ്ഡ് ടു മീറ്റ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് നോൺ റിപ്പീറ്റേറ്റീവ് ഇൻ നാച്ചർ അല്ലെ. റിപ്പീറ്റ് ചെയ്യാത്ത ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന പ്ലാൻ ആണ് ഇത്. നമ്മുടെ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ പ്ലാന്, ഇവന്റ് പ്ലാന്, ബഡ്ജറ്റ് പ്ലാന്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? സിംഗിൾ യൂസ് പ്ലാനുകൾക്ക് എക്സാമ്പിളാണ്. മക്കളെ ചോദിച്ചിരിക്കും എന്താണ് സിംഗിൾ യൂസ് അല്ലെങ്കിൽ മൾട്ടി യൂസ് പ്ലാന് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതേപോലത്തെ എക്സാമ്പിൾ വെച്ച് എഴുതിക്കൊള്ളുക. സെറ്റാണ്. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പഠിക്കണം? മറ്റ് കുറച്ച് ടൈപ്സ്, പ്ലാനിൻ്റെ ടൈപ്സ് പഠിക്കണം. ഒരു 8 ടൈപ്സ് പ്ലാനുകളുണ്ട്. ഓക്കെ, അതിലൊന്നാമത് എന്താ? ലക്ഷ്യം, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാൻ, ഒബ്ജക്റ്റീവിനെ കുറിച്ചുള്ള പ്ലാൻ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ആർ ഗോൾ established to gauge the effort of a company and each of its components. Objective are the end toward which activity are directed. ആണല്ലോ, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏത് ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു പ്ലാനാണ് അല്ലേ. ഒരു ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ഇന്ന കാര്യം ചെയ്യണം. ഇപ്പോൾ സാറിന് ഇന്ന് ഈ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഒബ്ജക്റ്റീവ് ഈ ക്ലാസ് ആണെങ്കിൽ സാറിന് അതിനെ എന്താണ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ ഉണ്ടാവും അല്ലേ. ഇതിൻ്റെ PPT സെറ്റ് ചെയ്യണം, ഈ ചാപ്റ്ററുകളെല്ലാം പഠിപ്പിക്കണം, അങ്ങനെയായിരിക്കും പ്ലാനും. സാറിന് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോകണം എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ പ്ലാൻ എന്താണ്? മാറി അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് അല്ലേ. ആ ഒരു ഒബ്ജക്റ്റിൽ എത്തിക്കുന്ന ഒരു പ്ലാനാണ്. ഓക്കെ, an objective should relate to a specific topic. ആണല്ലോ, ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ വെച്ചുകൊണ്ടായിരിക്കും ഏത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സെക്കൻഡ് എന്താണ്? സ്ട്രാറ്റജി അല്ലെ. എന്താ? തന്ത്രം എന്ന് പറയും അല്ലെ. സ്ട്രാറ്റജി നോക്കിയോ. സ്ട്രാറ്റജി ആർ പ്ലാൻ മെയ്ഡ് ബൈ ബിസിനസ് ടു റെസ്പോണ്ട് ടു കോമ്പറ്റീറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനോടുള്ള ആക്ഷൻ.
അവർക്കെതിരായിട്ടുള്ള ആക്ഷൻ. അതാണ് നിന്ന് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ടേം കം ഫ്രം മിലിറ്ററി ആൻഡ് മീൻസ് തിങ്കിങ് ഫ്രം ദ കോമ്പറ്റീറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അല്ല മിലിറ്ററി വേർഡിൽ നിന്നാണ്, അല്ലെങ്കിൽ മിലിറ്ററി സൈഡിൽ നിന്നാണ് ആ ഒരു ടേം വന്നിട്ടുള്ളത്. സ്ട്രാറ്റജി, തന്ത്രം. അല്ലെ, എന്താണ് നമ്മൾ നമ്മുടെ എതിരാളികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുക, അങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എന്താ, എ കമ്പനി മേ ലോവർ പ്രൈസ്, ഇൻക്രീസ് അഡ്വർടൈസിങ് ഓർ ഹയർ മോർ സെയിൽസ് പേഴ്സൺ ടു കോമ്പീറ്റ്. അല്ലെ, മറ്റൊരാൾക്കെതിരെ പ്രവർത്തിക്കാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രൈസ് കുറയ്ക്കുക, അല്ലെ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. നമ്മളെന്താ കോമ്പറ്റീറ്റേഴ്സിന് എതിരായിട്ട് നമ്മൾ ആക്ഷൻസ്, അതാണ് ഇന്ന് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അടുത്ത് ശ്രദ്ധിച്ചോ, പോളിസി, നയങ്ങൾ. അല്ലെ, പോളിസി ഇസ് എ ഗൈഡ് ലൈൻ ദാറ്റ് ഹെൽപ്പ് മാനേജേഴ്സ് മേക്ക് ഡിസിഷൻ ഇൻ സർട്ടൈൻ സിറ്റുവേഷൻ. ഇറ്റ് ഷോ ഹൗ ദ ഓർഗനൈസേഷൻ പ്ലാൻ ടു ആക്ട്. ആണല്ലോ, ഒരു ചില സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്താ ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് പോളിസി, നയങ്ങൾ എന്ന് ചെയ്യുന്നത്. ഇറ്റ് ഷോ ഹൗ ദ ഓർഗനൈസേഷൻ പ്ലാൻ ടു ആക്ട്. ഉണ്ടല്ലോ, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള പ്ലാനാണ്. പോളിസി ക്യാൻ ബി റിട്ടൺ ഓർ അണ്ടർസ്റ്റുഡ് ഫ്രം മാനേജേഴ്സ് ബിഹേവ്. ഉണ്ടല്ലോ, അത് എഴുതിയതോ അല്ലെങ്കിൽ ഒരു മാനേജേഴ്സിൽ നിന്നും പറഞ്ഞ് സെറ്റ് ചെയ്യുന്നതോ ആവാം. നയങ്ങൾ, പോളിസികൾ, ഇന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്നതാണ്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എന്താ എക്സാമ്പിൾ പറയാം, അപ്പോൾ ആടി സെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആടി സമയത്ത് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ മഴക്കാലത്ത് കുടകൾ നമുക്ക് ഇങ്ങനെ വിൽക്കാവും, അല്ലെങ്കിൽ മഴക്കാലത്ത് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ വിൽക്കണം. അതെന്താ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള നയമായിരിക്കും, അല്ലെ, പോളിസികളായിരിക്കാം. ചിലപ്പോൾ എന്താ പ്രൈസ് കുറച്ച് വിൽക്കണമെന്നോ പ്രൈസ് കൂട്ടിയിട്ട് വിൽക്കണമെന്നോ, അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ നയങ്ങൾ. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് പ്രൊസീജിയർ. അല്ലെ, പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് റിലേറ്റഡ് ടാസ്ക്. അല്ലെ, സീരീസ് ഓഫ് റിലേറ്റഡ് ടാസ്ക് ആണ്, റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഓഫ് ടാസ്ക് ദാറ്റ് മേക്ക് ദ ക്രോണോളജിക്കൽ സീക്വൻസ്. ക്രോണോളജിക്കൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഓർഡർലി. അല്ലെ, ചെറുതിൽ നിന്നും ഇങ്ങനെ വരിക. അല്ലെ, ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്ത് പോവുക. ഓക്കെ, ആൻഡ് ദ എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് പെർഫോമിംഗ് ദ വർക്ക് ടു ബി അക്കംപ്ലിഷ്ഡ്. ആണല്ലോ, ഒരു വർക്ക് അത് അക്കംപ്ലിഷ്, അത് സെറ്റായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സെറ്റ് ഓഫ് വേ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർ വേ ഓഫ് ഡൂയിങ് ദ ജോബ്. ഒരു പെർട്ടിക്കുലർ ജോബ് നമ്മൾ ചെയ്യുന്ന വഴിയാണ്. ഓക്കെ, പ്രൊസീജിയർ ആ സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ്. ആണോ, സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ് ടു ഫോളോയിങ് എ റെഗുലർ ഡെഫിനിറ്റ് ഓർഡർ. ഒരു കൃത്യമായിട്ടുള്ള ഓർഡറിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് എന്തെന്ന് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതും എന്താണ്, ഒരു പ്ലാനാണ്. അടുത്തെന്താ, മെത്തേഡ്, രീതികൾ. അല്ലെ, മെത്തേഡ് ആർ ഫോർമലൈസ്ഡ് ആൻഡ് സ്റ്റാൻഡേർഡ് വേ. ഫോർമലൈസ്ഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഏതാണ് എന്നുള്ളത് നമുക്ക് അറിയണ്ടാവും. അല്ലെ, വേ ഓഫ് അക്കംപ്ലിഷിങ് റിപ്പീറ്റേറ്റീവ് ആൻഡ് റുട്ടീൻ ജോബ്. അല്ലെ, ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്ന തുടർച്ചയായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നു. മെത്തേഡ് ആർ ബേസ്ഡ് ഓൺ റിസർച്ച് അനാലിസിസ് ആർ റിഗാർഡ് ആസ് ലോജിക്കൽ ആൻഡ് റാഷണൽ. അല്ലെ, അതെന്താണ്, ലോജിക്കലി ആണ് സെറ്റായിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ലോജിക്കലി അല്ലെങ്കിൽ എന്താണ് നമ്മളത് അനലൈസ് ചെയ്തുകൊണ്ട് റിസർച്ചിലൂടെയൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യമാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ആ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത് എന്താ, റൂളാണ്. അല്ലെ, നിയമങ്ങൾ. റൂൾ ആർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ദാറ്റ് മസ്റ്റ് ബി ഫോളോവ്ഡ് വിത്തൗട്ട് എനി ചോയ്സ്. ആണല്ലോ, മറ്റൊരു ചോയ്സും ഇല്ലാതെ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം എന്നുള്ള ടൈപ്പ് നിയമങ്ങൾ, ഇൻസ്ട്രക്ഷനെ എന്ത് പറയാ, റൂൾ എന്ന് പറയാം. അല്ലെ, ട്രാഫിക് റൂളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടില്ല, അത് നമ്മൾ എന്താണ് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് റൂളുകൾ എന്ന് പറയുന്നത്. അടുത്തെന്താ, പ്രോഗ്രാമുകൾ. അല്ലെ, പരിപാടി. പ്രോഗ്രാം ആർ ആക്ഷൻ പ്ലാൻ മെയ്ഡ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾ. അല്ലെ, ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ. ദേ ഇൻക്ലൂഡ് എ സീരീസ് ഓഫ് സ്റ്റെപ്പ്, ടാസ്ക് ആൻഡ് യൂസ് ഓഫ് റിസോഴ്സസ് വിത്ത് എ സെറ്റ് ടൈം. അല്ല, ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ആവശ്യമുള്ള റിസോഴ്സസ് ഉണ്ടാവും. അല്ലെ, ആവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പ്രോഗ്രാം ഗൈഡ് മാനേജേഴ്സ് ഓൺ വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. അല്ലെ, ആൻഡ് ആർ യൂസ്ഡ് ഓൺലി വൺസ് ഓൺ എ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്. ഉണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ പരിപാടിക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മളൊരു പരിപാടി, അല്ലെ, ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുക. ആ പരിപാടി കഴിഞ്ഞാൽ അതെന്താവുന്നു, കഴിയും, സെറ്റ്. ആ പരിപാടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ എന്താ, ആ ഒരു പരിപാടിയുള്ള സമയത്ത് അടുത്ത മാനേജേഴ്സ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പ്രോഗ്രാം, അതാണ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്ലാനിങ്. ഓക്കെ അല്ലേ? അപ്പം ഇതെന്താ, ലാസ്റ്റ് എന്താ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ബഡ്ജറ്റ് ഇസ് ദ പ്ലാൻ ഷോയിങ് എക്സ്പെക്റ്റഡ് റിസൾട്ടിന്റെ നമ്പർ. അല്ലെ, നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം അത് നമ്പറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെ, ഇറ്റ് ക്യാൻ ബി ഫിനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റി ടേംസ്. അല്ലെ, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടേമിൽ നമ്മൾ അതിനെ എന്താണ് പ്ലാൻ ചെയ്യുന്നതിന് എന്ത് പറയാം, ബഡ്ജറ്റ് എന്ന് പറയാം. ഇറ്റ് ഹെൽപ്പ് മാനേജ്മെന്റ് കൺട്രോൾ ആൻഡ് ട്രാക്ക് പെർഫോമൻസ്. മാനേജ്മെന്റ് കൺട്രോൾ, അതുപോലെ തന്നെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബഡ്ജറ്റ് എന്ന് പറയുന്ന പ്ലാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
സെറ്റ് അല്ലേ? ഈ 8 എണ്ണം മക്കൾ ഓർത്ത് വെച്ചുള്ള 8 ടൈപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ അറഞ്ച പുറം ചെയ്ത് കൂടാം. ഓക്കെ സെറ്റ് റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ഐറ്റം പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്. ഒരു 7 പ്ലാനിങ് പ്രോസസ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത് എന്താ? സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്. അറിയാലോ, ആദ്യം നമുക്ക് എന്ത് വേണം? നമ്മൾ എവിടെ എത്തണം? നമ്മളെ ഒബ്ജക്റ്റീവ് നമ്മളെന്താ സെറ്റ് ചെയ്തിരിക്കണം അല്ലേ? ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്. നമ്മളെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ഒബ്ജക്റ്റീവ് മേ ബി സെറ്റ് ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷൻ ആൻഡ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഓർ യൂണിറ്റ് വിത്ത് ദ ഓർഗനൈസേഷൻ. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അല്ലെ എന്ത് നമുക്ക് ചെയ്യണം, എവിടെ നമുക്ക് എത്തണം എന്നുള്ള ആ ഒരു തീരുമാനം. അതാണ് എന്തെന്ന് ഒന്നാമത്തെ പ്ലാനിങ്ങിന്റെ പ്രോസസ്സ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക? ഡെവലപ്പിംഗ് പ്രിമൈസസ് അല്ലെ? എന്താണ്? നമുക്ക് എന്താ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കും അല്ലെ? എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തിങ്കിങ് അല്ലെ? മാനേജേഴ്സ് ആർ റിക്വയർഡ് ടു മേക്ക് സർട്ടൈൻ അസംഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ അല്ലെ? ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു അസംഷൻ. അപ്പൊ എന്താ ദീസ് അസംഷൻ ആണ് നമ്മൾ എന്ത് പറയുക? പ്രിമൈസസ് എന്ന് പറയുക. അസംഷൻസ് ആർ ദ ബേസ് മെറ്റീരിയൽ അപ്പോൺ വിച്ച് പ്ലാൻ ആർ ടു ബി ഡ്രോൺ. അപ്പൊ ഏത് പ്ലാനാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള അസംഷൻ. അതാണ് എന്തെന്ന് ഡെവലപ്പിംഗ് പ്രിമൈസസ്. അപ്പോൾ അങ്ങനെ ഒരു ബേസിക് അസംഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐഡന്റിഫൈ ആൾട്ടർനേറ്റീവ് കോഴ്സ് അല്ലെ? ഒരുപാട് ഐഡിയാസ് അല്ലെങ്കിൽ റൂട്ട് നമ്മളെ മനസ്സിലേക്ക് വരും അല്ലെ? ഒരുപാട് റൂട്ട് ഉണ്ടാവും, ഒരുപാട് മെത്തേഡ് നമ്മളെ മനസ്സിലേക്ക് വരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് നമുക്ക് വേണ്ടത് ഏത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? There may be many way of act and achieve objective. ഒരുപാട് വഴികളുണ്ടാവും നമ്മൾ ഒബ്ജക്റ്റീവ് എത്താൻ. All the alternative course of action should be identified അല്ലെ? എല്ലാം നമ്മൾ എന്താ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം എന്തെല്ലാം വഴിയിലൂടെ നമുക്ക് നമ്മൾ ഒബ്ജക്റ്റീവ് എത്താം. ഓക്കെ അല്ലേ? ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവ് ആണ് നമ്മളതെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കൂട്ടാം, അല്ലെങ്കിലോ പർച്ചേസിങ് ന്യൂ ടെക്നോളജി, അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ എല്ലാ വഴികളും നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തത്. അങ്ങനെ എല്ലാ വഴികളും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിലെന്താ എല്ലാത്തിനെയും നമ്മൾ എന്താക്കണം? ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ? ദിസ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഇവാലുവേറ്റ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഈച്ച് ആൾട്ടർനേറ്റീവ്. നമുക്കുള്ള എല്ലാ മെത്തേഡിന്റെയും എന്താണ് ഒബ്ജക്റ്റീവ് എത്താൻ നമ്മുടെ മുന്നിലുള്ള എല്ലാ മെത്തേഡിന്റെയും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമ്മൾ എന്താക്കണം? ഇവാലുവേറ്റ് ചെയ്യണം. അതെന്തിനാ? അങ്ങനെ ഇവാലുവേറ്റ് ചെയ്താലേ ഏറ്റവും നല്ല ബെസ്റ്റ് വേ ഏത് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? അങ്ങനെ ബെസ്റ്റ് വേ മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? After analyzing the merits and demerits, the most appropriate alternative is selected. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ആ ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യാം. There is a real point decision making. The best plan is to adopt and implement it. എന്നിട്ടോ അതായിരിക്കും നമുക്ക് ഏറ്റവും സ്യൂട്ട് ആവുന്ന ആ ഒരു മെത്തേഡ്. അത് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുക? അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, സെലക്ടിങ് ദ ആൾട്ടർനേറ്റീവ് പ്ലാൻ. ഓക്കെ, അത് ആൾട്ടർനേറ്റീവ് പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാൻ നമ്മൾ എന്താക്കുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെ? ദ സ്റ്റെപ്പ് ഈസ് ടു കൺസേൺ വിത്ത് പുട്ടിംഗ് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. ആ ഒരു പ്ലാനെ നമ്മൾ ആക്ഷൻ ആക്കുന്നു. ദാറ്റ് ഈസ് ഡൂയിങ് വാട്ട് ഈസ് റിക്വയർഡ് അല്ലെ? എന്താണ് നമ്മൾ കണ്ടുപിടിച്ച വഴി, എന്താണ് നമ്മുടെ ബെസ്റ്റ് വഴി, അത് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ ബിസിനസ് ഓൾറെഡി ഡിസൈഡഡ് ടു ബൈ ന്യൂ മെഷീനറി ആസ് എ പാർട്ട് ഇറ്റ്സ് ഗോൾസ് ഓഫ് മാക്സിമൈസേഷൻ പ്രോഫിറ്റ് അല്ലെ? നമുക്കുള്ള ഒരുപാട് വഴികളിൽ നിന്ന് നമുക്ക് എന്ത് നമ്മൾ മനസ്സിലാക്കി? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ല പുതിയ മെഷീനറി വാങ്ങുക എന്നുള്ളതാണ് അല്ലെ? അത് കണ്ടുപിടിച്ചാൽ നമ്മൾ ചെയ്യുന്നു. ഓക്കെ സാർ, ഫുട്ബോൾ കളിക്കാറുണ്ടോ? ക്രിക്കറ്റാണ് കൂടുതലും, ഫുട്ബോൾ കുറവാണ്. ഓക്കെ സെറ്റ് റെഡി. ദെൻ ലാസ്റ്റ് എന്താ? ഫോളോ അപ്പ് ദ ആക്ഷൻ അല്ലെ? നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വഴിയെ നമ്മൾ എന്താ റിവ്യൂ ചെയ്യുന്നു. ആഫ്റ്റർ ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻ, മാനേജേഴ്സ് ഷുഡ് എൻഷുർ വെദർ ദീസ് ആർ ഇംപ്ലിമെന്റഡ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ അല്ലെ? നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആ ഒരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോളോ അപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് നമ്മൾ അതിൽ വരുത്താനുണ്ടോ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നു. ഓക്കെ, ദെൻ അത്രയല്ലേ ഉള്ളൂ. 7 പ്ലാനുകളാണ് 7 സ്റ്റെപ്പുകളാണ് എന്തെന്ന് ഒരു പ്ലാനിന് ഉള്ളത്. 7 എണ്ണവും പഠിച്ചു വെച്ചോളാം. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്, ഐഡന്റിഫൈങ് ആൾട്ടർനേറ്റീവ്, ദെൻ ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്, സെലക്ടിംഗ് ദ ആൾട്ടർനേറ്റീവ്, ദെൻ ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻ ആൻഡ് ഫോളോ അപ്പ്. 7 എണ്ണവും ഇമ്പോർട്ടൻ്റ് ആണ്. പെസ് കളിക്കാറുണ്ട്? അയ്യേ ഇല്ലടാ, ഇല്ല. ഓക്കെ, ഇല്ലല്ല, പണ്ട് കളിച്ചിരുന്നു കേട്ടോ, ഇപ്പൊ ഒന്നും കളിക്കാറില്ല. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ഐറ്റം പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, അത് നമുക്കൊരു 6 ലിമിറ്റേഷൻ പഠിക്കാറുണ്ട്. ഒന്നാമത്തെ എന്താ? പ്ലാനിങ് ക്യാൻ ബി ലീഡ് ടു റിജിഡിറ്റി. എന്താ? പ്ലാനിങ് ഒന്ന് റിജിഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ? വൺസ് എ ഫിക്സ്ഡ് പ്ലാൻ
with set a goal and a timeline is made, managers may find it hard to change if the situation change. കേട്ടല്ലോ, നമ്മളൊരു പ്ലാൻ ഫിക്സ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. പെട്ടെന്ന് ആ ഒരു പ്ലാൻ മാറ്റി പുതിയ പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിജിഡ് ആയിട്ടുള്ള കാര്യമാണ്. ചില സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. ഇതിനടുത്ത് എന്താ? പ്ലാനിങ് മെ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവിറോൺമെന്റ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ചേഞ്ചിങ് എൻവിറോൺമെന്റിൽ നമ്മളെ പ്ലാനിങ് ഒന്നും എന്താണ് വർക്കൗട്ട് ആവുന്നില്ല അല്ലെ. ബിസിനസ് കണ്ടീഷൻ കീപ് ചേഞ്ചിങ് ഡ്യൂ ടു ഫാക്ടേഴ്സ് അല്ലെ. ബിസിനസിനെ സംബന്ധിച്ച് ബിസിനസിന്റെ എൻവിറോൺമെന്റ്, എക്കണോമി, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, ലോ അല്ലെ, കോമ്പറ്റീഷൻ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. സോ ഇതൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു എൻവിറോൺമെന്റിൽ നമ്മളൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നന്നായിട്ട് എന്താ വർക്ക് ചെയ്യണം എന്നില്ല അല്ലെ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പം എന്താ പ്ലാനിങ് എവിടെ വർക്കാവില്ല? ഡൈനാമിക് എൻവിറോൺമെന്റിൽ മര്യാദയ്ക്ക് വർക്കാവില്ല. പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി. യെസ്, ഇത് നമ്മൾ ആരെ സംബന്ധിച്ച ഈ എംപ്ലോയീസിനെ കുറിച്ചാണ്. അതായത് പ്ലാനിങ് ഈസ് മോസ്റ്റ്ലി ഡൺ ബൈ ടോപ്പ് മാനേജേഴ്സ് ആയിരിക്കും അല്ലേ. ആൻഡ് അതർ ജസ്റ്റ് ഫോളോ ഇറ്റ്. These limit freedom and employees to think, try and new idea, reducing creativity of employees ആണ് അല്ലെ. എംപ്ലോയീസിൻ്റെ ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ എന്താക്കുന്നു? കുറയ്ക്കുന്നു. അധിക ബിസിനസ്സിലെയും പ്ലാനുകൾ എടുക്കുക ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് എന്താ? യെസ്, പ്ലാനിങ് ഇൻവോൾവ് ഹൈ കോസ്റ്റ്. പ്ലാനിങ് എന്താ? നല്ല ചിലവുള്ള പരിപാടിയാണ് അല്ലേ. മേക്കിംഗ് ഡീറ്റെയിൽഡ് പ്ലാൻ ടേക്ക് എ ലോട്ട് ടൈം ആൻഡ് മണി. ഇറ്റ് ഇൻക്ലൂഡ് കോസ്റ്റ് ഫോർ റിസർച്ച്, മീറ്റിംഗ്, എക്സ്പെർട്ട് അഡ്വൈസ്, ചെക്കിംഗ് ഫാക്ട്സ്. അതിനൊക്കെ എന്താ? നമുക്ക് ഒരുപാട് നല്ല പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ചിലവും കാര്യങ്ങളും ടൈമും വേണ്ടി വരും പ്ലാനിങ്ങിന്. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ എന്താ? പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ഓക്കെ, എന്താണ് പ്ലാനിങ്? എന്താ ഇപ്പോൾ പറഞ്ഞു, ടൈം വേണം അല്ലേ. സംടൈംസ് പ്ലാനിങ് ഈസ് ടു ടേക്ക് സോ മച്ച് ടൈം ദാറ്റ് ഈസ് ദർ ഈസ് നോ മച്ച് ടൈം ലെഫ്റ്റ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ അല്ലേ. സമയം നമുക്കെന്താ പ്ലാൻ ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി, പക്ഷേ അങ്ങനെ പോകുന്ന ഒരുപാട് സമയം നമുക്കെന്താ വേസ്റ്റ് ആവുകയാണ് അല്ലേ. നമുക്കെന്താ ആ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് അത്രത്തോളം ടൈം കിട്ടിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ എന്താ? ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ദെൻ ലാസ്റ്റ് എന്താ? പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. എല്ലാ പ്ലാനും എന്താണ്? സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. നമ്മളെന്ന് എന്തൊക്കെ പ്ലാൻ ചെയ്യാണ്ട് നമ്മളെ പ്ലാനുകളെല്ലാം സക്സസ് ഉറപ്പ് തരാറുണ്ടോ? ഇല്ല. ഈവൻ ഗുഡ് പ്ലാൻ ക്യാൻ ഫെയിൽ ഇഫ് നോട്ട് പ്രോപ്പർലി ഡൺ ഓർ ഇഫ് അൺഎക്സ്പെക്റ്റഡ് തിങ് ഹാപ്പൻ. ജസ്റ്റ് റിപ്പീറ്റ് ഇറ്റ്. ഓൾഡ് പ്ലാൻ മേ നോട്ട് ഓൾവേസ് വർക്ക്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഷുവർ വേ ടു സക്സസ് ആൻഡ് ഷുഡ് ബി യൂസ്ഡ് കെയർഫുള്ളി അല്ലെ. എല്ലാ പ്ലാനും എന്താണ്? എത്ര ഗുഡ് പ്ലാൻ ആയാലും അത് ഫെയിൽ ആവാം അല്ലെ. എന്താ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഫെയിൽ ആവാം. അതേപോലെ തന്നെ എന്താണ്? മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള സെയിം പ്ലാനുകൾ തന്നെ റിപ്പീറ്റ് ചെയ്താൽ അതും വർക്കൗട്ട് ആവണമെന്നില്ല അല്ലേ. സോ സക്സസ് എന്നുള്ള കാര്യം എന്താണ്? എല്ലാ പ്ലാനുകളൊന്നും നമുക്ക് തരണം എന്നില്ല. സെറ്റ് അല്ലേ. അപ്പം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞ പോലെ ഈ ഒരു ചാപ്റ്ററിലും പ്രോപ്പറായിട്ട് എന്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. പ്ലാനിങ് എന്താണ്, ഫീച്ചറും ഇമ്പോർട്ടൻറ്റും. ഓക്കെ, പിന്നെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് ഉണ്ട്, പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്, പ്ലാനിങ്ങിൻ്റെ ടൈപ്സും ഉണ്ട്. സിമ്പിൾ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. സിമ്പിളല്ലേ? യെസ്. അപ്പോൾ കൃത്യമായിട്ട് ഈ പോയിന്റ് ഓർത്ത് വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ മാർക്ക് മിസ്സാക്കേണ്ട. ഒരു 6 മാർക്കോളം വെയിറ്റേജ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ലാസ്റ്റ് ചാപ്റ്റർ രേണു മിസ് ഇപ്പോൾ വരാം. രേണു മിസ് സാറ് വിളിക്കാം. റെഡി? അപ്പോൾ അതുകൂടെ പഠിച്ചിട്ട് നമുക്ക് പോവാം. നാളത്തെ ദിവസം അടിപൊളിയായിട്ട് ഇരുന്നിട്ട് പ്ലാൻ്റെ വാലിഡിറ്റ്യൂഡ് കഴിയുന്നുള്ളത്. ഓക്കെ, അപ്പം നാളെ സൺഡേ ആണ്. നാളെ എന്ത് ചെയ്യാം? ടൈം യൂസ് ചെയ്തിരുന്ന് പഠിക്കുക. അത് ബിസിനസ് തന്നെ പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ കുറച്ച് പിന്നിൽ അല്ലെങ്കിൽ പഠിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ സബ്ജക്റ്റ് ഇരുന്ന് പഠിക്കുക. ഓക്കെ, ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും ടോപ്പിക്സ് ഇനിയും പഠിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങളിരുന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? ഓക്കെ, യെസ്. രണ്ടു മിസ് വന്നിരിക്കുകയാണ്. അപ്പോൾ കൺട്രോളിങ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ഓക്കെ. അപ്പോൾ അതാ മക്കളെ പോണ്ട. ക്ലൈമാക്സിൽ മിസ്സിൻ്റെ വക ഡാൻസ് ഉണ്ടാകുന്നതായിരിക്കും. അയ്യോ. ഓക്കെ, റെഡി. സാറ് മൈക്ക് കൈമാറാൻ പോകും. അപ്പോൾ യദു സാർ
അങ്ങ് എത്തണം. പെണ്ണ് ഓക്കെ. സാറിന് നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് യാത്ര പറയാ. യാത്ര കൂടുതലൊന്നും വേണ്ട. ഓക്കെ, അനാമിക വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഒരു കംബാക്ക് നടത്താൻ പോണ. ഓക്കെ, അപ്പൊ കൺട്രോളിൽ കൂടെ പഠിക്കുക, എന്നിട്ട് പോയി കിടന്നുറങ്ങുക. നാളെ അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. നാളെ അങ്ങോട്ടും പോകണ്ട. ഓക്കെ, സിനിമയ്ക്കൊക്കെ പിന്നെ പോകാം. ഈ ആഴ്ച മറ്റേത് കളങ്കാവല് കിട്ടാനില്ല, ഫ്രണ്ടിലിരുന്ന് കാണേണ്ടി വരും. അത് സുഖമില്ല. മക്കളെ ദുരന്തം പോകട്ടോ, എക്സാം ദുരന്തമായി പോകും. അവിടെ ഇരുന്ന് പഠിച്ചോളാം. എനിക്ക് പോവാലോ, ഞാൻ അതെ 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 അതെ. നമ്മളൊക്കെ പണ്ടേ എക്സാം ഒക്കെ ദുരന്തമായല്ലോ. ദുരന്തമായല്ലോ. ആര് പറഞ്ഞു? ഞാനൊക്കെ നല്ല മാർക്കാക്കി പാസ്സായത്. സാറിന്റെ കേസായിരിക്കും സാറ് പറഞ്ഞത്, എന്റെ കേസും അല്ല. ഓക്കെ, പെരിയ കഥ അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നമുക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ലേ. ഏടാ പരിപാടി ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണായിരുന്നു. അടിച്ച് കൈവ കൊടുത്ത് സിദ്ദിഖിന്റെ ഡയലോഗ്. ഓ പിന്നെ മര്യാദ ക്ലാസ്സിലായിട്ട് പഠിക്കാതെ അതെ. ഓ നന്നായി നന്നായി. അപ്പൊ ഓൺലൈൻ ഇല്ലാഞ്ഞ നന്നായി. ബോൺ ഗെയിമിങ് അതിന്റെ ഇടയിൽ അവന്റെ പ്രൊമോഷൻ നടത്തുന്നുണ്ട്. എനിക്ക് വേറൊരു പഠിച്ചെല്ലാം ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ ഞാനതിപ്പോ പറയുന്നില്ല. എല്ലാം ഉണങ്ങുന്നത് എന്നൊക്കെയാണ്. വളർന്നു വരുന്ന ആളാണ്. അതാ പറഞ്ഞത്. ഒരു 1999 വരെ കൂടെ കിട്ടിയ 2000 എന്ന് പറയുന്ന ആളാണ്. എന്റെ കൂടെ വന്ന 99 സ്വാമിമാർക്കും വഴിതെറ്റി. അപ്പൊ സാറിനല്ലേ വഴിതെറ്റിയത്? അവന്ത് പെരിയസ്വാമി, എനിക്ക് വഴിതെറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് സാറിന്റെ കേസ്. ഓക്കെ, അപ്പൊ ശരി, ഞാൻ എന്നാ കൺട്രോളിങ് അത് ഇവർക്ക് അറിയില്ല. എന്റെ കഴിവ് പുറത്തെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അതെ, ഞാൻ ഒരു കൊച്ചു പിശാരടി ആണല്ലേ. ഓക്കെ, എന്ത് ഇവിടെ പോയാ മക്കളെ കണ്ടുപിടി. ശ്രദ്ധിച്ച് മുദ്രയിലേക്ക് വേണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ മക്കളെ. അപ്പൊ ലൈവ് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാ, കംപ്രസ് ചെയ്യാ, അയക്കാം. ഓക്കെ, നോമ്പ് പോയി കിടന്നുറങ്ങട്ടെ. ഓക്കെ ശരി. ഓക്കെ അതെ, ഷാലൈ ഗൈസ്. ഓക്കെ, എന്നാ അപ്പൊ അങ്ങനെയാണ്. പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാണ്ട്, ഇവിടെ ഉള്ള ആൾക്കാർ ലൈവ് കഴിഞ്ഞാൽ കമന്റ് വേണം, മസ്റ്റ് ആണേ. എങ്ങനെയുണ്ടായിരുന്നു ലൈവ്, കാര്യങ്ങളൊക്കെ കമന്റ് ഒക്കെ ഇട്ടിട്ട് പോവുക. ആരും കമന്റ് ഇടും നോക്കുക. ലൈക്കാക്കാൻ പറഞ്ഞിട്ട് 7 മണിക്കൂറായി. ആരോട് പറയാലോ, നമുക്കിതിപ്പോ നമ്മളിപ്പോ പറയാൻ കേട്ടില്ലേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്കൾക്കും. അപ്പൊ ഷാലൈ ഞാൻ തുടങ്ങട്ടെ. നമ്മൾ കൺട്രോളിങ്, അതായത് അവസാനത്തെ മാനേജ്മെന്റിലെ ഫംഗ്ഷൻ ആണ് മക്കളെ കൺട്രോളിങ് എന്ന് പറയണം അല്ലേ. നമുക്ക് എന്തിനും എന്ത് വേണം, ഒരു കൺട്രോളിങ് വേണം അല്ലേ. എല്ലാത്തിനും കൺട്രോളിങ് വേണം. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ്സിലെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്ലാനിങ്, ഇത് തൊട്ട് മുൻപ് നിങ്ങൾ പ്ലാനിങ് പഠിച്ചു അല്ലേ. അതിൽ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തു. അത് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ, വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു, സെറ്റാക്കി വെച്ചു. അവർക്ക് വേണ്ട ഗൈഡൻസും കൊടുത്തു, അതായത് ഡയറക്റ്റിംഗ് കൊടുത്തു. ഇനി ഇവരൊക്കെ ചെയ്ത് വെക്കുന്ന ജോലി നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം ഉള്ളതാണോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ ആ നോക്കുന്ന ആ ഒരു ഫങ്ഷൻ്റെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ കൺട്രോളിങ് എന്ന് പറയുന്നത്? അപ്പോൾ അവസാനത്തെ
ഫംഗ്ഷൻ ആണ് നമ്മുടെ കൺട്രോളിംഗ് ഫംഗ്ഷൻ, ഏറ്റവും അവസാനത്തെ ഫംഗ്ഷൻ. അപ്പോൾ വാട്ട് ഇസ് കൺട്രോളിംഗ്? കൺട്രോളിംഗ് ഇസ് ദ പ്രോസസ് ടു ഒബ്റ്റെയിൻ പ്ലാൻഡ് റിസൾട്ട് ഫ്രം ദ സബോർഡിനേറ്റ്സ്. ദ മാനേജർ ഷുഡ് എക്സസൈസ് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ദ പെർഫോമൻസ്, അല്ലേ? അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് എന്താണോ അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സബോർഡിനേറ്റ്സിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് എന്ത് ചെയ്യണം? എഫക്റ്റീവായിട്ട് അവരെ പെർഫോമൻസിൻ്റെ മുകളിൽ എക്സസീവ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോളിങ് എന്താണ്? ഒരു ഗോൾ ഓറിയൻറ്റഡ് ആക്ടിവിറ്റിയാണ്. അപ്പം നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ പ്ലാൻ ചെയ്ത സാധനം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്ന് രാവിലെയാണ് കൺട്രോളിങ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ചാപ്റ്ററാണ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു യാർഡ് സ്റ്റിക്ക് ആണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഡാൻസിന് മത്സരിക്കാൻ വേണ്ടി, സ്റ്റേറ്റ് കലോത്സവമല്ലേ വരുന്നത്, ഗ്രൂപ്പ് ഡാൻസിന് മത്സരിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസിന് A ഗ്രേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയെങ്കിലും പെർഫോം ചെയ്തിരിക്കണം, അല്ലേ? ഒരുപാട് ടീമുകൾ കളിക്കുന്നുണ്ട്, അതിലെല്ലാവരും തോന്നിയ പോലെ കളിച്ചു കഴിഞ്ഞാൽ A ഗ്രേഡ് കിട്ടില്ല, അല്ലേ? അപ്പോൾ മിനിമം ഇങ്ങനെയെങ്കിലും കളിച്ചിരിക്കണം. ഇത്ര മിനിറ്റിൻ്റെ പാട്ടിന് ഇങ്ങനത്തെ സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ്, ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ്, അല്ലെങ്കിൽ സ്റ്റേജ് കവർ ചെയ്ത് കളിക്കുക, അങ്ങനെ കുറച്ച് എന്തുണ്ടാവും, മാനദണ്ഡങ്ങൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് കളിച്ചിട്ടുണ്ടോ എന്നതിന് നോക്കിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? A ഗ്രേഡ് കിട്ടുക. അപ്പം നിങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക? ഈ പറഞ്ഞതനുസരിച്ച് കളിക്കണം എന്നായിരിക്കും, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് കൺട്രോളിങ്ങിൻ്റെ അകത്ത് എന്തായിരിക്കണം? നമ്മൾ ബിസിനസ്സിൽ ഇപ്പോൾ 50,000 പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു വർഷത്തെ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് വിചാരിക്കും, നിങ്ങളുടെ ഗോൾ, അല്ലേ? ആ ഗോള് കിട്ടണമെങ്കിൽ മിനിമം മന്ത്ലി നിങ്ങൾ ഇത്രയെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിരിക്കണം എന്നുള്ള ഒരു സാധനം വെക്കും, ഒരു മാനദണ്ഡം വെക്കും. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് കൺട്രോളിങ്ങിൽ എന്താ നടക്കുന്നത്? ഈ സ്റ്റാൻഡേർഡും നിങ്ങളുടെ കറക്റ്റ്, അല്ലെങ്കിൽ പ്രസൻറ്റിലുള്ള നിങ്ങളുടെ പെർഫോമൻസും തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് നോക്കും. ഓക്കെ, ഇപ്പോൾ മന്ത്ലി നമ്മൾ 500 പ്രൊഡക്റ്റ് എങ്കിലും ഉണ്ടാക്കണം എന്നാണ് വെച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മന്തിൽ നിങ്ങളുടെ വർക്ക് എടുത്ത് നോക്കും, വർക്കേഴ്സിൻ്റെ വർക്ക് എടുത്ത് നോക്കിയിട്ട് 500 ഉണ്ടോ എന്ന് നോക്കും, അല്ലേ? ആക്ച്വൽ പെർഫോമൻസ് അതും സ്റ്റാൻഡേർഡും തമ്മിൽ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്, അല്ലേ? ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. അതായത് ഗെറ്റ് പ്ലാൻഡ് റിസൾട്ട്, ദ മാനേജർ ഷുഡ് എക്സസൈസ് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സ് ആക്ടിവിറ്റി. ഇനി പെർവേസീവ് ആണ്. മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ്, അതായത് ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ ആർ എക്സ്പെക്റ്റഡ് ടു പെർഫോം കൺട്രോളിംഗ് ഫംഗ്ഷൻ. എല്ലാ ലെവൽസിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? കൺട്രോളിംഗ് ചെയ്യണം. അതുപോലെ തന്നെ മാനേജേഴ്സ് ഓൾ ലെവൽ, ടോപ്പ്, മിഡിൽ ആർ എക്സ്പെക്റ്റഡ് ടു പെർഫോം കൺട്രോളിംഗ് ഫംഗ്ഷൻ. ദിസ് ഇസ് കീപ് ടു കൺട്രോൾ ഓവർ ആക്ടിവിറ്റീസ് ഇൻ ദയർ റെസ്പെക്റ്റീവ് ഏരിയസ്, അല്ലേ? അതുപോലെ കൺട്രോളിംഗ് ഈസ് റിക്വയർഡ് നോട്ട് ഓൺലി ബിസിനസ് ഓർഗനൈസേഷൻ ബട്ട് ഓൾസോ ഇൻ നോൺ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ എന്താണ്? കൺട്രോളിംഗ് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ അടുത്ത ചിന്തിക്കേണ്ട കാര്യമാണ്, കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിങ്ങും ബാക്ക്വേർഡ് ലുക്കിങ്ങും ആണ്. ഓക്കെ, ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓക്കെ ടാറ്റ. അപ്പോൾ ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ഫോർവേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് അറ്റൈൻ ചെയ്യേണ്ടത് എന്നുള്ളതിനനുസരിച്ചാണ് കൺട്രോളിംഗ് വരുന്നത്. അതേപോലെ നമ്മൾ പാസ്റ്റിൽ എന്ത് സെറ്റ് ചെയ്തു അതിനനുസരിച്ചാണോ നമ്മുടെ പ്രസൻറ്റിലെ ഫംഗ്ഷൻ എന്നും കൂടെ നോക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർവേഡ് എന്ന് പറയുമ്പോൾ ആസ് ഇറ്റ് എയിംസ് ടു ഇംപ്രൂവ് ഫ്യൂച്ചർ പെർഫോമൻസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് അത് ഫോർവേഡ് ലുക്കിംഗ് ആണ്, അല്ലേ? പാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തോ അതിനെ കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്യുക, അതിനനുസരിച്ച് ഫ്യൂച്ചറിൽ നമ്മൾ സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫോർവേഡ് ലുക്കിംഗ് ആണ്. ബാക്ക്വേർഡ് ലുക്കിംഗ് എന്ന് പറയുമ്പോൾ ആസ് ഇറ്റ് മെഷർ ആൻഡ് കമ്പയർസ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഫിക്സഡ് ഇൻ ദ പാസ്റ്റ്, അല്ലേ? ആക്ച്വൽ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു? പാസ്റ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അതുകൊണ്ട് അത് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. ക്ലിയർ ആണോ? പിന്നെ അതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് കൺട്രോളിംഗ് ഇൻവോൾവ്സ് മെഷർമെന്റ്, കമ്പാരിസൺ ഓഫ് റിസൾട്ട് വിത്ത് സ്റ്റാൻഡേർഡ്സ്, കറക്ഷൻ, സജഷൻസ്,
ഫോർ ചേഞ്ചസ് ഇൻ പ്ലാനിങ് ഓർഗനൈസിങ് എക്സെട്ര ഓൺ എ കണ്ടിന്യൂസ് ബേസ് അല്ലേ. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ നടത്തുന്നു, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നു, അതിനനുസരിച്ചിട്ട് പ്ലാനിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തണം, ഓർഗനൈസിങ്ങിലൊക്കെ എന്ത് ചെയ്യണം, മാറ്റം വരുത്തേണ്ടി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊരു കണ്ടിന്യൂസ് ബേസിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഇമ്പോർട്ടൻസ് നോക്കണം കൺട്രോളിങ്ങിൻ്റെ. കൺട്രോളിങ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു? അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഗോൾ അല്ലേ. അപ്പം നമ്മുടെ ഡിസൈർഡ് റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? കൺട്രോളിങ് ആണ് അല്ലേ. കറക്റ്റായിട്ട് അതെന്നെയാണോ അതിലേക്ക് തന്നെയാണോ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന കൺട്രോളിങ്ങിലാണ്. ദ കൺട്രോളിംഗ് ഫംഗ്ഷൻ മെഷർ പ്രോഗ്രസ് ടുവേർഡ്സ് ദ ഓർഗനൈസേഷണൽ ഗോൾ ആൻഡ് ബ്രിങ്ങിങ് ടു ലൈറ്റ് ദ ഡീവിയേഷൻ അല്ലേ. അപ്പോൾ കൺട്രോളിങ്ങിലാണ് നമ്മൾ തെറ്റായ ദിശയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നത് കൺട്രോളിംഗ് ആണ്. ക്ലിയർ അല്ലേ? നോട്ട്സ് ഇടും കേട്ടോ, നോട്ട്സ് എന്തായാലും ഇടും. പിന്നെ ജഡ്ജിങ് ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ്സിൻ്റെ അതായത് നമ്മൾ വെച്ച മാനദണ്ഡം അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണോ നമ്മുടെ സ്റ്റാൻഡേർഡ്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 500 പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ പോസിബിൾ ആണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്താമോ. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡിൻ്റെ ഒരു ക്വാളിറ്റി റിലയബിലിറ്റി കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൺട്രോളിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ആൻ എഫിഷ്യൻറ്റ് കൺട്രോൾ സിസ്റ്റം കീപ്സ് എ കെയർഫുൾ ചെക്ക് ഓൺ ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇൻ ദ എൻവയോൺമെൻറ്റ് അല്ലേ. ബിസിനസ് എൻവയോൺമെൻറ്റിൽ മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ മാറ്റം വരും, സ്വാഭാവികം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാനിങ്ങിൽ മാറ്റം വരുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സിലും മാറ്റങ്ങൾ വരുമല്ലോ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരായിരിക്കും? കൺട്രോളിങ്ങിലായിരിക്കും. പിന്നെ ഉള്ളതാണ് മേക്കിംഗ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് അല്ലേ. റിസോഴ്സസിനെ ഗുഡ് കൺട്രോൾ സിസ്റ്റം എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. വേസ്റ്റേജ്, സ്പോയിലേജ് ഒക്കെ റിസോഴ്സസിൽ മാറ്റും. കാരണം എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുമ്പോൾ വേസ്റ്റേജ്, സ്പോയിലേജ്, ഓവർലാപ്പിംഗ് ഒന്നും വരില്ല. പിന്നെ ഇംപ്രൂവിങ് എൻവയോൺമെൻറ്റ് എംപ്ലോയീസ് മോട്ടിവേഷൻ അല്ലേ. കറക്റ്റായിട്ട് എംപ്ലോയീസിന് അവയർനെസ് ഉണ്ട് എന്താണ് അവർ എക്സ്പെക്റ്റഡ് ടു ഡു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാൻഡേർഡ്സ് എന്തുമായിട്ടാണ് അവരുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ പോകേണ്ടത്, മിനിമം അവർ എങ്ങനെയെങ്കിലും എത്രയെങ്കിലും പെർഫോം ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ക്ലാരിറ്റി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും, അവർ മോട്ടിവേറ്റഡ് ആയിട്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തോളും. ക്ലിയർ അല്ലേ? പിന്നെ ഉള്ളതാണ് എൻഷുറിങ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ അല്ലേ. അപ്പോൾ കൺട്രോളിംഗ് ഓഫേഴ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഇൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ഡിസ്ഓണസ്റ്റി ആൻഡ് പാർട്ട് ഓഫ് എംപ്ലോയീസ് ബൈ കീപ്പിംഗ് എ ക്ലോസ് വാച്ച് ഓൺ ദെയർ ആക്ടിവിറ്റീസ് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങൾ വാച്ച് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് അവർ ഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഡറിൽ തന്നെ വർക്ക് ചെയ്തോളും. പിന്നെ ഉള്ളതാണ് അതായത് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ സഹായിക്കുന്ന എവിടെയാണ്? ഡീവിയേഷൻസ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഡീവിയേഷൻസിനെ കാണിച്ചു തരുന്നത് കൺട്രോളിംഗ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താ നമുക്ക് മാറ്റങ്ങൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. കൺട്രോളിംഗിൽ വരുന്ന മാറ്റത്തിൽ ഡീവിയേഷൻസ് സജഷൻസിൻ്റെ ഒക്കെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പുതിയ പോളിസി ഫോർമുലേഷൻ ഒക്കെ ചെയ്യുക. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും അല്ലേ. അത് പെർഫോമൻസ് ഫ്രം ദ സ്റ്റാൻഡേർഡ് കൺട്രോളിംഗ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് ഇൻ ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, ഡീവിയേഷൻസ് എന്തെങ്കിലും ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ആക്ച്വൽ പെർഫോമൻസിൽ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അടുത്ത പ്ലാനിങ്ങിൽ അത് റെഡിയാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഫെസിലിറ്റേറ്റിംഗ് കോർഡിനേഷൻ ഇൻ ആക്ഷൻ അല്ലേ. കൺട്രോളിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ ടു ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് എഫേർട്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതുകൊണ്ട് തന്നെ കൺട്രോളിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആക്ഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യപ്പെട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തോളും. ഇനി അതുപോലെ നോക്കേണ്ടതാണ് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ്. ഓക്കെ, ഓരോന്ന് നോക്കാം അല്ലേ. അതുകൊണ്ട് തന്നെ സെറ്റിംഗ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എല്ലാ ടേംസിലും സെറ്റ് ചെയ്യാൻ പറ്റില്ല. കൺട്രോളിംഗ് വിൽ ബി ഇഫക്റ്റീവ് ഓൺലി വെൻ സ്റ്റാൻഡേർഡ്സ് ആർ ഫിക്സഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് അല്ലേ. അതായത് നമുക്ക് ഇപ്പോൾ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതൊക്കെ നമുക്ക് ഒരിക്കലും ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൺട്രോളിംഗ് പോസിറ്റീവ് ആയിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ മാത്രമാണ്. അത് ഓരോരുത്തരുടെ വർക്ക് റിലേറ്റ് ചെയ്തുള്ള അസസ്മെൻറ്റിലൊക്കെ നമുക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഓരോരുത്തരുടെ എന്താ പറയുക ആറ്റിറ്റ്യൂഡ്, നമ്മൾ ബിസിനസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഓർഗനൈസേഷനിലുള്ള ആറ്റിറ്റ്യൂഡ് അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, പിന്നെ ലെസ് കൺട്രോൾ ഓവർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. നമുക്കറിയാം ബിസിനസ് എൻവയോൺമെൻറ്റിൽ എന്ന് പറയുന്നൊരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ട്, അതിൻ്റെ മുകളിൽ നമുക്ക് കൺട്രോൾ ഇല്ല.
ഓക്കെ, നമുക്ക് ബിസിനസ്സിൻ്റെ അകത്ത് എന്ത് നടക്കുന്നു അതേ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ബിസിനസ്സിന് ചുറ്റുപാട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിസ്സഹായരാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനേ ചെയ്യാൻ പറ്റൂ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഗവൺമെൻറ് പോളിസീസോ ടെക്നിക്കൽ ചേഞ്ചസോ കോമ്പറ്റീഷൻസ് എല്ലാം എന്താണ് കനോട്ട് ബി കൺട്രോൾ ബൈ ദ ഓർഗനൈസേഷൻ ആണ്. സോ അതിനനുസരിച്ച് നമ്മൾ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ എന്താണ് റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് അല്ലേ. നമ്മളിപ്പോൾ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് CCTV വെക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് അവരെ പേഴ്സണൽ ഒബ്സർവേഷൻ മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് സഫോക്കേറ്റ് ആയിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. എംപ്ലോയീസ് മേ ഒപ്പോസ് ദ കൺട്രോൾ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഫേം ബിക്കോസ് ദേ മേ ഫീൽ ദാറ്റ് ദേ വിൽ റെഡ്യൂസ് ദേ ഫ്രീഡം അല്ലേ. ഓവർ കൺട്രോൾ ആവുന്ന സമയത്ത് ഫ്രീഡം കുറയുമെന്നുള്ള പ്രശ്നം വരും അല്ലേ. പിന്നെ കോസ്റ്റ്ലി അഫെയർ ആണ്. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലെ CCTV കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ അല്ലാതെ തന്നെ നമ്മൾ കൺട്രോൾ മെഷേഴ്സിന് വേണ്ടി പല ടെക്നിക്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ കോസ്റ്റ് കൂടെ ഇൻകർ ചെയ്യുന്നുണ്ട്. കൺട്രോൾ ഇസ് കോസ്റ്റ്ലി അഫെയർ. ഇറ്റ് ഇസ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, ടൈം ആൻഡ് എഫേർട്ട്. ഇറ്റ് കനോട്ട് ജസ്റ്റിഫൈ ദ എക്സ്പെൻസ് ഇൻവോൾവ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും എന്താണ് എക്സ്പെൻസ് ഇല്ലാത്തൊരു പരിപാടിയല്ല കൺട്രോളിങ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത്. ഇനി നിങ്ങൾ ഇതിൽ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങും കൺട്രോളിങ് എന്താണ് ട്വിൻസ് ആണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് ജസ്റ്റിഫൈ ചെയ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ഇന്റർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻസെപ്പറബിൾ. ഓക്കെ, അതിൻ്റെ ആൻസറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. പ്ലാനിങ്ങും കൺട്രോളിങ് പരസ്പരം ഇന്റർ ഡിപ്പെൻഡൻറ്റും ഇൻസെപ്പറബിളും ആണ് അല്ലേ. വൺസ് എ പ്ലാൻ ബിക്കം ഓപ്പറേഷണൽ കൺട്രോളിങ് ഇസ് നെസസറി ടു മോണിറ്റർ ഇറ്റ്സ് പ്രോഗ്രാം ആൻഡ് ടു ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ് ഇഫ് നീഡഡ് അല്ലേ. ഒരിക്കൽ നമ്മൾ പ്ലാൻ സെറ്റാക്കി കഴിഞ്ഞാൽ ആ പ്ലാന് പ്രകാരം ആ പ്ലാനിൻ്റെ പ്രോഗ്രസ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എന്ത് വേണം? അവിടെ കൺട്രോളിങ് എന്ന് പറഞ്ഞ സാധനം ചെയ്തേ പറ്റൂ. പിന്നെ ഇന്റർ റിലേറ്റഡ് ആൻഡ് റീഇൻഫോഴ്സ് ഈച്ച് അതർ അല്ലേ. പ്ലാനിങ് മേക്സ് കൺട്രോളിങ് ഈസിയർ ആൻഡ് ഇഫക്റ്റീവ് അല്ലേ. അപ്പോൾ അതായത് കറക്റ്റായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് കൺട്രോളിങ് എന്താണ് കുറച്ചുകൂടെ ഈസിയാണ്. ഓക്കെ, എന്താണ് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലിയർ അല്ലേ. ഇനി അടുത്ത എന്താണ് ലുക്കിംഗ് എഹെഡ് ആൻഡ് ലുക്കിംഗ് ബാക്ക് അല്ലേ. അതായത് മുന്നോട്ടും ബാക്കോട്ടും നോക്കുന്നുണ്ട് കൺട്രോളിങ്ങും അതുപോലെ തന്നെ പ്ലാനിങ്ങും അല്ലേ. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ഫോർ ദ ഫ്യൂച്ചർ ആർ ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റ് അബൌട്ട് ഫ്യൂച്ചർ കണ്ടീഷൻസ് അല്ലേ. അതായത് ഫ്യൂച്ചർ കണ്ടീഷനെ നമ്മൾ ഏകദേശം ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലാൻസ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് ആണ്. കൺട്രോളിംഗ് ഈസ് ലൈക്ക് എ പോസ്റ്റ്മോർട്ടം ഓഫ് പാസ്റ്റ് ആക്ടിവിറ്റീസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡീവിയേഷൻ ഫ്രം ദ സ്റ്റാൻഡേർഡ്സ്. പക്ഷേ കൺട്രോളിംഗ് എന്ന് പറയുന്നത് എന്താണ് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത ആക്ടിവിറ്റീസിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ വെച്ചിട്ട് പെർഫോമൻസ് ഒക്കെ എന്താണ് കമ്പാരിസൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് അത് പോസ്റ്റ്മോർട്ടമാണ് അല്ലേ. ഇറ്റ്സ് ലൈക്ക് പോസ്റ്റ്മോർട്ടം. അതുകൊണ്ട് തന്നെ ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോളിങ്ങും അതുപോലെ തന്നെ പ്ലാനിങ്ങും എന്താണ് ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ. ഇനി അങ്ങനെയാണ് ഇനി കൺട്രോളിങ് പ്രോസസ്സ് നിങ്ങൾ പഠിച്ചത്. കൺട്രോളിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള പഠിക്കണം. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലേ. ആദ്യം പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്തു 50,000 പ്രൊഡക്റ്റ് ഒരു വർഷം 50,000 ആണ്. പക്ഷെ നമ്മൾ മന്ത്ലി ഇത്രയെങ്കിലും ചെയ്തിരിക്കണം, മിനിമം ഇത്രയെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കിയാലേ നമുക്ക് ഒരു വർഷം ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ 50,000 എത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മന്ത്ലി എന്ത് ചെയ്യണം? കുറച്ച് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ കൺട്രോളിംഗ് പ്രോസസ് സെറ്റിംഗ് ഓഫ് ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ്സ് ആക്ട് ആസ് ദ ക്രൈറ്റീരിയ അഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ പെർഫോമൻസ് ഇസ് മെഷേർഡ് അല്ലേ. ആക്ച്വൽ പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളതിന് നമ്മൾ വെക്കുന്ന ക്രൈറ്റീരിയ ആണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അത് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഇൻ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ടേംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ടേംസ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവിങ് ഗുഡ് വിൽ, ഇംപ്രൂവിങ് മോട്ടിവേഷൻ ഒക്കെയാണ് ക്വാളിറ്റേറ്റീവ് ടേംസിൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അതായത് ടേം എത്രമാത്രം കോസ്റ്റ് വരുന്നു, എത്ര റവന്യൂ വേണം, എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യല്ലോ. നമ്മളൊരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര ചെയ്യണം, 500 പ്രൊഡക്ട്സ്, അതിന് ഇത്ര ചിലവ് വരും, ഇത്ര യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ, പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ആദ്യം നമ്മൾ എന്താ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഷുഡ് ബി മെഷേർഡ് ഓൺ ദ ഒബ്ജക്റ്റീവ് ആൻഡ് റിലയബിൾ ബേസിസ് അല്ലേ. നമ്മുടെ പെർഫോമൻസ് റിലയബിൾ ആയിട്ടുള്ള ബേസിസിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്
എന്തായിരുന്നു അതിന് പറയാ, കമ്പയർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദർ ആർ വേരിയസ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് പെർഫോമൻസ് സച്ച് ആസ് പേഴ്സണൽ ഒബ്സർവേഷൻ, സാമ്പിൾ ചെക്കിംഗ്, പെർഫോമൻസ് റിപ്പോർട്ട്സ് അല്ലേ. അപ്പം നമ്മുടെ മെഷർമെൻറ്റ്, നമ്മുടെ പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ റിലയബിൾ ആയിട്ടുള്ള മെത്തേഡിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മെഷർ ചെയ്യപ്പെടേണ്ടത്. സാമ്പിൾ ചെക്കിങ് പല മെത്തേഡ്സ് ഉണ്ട്, പേഴ്സണൽ ഒബ്സർവേഷൻ, സാമ്പിൾ ചെക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് വെച്ചിട്ട് വേണം പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യണം, അതിനുശേഷം പെർഫോമൻസ് എന്ത് ചെയ്യണം, ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സുമായിട്ട് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം അല്ലേ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് സച്ച് ആസ് കമ്പാരിസൺ റിവീൽസ് ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ഡിസൈർഡ് റിസൾട്ട് അല്ലേ. ക്ലിയർ അല്ലേ. അതായത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു 5000 ആണ് നമ്മുടെ ടാർഗറ്റ്, 50,000 ആണ് ടാർഗറ്റ്, അതിൽ 500 ആണ് 500 നമ്മൾ ചെയ്ത കാര്യം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസം നമ്മൾ 500 പ്രൊഡക്റ്റ് ചെയ്തു, സ്റ്റാൻഡേർഡ് 500 കിട്ടിയോ, ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല, എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം അല്ലേ. ക്ലിയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡീവിയേഷൻസ് ഉണ്ടോ നോക്കണം. ഡീവിയേഷൻ മീൻസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ റിസൾട്ട് ആൻഡ് ദ സ്റ്റാൻഡേർഡ്സ് അല്ലേ. അതായത് ഞാനിപ്പോൾ ഉദാഹരണത്തിന് 500 ആണ് ഞാൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്, പക്ഷെ ഞാനൊരു 450 ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക, 50ൻ്റെ ഡീവിയേഷൻ വന്നിട്ടുണ്ട് അല്ലേ, ഡീവിയേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, 50ൻ്റെ ഡീവിയേഷൻ വന്നു. സോ ഈ ഡീവിയേഷൻ കീ ഏരിയയിലാണെന്ന് വിചാരിക്കും. അതായത് നമുക്ക് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 2 രീതിയിൽ വരാം. ഇപ്പം ഞാൻ ഈ ഒരു മാസം 450 ചെയ്തിട്ടുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു മാസം ഇപ്പോൾ 500 ചെയ്തില്ല വെച്ചാൽ അടുത്ത മാസം ഒരു 600 അല്ലെങ്കിൽ 550 കൂട്ടി ചെയ്താൽ കുഴപ്പമില്ല വിചാരിക്കാം. അപ്പോൾ ചില നമുക്ക് ഇഗ്നോർ ചെയ്ത് വിടാൻ വേണ്ടി പറ്റും. പക്ഷെ ഞാൻ 200 ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, 500 ആണ് ചെയ്യേണ്ടത്, പക്ഷെ 2-3 മാസമായിട്ട് ഞാൻ 200 ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടൈപ്പ് ഡീവിയേഷനാണ്. ഓക്കെ, അതിന് നമ്മൾ വെറുതെ തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് ചിലപ്പോൾ ചില ഭാഗത്ത് വരുന്ന ഡീവിയേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും, ചിലത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ടൈപ്പ് വരും. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ ഉണ്ട്. ആ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കീ ഏരിയയിൽ വന്ന മാറ്റാണോ എന്ന് നോക്കണം. അതായത് ദ കൺട്രോൾ മെഷർ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ കീ റിസൾട്ട് ഏരിയ വിച്ച് ആർ ക്രിട്ടിക്കൽ ഇൻ ദ സക്സസ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ആക്ച്വൽ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഡീവിയേഷൻ ആണോ എന്ന് നോക്കണം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിന് പെട്ടെന്ന് കറക്റ്റീവ് ആക്ഷൻ എടുക്കണം അല്ലേ. അതായത് 5% ഇൻക്രീസ് ഇൻ ദ ലേബർ കോസ്റ്റ് ഈസ് സീരിയസ് കൺസേൺ ഫോർ എ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ദാൻ 20% ഇൻക്രീസ് ഇൻ പോസ്റ്റൽ ചാർജ്. അതായത് ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിൽ 5% ലേബർ ചാർജ് കൂടുക എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. 20% പോസ്റ്റൽ ചാർജ് കൂടുന്നതിനേക്കാൾ വലിയ കാര്യമാണത്. അപ്പോൾ നമ്മളത് കാര്യമായിട്ട് എടുക്കണം. അല്ലെങ്കിൽ വേറെ ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഓക്കെ, MBE എന്ന് പറയും. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡീവിയേഷൻസും നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ എത്തിക്കേണ്ടി വരില്ല. ഓക്കെ, നമ്മൾ സൂപ്പർവൈസേഴ്സ് ആയിരിക്കും അധികം ഈ വർക്ക് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ മെയിനായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഡീവിയേഷൻസ് ഒക്കെ കണ്ടുപിടിക്കുക, കൺട്രോളിങ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ചില കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ഒഴിവാക്കി വിടാം. പക്ഷെ ചില കാര്യങ്ങൾ അവരെന്ത് ചെയ്യണം, ക്രൂഷ്യൽ ആയിട്ടുള്ളതാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ എത്തിക്കുക തന്നെ വേണം. ഓക്കെ, ക്ലിയർ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ദ അറ്റംപ്റ്റ് ടു കൺട്രോൾ എവറിത്തിങ് റിസൾട്ട് ഇൻ കൺട്രോളിങ് നത്തിങ് അല്ലേ. നമ്മളെല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്നത് വെച്ച് വലിയ കാര്യമൊന്നുമില്ല. ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുകളയാൻ പറ്റുന്ന കാര്യങ്ങൾ വിട്ടുകളയാം. ആക്ച്വലി എന്താണോ കൺട്രോൾ ചെയ്യേണ്ടത് അതിലേക്കായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ ഇൻക്രീസ് ഇൻ ദ മെറ്റീരിയൽ കോസ്റ്റേഴ്സ് വിത്തിൻ ദ പെർമിസബിൾ ലിമിറ്റ് ഇറ്റ് ക്യാൻ ബി ഇഗ്നോർഡ്. ഇപ്പം മെറ്റീരിയൽ ചാർജ് കുറച്ച് കൂടിയെന്ന് വിചാരിക്കും, നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതിലും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ തീർച്ചയായിട്ടും അറിയിച്ചേ പറ്റുള്ളൂ. കാരണം മെറ്റീരിയൽ ചാർജ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റും കൂടും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക തന്നെ വേണം. അതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയാണ് പ്രശ്നം വന്നത് ആ പ്രശ്നം കണ്ടുപിടിച്ച് അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നോ കറക്റ്റീവ് ആക്ഷൻ ഇസ് ടേക്കൺ ഇഫ് ഡീവിയേഷൻസ് ആർ വിത്തിൻ ദ പെർമിസബിൾ ലിമിറ്റ്. അപ്പോൾ പെർമിസബിൾ ലിമിറ്റിനുള്ളിൽ വരുന്ന ഡീവിയേഷൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, കറക്റ്റീവ് ആക്ഷൻ എടുക്കണം എന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇഫ് ഡീവിയേഷൻ ഗോസ് ബിയോണ്ട് ദിസ് ലെവൽ ദിസ് റിക്വയേഴ്സ് ഇമ്മീഡിയറ്റ് മാനേജറിയൽ ആക്ഷൻ. നമ്മുടെ ലിമിറ്റിലും കൂടിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ
എന്താണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്? ആദ്യം എന്ത് ചെയ്യണം? പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് കമ്പയർ ചെയ്യപ്പെടേണ്ടതെന്നുള്ളത് നോക്കണം അല്ലേ? സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് എടുക്കുക. ഓക്കെ, റിലയബിൾ മാനറിൽ വേണം, ശരിയായ രീതിയിൽ തന്നെ വേണം നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എടുത്ത് പരിശോധിക്കാൻ. എന്നിട്ട് ഈ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ്സും തമ്മിൽ കമ്പാരിസൺ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ, എന്ത് ടൈപ്പ് ഡീവിയേഷൻ ആണ്, നമുക്ക് ഒഴിവാക്കി വിടാൻ പറ്റുന്നതാണോ, ക്രിട്ടിക്കൽ പോയിന്റിൽ വരുന്നതാണോ, അല്ലെങ്കിൽ കീ ഏരിയയിൽ വരുന്നതാണോ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ആക്കാൻ പറ്റുന്നതാണോ, ഒഴിവാക്കി വിടാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കണം. എന്നിട്ട് എന്ത് ടൈപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ട കറക്റ്റീവ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഫൈനൽ സ്റ്റേജ് കൺട്രോളിങ്ങിൽ. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ പ്രോസസ്സ് കഴിഞ്ഞു. ക്ലിയർ? ഓക്കെ. ഇനി കൺട്രോളിങ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട് കൺട്രോളിങ്. ഓക്കെ, അപ്പം നമ്മൾ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ കൈകെട്ടി നടന്ന് എന്താണ് ഇങ്ങനെ നോക്കുകയല്ല കൺട്രോളിങ്. പല മെത്തേഡ്സ് ഉണ്ട് ബിസിനസ്സിൻ്റെ അകത്ത് കൺട്രോളിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ 2 രീതിയിലുള്ള ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ വേരിയസ് ടെക്നിക്സ് ഓഫ് മാനേജ് കൺട്രോൾ മേ ബി ക്ലാസിഫൈഡ് ഇൻ 2 broad categories അല്ലേ? ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്, മോഡേൺ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്സ് ആണ് കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. മോഡേൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ടെക്നിക്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ട്രഡീഷണൽ ടെക്നിക്സ് 4 രീതിയിലാണുള്ളത്. പേഴ്സണൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ. ഓക്കെ, അപ്പോൾ എന്താണ് പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എനേബിൾ ദ മാനേജർ ടു ഗ്യാദർ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ഡയറക്റ്റ് ഒരാളെ വിളിച്ചിരുത്തിയിട്ട് ഓരോരുത്തരുടെയും നമ്മളിപ്പോൾ വൈവൊക്കെ കണ്ടക്ട് ചെയ്യില്ലേ, അതേപോലെ അതായത് ഡയറക്റ്റ് വിളിച്ചിരുത്തി പെർഫോമൻസ് അവരുടെ വർക്ക് റിപ്പോർട്ടൊക്കെ നോക്കുന്നതാണ് എന്ന് പറയുന്ന പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ ആൾക്ക് കറക്റ്റ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് മാനേജർക്ക് കിട്ടുന്നത്. കാരണം ഡയറക്റ്റ് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ക്രിയേറ്റ് സൈക്കോളജിക്കൽ പ്രഷർ ഓൺ എംപ്ലോയീസ് പെർഫോം വെൽ ആസ് ദ ആർ പേഴ്സണലി ഒബ്സർവ്ഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഡ്രോബാക്കും ആണ് ഒരു പോസിറ്റീവ് സൈഡുമാണ്. നമ്മുടെ സൈഡ് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ക്ലോസ് ആയിട്ട്, അതായത് കമ്പനിയുടെ സൈഡ് നോക്കുമ്പോൾ എംപ്ലോയീസ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉള്ളൊരു ധാരണ അവർക്ക് വരുമ്പോൾ അവർ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ നോക്കും. എംപ്ലോയീസിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അവർക്കൊരു പ്രഷറാണ്, അവർ ഫോഴ്സ് ചെയ്യപ്പെടുന്നു, നോക്കുന്നുണ്ടല്ലോ ചെയ്തല്ലേ പറ്റൂ എന്നുള്ളൊരു സാധനം വരും. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പല സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ആവറേജ്, മീൻ, മീഡിയം, ഇങ്ങനത്തെ കുറച്ച് ടൂൾസ് ഉണ്ട്, ഇക്വേഷൻസ്, ഫോർമുലാസ്. ഓക്കെ, മാത്തമാറ്റിക്കലി അവർ കൺട്രോളിങ് ചെയ്യുന്നതാണ്. നമ്മൾ ആകപ്പാടുള്ള പ്രൊഡക്ഷൻ്റെ ആവറേജ് എടുക്കുന്നു, അതിൻ്റെ എടുക്കുന്നു, മീഡിയം, അങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ലൈക്ക് ആവറേജ് കാണുക, പെർസെൻറ്റേജ് നോക്കുക, അതിൻ്റെ റേഷ്യോ നോക്കുക, ടൈം സീരീസ് അനാലിസിസ്, കോറിലേഷൻ, റിഗ്രഷൻ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ നോക്കുന്നതാണ്. പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു മാനേജർ റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് വേരിയസ് ഏരിയാസ് ഓഫ് ഓർഗനൈസേഷൻ. ഇതെന്ന് പറയുമ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആവറേജ് എത്ര വന്നു, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ചില ഏരിയയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ള ഒരു ടോട്ടലായിട്ടുള്ള ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക് ഈവൺ അനാലിസിസ് ഉണ്ട്. അതായത് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മിനിമം എത്രയെങ്കിലും ചെയ്തിരിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും നഷ്ടത്തിലാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഞാനൊരു ബിസിനസ് തുടങ്ങുക എന്ന് വിചാരിക്കും. ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു പ്രൊഡക്റ്റ് വേണമെന്ന് വിചാരിക്കുക. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യമേ കുറേ പൈസ ഇറക്കിയിട്ട് ആ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് വിറ്റ് കിട്ടിയാൽ എനിക്ക് ലാഭം കിട്ടണമെന്നൊന്നുമില്ല. ഓക്കെ, ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 50,000 രൂപ ചിലവാക്കി എന്ന് വിചാരിക്കും ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ. ഓക്കെ, ചിലപ്പോൾ ബിസിനസ് വിറ്റ് കിട്ടിയാലും ചിലപ്പോൾ എനിക്ക് ഈ 50,000 കിട്ടണം എന്നൊന്നുമില്ല. അപ്പോൾ ബിസിനസ് എപ്പോഴും തുടങ്ങുന്നത് നഷ്ടത്തിലാണ്. ഓക്കെ, കുറച്ച് പൈസ നമുക്ക് ആദ്യം എപ്പോഴും നഷ്ടം ഉണ്ടാവും. നമ്മൾ ഇറക്കി അത്രയും നമുക്ക് ഒറ്റയടിക്ക് തിരിച്ച് കിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് എപ്പോഴും കോസ്റ്റ് ഉണ്ടാവും അല്ലേ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇപ്പം നമുക്കൊരു ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതാ ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചു. ഓക്കെ, അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് എനിക്ക് എപ്പോഴും ഇവിടെ ഞാൻ വിചാരിക്കും എനിക്ക് എപ്പോഴും ഫിക്സഡ് ആയിട്ട് എന്തുണ്ടാവും, എനിക്ക് ഫിക്സഡ് ആയിട്ട് എപ്പോഴും ഒരു ചിലവുണ്ടായിരിക്കും അല്ലേ? അപ്പം ഞാൻ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എപ്പോഴും എന്തായിരിക്കും, ഞാൻ സീറോയിലായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. ഇതെൻ്റെ ഫിക്സഡ് കോസ്റ്റാണ്, ഇത് ഫിക്സഡ് കോസ്റ്റാണ് പോകുന്നത്.
ഇനി അത് കഴിഞ്ഞ് ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്താ വരിക, എനിക്ക് ബിസിനസ്സിലൊന്ന് ഏർണിങ് വരും അല്ലേ. അപ്പം ഞാൻ ഇവിടെ മുതൽ തുടങ്ങുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റിനാണ് നമ്മൾ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയാം. അതായത് ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുമല്ലോ, ഇവിടെ 0 ആയിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അതായത് ഇവിടെ കാണിക്കുന്ന എമൗണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ 6 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ മിനിമം 6 പ്രൊഡക്റ്റെങ്കിലും ഉണ്ടാക്കിയാൽ എനിക്ക് ലാഭവും നഷ്ടവും ഇല്ലാത്ത അവസ്ഥയിൽ പോകാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഒരു 10,000 രൂപ ഇറക്കിയെന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ 6 പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ 10,000 രൂപ തിരിച്ച് കിട്ടും. ലൈക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എക്സ്പെൻസ് ആയിട്ട് ഞാൻ 10,000 ഇറക്കി കഴിഞ്ഞാൽ ഇൻകം ആയിട്ട് എനിക്ക് 10,000 കിട്ടും. അപ്പം ഞാൻ മുടക്കിയ പൈസ തിരിച്ച് കിട്ടി, അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഓക്കെ, അപ്പോൾ മിനിമം ഞാൻ ഇത്രയെങ്കിലും ചെയ്താൽ എനിക്ക് എന്തുണ്ടാവില്ല, എനിക്ക് നഷ്ടം ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവില്ല. അപ്പം നമ്മൾ എപ്പോഴും ഈ ബ്രേക്ക് ഈവൺ പോയിന്റിന് മുകളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും. ഓക്കെ, മനസ്സിലായോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് വെച്ച് എന്താ ബിസിനസ്സുകാർ ചെയ്യുന്നത്, മാനേജേഴ്സ് ചെയ്യുന്നത് എന്താണ്, അതായത് മിനിമം അവർ എത്രയെങ്കിലും ഉണ്ടാക്കണം, എത്രയെങ്കിലും അവർ ചെയ്തിരിക്കണം, അവരുടെ പ്രൊഡക്ഷൻ എത്രയെങ്കിലും വേണം എന്നുള്ളതിൻ്റെ ഒരു മിനിമം എടുക്കുന്ന പരിപാടിയാണ്. ക്ലിയർ? അതായത് ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജേഴ്സ് ടു സ്റ്റഡി കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. അല്ലേ, കോസ്റ്റും പ്രോഫിറ്റും വോളിയം തമ്മിലൊക്കെ ഉള്ള ഒരു സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തഡാണ്. ഇത് നോക്കിക്കേ, ഇതിൽ കണ്ടില്ല, ഞാൻ മിനിമം 6 ഉണ്ടാക്കിയാൽ ഞാൻ മുടക്കിയ പൈസയെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, 10,000 ഇറക്കുന്നു, 10,000 തിരിച്ച് കിട്ടുന്നു. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്ന സമയത്ത് 0, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ ഞാൻ അതിലും താഴേക്ക് ഞാൻ മിനിമം 6 ഉണ്ടാക്കിയാലാണ് എനിക്ക് ലാഭവും നഷ്ടമില്ലാത്ത അവസ്ഥയിലെത്തുക. 6-ൽ കൂടുതൽ ഉണ്ടാക്കിയാലേ എനിക്ക് പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ 6-ൽ കുറഞ്ഞാൽ എനിക്ക് നഷ്ടമേ സംഭവിക്കും അല്ലേ. അപ്പോൾ മിനിമം എത്രയെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിലൊരു ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൻ്റെ പല സ്റ്റേജസിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമുക്ക് 0 പ്രോഫിറ്റ് 0 ലോസ് ആണെന്ന് മനസ്സിലായി. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോയാൽ നമുക്ക് പ്രോഫിറ്റ് ആണെന്നറിയാം, ഇപ്പുറത്തേക്ക് പോയാൽ ലോസ് ആണെന്നറിയാം. അപ്പോൾ ഈ ബ്രേക്ക് ഈവൺ അനാലിസിസിലൂടെ നമുക്ക് എന്താണ്, ഓരോ പോയിന്റിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. എൻ്റെ അമ്മേ, ഓക്കെ, അതാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് ബജറ്ററി കൺട്രോൾ ആണ്. ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബജറ്റ് സിസ്റ്റം വെക്കുമല്ലോ, അതാണ് സംഭവം. ഇറ്റ് ഇൻവോൾവ്സ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ ബജറ്ററി സ്റ്റാൻഡേർഡ്സ്. അല്ലേ, നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ, ആകപ്പാട് നമ്മളൊരു കോസ്റ്റ് നമുക്ക് ഇത്രയാകും, എക്സ്പെൻസ് ഇത്രയാകും എന്നുള്ള ലെവലിൽ നമ്മളൊരു എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു വീട് പണി ഉണ്ടാക്കാണ്ട് നമ്മളൊരു എസ്റ്റിമേഷൻ വെക്കും, ഇത്ര എമൗണ്ടില്ല, ഇത്രയാണ് എൻ്റെ ബജറ്റ് എന്ന് പറയും അല്ലേ. അപ്പം നമുക്ക് അത്ര തന്നെയാണോ ആയത്, അതിൽ കൂടിയോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, കമ്പാരിസൺ റിവീൽസ് ദ റീസൺ ഫോർ വേരിയൻസ്, ഇറ്റ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ നമ്മൾ ഏകദേശം രീതിയിൽ ബജറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പൈസ കൂടിയത്, എവിടെയാണ് പൈസ കുറഞ്ഞതെന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് മെഷേഴ്സ് എടുത്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കും. ക്ലിയർ അല്ലേ? ഇപ്പോൾ പല രീതിയിലുള്ള ബജറ്റ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ സെയിൽസ് ബഡ്ജറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ട്, മെറ്റീരിയൽ ബഡ്ജറ്റ് ഉണ്ടാവും, ക്യാഷ് ബഡ്ജറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റ് ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പല ബഡ്ജറ്റ്സും ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ട്രഡീഷണൽ ടെക്നിക്സ് വരുന്നത്. ഇനി മോഡേൺ ടെക്നിക്സ് ആണ്. ഓക്കെ, മോഡേൺ ടെക്നിക്സിൽ വരുന്നതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതായത് നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് റിട്ടേൺ എന്നുള്ളത്. അതായത് ROI ക്യാൻ ബി യൂസ് ടു മെഷർ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ ഇഫ് ഇറ്റ് ഇസ് ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഡിവിഷൻസ്. അല്ലേ, അതായത് ഓരോ ഡിവിഷൻസിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് നോക്കുക. ഓക്കെ, എങ്ങനെയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടുമോ, ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണ്, സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിലാണോ നോക്കണം അല്ലേ. ROI പ്രൊവൈഡ് ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് മീൻസ് ഓഫ് കൺട്രോൾ ഫോർ മെഷറിംഗ് ആൻഡ് കമ്പയറിംഗ് പെർഫോമൻസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ROI അല്ലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി എന്താണ് കിട്ടുന്നത്, ടോപ്പ് മാനേജ്മെൻറ്റിന് കറക്റ്റായിട്ടുള്ള ഒരു നിഗമനത്തിലെത്താൻ വേണ്ടിയിട്ട്, അല്ലെ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാനേജ്മെൻറ്റ് ഇഫക്റ്റീവായിട്ട് ആണോ പോകുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കൊടുക്കും. ഓക്കെ, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ. ക്ലിയർ അല്ലേ?
ഇനി അടുത്ത റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആണ്. റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആയിട്ട് വെക്കുക. അതായത് ഇപ്പോൾ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ കോസ്റ്റ് കംപ്ലീറ്റ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ഉള്ള കോസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ സെൻറ്ററിനായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. അതായത് എവിടെയാണ് കൂടിയത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ട് എവിടെയാണ് കൂടുതൽ വന്നത്, എവിടെയാണ് കുറവ് വന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റെസ്പോൺസിബിലിറ്റി accounting is an accounting system in which the various sessions, divisions and departments of organizations are set up as responsibility centers. Clear targets are predetermined for each responsibility centers consistent with the overall goals of the organization. അല്ലേ, അപ്പോൾ ഓരോന്നിനും ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ട് അവരെ ടാർഗറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ പെർഫോമൻസ് അപ്രൈസൽ നോക്കുന്നതാണ്. എല്ലാവരുടെയും കംപ്ലീറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർഫോമൻസ് എടുക്കുക, അവരുടെ നോക്കുക, ഓഡിറ്റിംഗ് കാര്യങ്ങൾ നടത്തിയിട്ട്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് അപ്രൈസൽ ഓഫ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, അതായത് ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു ഐഡൻറ്റിഫൈ ദ ഡെഫിഷ്യൻസീസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. ഈ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നതിലൂടെ, കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുന്നതോടെ മാനേജ്മെൻറ്റ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, കൺട്രോൾ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും മോശമുണ്ടോ എന്നുള്ളത് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി കാണിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു വലിയൊരു കമ്പനിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക, ഒരു വലിയ കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ വലിയ കമ്പനിയിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ മാനേജേഴ്സിന് ഇപ്പോൾ ഒരു 1000 എംപ്ലോയീസ് ഉള്ള കമ്പനി ആണെങ്കിൽ ഈ 1000 എംപ്ലോയീസിൻ്റെയും ചിലപ്പോൾ കാര്യം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒറ്റയടിക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സോഫ്റ്റ്വെയറുടെ അപ്ഡേറ്റോട് കൂടിയിട്ട് ഫയലായിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന രീതിയാണിത്. അതായത് ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ ഇഫക്റ്റീവ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. Okay, it provides data and information to the managers at the right time, so appropriate corrective action may be taken in the case of deviation from standards. അല്ലേ, അപ്പോൾ ഒരു ബൾക്കായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ MIS എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മാനേജേഴ്സ് എന്ത് ചെയ്യും, വലിയ ഡീവിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടോ, വലിയ രീതിയിലുള്ള ഡീവിയേഷൻസ് ആണോ എന്നൊക്കെ നോക്കി, സ്റ്റാൻഡേർഡിൽ നിന്ന് വലിയ രീതിയിലുള്ള ഡീവിയേഷൻ ആണോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് തീരുമാനം എടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കൺട്രോളിങ്ങിൽ പഠിക്കാനായിട്ട്. കഴിഞ്ഞു കൺട്രോളിങ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന എല്ലാ കുട്ടികൾക്കും നന്ദി നമസ്കാരം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞടാ, ശുഭം, തീർന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് കുറച്ച് അധികം ഉണ്ടെന്ന് അറിയാം, പക്ഷെ നമ്മളെല്ലാം ഒന്ന് മുതലേ പഠിച്ച് തുടങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് റിവിഷൻ അല്ലായിരുന്നു, എല്ലാം പറഞ്ഞുകൊണ്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും ഞാൻ നിന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങാം, നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാം, പഠിക്കണം. നോട്ട്സ് ഞാൻ അയച്ചുതരാം, കംപ്രസ് ചെയ്തിട്ട് നോട്ട്സ് അയച്ചുതരാം. വലിയ ഫയൽ ആയതുകൊണ്ട് കംപ്രസ് ചെയ്യേണ്ടി വരും, കംപ്രസ് ചെയ്തിട്ട് അയച്ചുതരാം. അപ്പോൾ ടാറ്റ, ഗുഡ് നൈറ്റ്, സീ യു, ബൈ. അപ്പോൾ ടാറ്റ, ബൈ.